Hi, good evening all. എല്ലാവർക്കും സുഖമല്ലടാ വിശ്വസിക്കുന്നു. നാളെയാണ് നമ്മുടെ സ്വന്തം പരീക്ഷ. അടിപൊളിയായ എല്ലാ സബ്ജക്റ്റിനുമായി 150 എണ്ണം പറഞ്ഞ ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന ആരിൽ നിന്നാണ് ജസീൽ സാർ? യെസ്, നമ്മുടെ രാജാവ് ഫിസിക്സിൽ നിന്നാണ് മക്കളെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അടിപൊളി 50 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സുമായി നിങ്ങളെ കാത്തിരിപ്പാണ്. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം. തയ്യാറല്ലേ? യെസ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. കാര്യം നമ്പർ 1, ലൈക്ക് ചെയ്യുക. ഒരു മടിയും വേണ്ട, എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ അങ്ങ് ക്ലിക്ക് ചെയ്ത് എല്ലാവരും കാര്യം നമ്പർ 2, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ കൂട്ടുകാരിലോട്ടും. കേരളത്തിൽ നമ്മുടെ 10ാം ക്ലാസ് CBSE എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം നിങ്ങൾ തന്നെയാണ്. വേറെ ആര് കൊണ്ടുവരാനാണ്? മാക്സിമം എല്ലാ കൂട്ടുകാരിലോട്ട് ഷെയർ, എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചിട്ട് ലിങ്ക് വാരി എറിയുടെ മക്കളെ എല്ലാവരും കൊണ്ടുവരിക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളും അതേ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിരിക്കും നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കുറെ സെഷൻസിലൂടെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാ എക്സാമ്പിളർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്താണ്. എല്ലാം അവർക്ക് നൽകിയതാണ്. സോ അതെല്ലാം കൂടി ചുരുക്കി ഏറ്റവും പ്രധാനപ്പെട്ട ക്രീമായ 50 ക്വസ്റ്റ്യൻസ് ആണ്, ക്ലിഞ്ചറായ 50 ചോദ്യങ്ങളുമായിട്ടാണ് ഞാനും ജസീൽ സാറും ഫിസിക്സിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഇത്രയും കൗണ്ട് ഒന്നും പോരാ, അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇത്രയും കൗണ്ട് ഒന്നും പോരാ, മിനിമം 1K ഇല്ലാതെ ഒരു അന്തസ്സ്, അത് ഉറപ്പാണ്. മിനിമം ഒരു 1K, 1000 കുട്ടികളെ ഇനീഷ്യലി കൊണ്ടുവരുന്ന മക്കളെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരെയും കൊണ്ടുവരിക. അടിപൊളിയായി ഉഷാറായി ക്ലിഞ്ചനായി പഠിക്കാൻ ഒരുമിച്ചിരുന്ന് പഠിച്ച് നാളത്തെ എക്സാം തകർത്ത് റെഡി. എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ, നിങ്ങൾക്ക് പരീക്ഷയാണ്. നമുക്ക് സോ മക്കളെ 50 ചോദ്യങ്ങളിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. റെഡി? ഞാൻ ഇത് കഴിയുമ്പോൾ വരും. സോ 25 ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് ജസീൽ സാർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ വരിക. യെസ്, എല്ലാവരും തയ്യാറാണ്, എല്ലാവരും കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട്. സോ 600 എന്ന് പറയുന്ന കൗണ്ടിലോട്ട് എത്തി. ഇതല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഒരു 1000 സ്റ്റുഡൻസിനെ ഇവിടെ ഇനീഷ്യലി കൊണ്ടുവരണം. അത് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ. റൈറ്റ്? എല്ലാ മക്കളും സെറ്റ് അല്ലടാ? എല്ലാവരും റെഡിയാണ്? ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാൻ പോയവർ ഷെയർ ചെയ്ത് തിരിച്ചു വരിക. കാരണം ക്ലാസ്സിലുള്ള കുട്ടികളിലോട്ട് ഷെയർ ചെയ്താൽ തിരിച്ചു വരണം. അല്ലാതെ നിങ്ങൾ ഷെയർ ചെയ്ത് ആ വഴി അങ്ങനെ പോകരുത്. ഇൻസ്റ്റയിലൊക്കെ ഒരു സ്റ്റോറി ഇടാൻ പോയി കഴിഞ്ഞാൽ അടുത്ത റീല് കണ്ട് അങ്ങനെ ആ വഴിക്ക് പോരുത്. എല്ലാവരും തിരിച്ചു വരിക. നാളത്തെ പരീക്ഷയിൽ മികച്ച മാർക്കാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്. സോ അതിലോട്ട് കടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 ഫിസിക്സിലെ ചോദ്യങ്ങളിലോട്ട് മക്കളെ നമ്മളിതാ ചുവട് വെച്ച് നീങ്ങുന്നു. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കമോൺ. സോ എല്ലാവരും, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ അതെല്ലാം കമന്റ് ചെയ്യണം. അതേ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നാളെ കാണാൻ പോകുന്നത്. സോ എല്ലാവരും പ്രോപ്പർലി കമന്റ് ചെയ്ത് ആക്റ്റീവായി തന്നെ കമന്റ് ബോക്സിൽ നിൽക്കണം. അതിന് നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. അതിന് എൻ്റെ മക്കളെ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. റൈറ്റ്? സെറ്റ് അല്ലേ? എങ്കിൽ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലോട്ടായിട്ട് കടന്നാലോ മക്കളെ? യെസ്, സുബു ചേട്ടാ കമോൺ. യെസ്, എനിക്ക് ലാപ്ടോപ്പ് എന്ന് വിളിച്ചു നോക്കൂ. റെഡി? ഓക്കെ, സെറ്റ്. ജസീദ മോക്കെ ഓക്കെ അല്ലേ മക്കൾ? എല്ലാവരും തയ്യാറല്ലേ? മുഴുവൻ മക്കളും തയ്യാറല്ലേ? യെസ്, എല്ലാവരും റെഡിയാണ്. ഓരോരോ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നുണ്ട്. ആൻസേഴ്സ് എല്ലാവരും കമന്റ് ബോക്സിൽ ഇടണം. ഒരു മടിയും കാണിക്കരുത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ആൻസേഴ്സ് എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് ഇടണം. റെഡി? യെസ്, എല്ലാവരും തയ്യാറാണ്. മുഴുവൻ മക്കളും റെഡിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ സാർ, ഹൗ ആർ യു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിനക്കും നല്ല പരീക്ഷ എഴുതിക്കാൻ സുഖം ഫീൽ ആവണമെങ്കിൽ ചോദ്യങ്ങളൊക്കെ പഠിക്കണം. റൈറ്റ്? സോ തുടങ്ങിയാലോ മക്കളെ? ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കണം. ദ റേസ്. ഒന്നാമത്തെ ചോദ്യം. 50 ചോദ്യങ്ങളിലെ ആദ്യം നമ്മൾ റിഫ്രാക്ഷൻ ഡീൽ ചെയ്യുന്നത്. അതിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യമാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അടിപൊളി ചോദ്യമാണ്. നോക്കണം. റേസ് ഫ്രം സൺ കൺവേർജസ് അറ്റ് എ പോയിന്റ് ഓഫ് 50 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിററിന്റെ മുന്നിൽ നോക്കടാ 15 സെന്റിമീറ്റർ അകലെയാണ് അത് കൺവേർജ് ചെയ്തത്. Where should an object be placed so that the size of the image equal to size of object? നിസ്സാരമായ ചോദ്യമാണ്, അന്തസ്സായ ചോദ്യമാണ്. എൻ്റെ മക്കളൊന്ന് ആലോചിച്ചേടാ. ഒരു കോൺകേവ് മിററിന്റെ മുന്നിൽ എവിടെ ഒബ്ജക്റ്റിനെ വെച്ചാലാണ് അതേ വലുപ്പത്തിൽ നമുക്ക് ആരെ ലഭിക്കുക? നമുക്ക് ഇമേജ് ലഭിക്കുക. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. മുഴുവൻ മക്കളും കമന്റ് ചെയ്തടാ. ഒരു കോൺകേവ് മിററിന്റെ മുന്നിൽ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലാണ് അതേ വലുപ്പത്തിലുള്ള ഇമേജ് നമുക്ക് ലഭിക്കുക? ഒരു സംശയവും നിങ്ങൾക്ക് അതിൽ വേണ്ട. അതെവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? സെന്റർ ഓഫ് കർവേച്ചറിലാണ്. അതെവിടെയാണ് മക്കളെ പ്ലേസ് ചെയ്യേണ്ടത്? സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ഇവിടെ അതിനു വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞു വെച്ചാൽ, സൂര്യനിൽ നിന്ന് വരുന്ന റേസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക. എങ്കിൽ പാരലലി വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെയാണ് മീറ്റ് ചെയ്യുക? ഫോക്കസിലാണ്. ശരിയല്ലേ? ഫോക്കസിലാണ് മീറ്റ് ചെയ്യുക. ആ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് അവർ പറയുന്നത്? 15 സെന്റിമീറ്റർ. നമുക്കറിയാം ഇതൊരു കോൺകേവ് മിറർ ആണ്. ഇതൊരു കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും?
-15 സെന്റിമീറ്റർ ആയിരിക്കും. സെറ്റ് അല്ലേ? ക്ലിഞ്ചറായി മനസ്സിലായില്ലടാ. എങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലോട്ടുള്ള ദൂരം എത്രയാണ്. സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചാലാണ് എന്ത് സംഭവിക്കുക, ഈ പറഞ്ഞ സെയിം സൈസുള്ള ഇമേജ് നമുക്ക് ഫോം ചെയ്യുക. സോ എത്രയാണ് മക്കളെ? -30 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 30 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് എഴുതാം. 30 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഓറൽസ് -30 സെന്റിമീറ്റർ എന്ന് എഴുതുക. കാരണം എന്താണ് മക്കളെ? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഇടത്തോട്ടാണ് മെഷർ ചെയ്യാറുള്ളത്. സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? -30 സെന്റിമീറ്റർ. ക്ലിഞ്ചറായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എനിക്ക് ഫയർ ഇമോജി വേണം. ഈ ഒരു ചോദ്യം എൻ്റെ മക്കൾക്ക് അന്തസ്സായി ക്ലിഞ്ചറായി മനസ്സിലായെങ്കിൽ എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി നിങ്ങൾ ഇട്ട് തരണം. നിങ്ങൾ ഇട്ട് തരുമെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം തുടരാം. 50 ചോദ്യങ്ങളിലെ ഫിസിക്സിലെ ആദ്യത്തെ ചോദ്യം ഉഷാറായി തന്നെ പഠിച്ചു കഴിഞ്ഞു. ഗൈസ്, വി ആർ മൂവിംഗ് ടു അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ എല്ലാവരും തയ്യാറല്ലേ? മുഴുവൻ മക്കളും തയ്യാറല്ലേ രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ? യെസ്, റെഡി. യെസ് സെറ്റ്. എടാ മൈനസ് ഇടണടാ. കോൺകേവ് മിററിന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇടതു ഭാഗത്തല്ലേ, സോ മൈനസ് വരും കേട്ടോ. അടുത്ത, ടു ഒബ്റ്റെയിൻ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് +2 വിത്ത് എ കോൺകേവ് മിറർ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഈ 60 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് എന്നതാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? നിസ്സാരമായി ചെയ്യാം. ആദ്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്, ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ്. മക്കളെ നിങ്ങൾ പറയടാ, മാഗ്നിഫിക്കേഷൻ +2 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആയിരിക്കുമോ വെർച്വൽ ഇമേജ് ആയിരിക്കുമോ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ പറയണം, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആയിരിക്കുമോ അതോ വെർച്വൽ ഇമേജ് ആയിരിക്കും? കമോൺ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. മുഴുവൻ മക്കളും കമൻറ്റ് ചെയ്യണം. അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആയിരിക്കുമോ അതോ വെർച്വൽ ഇമേജ് ആയിരിക്കുമോ? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ദ ഇമേജ് ഈസ് വെർച്വൽ. അവിടെ ഉണ്ടാവുന്ന എന്താണ്? ഇമേജ് വെർച്വൽ ആയിരിക്കും. സിമിലർ വേ ഇറക്റ്റ് ആയിരിക്കും. വെർച്വലും ഇറക്റ്റുമായിരിക്കും. മനസ്സിൽ ഉറപ്പിക്കുക. ദ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് ഇറക്കാം. ശ്രദ്ധിക്കണം, എന്താണ് പറയുന്നത്? മാഗ്നിഫിക്കേഷൻ +2 ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതിന് മുമ്പായിട്ട് ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ് പറയുന്നത്? R = 60 സെന്റിമീറ്റർ. അതും കോൺകേവ് മിറർ ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്. സോ 60/2 30 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ ശരിയാവോ? ഇല്ല. അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. സോ -30 സെന്റിമീറ്റർ എന്ന് എഴുതണം. എത്ര എഴുതണം? -30 സെന്റിമീറ്റർ എന്ന് എഴുതണം. നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്കറിയേണ്ടതാണ്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺകേവ് മിറർ ഈസ് -30 സെന്റിമീറ്റർ. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? അട്ടിപൊളിയായി മനസ്സിലായില്ലടാ. എങ്കിൽ അടുത്തതിലോട്ട് കിടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ M = എന്താ മക്കളെ? -V/U ആണ്. M എത്രയാണ്? 2 ആണ്. 2 = -V/U. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക. V = എന്ത് വരും? -2U എന്ന് വരും. V = -2U. ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഞാനതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. നമുക്കിവിടെ U ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ മിറർ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1/F = 1/U + 1/V ആണ്. എല്ലാവർക്കും അറിയാലോ. അല്ലെങ്കിൽ 1/V + 1/U, വാട്ട് എവർ ഇറ്റ് മേ ബി. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ശ്രദ്ധിക്കുക. സോ അങ്ങനെ പഠിച്ച ആൾക്കാർക്ക് അങ്ങനെ തന്നെ എഴുതാം. 1/V + 1/U. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കടാ. സോ 1/F എത്രയാണ്? -30. -30 = 1/Vക്ക് വരുന്നത് കൊടുക്കാം -2U + 1/U. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായി. ഒരു തരി സംശയമില്ലാതെ ശ്രദ്ധിക്കടാ. അപ്പോൾ 1/-30 ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. U - 2U / എന്ത് വരും? -2U². So 1/-30 = -U / -2U². നോക്കടാ, ശ്രദ്ധിക്കടാ. മൈനസും ക്യാൻസൽ ചെയ്തു. യും U² ക്യാൻസൽ ചെയ്തു. സോ -30 = എന്ത് വരും? 2U എന്ന് വരും. സോ U = എത്ര വരും? -30/2. സോ U = -15 സെന്റിമീറ്റർ. U എത്രയാണ് മക്കളെ ലഭിക്കുക? -15 സെന്റിമീറ്റർ ആണ് ലഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്. അന്തസ്സായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും എനിക്കൊരു സെറ്റ് മെസ്സേജ് ഇടാവോ? ഈ പറയുന്ന ചോദ്യം എൻ്റെ മക്കൾക്ക് അന്തസ്സായി മനസ്സിലായെങ്കിൽ, കൺസെപ്റ്റ് സ്ട്രോങ് ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതേ ചോദ്യം, ഇതേ ന്യൂമറിക്കൽ വാല്യൂ മാറാതെ ചോദിക്കുമെന്നല്ല, ഇതേ മോഡലിൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ചോദ്യം ഉണ്ടാവും. അത് ഉറപ്പാണ്.
സെയിം ക്വസ്റ്റ്യൻ ഡിക്റ്റോ ആവർത്തിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ഇതേ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണും, നിങ്ങൾ നാളെ കാണും. അത് നിങ്ങൾ അന്തസ്സായി കോൺഫിഡൻ്റ് ആയി തന്നെ എഴുതും, അതെനിക്ക് ഉറപ്പാണ്. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്ത ചോദ്യം. ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട്. ഫോക്കസ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ഹൈറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ ഓൺ എ വൈഡ് സ്ക്രീൻ യൂസിങ് എ കോൺകേവ് മിറർ. ഒരു സ്റ്റുഡൻറ്റ് 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തുവിൻ്റെ ഇമേജ് ഒരു വൈറ്റ് സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്തു. മക്കളെ, സ്ക്രീനിൽ ഉണ്ടാവുന്ന ഇമേജ് അല്ലെങ്കിൽ സ്ക്രീനിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ത് ഇമേജാണ്? ദ ഇമേജ് വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ ദ സ്ക്രീൻ വെദർ ഇറ്റ് ഈസ് എ റിയൽ ഓർ വെർച്വൽ. എല്ലാവരും പറയടാ, സ്ക്രീനിൽ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജ് ആയിരിക്കും? എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതെന്ത് ഇമേജാണ് മക്കളെ? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. സ്ക്രീനിൽ ഒബ്റ്റൈൻ ചെയ്യുമെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതെന്ത് ഇമേജാണ് മക്കളെ? അത് റിയൽ ഇമേജാണ്. അത് റിയൽ ഇമേജാണ്. പഠിക്കണം. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ എത്രയാണ്? 18 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. താഴെ കാണിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാവരും എഴുതണം. അതായത് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. നിസ്സാരമായി ചെയ്യാം. എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. സോ ആദ്യം ഗിവൺ ഡാറ്റാസ് ഒക്കെ ഒന്ന് എഴുതാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? സോ HO എന്ന് എഴുതാം. HO ഈക്വൾ എത്രയാണ് മക്കളെ? HO ഈക്വൾ ടു 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത കാര്യം എന്താണ്? യെസ്, മിറർ, കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് 12 സെൻറ്റിമീറ്റർ. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും മൈനസ് ആണ്. സോ -12 സെൻറ്റിമീറ്റർ. അടുത്തത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? U ഈക്വൽ ടു -18 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. V കണ്ടുപിടിച്ചാൽ മതി. നിസ്സാരമായി കണ്ടുപിടിക്കാലോ മക്കളെ, അന്തസ്സായി കണ്ടുപിടിക്കാലോ. ആ സെറ്റാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് V. നമുക്കറിയാം മിറർ ഫോർമുല 1/F ഈക്വൽ ടു 1/V പ്ലസ് 1/U ആണ്. സോ 1/V ഈക്വൽ എന്ത് വരും? 1/F മൈനസ് 1/U എന്ന് വരും. ശ്രദ്ധിക്കടാ. സോ 1/V ഈക്വൽ എന്ത് വരും? U മൈനസ് F ഡിവൈഡഡ് ബൈ UF എന്ന് വരും. സോ V ഈക്വൽ എന്ത് വരും? UF ഡിവൈഡഡ് ബൈ U മൈനസ് F എന്ന് വരും. വൃത്തിയായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ, ആർക്കും തന്നെ ഒരു തരി സംശയമില്ലാലോ. സോ V ഈക്വൽ U എത്രയാണ് മക്കളെ? -18. F എത്രയാണ് മക്കളെ? -12 ഡിവൈഡ് ബൈ -18 മൈനസ് ഓഫ് -12 എന്ന് വരും. സോ V ഈക്വൽ 18 ഇൻറ്റു 12 എത്രയാണ് മക്കളെ? 18 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 216 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? -6 എന്ന് വരും. 216 ഡിവൈഡ് ബൈ -6 വിച്ച് വിൽ ബി ഈക്വൽ ടു -36 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി. അതെത്രയാണ്? -36 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പഠിക്കേണ്ടതാണ്. നിസ്സാരമായ സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഉണ്ട്, U ഉണ്ട്, V ഉണ്ട്. നിസ്സാരമായി കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എൻ്റെ മക്കൾക്ക് അറിയാം. എന്താണ് മാഗ്നിഫിക്കേഷൻ? ഈക്വൽ ടു ഒരു മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എല്ലാ മക്കളും കമൻറ്റ് ചെയ്തടാ. ഒരു മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എന്താണ്? ഇപ്പോഴും പലരും ലൈക്ക് ചെയ്തിട്ടില്ല. മുഴുവൻ മക്കളും ലൈക്ക് ചെയ്യണം. എന്നിട്ട് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്തടാ. ഒരു മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ്? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. അത് -V/U ആണ്. അതെന്തിന് ഈക്വൽ ആണ്? HI/H0 ഈക്വൽ ആണ്. സോ ദെർഫോർ HI ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് വിൽ ബി ഈക്വൽ ടു -V/U ഇൻറ്റു എന്ത് എഴുതാം? H0 എന്ന് എഴുതാം. സോ HI ഈക്വൽ ടു V എത്രയാണ് മക്കളെ? V എന്ന് പറഞ്ഞാൽ -36 ആണ്. സോ മൈനസ് ഓഫ് -36 ഡിവൈഡ് ബൈ U എത്രയാണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? -18 ആണ്. ഇൻറ്റു HO എത്രയാണ് മക്കളെ? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 3 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോ? സോ 36/-18 ഇൻറ്റു എന്ത് വരും? 3 എന്ന് വരും. 18 2 ടൈംസിലാണ് പോവുക. സോ -2 ഇൻറ്റു 3 എന്ന് വരും വിച്ച് വിൽ ബി ഈക്വൽ ടു -6 സെൻറ്റിമീറ്റർ. സോ എന്ത് കിട്ടും? M വിൽ ബി ഈക്വൽ ടു -6 സെൻറ്റിമീറ്റർ. M എത്രയാണ് മക്കളെ? -6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വൃത്തിയായി മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായി മനസ്സിലായില്ലേ? മാഗ്നിഫിക്കേഷനിലെ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്? -6 സെൻറ്റിമീറ്റർ. മൈനസ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി അതെന്താണ്? അത് ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ആണ്. അത് ഇൻവേർട്ടഡും റിയൽ ഇമേജുമാണ്. വൃത്തിയായി മനസ്സിലായില്ലേ? എൻ്റെ മക്കൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? കോൺഫിഡൻ്റ് ആയോടാ? എല്ലാവർക്കും കോൺഫിഡൻ്റ് ആയോടാ? അന്തസ്സായി മനസ്സിലായില്ലേ? സെറ്റല്ലേ? സെറ്റാണോ മക്കളെ? കോൺഫിഡൻ്റ് ആണോ മക്കളെ? എല്ലാവരും പറയടാ. എല്ലാവരും ചാറ്റ് ബോക്സിൽ പറയടാ. യെസ് സാർ, ഞാൻ +2 സ്റ്റുഡൻ്റ് ആണ്, പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു എന്ന് പറയുന്നു. നോക്കി, ഇന്ന് +2ൻ്റെ എക്സാം ആയിരുന്നു. അവർക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ സാധിച്ചു. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ അതേപടി പരീക്ഷാ പേപ്പറിൽ ഡിക്റ്റോ കാണാൻ പറ്റി അവർക്ക്. സോ അതുപോലെ തന്നെ നാളെ നിങ്ങൾക്കും ആവട്ടെ മക്കളെ. യെസ്, നിങ്ങൾക്കും ആവട്ടെ. റെഡി? സോ മക്കളെ, അടുത്ത ചോദ്യത്തിലൂടെ ഇറങ്ങുന്നു. ശ്രദ്ധിക്കണം. റിഫ്രാക്ഷൻ ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ചോദ്യങ്ങൾ നോക്കണം. ഇൻ വിച്ച് ഓഫ് ദ കേസസ് റിഫ്രാക്റ്റഡ് റേ ബെൻഡ്സ് ടുവേർഡ്സ് എ നോർമൽ?
ഏത് കേസിലാണ് റിഫ്രാക്റ്റഡ് റേ ബെൻഡ്സ് ടുവേർഡ്സ് എ നോർമൽ? നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? നിസ്സാരമായി പറയാൻ സാധിക്കും, നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം. എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോഴാണ് ബെൻഡ്സ് ടുവേർഡ്സ് എ നോർമൽ ആവുക. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലോട്ട് പോകുമ്പോൾ. സോ ഇവിടെ നോക്കിയിട്ട് പറയടാ, ഏതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലോട്ട് പോകുന്നത്? എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ. ശരിയല്ലേ? സോ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ. അടുത്തത്, in which cases does the speed of the light increases in the second medium? ഏത് കേസിലാണ് സെക്കൻഡ് മീഡിയത്തിലോട്ട് പോകുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, നിങ്ങൾക്കറിയണം n = എന്താണ്? c/v ആണ്. സോ സ്പീഡ് കൂടണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയണം. സ്പീഡ് കൂടണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയണം. എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. സോ ഇവിടുന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുക? നോക്കിക്കേ, ആ ബിയിൽ നിന്ന് സിയിലോട്ട് പോകുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുക, അപ്പോഴാണ് സ്പീഡ് കൂടുക. സോ ആൻസർ ഈസ് B/C. ആൻസർ എന്താണ് മക്കളെ? B/C ആണ്. വൃത്തിയായി മനസ്സിലായില്ലടാ? കോൺഫിഡൻ്റ് ആയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു മസിൽ ഇമോജി ഇടാവോ? ഈ ചോദ്യം 1000 എന്ന് പറയുന്ന കൗണ്ടിലോട്ട് എത്തി, പക്ഷെ 1000 ലൈക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല. 1000 ലൈക്ക് എനിക്ക് ആ ലൈക്ക് ബട്ടണിൽ കാണണം. 1000 എന്ന് പറയുന്ന അടിപൊളി കൗണ്ടിലോട്ട് മക്കളെ നിങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഈ പറയുന്ന ചോദ്യം കോൺഫിഡൻ്റ് ആയെങ്കിൽ ചാറ്റ് ബോക്സിൽ എനിക്കൊരു മസിൽ ഇമോജി ഇട്ട് തരാവോ ഗൈസ്? എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു മസിൽ ഇമോജി വേണം. നിങ്ങൾ എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു മസിൽ ഇമോജി ഇട്ട് തരണം. അടുത്തതിലോട്ട് കിടക്കാം, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം മക്കളെ. വാടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തസ്സുള്ളൊരു ചോദ്യമാണ്, നിസ്സാരമായ ചോദ്യമാണ്. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ബി റിലേറ്റഡ് ടു മീഡിയം എ? ഒന്നുമില്ല, N2/N1 ആണ് കണ്ടുപിടിക്കുന്നത്. സിംപ്ലി മീഡിയം ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ N2/N1 റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ഏത് ലോ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുക? സ്നെൽസ് ലോ. എല്ലാവർക്കും അറിയാം, സ്നെൽസ് ലോ ഉപയോഗിച്ചാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. നിസ്സാരമല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ അറിയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സ്നെൽസ് ലോ? സൈൻ sin r എന്ന് പറഞ്ഞാൽ എന്താണ്? N2/N1 ആണ്. അതാണ് കണ്ടുപിടിക്കുന്നത്. I എത്രയാണ്, R എത്രയാണ്? എൻ്റെ മക്കൾ എനിക്ക് പറഞ്ഞു താടാ. I ഇവിടെ എത്രയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എല്ലാവരും പറ. ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? എൻ്റെ മക്കൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറ. എത്രയാണ് മക്കളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ എൻ്റെ മക്കൾ പറയടാ, ഇവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഒരു തരി സംശയം വേണ്ട, അത് 60 ഡിഗ്രിയാണ്. റൈറ്റ്. സോ I = 60 ഡിഗ്രി. R എത്രയാണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒരു സംശയം വേണ്ട, അത് 45 ഡിഗ്രി ആയിരിക്കും. അത് 45 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 45 ഡിഗ്രിയാണ്. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ? സോ നിസ്സാരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സൈൻ ഐക്ക് പകരം എത്ര കൊടുക്കാം? ഐക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? 60 എന്ന് കൊടുക്കാം. സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ 45. മക്കൾ പറയടാ, സൈൻ 60 ഡിഗ്രി എത്രയാണ്? സൈൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? √3/2 ആണ്. സോ √3/2 ഡിവൈഡ് ബൈ സൈൻ 45 എത്രയാണ്? 1/√2 ആണ്. സിംപ്ലിഫൈ ചെയ്യാം. √3/2 ഇൻറ്റു √2/ എന്ത് വരും? 1 എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായി മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ? സെറ്റ് അല്ലേ? ഈ 2നെ ഞാൻ എങ്ങനെ എഴുതാൻ പോവാണെന്ന് ശ്രദ്ധിച്ചോടാ. എല്ലാവരും ശ്രദ്ധിച്ചോ. വിച്ച് വിൽ ബി ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2 ഇൻറ്റു എന്ത് എഴുതി? √2 എഴുതി. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ 2നെ ഞാൻ √2 ഇൻറ്റു √2 എഴുതി. എന്ന് നമുക്ക് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. സോ ഗൈസ് വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് സൈൻ I/, അല്ലെങ്കിൽ നമുക്ക് N2/N1 എന്ന് എഴുതാം. അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ എഴുതാം. സോ N2/N1 ഈക്വൽ എന്ത് വരും? √3 ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ക്ലിഞ്ചനായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ക്ലിഞ്ചൻ മെസ്സേജ് ഇട്ടേടാ. മുഴുവൻ മക്കളും ഒരു ക്ലിഞ്ചൻ മെസ്സേജ് ഇട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്നെൽസ് ലോ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യമാണ്. കോൺഫിഡൻ്റ് ആയിരിക്കുക. മുഴുവൻ മക്കളും കോൺഫിഡൻ്റ് ആയിരിക്കുക. ഈ ചോദ്യം മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോടെ? യെസ്, √3/√2. യെസ്, യു ആർ റൈറ്റ്. √3/√2 ആണ് ശരിയായ ഉത്തരമാണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം മക്കളെ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. Locate the position of the object when a concave mirror forms virtual, erect and enlarged image. ഒബ്ജക്റ്റിനെ എവിടെ വെച്ചാലാണ് ഒരു കോൺകേവ് മിറർ വെർച്വലും ഇറക്റ്റും എൻലാർജ്ഡുമായി ഇമേജ് ഫോം ചെയ്യുക? ഒബ്ജക്റ്റിനെ എവിടെ വെച്ചാലാണ് ഒരു കോൺകേവ് മിറർ വെർച്വലും ഇറക്റ്റും എൻലാർജ്ഡുമായി ഇമേജ് ഫോം ചെയ്യുക? എൻ്റെ മക്കളെ നിങ്ങൾ പറയണം. നിങ്ങൾക്കറിയണം. എവിടെ വെക്കണം? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പ്രിൻസിപ്പൽ ഫോക്കസിനും അതുപോലെ തന്നെ
പോളിനും ഇടയിൽ വെക്കണം. പ്രിൻസിപ്പിൾ ഫോക്കസിനും അതുപോലെ തന്നെ പോളിനും ഇടയിൽ വെക്കുമ്പോഴാണ് വെർച്വലും ഇറക്റ്റും എൻലാർജറുമായി ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് ഫോമേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പഠിക്കേണ്ടതാണ്. ഒരു റേ വന്നാൽ ഇങ്ങനെ ഫോക്കസ് പാരലി വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോകും. ആ പോളിൽ പോയി ഇടിച്ചാൽ അതേ ആംഗിൾ റിഫ്ലക്ട് ചെയ്തു പോകും. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണ്? ആ ബിഹൈൻഡ് ദ മിറർ ആണ്. സോ അവിടെ ഒരു വെർച്വലും ഇറക്റ്റ് നിവർന്നു നിൽക്കുന്നതുമായ മാഗ്നിഫൈഡ് ആയ ഇമേജ് അവിടെ ഫോം ചെയ്യും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അന്തസ്സായി മനസ്സിലായില്ലടാ? അടിപൊളിയായി മനസ്സിലായില്ല എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഗൈസ് വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കടാ. അടുത്ത ചോദ്യം. 2 ലെൻസ് ഉണ്ട്. അവയുടെ പവർ +7D-യും -3D-യുമാണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ എത്രയാണ്? ഇവയുടെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? സോ ടോട്ടൽ പവർ എന്തായിരിക്കും? ടോട്ടൽ പവർ ഈക്വൽ ടു P1 + P2 ആണ്. സോ പവർ ഈക്വൽ ടു P1 എത്രയാണ്? 7 -3 എന്ന് വരും. സോ പവർ ഈക്വൽ ടു എന്ത് വരും? 4 ഡയോപ്റ്റർ എന്ന് വരും. നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1/, പവർ ആണ്. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1/4 എന്ന് വരും. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 0.25 മീറ്റർ. എത്രയാണ് മക്കളെ? 0.25 മീറ്റർ ആണ് എന്തെന്ന് പറയുക? ഫോക്കൽ ലെങ്ത് എന്ന് പറയുക. ഇറ്റ് ഈസ് 0.25 മീറ്റർ. സെറ്റ്. ക്ലിഞ്ചറായി മനസ്സിലായി. അടിപൊളിയായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒന്നുമില്ലടാ, എവിടെ ഒബ്ജക്റ്റിനെ വെച്ചാലാണ് ഒരു കോൺകേവ് മിററിൽ വെർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡോ ആയ ഇമേജ് ഫോം ചെയ്യുക? അത് പ്രിൻസിപ്പൽ ഫോക്കസിനും അതുപോലെ തന്നെ പോളിനും ഇടയിൽ വെക്കണം. അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ക്ലിയർ അല്ലേ? 0.25 മനസ്സിലായോടാ? ഇവിടെ പവർ അല്ല ചോദിച്ചത്, ഫോക്കൽ ലെങ്ത് ആണ്. അത് മീറ്ററിൽ തന്നെ എഴുതണം. അതെത്രയാണ്? അത് 0.25 ആണ്. എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കേണ്ടതാണ്. സെറ്റ്. റെഡി. ക്ലിയർ സെറ്റ്. അടുത്തതിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് വെൻ an object of height 4 cm is placed in front of a convex lens of magnification -2. സോ മക്കളെ ഇവിടെ ശ്രദ്ധിക്കടാ. മാഗ്നിഫിക്കേഷൻ എത്രയാണ്? -2 ആണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അവിടെയുള്ള ഇമേജ് എന്താണ്? റിയലും അതുപോലെ തന്നെ ഇൻവേർട്ടഡുമാണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം m ഈക്വൽ എന്താണ്? HI/H0 ആണ്. സോ HI വിൽ ബി ഈക്വൽ ടു m × H0 എന്ന് വരും. മാഗ്നിഫിക്കേഷൻ എത്രയാണ്? -2. H0 എത്രയാണ്? 4 ആണ്. ഈക്വൽ ടു -8 സെൻറ്റിമീറ്റർ. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്? -8 സെൻറ്റിമീറ്റർ. മൈനസ് വരാൻ കാരണം ഇൻവേർട്ടഡ് ആണ്. തല കീഴായ ഇമേജ് ആണ്. അതുകൊണ്ടാണ് മൈനസ് വന്നത്. സെറ്റ്. -8 സെൻറ്റിമീറ്റർ. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? ക്ലിഞ്ചോസ്കിയായി മനസ്സിലായില്ലേ മക്കളെ? അടുത്തതിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചോദ്യം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഒബ്റ്റെയിൻ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് +2 വിത്ത് എ കോൺകേവ് മിറർ. റേഡിയസ് ഓഫ് കർവേച്ചർ ഈ 60 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു കോൺകേവ് മിററിൽ മാഗ്നിഫിക്കേഷൻ എത്രയാണ് വേണ്ടത്? മാഗ്നിഫിക്കേഷൻ +2 ആണ്. സോ +2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെർച്വലാണ്. വെർച്വൽ ഇമേജ് ആണ്. ഏതിലാണ്? ഒരു കോൺകേവ് മിററിൽ. ശ്രദ്ധിക്കുക, ഒരു കോൺകേവ് മിററിൽ വെർച്വൽ ഇമേജ് കിട്ടണമെങ്കിൽ എവിടെ ഒബ്ജക്റ്റിനെ വെക്കണം? എല്ലാവർക്കും അറിയാം. ഒബ്ജക്റ്റിനെ എവിടെ വെക്കണം? ഫോക്കസിനും പോളിനും ഇടയിൽ വെക്കണം. ഇനി അടുത്ത കാര്യം, റേഡിയസ് ഓഫ് കർവേച്ചർ നൽകിയിട്ടുണ്ട്. എത്രയാണ്? 60 ആണ്. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 60/2. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു നെഗറ്റീവ് ഇടണം, കാരണം കോൺകേവ് ആണ്. -30 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് -30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫോക്കസിനും പോളിനും ഇടയിൽ വെക്കണമെങ്കിൽ ഉത്തരം എത്രയാണ് മക്കളെ? ഉത്തരം എത്രയായിരിക്കും മക്കളെ? -30 അല്ലേ? അതിനേക്കാളും കുറവല്ലേ? സോ ദാറ്റ് മീൻസ് ഇവിടെ -15 ആയിരിക്കാം. ഞാൻ എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? ഞാൻ പോളിൽ നിന്ന് മെഷർ ചെയ്യുമ്പോഴാണ് -15 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അന്തസ്സായി മനസ്സിലായോ? ആൻസർ എത്രയാണ് മക്കളെ? -15 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്കറിയണം, നിങ്ങൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സെറ്റ്. യെസ്, 1100 എന്ന് പറയുന്ന കൗണ്ടിലോട്ട് എത്തി. വി നീഡ് മോർ കൗണ്ട്. മാക്സിമം കുട്ടികളിലോട്ട് ഷെയർ ചെയ്യാത്ത മക്കളാണെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവരും വരട്ടെ, ക്ലാസ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യണം. 1.2K ലൈക്ക് എനിക്കിപ്പോൾ എത്തിയിരിക്കണം. റൈറ്റ്. അടുത്ത ചോദ്യം. ഇഫ് ദ പവർ ഓഫ് ദ ലെൻസ് ഈസ് -4 ഡയോപ്റ്റർ, ഇറ്റ് മീൻസ് ദ ലെൻസ് ഈസ് ഡാഷ്. മകളെ, ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ -4 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ ഈക്വൽ ടു 1/, ഫോക്കൽ ലെങ്ത് ആണ്. നിങ്ങൾക്ക് അറിയണം, പവർ നെഗറ്റീവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഏത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് മക്കളെ നെഗറ്റീവ്? ഏത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണടാ മക്കളെ നെഗറ്റീവ്? എൻ്റെ മക്കൾ പറയടാ, ഏത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് നെഗറ്റീവ്? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ആ സംശയം വരരുത്. ഏത് ലെൻസിൻ്റെയാണ് മക്കളെ? ഒരു തരി സംശയമാണ്. ഇറ്റ് ഈസ് എ കോൺകേവ് ലെൻസ്. ഏതാണ്? കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് എന്ത് പറയുക? നെഗറ്റീവ് എന്ന് പറയുക. സെറ്റ്.
സോ പവർ നെഗറ്റീവ് ആയിരിക്കുന്ന ആരുടെയാണ്? കോൺകേവിൻ്റെയാണ്. ആ ലെൻസാണ് ചോദിച്ചത്, കോൺകേവ് ലെൻസാണ്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? സംശയമില്ലാതെ അന്തസ്സായി മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഡിഫൈൻ പവർ ഓഫ് ലെൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് എഴുതിയാൽ മതി. അടുത്തത്, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ് -10 സെൻറ്റിമീറ്റർ. എഫ് എത്രയാണ്? -10 സെൻറ്റിമീറ്റർ തന്നു. റൈറ്റ് ദ നേച്ചർ ഓഫ് ദ ലെൻസ് ആൻഡ് എന്തുവാടാ അവിടെ ഫോക്കൽ ലെങ്ത് വന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് -10 സെൻറ്റിമീറ്റർ ആണ്. റൈറ്റ് ദ നേച്ചർ ഓഫ് ദ ലെൻസ് ആൻഡ് ഫൈൻഡ് ദ പവർ. നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം. -10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് കിട്ടിയാൽ അത് ഏത് ലെൻസാണ്? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയാൽ ഏത് ലെൻസാണ്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഏതാണ്? കോൺകേവ് ആണ്. കോൺകേവ് ലെൻസാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പവറാണ് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായി കണ്ടുപിടിക്കാം. എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിക്കടാ. പവർ ഈക്വൽ ടു 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഇവിടെ 1/4 ഫോക്കൽ ലെങ്ത് എത്രയാണ് പറയുന്നത്? -10 സെൻറ്റിമീറ്റർ ആണ്. സോ -10 സെൻറ്റിമീറ്ററിലാണോടാ മക്കളെ ഫോക്കൽ ലെങ്ത് എഴുതുക? അല്ല, മീറ്ററിലാണ് എഴുതുക. സെൻറ്റിമീറ്ററിലല്ല ഫോക്കൽ ലെങ്ത് എഴുതുക, അത് മീറ്ററിലാണ് എഴുതുക. സോ 10 × 10⁻², മീറ്ററിലോട്ട് മാറ്റി. സോ 100 എന്ത് വരും? -10 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു -10 ഡയോപ്റ്റർ. സോ ആ പറയുന്ന ലെൻസിന്റെ പവർ എത്രയാണ് മക്കളെ? -10 ഡയോപ്റ്റർ ആണ് ആ ലെൻസിന്റെ പവർ എന്ന് പറയുന്ന അറിയണം. അടുത്ത, if an object is placed at a distance of 20 centimeter in front of the optical center of the lens, according to new Cartesian sign convention, what will be the sign of the magnification in this case? ഒന്നും നോക്കണ്ട. ഒരു കോൺകേവ് ലെൻസിൽ എവിടെ ഇമേജ് വെച്ചാലും അത് എന്ത് ഇമേജ് ആണ്? എവിടെ ഇമേജ് വെച്ചാലും അത് എന്ത് ഇമേജ് ആണ് മക്കളെ? ഒരു സംശയം വേണ്ട. അവിടെ ഉണ്ടാവുന്ന വെർച്വൽ ഇമേജ് ആയിരിക്കും. അവിടെ ഉണ്ടാവുന്ന എന്താണ്? വെർച്വൽ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിൽ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സംശയം വേണ്ട. ഇമേജ് അതുപോലെ തന്നെ ഇറക്റ്റും ആയിരിക്കും. അതിൻ്റെ ഇമേജ് ഫോർമേഷൻ ഇവിടെ വൃത്തിയായി കാണിച്ചിട്ടുണ്ട്. അന്തസ്സായി മനസ്സിലാക്കിക്കോ, പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ചാലും അതെന്താണ്? അത് വെർച്വൽ ആണ്. വെർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും മക്കളെ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. പഠിക്കുക. അന്തസ്സായി പഠിക്കുക. സെറ്റ്. റെഡി. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കട്ടെ. അടുത്ത ഒരു അന്തസ്സുള്ള ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കടാ. ലൈറ്റ് റേ എൻറ്റേഴ്സ് ഫ്രം മീഡിയം എ ടു മീഡിയം ബി. ലൈറ്റ് റേ എയിൽ നിന്ന് ബിയിലോട്ടാണ് എൻറ്റർ ചെയ്യുന്നത്. ഇത് എൻറ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കടാ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു, പക്ഷെ നോർമലിനോട് അടുത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. ശരിയല്ലേ? നോർമലിനോട് അടുത്തോ? യെസ്. സ്ക്രീനിൽ എന്തോ പ്രശ്നം പറ്റി ജെസി. നോക്കടാ ജെസി. സ്റ്റുഡിയോ ചേട്ടൻ ആനെയും വിളിച്ചിട്ട് വരാമോ? യെസ് എന്തോ പ്രശ്നം പറ്റി. യെസ്. അപ്പോൾ സ്റ്റുഡിയോ ചേട്ടനെ വിളിച്ചിട്ട് വന്നാൽ അത് ശരിയാക്കാൻ പറ്റും. അന്ന് ഇങ്ങനെ വന്നിട്ട് ശരിയാക്കി. അന്ന് ഇവിടെ വന്നിട്ട് ശരിയാക്കി ഇങ്ങനെ ഇതുപോലെ ആയിട്ട്. യെസ്. ഒന്ന് വിളിച്ചോട്ട് വന്നാൽ സെറ്റാവും. ഞാൻ ഒന്ന് മിററിങ് എന്തായാലും ഓഫ് ചെയ്ത് ഓണാക്കാം. മക്കളെ ഒന്ന് വെയിറ്റ് ചെയ്യടാ. മിററിങ്ങിന് എന്തോ പ്രശ്നമാണ്. മിററിങ് എന്തായാലും ഓഫ് ചെയ്ത് ഓണാക്കാം. യെസ്. ഒന്ന് യെസ്. ഇല്ല, അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. സൈൻ ഒന്ന് വിളിച്ചിട്ടാണ് കഴിഞ്ഞവണ ഇങ്ങനെ ആയിട്ട് ശരിയാക്കി. വിളിച്ചോണ്ട് പോയോ? വേഗം കറക്റ്റ് ആക്കണം മക്കളെ. ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഇപ്പം ശരിയാവൂടാ. യെസ് ശരിയായി. ഓക്കെ റെഡി. ഫൈൻ. റെഡി. വിച്ച് വൺ ഓഫ് ദ ടു മീഡിയം ഹാവ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു അതർ? ഇതിൽ ഏത് മീഡിയമാണ് മക്കളെ ഡെൻസർ മീഡിയം? നിങ്ങൾ തന്നെ പറയടാ. മീഡിയം എ ആണോ മീഡിയം ബി ആണോ ഡെൻസർ മീഡിയം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. മുഴുവൻ മക്കളും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇതിൽ ഏത് മീഡിയമാണ് മക്കളെ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്? എ ആയിരിക്കുമോ ബി ആയിരിക്കുമോ ഡെൻസർ മീഡിയം? എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്താൽ. എല്ലാ മക്കളും കമൻറ്റ് ചെയ്ത്. നമുക്കറിയാം ഇവിടെ റെയറർ മീഡിയം. ദാറ്റ് മീൻസ് ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ ടുവേർഡ്സ് എ നോർമലാണ് ബെൻഡ് ചെയ്തത്. നോർമലിന് അടുത്തോട്ടാണ് ബെൻഡ് ചെയ്തത്. നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഏത് മീഡിയം ആയിരിക്കും? ഡെൻസർ. യെസ്, ദിസ് വൺ ഈസ് ദ ഡെൻസർ മീഡിയം ആൻഡ് ദിസ് വൺ ഈസ് ദ റെയറർ മീഡിയം. സോ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി ആണ്. സോ ആൻസർ ഈസ് മീഡിയം ബി. ആൻസർ എന്താണ് മക്കളെ? ആൻസർ മീഡിയം ബി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ആൻസർ ഈസ് മീഡിയം ബി. വെർ ഈസ് ദ ക്വസ്റ്റ്യൻ? യെസ്, ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് മീഡിയം ബി. അതിന് കാരണം എന്താണ്? യെസ്, ഇവിടെ എന്താണ് മക്കളെ? ശ്രദ്ധിച്ചോ, നോർമലിന് അടുത്തോട്ടാണ് ബെൻഡ് ചെയ്തത്. സോ അത് ഡെൻസർ മീഡിയം ആയിരിക്കും. ഒരു സംശയം വേണ്ട. ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം എ ഈസ് വി എ ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ബി ഈസ് വി ബി, വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? നിസ്സാരമാണ് മക്കളെ. വളരെ സിമ്പിളായിട്ട് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ ഈക്വൽ ടു എന്താ മക്കളെ? C/B ആണ്.
അപ്പോൾ സി ഡിവൈഡഡ് ബൈ വി ബി ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ വി എ എന്ന് വരും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സി ഡിവൈഡഡ് ബൈ വി ബി ഇൻറ്റു എന്ത് വരും, വി എ ഡിവൈഡഡ് ബൈ സി എന്ന് വരും. ക്യാൻസൽ ചെയ്യട്ടാ, സിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും മക്കളെ, വി എ ബൈ വി ബി എന്ന് കിട്ടും. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ? ഈ ചോദ്യം എൻ്റെ മക്കൾക്ക് അന്തസ്സായി കോൺഫിഡൻ്റ് ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ഫയർ ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. സോ എങ്കിൽ നിങ്ങൾക്ക് ഇത് വൃത്തിയായി മനസ്സിലായെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെ കാത്തിരിപ്പുണ്ട്, ഒരു അടിപൊളി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നമുക്ക് അതിലോട്ട് കിടക്കേണ്ടതുണ്ട്. അതാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. റെഡി? യെസ്, എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എ സ്റ്റുഡൻറ്റ് ഹാസ് ഫോക്കസ് ദ ഇമേജ് ഓഫ് എ കാൻഡിൽ ഫ്ലെയിം ഓൺ ദ വൈറ്റ് സ്ക്രീൻ. വൈറ്റ് സ്ക്രീനിൽ ഫോക്കസ് ചെയ്ത്, അത് റിയൽ ഇമേജ് ആണ്, ഒരു സംശയമില്ല, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ്. ദ സിറ്റുവേഷൻ ഹാസ് ഗിവൺ ബിലോ ലെങ്ത് ഓഫ് ദ ഫ്ലെയിം അഥവാ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. സോ എച്ച് ഒ ഈക്വൽ എത്രയാണ്, 2 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് ഫോക്കൽ ലെങ്ത് എത്രയാണ്, എഫ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. കറക്റ്റാണ്, ഇത് കോൺവെക്സ് ലെൻസ് ആണ്, പോസിറ്റീവ് തന്നെയായിരിക്കും. അടുത്തത് ഡിസ്റ്റൻസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്നുണ്ട് നോക്കണം. ഡിസ്റ്റൻസ് ഓഫ് ദ ഫ്ലെയിം ഫ്രം ദ ലെൻസ്, ഫ്ലെയിമിൻ്റെ ഡിസ്റ്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, സംശയമില്ല. സോ യു ഈക്വൽ എത്രയാണ്, -16 സെൻറ്റിമീറ്റർ ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ലെൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വി. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ഇമേജ് എച്ച് ഐ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റായി കണ്ടുപിടിക്കാം. കോൺവെക്സ് ലെൻസ് ആണ്. സോ ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. സോ 1/v ഈക്വൽ ടു എന്ത് വരും, 1/f പ്ലസ് 1/u എന്ന് വരും. സോ v ഈക്വൽ ടു എന്ത് വരും മക്കളെ, യെസ് UF ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ് എന്ന് വരും. സംശയം വേണ്ട, UF ഡിവൈഡ് ബൈ u പ്ലസ് എഫ്. സോ v ഈക്വൽ ടു u എത്രയാണ്, u എന്ന് പറഞ്ഞു വെച്ചാൽ -16 ആണ്. സോ -16 ഇൻറ്റു എഫ് എത്രയാണ്, 12 ആണ്, ഡിവൈഡഡ് ബൈ -16 പ്ലസ് 12. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? അടിപൊളിയായി മനസ്സിലായില്ലേ? സോ വി ഈക്വൽ ടു 16 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 192 ആണ്. സോ -192 ഡിവൈഡഡ് ബൈ -4 എന്ന് വരും. സോ വി ഈക്വൽ ടു -192 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 48 ആണ്. സോ 48 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ ഉണ്ടായത് റിയൽ ഇമേജ് ആണ്. ഒരു കോൺവെക്സ് ലെൻസിൽ റിയൽ ഇമേജ് എവിടെയാണ്, നോർമലി അത് പോസിറ്റീവ് ഡയറക്ഷനാണ് ഉണ്ടാവുക. സോ അവിടെയുള്ള ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അത് എത്രയാണ്, 48 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയണം. അടുത്ത ചോദ്യം എന്താണ്, ലെങ്ത് ഓഫ് ദി ഇമേജ് ആണ്. നിസ്സാരമായി കണ്ടുപിടിക്കാം, ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം, സിമ്പിൾ ആണ് മക്കളെ. നോക്കടാ, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു എന്താണ്, v/u ഈക്വൽ ടു HI/H0 ആണ്. എങ്കിൽ നമുക്ക് നിസ്സാരമായി എഴുതാൻ പറ്റും, HI ഈക്വൽ ടു v/u ഇൻറ്റു എന്ത് എഴുതാം, H0 എന്ന് എഴുതാം. സോ HI ഈക്വൽ ടു v എത്രയാണ് മക്കളെ, 48 ആണ്. u എത്രയാണ് മക്കളെ, u എന്ന് പറഞ്ഞാൽ -16 ആണ്. സോ -16 ഇൻറ്റു H0 എത്രയാണ്, H0 2 ആണ്. ക്യാൻസൽ ചെയ്യാം. എത്ര തവണയാണ്, 3 തവണ. റൈറ്റ്, 16 32 യെസ്, 3 ടൈംസ് ആണ് പോവുക. സോ -3 ഇൻറ്റു 2 എത്രയാണ്, -6 സെൻറ്റിമീറ്റർ. സോ എച്ച് എത്രയാണ് മക്കളെ കിട്ടിയത്, -6 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത്. വൃത്തിയായി മനസ്സിലായില്ലേ? കോൺഫിഡൻ്റ് ആയോടാ? എൻ്റെ മക്കൾക്ക് കോൺഫിഡൻ്റ് ആയോടാ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. കോൺഫിഡൻ്റ് ആയോ മക്കളെ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും തയ്യാറാണെങ്കിൽ നമ്മളിത് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. Where is our next question? Here is your next question. The power of the combination of two lengths in contact is +1 diopter. 2 ലെൻസുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പവർ എത്രയാണ്, 1 diopter ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് 1 ലെൻസ് എത്രയാണ്, +20 സെൻറ്റിമീറ്റർ ആണ്. അനദർ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ജനറൽ ഇക്വേഷൻ പറഞ്ഞുതരാം. ആദ്യം പവർ ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് ആണ്. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1 പവർ എന്ന് വരും. സോ ആൻസർ എത്ര വരും, സിംപ്ലി 1/1 അഥവാ 1 മീറ്റർ എന്ന് വരും. സോ കോമ്പിനേഷൻ്റെ പവർ എന്ന് പറഞ്ഞാൽ, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. നമുക്കറിയാം 1/f ഈക്വൽ എന്താണ്, 1/f1 പ്ലസ് 1/f2 ആണ്. 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 ആണ്. നിസ്സാരമല്ലടാ, സിമ്പിളായി മനസ്സിലായി. ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. കോമ്പിനേഷൻ്റെ 1 ആണ്. സോ 1/1 ഈക്വൽ ടു നോക്കണം, ബാക്കിയൊക്കെ സെൻറ്റിമീറ്റർ ആണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 100 സെൻറ്റിമീറ്റർ. റൈറ്റ്. സോ 1/100 ഈക്വൽ ടു 1/f1 എത്രയാണ്, 20 പറഞ്ഞു. 1/20 പ്ലസ് 1/f2 നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ്, f2 ആണ് കണ്ടുപിടിക്കണം. നോക്കടാ. സോ 1/f2 ഈക്വൽ ടു 1/100 മൈനസ് 1/20 എന്ന് വരും. 1/100 മൈനസ് 1/20 ക്രോസ് മൾട്ടിപ്ലൈ ആണ്. സോ 1/f2 ഈക്വൽ ടു 20 മൈനസ് 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എന്ത് വരും,
20 എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ F2 ഈക്വൽ റെസിപ്രോക്കൽ എടുക്കാം. 100 × 20 ഡിവൈഡഡ് ബൈ എത്ര വരും? -80 എന്ന് വരും. ദാറ്റ് ഈസ് F2 ഈക്വൽ ടു 2000, റൈറ്റ്? യെസ്, 2000 ഡിവൈഡ് ബൈ -80 എന്ന് വരും. സോ F2 വിൽ ബി ഈക്വൽ ടു -25 സെൻറ്റിമീറ്റർ, -25 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലടാ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? സോ ഈ പറയുന്ന ഫോക്കൽ ലെങ്ത് പോസിറ്റീവായ ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇവിടെ കിട്ടിയ ലെൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ ആയി. ഈ ചോദ്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരിയല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഒരു കോൺഫിഡൻസ് വന്നോടാ, എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് വന്നോടാ. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ മക്കളെ. എല്ലാവരും റെഡിയല്ലേ? അടുത്ത ചോദ്യം. ഒരു കോൺകേവ് മിറർ ഇമേജ് ഫോർമേഷൻ ഡിഫറെൻറ്റ് പൊസിഷനിൽ വെക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്തു. ശ്രദ്ധിക്കണം. വാട്ട് ഇൻ്റർഫറൻസ് എ കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ടു ഇമേജ് ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. വാട്ട് ഇൻ്റർഫറൻസ് ക്യാൻ ബി ഡ്രോൺ അബൌട്ട് ദ ഫോളോയിങ് വെൻ ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ ഫ്രം ദ പോൾ ഓഫ് എ കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന 10 സെൻറ്റിമീറ്റർ അകലെയാണ്. സോ ഫോക്കൽ ലെങ്ത്തിനേക്കാളും കുറവ് ദൂരത്തിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അഥവാ ഫോക്കസിനും പോളിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചത്. അവിടെയാണ് വീണ്ടും അതേ പ്രാധാന്യം വരുന്നത്. ഫോക്കസിനും പോളിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇമേജിനെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ട്, പൊസിഷനെ പറ്റിയും നേച്ചറിനെ പറ്റിയും നിങ്ങൾക്ക് ധാരണയുണ്ട്. നിസ്സാരമാണ്, നമ്മൾ പലതവണ പറഞ്ഞ കാര്യമാണ്. അത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലടാ? അടിപൊളിയായി മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയണം. ഇത് ഓറിയന്റഡ് ആയ ചോദ്യം പലതവണ പരീക്ഷ പേപ്പറിൽ കാണുന്നതാണ്. എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്. റൈറ്റ്, അടുത്തതിലോട്ട് കിടക്കട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ മക്കളെ. തയ്യാറല്ലേ? സോ ഗൈസ്, വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ആൻ ഒബ്ജക്റ്റ് ഓഫ് 10 centimeter in size is placed at 100 centimeter in front of a concave mirror if the image formed at the same point where the object is located. അടിപൊളിയാണ്. ശ്രദ്ധിക്കണം, ഏതിനു മുന്നിൽ? ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചു. എല്ലാവർക്കും അറിയാം. സോ അത് 100 സെൻറ്റിമീറ്റർ അകലെയാണ് വെച്ചത്. ആ സമയത്ത് അതേ ദൂരത്തിൽ എന്ത് ചെയ്തു? അതേ ദൂരത്തിൽ ഇമേജ് ഫോം ചെയ്തു. എങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയാണ്? നിസ്സാരമല്ലേ മക്കളെ? ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? ഒരു സംശയമില്ല. ഇവിടെയുള്ള സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ടുള്ള ദൂരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് എത്രയെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. കാരണം സെയിം ഹൈറ്റുള്ള ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെക്കണം. സെൻറ്റർ ഓഫ് കർവേച്ചറുള്ള ദൂരത്തിനെയാണെന്ന് പറയുക. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക അത് എത്രയാണ്? അത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഫോക്കൽ ലെങ്ത് ഇതിന് പകുതിയായിരിക്കും. സോ -50 സെൻറ്റിമീറ്റർ. കോൺകേവ് മിറർ ആയതുകൊണ്ടാണ് മൈനസ് ഇട്ടത്. സോ -50 സെൻറ്റിമീറ്റർ അറിയണം. അടുത്ത മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ദ സൈൻ ആസ് പെർ ദ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. സോ മാഗ്നിഫിക്കേഷൻ -1 ആയിരിക്കും. -1 വരാൻ കാരണം സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. മൈനസ് വരാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്. അതെന്തായതുകൊണ്ടാണ് മൈനസ് വന്നത്? അതൊരു റിയൽ ഇമേജ് ആയതുകൊണ്ടാണ് മൈനസ് വന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം മക്കളെ. എല്ലാവരും തയ്യാറല്ല? അടുത്ത ചോദ്യം. എ കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് 3 times magnified enlarged real image of an object placed 10 centimeter in front of it. Where is the image located? നിസ്സാരമായ കാര്യമാണ്. 3 മടങ്ങ് മാഗ്നിഫൈഡ് ആയ റിയൽ ഇമേജ് ഫോം ചെയ്തു. മാഗ്നിഫിക്കേഷൻ എത്രയാണ്? എല്ലാവരും പറയടാ. 3 മടങ്ങ് മാഗ്നിഫൈഡ് ആയ റിയൽ ഇമേജ് ഫോം ചെയ്തെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് എൻ്റെ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? ഓക്കെ അഫ്ര സാർ കുറച്ച് സ്ലോ ആക്കാം. ഓക്കെ, തീർച്ചയായും സ്ലോ ആക്കാം. ഓക്കെ എന്ന് ശ്രദ്ധിക്കണം. വലിയ പ്രശ്നം ഇതെന്തോ ഡയറക്റ്റായ ക്വസ്റ്റൻ അല്ലേ? ഇതിപ്പോൾ എന്തോ സ്ലോ ആക്കാനുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് സ്ലോ ആക്കാം. ശ്രദ്ധിക്കണം. എന്താ അവിടെ പറയുന്നത്? 3 മടങ്ങ് മാഗ്നിഫൈഡ് ആയ റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തത്. 3 മടങ്ങ് മാഗ്നിഫൈഡ് ആയ റിയൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? എല്ലാവരും കമൻറ്റ് ചെയ്യണം. മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? 3 എന്ന് പറയരുത്. കാരണം റിയൽ ഇമേജ് ആയതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? -3 ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും മക്കളെ? -3 ആയിരിക്കും. റൈറ്റ്, അടുത്തത്. ഒബ്ജക്റ്റിൻ്റെ ദൂരം u എത്രയാണ്? u ഈക്വൽ ടു -10 സെൻറ്റിമീറ്റർ എന്നവർ പറയുന്നുണ്ട്. ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? u ഈക്വൽ ടു -10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇമേജിൻ്റെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമല്ലേ മക്കളെ? m ഈക്വൽ ടു എന്താണ്? m ഈക്വൽ ടു -v/u ആണ്. അറിയാലോടാ, -v/u ആണ്. സോ അങ്ങനെയാണെങ്കിൽ -v ഈക്വൽ ടു എന്ത് വരും? m × u എന്ന് വരും. സോ -v ഈക്വൽ ടു എത്രയാണ് കിട്ടുക? -3 × -10. സോ -v ഈക്വൽ ടു 30 എന്ന് വരും. സോ v ഈക്വൽ ടു എന്ത് വരും?
-30 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ വി എത്രയാണ് കിട്ടുക? -30 സെൻറ്റിമീറ്റർ. അടിപൊളിയായി മനസ്സിലായില്ലടാ, അന്തസ്സായി മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ല, അടിപൊളിയായി മനസ്സിലായില്ല. എത്രയാണ് ആൻസർ? -30 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം മക്കളെ. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാടാ. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത ദൂരം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അതും കോൺവെക്സ് മിററിൽ നിന്നാണ് കേട്ടോ. കോൺവെക്സ് മിറർ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം, വെർച്വൽ ഇമേജ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. റൈറ്റ്, കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം, അത് പോസിറ്റീവ് ആണ്. ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. പൊസിഷനും നേച്ചർ ഓഫ് ദ ഇമേജും കണ്ടുപിടിക്കണം. സോ നിസ്സാരമായി ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u = -10 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, v നമുക്ക് കണ്ടുപിടിക്കണം. കോൺവെക്സ് മിറർ ആയതുകൊണ്ട് നിസ്സാരമായി എന്ത് യൂസ് ചെയ്യാം? മിറർ ഫോർമുല യൂസ് ചെയ്യാം. എന്താണ്? 1/f = 1/v പ്ലസ് എന്ത് വരും? 1/u. സോ 1/v = എന്ത് വരും? 1/f മൈനസ് 1/u എന്ന് വരും. സോ 1/v = u മൈനസ് f ഡിവൈഡഡ് ബൈ uf എന്ന് വരും. സോ v = uf ഡിവൈഡഡ് ബൈ u മൈനസ് f. ഇതിങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. പക്ഷെ പലർക്കും ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പുകൾ ഡിറൈവ് ചെയ്ത് നിങ്ങൾക്ക് ഈ കാര്യം കാണിച്ചു തന്നത്. ഇനി സിമ്പിളായിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം. v = u നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് u എന്ന് പറഞ്ഞാൽ? -10 ആണ്. സോ -10 ഇൻറ്റു എഫ് എത്രയാ? ഫോക്കൽ ലെങ്ത് 15 ആണ്. ഡിവൈഡഡ് ബൈ -10 പ്ലസ് 15 എന്ന് വരും. ഡിവൈഡ് ബൈ -10. യെസ്, -10 ഇത് എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇടയിൽ മൈനസ് ആണ് വരിക, പ്ലസ് വരില്ല, മൈനസ്. യെസ്, -10 -15 എന്ന് വരും. റെഡി അല്ലേ? സോ v = എത്ര വരും മക്കളെ? എല്ലാവരും ശ്രദ്ധിച്ചേ. v = എത്രയാണ് കിട്ടുക? v = എല്ലാവരും ശ്രദ്ധിക്കുക, -150 ഡിവൈഡഡ് ബൈ -25 എന്ന് വരും. റെഡി അല്ലേ? സോ v = എത്രയാണ് കിട്ടുക? -150 ബൈ -25 എത്രയാണ് മക്കളെ? യെസ്, 4 6. സോ ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. എന്തുകൊണ്ടാണ് പോസിറ്റീവായ v കിട്ടിയത്? ബിക്കോസ് അവിടെ ഉണ്ടായ ഇമേജ് എങ്ങനെയുള്ള ഇമേജാണ്? യെസ്, എല്ലാവർക്കും അറിയണം, ഇമേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഇമേജാണ്? വെർച്വൽ ഇമേജ് ആണ്. ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും. ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഫോം ചെയ്യുക. ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ മക്കളെ നിങ്ങൾക്കറിയണം, നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്, ക്ലിഞ്ചറായി മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോടാ? ഒരു തരി സംശയമില്ലല്ലോ. സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? ഈ ചോദ്യം നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. അടുത്ത ചോദ്യത്തിലൂടെ നടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തീർത്തു. അടുത്ത ഡീൽ ചെയ്യാൻ പോകുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തയ്യാറല്ലേ? എല്ലാവരും റെഡിയല്ലേ? യെസ്, സെറ്റ്. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ്, 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് എത്രയാണ്? 8 ohm ഈച്ച് ആണ്. അപ്പോൾ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ദെൻ എങ്ങനെയാണ്? ആ സമയത്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുള്ള സമയത്തുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് RS ആണ്. അതിനുശേഷം പാരലായി കണക്ട് ചെയ്തു. ആ സമയത്തുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RP ആണ്. RS/RP ആണ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക, 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ്. ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഇത് ആദ്യത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ്. 4 എത്രയാണ് പറയുന്നത്? 4 8 ohm വീതമുള്ള റെസിസ്റ്റേഴ്സ് ആണ്. 8 ohm വീതമുള്ള 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ്. ഇവ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, പിന്നെ പാരലായിട്ട് കണക്ട് ചെയ്തു. അവയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നിസ്സാരമായി കണ്ടുപിടിക്കാം, സിമ്പിളാണ്. സോ സീരീസ് ആയിട്ട് ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്താൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോ, NR ആണ്. NR ആണ്, സിമ്പിളാണ്. പാരലായി കണക്ട് ചെയ്താൽ എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R/N ആണ്. സിംപിളി ഇത് മനസ്സിലാക്കുക, ഇതെല്ലാവരും മനസ്സിലാക്കുക. ഇവയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ RS ഡിവൈഡഡ് ബൈ RP എന്ന് പറഞ്ഞാൽ എന്ത് വരും? NR ഡിവൈഡഡ് ബൈ R/N എന്ന് വരും. എന്താണ്? R/N. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണ്. സോ NR ഇൻറ്റു N/, എന്ത് വരും? R എന്ന് വരും. ആറും ക്യാൻസൽ ചെയ്തു. ആൻസർ എന്താ കിട്ടുക? N². സോ RS/RP ഈക്വൽ എന്ത് കിട്ടി? N². N എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. സോ 4² എന്ന് വരും, 16 എന്ന് വരും. ആൻസർ ഈസ് 16. ഉത്തരം എത്രയാണ്? ഉത്തരം 16. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിന് വലിയ പ്രാധാന്യമില്ല മക്കളെ. സോ ഉത്തരം എത്രയാണ്? 16 ആണ് ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓറൽസ് 16:1 എന്ന് എഴുതിയാലും കറക്റ്റാണ്. 16:1 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഓറൽസ് 16.
സിംപ്ലി ഓക്കെ അല്ലേ? റേഷ്യോ ആയതുകൊണ്ട് 16:1 എന്ന് എഴുതുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും, കുറച്ചുകൂടി പ്രോപ്പറാണ്. റെഡി അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എല്ലാവരും തയ്യാറല്ലേ? അടുത്ത ചോദ്യം ചെയ്യാൻ എൻ്റെ മക്കൾ റെഡിയാണോടാ? എങ്കിൽ ഇതാ നിങ്ങളുടെ അടുത്ത ചോദ്യം, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 176 ohm resistors in parallel are required to carry 5 ampere 220 volt line? സിമ്പിൾ. 5 ആംപിയർ 220 വോൾട്ട് ലൈനിൽ എത്ര 176 ഓം റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യണം? ഇതാണ് ചോദ്യം. ആദ്യം 5 ആംപിയർ 220 വോൾട്ട് ലൈനിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ? സോ നമുക്ക് എല്ലാവർക്കും അറിയാം R ഈക്വൽ എന്താണ്? V/I ആണ്. R ഈക്വൽ ടു V/I ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം V എന്ന് പറഞ്ഞാൽ 220 ആണ്. കറണ്ട് എത്രയാണ്? 5 ആണ്. സോ ആൻസർ എത്രയാണ് വരിക? ആൻസർ 44 ഓം ആണ്. സോ 176 ഓം റെസിസ്റ്റേഴ്സ് എത്ര എണ്ണം പാരലലി കണക്ട് ചെയ്താലാണ് 44 ഓം റെസിസ്റ്റൻസ് കിട്ടുക? അതാണ് ചോദ്യം. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? ഇപ്പോൾ കിട്ടിയോടാ. 176 ഓം റെസിസ്റ്റേഴ്സ് എത്ര എണ്ണം പാരലലി കണക്ട് ചെയ്താലാണ് എന്ത് കിട്ടുക? 44 ഓം റെസിസ്റ്റൻസ് കിട്ടുക എന്നതാണ് ചോദ്യം. ഇപ്പോൾ ക്ലിയർ വന്നില്ലേ? സോ പാരലലി കണക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം പാരലലി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ് മക്കളെ? R ഈക്വൽ ടു RP ഈക്വൽ ടു എന്താണ്? RP ഈക്വൽ ടു R/N ആണ്. RP ഈക്വൽ ടു R/N ആണ്, എല്ലാവർക്കും അറിയാം. സോ ദെർഫോർ N ഈക്വൽ ടു എന്ത് വരും? R/RP എന്ന് വരും. ശരിയല്ലേ? R/RP എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. N ഈക്വൽ ടു R/RP. നമുക്ക് കിട്ടേണ്ട എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 176 ആണ്. സോറി, ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് 176 ആണ്. പാരലലി കണക്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ട എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 44 ആണ്. സോ 176/44 ഈക്വൽ ടു എത്ര കിട്ടും? 4. സോ 4 176 റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 44 ഓം റെസിസ്റ്റർ കിട്ടുക. ക്ലിയർ അല്ലേ? ആൻസർ എത്രയാണ്? ആൻസർ 4 ആണ്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകളിലും ഇതേ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ എൻ്റെ മക്കൾക്ക് വൃത്തിയായി ഈ ചോദ്യം അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ വൃത്തിയായി ഈ ചോദ്യം പഠിക്കേണ്ടതുമാണ്. റൈറ്റ്, അടുത്തതിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ. ഒരു സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഉണ്ട്, അതിൻ്റെ നീളം L ആണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്, റെസിസ്റ്റൻസ് R ആണ്. അനദർ കണ്ടക്ടർ ഓഫ് ലെങ്ത് 2.5 L, റെസിസ്റ്റൻസ് 0.5 R, ഓഫ് സെയിം മെറ്റീരിയൽ ഹാസ് ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഡാഷ്. സിമ്പിളായി ചെയ്യാൻ പറ്റും, വളരെ വളരെ ലളിതമാണ്, നിസ്സാരമായി ചെയ്യാൻ പറ്റും. റെസിസ്റ്റിവിറ്റിയുടെ ടേംസിൽ നമുക്ക് ഇവനെ കൊണ്ടുവന്നാൽ മതി. റെസിസ്റ്റിവിറ്റിയുടെ ആ ഒരു ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം R ഈക്വൽ ടു എന്താണ്? ρL/A എന്ന് എഴുതാം. ശരിയല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ റെസിസ്റ്റൻസ് ഈക്വൽ ടു ρL/A, സംശയമില്ല. ലെങ്ത് L ആണ്, ഏരിയ A ആണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ എടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. സെക്കൻഡ് കണ്ടീഷൻ ഞാൻ എടുക്കുവാണ്. അനദർ കണ്ടക്ടർ ഓഫ് ലെങ്ത് 2.5 L ആൻഡ് റെസിസ്റ്റൻസ് 0.5 R ആണ്. റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 0.5 R ആണ് രണ്ടാമത്തതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. റെസിസ്റ്റൻസ് എത്രയാണ്? 0.5 R. സോ 0.5 R ഈക്വൽ ടു റോ ലെങ്ത് എത്രയാണ്? 2.5 L. അടുത്ത കാര്യം എന്താണ്? യെസ്, ρL/A. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? ഏരിയ ഓഫ് അനദർ കണ്ടക്ടർ ഓഫ് ലെങ്ത് 2.5 0.5 ആൻഡ് സെയിം മെറ്റീരിയൽ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അവൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്നത്. സോ A' എന്ന് എഴുതാം. റെഡി അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായോ? അന്തസ്സായി മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിൽ എഴുതി. അപ്പോൾ A' ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റോ ഇൻറ്റു 2.5 L ഡിവൈഡഡ് ബൈ 0.5 R എന്ന് എഴുതാം. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോടാ? ഒരു തരി സംശയമില്ലല്ലോ. സെക്കൻഡ് കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെയും ലെങ്ത്തിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും മിക്സിൽ എഴുതി. സിമിലറായി ഫസ്റ്റിൻ്റെ എഴുതാം. A ഈക്വൽ ടു എന്ത് വരും? ρL/R എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയത് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ. ഇനി രണ്ട് ഇക്വേഷനും കൂടി സിംപ്ലി ഒന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്താൽ മതി. അപ്പോൾ A'/A ഈക്വൽ ടു എന്ത് വരും? 2.5 കോമൺലി പുറത്തെടുക്കുവാണ്. സോ 2.5 ρL ഡിവൈഡഡ് ബൈ നോക്കണം 0.5 R ഹോൾ ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഏരിയ എന്താണ്? ρL/R. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 2.5 ρL ഡിവൈഡഡ് ബൈ 0.5 R ഇൻറ്റു R ഡിവൈഡഡ് ബൈ ρL. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ല? അടിപൊളിയായി മനസ്സിലായി. L ക്യാൻസൽ ചെയ്തു, R ക്യാൻസൽ ചെയ്തു. നിസ്സാരമല്ലേ മക്കളെ? സോ A'/A ഈക്വൽ എന്ത് കിട്ടി? 2.5 ഡിവൈഡഡ് ബൈ 0.5 കിട്ടി. 2.5 ഡിവൈഡ് ബൈ 0.5 എത്രയാണ് മക്കളെ? 5 ആണ്. സോ A'/A ഈക്വൽ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ദെർഫോർ
എ ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടി 5a എന്ന് കിട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഏറ്റവും സിമ്പിളായ ചോദ്യങ്ങൾ പലവടന്നും നിങ്ങൾക്ക് ലഭിക്കും. അത് വരത്തുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ പരീക്ഷയിൽ പോയാൽ പണി കിട്ടും മക്കളെ. ഏറ്റവും ബുദ്ധിമുട്ടായ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ പരീക്ഷയിൽ വർക്കൗട്ട് ചെയ്തിട്ട് പോകാൻ. അതായത് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായ ചോദ്യങ്ങൾ തന്ന് ഇത് പരീക്ഷയിൽ വരും, ഇത് പഠിച്ചാൽ മതി എന്ന് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. അതല്ല, ഏറ്റവും കാഠിന്യമേറിയ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് തന്നെ വൃത്തിയായി തന്നെ പഠിക്കണം. റെഡിയല്ലേ? യെസ്, സെറ്റ്. യെസ്, കഴിഞ്ഞിട്ടുള്ള മക്കളെ ഇനിയും ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അവിടെ ഇരിക്കും മിസ്റ്റർ ജസീലം കോയ. സോ മക്കളെ ഈ ചോദ്യം വൃത്തിയായി തന്നെ മനസ്സിലായില്ലേ? സോ ആദ്യം ഒരു തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് പ്രകാരം നമ്മൾ റെസിസ്റ്റൻസ് എഴുതി, അതിൽ നിന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു. സെക്കൻഡ് വൺ അതിൻ്റെ മോഡിഫൈഡ് പാരാമീറ്റർ അഥവാ ലെങ്ത് 2.5L, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എത്രയാണ് 0.5R, അതിൻ്റെ ടേംസിൽ നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എഴുതി. രണ്ട് ഇക്വേഷൻസ് കൂടി സിംപ്ലി നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓൾഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടും. എ ഡാഷ് ഈക്വൽ ടു 5a എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? വൃത്തിയായി മനസ്സിലായോടാ? സെറ്റ്. അടുത്തലോട്ട് കിടക്കട്ടെ. അടുത്ത ചോദ്യം. ഇൻ എ റെസിസ്റ്റീവ് സർക്യൂട്ട് ഇഫ് ദ കറണ്ട് ഈസ് ഇൻക്രീസ്ഡ് ഇൻ 2 ടൈംസ്, കറണ്ട് എത്രയായിട്ട് മാറി? 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെസിപ്പേറ്റഡ് ഇൻ എ സർക്യൂട്ട് വിഡ് ബി. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഹീറ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. കറണ്ട് 2 ടൈംസ് കൂടി എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം എച്ച് ഈക്വൽ എന്താണ്? I²RT. വേറെ ഇക്വേഷൻ യൂസ് ചെയ്യാത്തത്. ഇതൊരു റെസിസ്റ്റീവ് സർക്യൂട്ടാണ്, കറണ്ടിലെ മാറ്റമാണ് എഴുതേണ്ടത്. സോ എച്ച് ഈക്വൽ I²RT. അപ്പോൾ പുതിയ ഹീറ്റിനെ എച്ച് ഡാഷ് എന്ന് പറയാം. അത് കറണ്ട് 2 ടൈംസ് കൂടി എന്നാണ് പറയുന്നത്. സോ 2I² എന്ന് വരും. സോ എച്ച് ഡാഷ് ഈക്വൽ എന്ത് വരും? 4I²RT എന്ന് വരും. ക്ലിയർ അല്ലേ? സോ എച്ച് ഡാഷ് ഈക്വൽ എന്ത് വരും? 4 × H വരും. കാരണം I²RT എന്ന് പറഞ്ഞാൽ എന്താണ്? H ആണ്. സോ 4H എന്ന് വരും. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായി മനസ്സിലായില്ലടാ? സോ ഇനീഷ്യലായി ഹീറ്റ് H ആണ്, ഫൈനലായി ഹീറ്റ് എന്താണ്? 4H ആണെന്ന് മനസ്സിലായി. അടുത്ത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഹീറ്റ് ΔH പെർസെൻറ്റേജ് ഈക്വൽ ടു ഫൈനൽ ഹീറ്റ് മൈനസ് ഇനീഷ്യൽ ഹീറ്റ് ആണ്. ഫൈനൽ ഹീറ്റ് എന്താ മക്കളെ? 4H മൈനസ് ഇനീഷ്യൽ ഹീറ്റ് H ആണ്, ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഹീറ്റ് ഇൻറ്റു 100 ആണ് ഫോർമുല. ക്ലിയർ അല്ലടാ? സോ എന്ത് വരും? 3H/H × 100 എന്ന് വരും. സോ H ഉം ക്യാൻസൽ ചെയ്താൽ 3 × 100 എത്രയാണ്? 300%. സോ ആൻസർ എത്രയാണ് മക്കളെ? 300% ആണ്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഉത്തരം എത്രയാണ് മക്കളെ? ഉത്തരം 300% നിങ്ങൾക്കറിയണം, നിങ്ങൾ പഠിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ്. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. 300%. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എനിക്കൊരു ഫയർ ഇമോജി ഇടാവോ? ഈ പറയുന്ന ചോദ്യം എൻ്റെ മക്കൾക്ക് അടിപൊളിയായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ? ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ? സെറ്റല്ലേ? ക്ലിഞ്ചറായി മനസ്സിലായെങ്കിൽ എൻ്റെ മക്കൾ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ടെ. മുഴുവൻ മക്കളും ഫയർ ഇമോജി ഇട്ടെ. നമുക്കൊരു 1K എന്ന് പറയുന്ന കൗണ്ടിലോട്ട് ഇനിയും എത്തിക്കണം. പലരും എങ്ങോട്ടോ കൊഴിഞ്ഞു പോയിരിക്കുന്നു. എല്ലാവരും തിരിച്ചു കൊണ്ടുവരിക. വി നീഡ് 1K സ്റ്റുഡൻസ്. റൈറ്റ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം മക്കളെ. അടുത്ത ചോദ്യം. ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. റെസിസ്റ്റൻസ് പകുതിയാക്കി കുറച്ചു എന്നാണ് പറയുന്നത്. ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആക്കി റെസിസ്റ്റൻസ് കുറച്ചു. ഇഫ് അതർ പാരാമീറ്റേഴ്സ് ഓഫ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് റിമൈൻസ് അൺആൾട്ടേർഡ്, ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ മാറ്റമില്ല എന്ന് പറയുന്നു. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എത്രത്തോളം മാറും എന്നാണ് ചോദ്യം. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഹീറ്റിന് 3 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഞാൻ 3 ഇക്വേഷൻസ് പറയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോടാം. ആദ്യത്തെ H ഈക്വൽ ടു I²RT. അടുത്ത H ഈക്വൽ ടു V²/R × T. അടുത്ത H ഈക്വൽ ടു VIT. മക്കളെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ ആക്കി റെസിസ്റ്റൻസ് കുറച്ചു. റെസിസ്റ്റൻസ് പകുതിയായി കുറച്ചു എന്നല്ലേ പറയുന്നത്? റെസിസ്റ്റൻസ് പകുതിയായി കുറച്ചു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ മാറ്റം വരരുത്. റെസിസ്റ്റൻസ് കുറച്ചാൽ കറണ്ട് കൂടും, എല്ലാവർക്കും അറിയാം. സോ കറണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം റെസിസ്റ്റൻസ് പകുതിയായി കുറച്ചാൽ കറണ്ട് കൂടും, സംശയം വേണ്ട. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് ഉറപ്പായും കൂടും. സോ കറണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏതാണ്? H = V²/RT മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. സോ ഇനീഷ്യലി H = എന്താണ്? V²/R × T. പുതിയ ഹീറ്റ് H ഡാഷ് ഈക്വൽ ടു V² എന്തെഴുതാം? R/2 × എന്തെഴുതാം? T എന്ന് എഴുതാം. 2 മുകളിലോട്ട് പോയി. അപ്പോൾ 2 × V²/R × T എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് H ഡാഷ് ഈക്വൽ എന്ത് കിട്ടും? 2H എന്ന് വരും. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. H ഡാഷ് ഈക്വൽ എന്ത് കിട്ടും മക്കളെ? 2H എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. പഠിക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്, അടിപൊളിയായി മനസ്സിലാക്കേണ്ടതാണ്. സെറ്റ് റെഡി.
ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി മക്കളെ, എല്ലാവർക്കും മനസ്സിലായി, അടിപൊളിയായി മനസ്സിലായില്ലേ? അതായത് ഇവിടെ റെസിസ്റ്റൻസ് ഇരട്ടിയാക്കി ഹീറ്റിൽ എന്തോളം മാറ്റം ഉണ്ടാവും, ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ മാറ്റം വരാൻ പാടില്ല. സോ റെസിസ്റ്റൻസ് ഈ പറയുന്ന പോലെ പകുതിയാക്കി മാറ്റി കഴിഞ്ഞു വെച്ചാൽ, റെസിസ്റ്റൻസ് പകുതിയായി മാറ്റി കഴിഞ്ഞാൽ കറണ്ട് മാറും. സോ കറണ്ട് ഉൾപ്പെടുന്ന ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സോ അതില്ലാത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ ആണ്. അതിനകത്ത് റെസിസ്റ്റൻസ് പകുതിയാക്കുന്ന സമയത്ത് ഹീറ്റ് എന്തായിട്ട് മാറും? ഹീറ്റ് ഇരട്ടിയായിട്ട് മാറും. ഇത് പഠിക്കണം. റെഡി, സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ? അടിപൊളിയല്ലേ? യെസ്. അടുത്തതിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കടാ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക. 3 resistors 4 ohm, 6 ohm, 12 ohm are given to you. What is the highest resistance that you can get from all of them? ഇവ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഹയസ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന ചോദ്യം. ഇവ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഹയസ്റ്റ് നിസ്സാരമാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഹയസ്റ്റ് റെസിസ്റ്റൻസ് ലഭിക്കുക. സോ RS ഈക്വൽ എന്ത് എഴുതാം? R1 പ്ലസ് R2 പ്ലസ് R3 വിച്ച് വിൽ ബി ഈക്വൽ ടു 4 പ്ലസ് 6 പ്ലസ് 12 എത്രയാണ്? 10, 12, 22 ഓം എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 22 ഓം ആണ്. പഠിക്കേണ്ടതാണ്. അടുത്തത്, വാട്ട് ഈസ് ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഒബ്റ്റൈൻ ഫ്രം 6 ohm and 12 ohm? 6 ഓമും 12 ഓമും ഉപയോഗിച്ച് നമ്മളാൽ നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് എത്രയാണ്? കുറഞ്ഞ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം? ഒരു സംശയവും വേണ്ട, പാരലായിട്ട് കണക്ട് ചെയ്യണം. പാരലായി കണക്ട് ചെയ്താൽ ലോവസ്റ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇക്വേഷൻ എന്താണ്? RP ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് വരടാ? RP ഈക്വൽ ടു എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 6 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 12 എന്ന് വരും. 6 ഇൻറ്റു 12 എത്രയാണ് മക്കളെ? 72 ആണ്. ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ഈക്വൽ എത്രയാണ്? 4 ഓം എന്ന് കിട്ടും. ആൻസർ ഈസ് 4 ഓം. ആൻസർ എത്രയാണ് മക്കളെ? 4 ഓം ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കും. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? 4 ഓം ആണ് ഉത്തരം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VI graph of A and B are series and parallel combination are shown below. Given 2 reasons to state whether the graph series parallel combination from the resistor. ഇതിൽ ഏതാണ് സീരീസിനെ സൂചിപ്പിക്കുക, ഏതാണ് പാരലലിനെ സൂചിപ്പിക്കുക? നിസ്സാരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു VI ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ മക്കളെ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ V/I ആണ്. സോ അഥവാ റെസിസ്റ്റൻസ് ആണ്. ഒരു VI ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? റെസിസ്റ്റൻസ് ആണ്. മനസ്സിലാക്കിക്കോ. സ്ലോപ്പ് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഏത് കോമ്പിനേഷനാണ് മക്കളെ റെസിസ്റ്റൻസ് കൂടുതൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, സീരീസ് കോമ്പിനേഷനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. സോ ഇതിലേതാണ് സീരീസ് കോമ്പിനേഷനെ സൂചിപ്പിക്കുന്നത്? ഒരു തരി സംശയം വേണ്ട. A ആണ് എങ്ങനെ കണക്ട് ചെയ്തത്? സീരീസ് ആയി കണക്ട് ചെയ്യുക. B എങ്ങനെയായിരിക്കും? പാരലാണ്. കാരണം Bക്ക് റെസിസ്റ്റൻസ് കുറവാണ്, സ്ലോപ്പ് കുറവാണ്. സ്ലോപ്പ് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. സീരീസ് കോമ്പിനേഷനാണ് റെസിസ്റ്റൻസ് കൂടുതൽ, സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും സ്ലോപ്പ് കൂടുതൽ. പാരലൽ കോമ്പിനേഷന് റെസിസ്റ്റൻസ് കുറവാണ്, അവന് സ്ലോപ്പ് കുറവായിരിക്കും. പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്. സെറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. തയ്യാറല്ലേ ഗൈസ്? ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാ. An electric kettle consumes 1 kilowatt of electric power when operated at 220 volt. The minimum rating of the fuse wire to be used is. അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമം റേറ്റിംഗ് എത്രയാണ് ഫ്യൂസ് വയറിന്? എല്ലാവർക്കും അറിയണം, നിസ്സാരമായ ചോദ്യമാണ്. ഇവിടെ പവർ നൽകിയിട്ടുണ്ട്. എത്രയാണ്? 1 kilowatt ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഏതിലോട്ട് മാറ്റണം? വാട്ടിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് 1000 വാട്ട്. വോൾട്ടേജ് വന്നിട്ട് എത്രയാണ്? 220 വോൾട്ട് ആണ്. മിനിമം റേറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ, അതായത് ആംപിയേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. വാട്ടേജ് ഡിവൈഡ് ബൈ വോൾട്ടേജ് എന്നാണ് പറയുക. ദാറ്റ് ഈസ്, ശ്രദ്ധിക്കുക, 1000 ഡിവൈഡഡ് ബൈ 220. 1000/220 എന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക 4.54 ആണ്. സോ അവിടെ മിനിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 5 ആംപിയേഴ്സ്. 5 ആംപിയർ ഉള്ള ഫ്യൂസ് വയർ ആണ് യൂസ് ചെയ്യേണ്ടത്. ആംപിയേഴ്സ് എത്രയാണ്? 5 ആംപിയർ ആണ്. അത് മനസ്സിലാക്കുക. സോ ക്ലിയർ, റൈറ്റ്? സോ ജസ്റ്റ് വാട്ടേജ് ബൈ വോൾട്ടേജ് ഡിവൈഡ് ചെയ്താൽ മതി. സോ 4.54 ആ കിട്ടുക. സോ മിനിമം എത്രയെങ്കിലും വേണം? 5 ആംപിയർ എങ്കിലും വേണം. റെഡി അല്ലേ? അടുത്ത ചോദ്യത്തിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഈ പറയുന്ന കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഓംസ് ലോ പറയുന്നത്. Okay, a wire drawn into a wire double of its length by melting it. If the resistance of the old wire is R, what is the resistance of the new wire? ഒരു വയർ ഉണ്ട്, അത് ഉരുക്കിയിട്ട് പുതിയൊരു വയറാക്കി മാറ്റി. അതിൻ്റെ ലെങ്ത് എന്തായി മാറി? ഇരട്ടിയാക്കി മാറി എന്നാണ്. അതിൻ്റെ ലെങ്ത് ഇരട്ടിയായി മാറി എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണടാ. അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഇനീഷ്യലി ഒരു വയർ ഉണ്ടായിരുന്നു.
അതിനെ ഉരുക്കിയിട്ട് ലെങ്ത് ഇരട്ടിയാക്കി മാറ്റി. ഇനീഷ്യൽ റെസിസ്റ്റൻസ് 6 ആണ്, ഫൈനൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഫൈനൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്ന് ചോദ്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ചപ്പാത്തി കുഴയ്ക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. ഇത് ആ ഇനീഷ്യൽ ചപ്പാത്തി മാവ് എന്ന് വിചാരിക്കുക. അമ്മ ഇങ്ങനെ കുഴച്ച് ആ പറയുന്ന മാവിൻ്റെ നീളം ഇരട്ടിയാക്കി മാറ്റി. ഇതെല്ലാണ്, ഇത് 2L ആണെന്ന് വിചാരിക്കാം. മാവിൻ്റെ നീളം ഇരട്ടിയാക്കി മാറ്റി. ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? അതിൻ്റെ വണ്ണം കുറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു സംശയമില്ല. നീളം കൂട്ടുമ്പോൾ ആ മാവിൻ്റെ വണ്ണം കുറയ്ക്കില്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതെന്തായിട്ട് മാറും? ഇത് A/2 ആയിട്ട് മാറും. സിമ്പിൾ കാര്യം അത്രയേ ഉള്ളൂ. ഇത് A/2 ആയിട്ട് മാറും. റെഡി അല്ലേ? ചപ്പാത്തി കുഴയ്ക്കുന്ന കാര്യം ആലോചിച്ചാൽ ഈ കൺസെപ്റ്റ് നിങ്ങൾക്കൊക്കെ തലയിക്കെത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ മക്കളെ, എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. പുതിയ R = എന്താണ്? ρL/A ആണ്. സോ അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്ത് വരും? റോ ലെങ്ത് 2L ആയി മാറും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിട്ട് മാറും? A/2 ആയിട്ട് മാറും. 2 മുകളിലോട്ട് കൊണ്ടുവരുവാണ്. സോ 2 × 2 ഓൾറെഡി ഒരു 2 ഉണ്ട്. അപ്പം എന്ത് വരും? 4 ρL/A എന്ന് വരും. നമുക്കറിയാം ρL/A എന്ന് പറഞ്ഞ 6 ആണ്. സോ 4R ആയിട്ട് മാറും. ആൻസർ ഈസ് 4R. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ അന്തസായി എൻ്റെ മക്കൾക്ക് മനസ്സിലായി. അടിപൊളി അല്ലടാ? സെറ്റ് അല്ലേ? ക്ലിഞ്ചർ അല്ലടാ? അടിപൊളി. യെസ്, 4R ഈസ് അവർ റൈറ്റ് ആൻസർ. സെറ്റ്. റെഡി അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്ത യെസ് 900 സ്റ്റുഡൻസ് കറന്റ് വാച്ചിങ് ആണ്. അടിപൊളി മക്കളെ. നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ സ്വന്തം ജസീൽ സാർ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാൻ പോകണം. എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. റെഡി? ബൈ. സോ നമുക്ക് കാണാം. തരാം. പരീക്ഷ ഉഷാറാക്കി എഴുതാട്ടാ. ഹായ് മക്കളെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ തന്നെ ഉണ്ടായിരുന്നു, എന്നാൽ ഒരിക്കൽ കൂടി സ്വാഗതം പിടിച്ചോ. റെഡി? നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. യെസ് JMK. ഞാൻ തന്നെയാണല്ലോ. റെഡി. എടാ, ക്വസ്റ്റ്യൻ നോക്ക്. എപ്പോഴും നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ മയോപ്പിയായും ഹൈപ്പർമെട്രോപ്പിയായും. ആദ്യം അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. അതിനുശേഷം ഞാൻ ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. എടാ ശ്രദ്ധിക്കടാ. മയോപ്പിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഷോർട്ട് സൈറ്റ് ആണ്. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് ലോങ് സൈറ്റ് ആണ്. നമ്മളൊരു കണ്ണ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഐ നോക്കുകയാണെങ്കിൽ മക്കളെ, മയോപ്പിയ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? ദൂരെ ഉള്ളതിനെ കാണാൻ പറ്റത്തില്ല. ദൂരെ ഓടി വന്നിട്ട് റെറ്റിനയുടെ മുന്നിൽ വന്നാ വീഴുന്നത് അല്ലേടാ മക്കളെ? ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് എന്താണ്? നമുക്കറിയാം കോൺകേവ് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ജസ്റ്റ് ഇതിനെ ഒന്ന് വൈഡൻ ആക്കിയിട്ട് നേരെ റെറ്റിനിലോട്ട് കൊണ്ടുവിടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത എന്താണ്? ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ നമുക്കറിയാം അത് ലോങ് സൈറ്റ് ആണ്. ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തുള്ളതിനെ കാണാൻ പറ്റത്തില്ല. അടുത്തുള്ളവൻ എവിടെ പോവുകടാ? റെറ്റിനയുടെ പുറകിൽ പോയായിരിക്കും വീഴുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് മക്കളെ? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യിക്കാം. അങ്ങനെ നമുക്കിതിനെ എവിടെ കൊണ്ട് വീഴ്ത്തിക്കാം? റെറ്റിനെ കൊണ്ട് വീഴ്ത്തിക്കാം. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. ഇത് എത്രയൊക്കെ പഠിച്ചാലും മക്കൾ എന്ത് ചെയ്യും? മറന്നുപോകും. എല്ലാവരും എന്ത് ചെയ്യും? മറന്നുപോകും. അപ്പോൾ ഇത് ഒന്ന് എക്സാമിന് ഒന്ന് പൊടിതട്ടി എടുക്കാൻ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഒരു കഥ സൊല്ലിട്ടുമാ, ഒരു കുഞ്ഞു കഥ. ആ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും ഒട്ടും ചോദിക്കും, സാറേ മയോപ്പിയക്ക് കോൺകേവ് ആണോ? ഹൈപ്പർമെട്രോപ്പിക് കോൺവെക്സ് ആണോ? അയ്യോ അത് റെറ്റിനയുടെ മുന്നിലാണോ? റെറ്റിനയുടെ പുറകിലാണോ? എന്നൊക്കെ ഭയങ്കര സംശയം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കഥ പറയട്ടെ. ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു മയിലിൻ്റെ കഥയാണ്. ഞാനൊരു കാട്ടിൽ പോയി. ഒരു കാട്ടിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ഒരു ഗുഹ നിങ്ങൾക്കറിയാം, കേവ് അല്ലേ? കേവ് എന്താണ്? ഗുഹയെന്ന് പറയുമ്പോൾ കേവാണ്. ഇതൊരു കേവാണ്. ഈഗ്ലു പോലെ ഇരിക്കും. ഇതൊരു കേവാണ്. ഈ കേവിൻ്റെ മുന്നിൽ ഒരു മയിലുണ്ട്. മയിലിനെ പോലെ തോന്നില്ലെങ്കിൽ തത്തമേനെ പോലെ തോന്നും. അങ്ങനത്തെ ഒരു ഫിഗറാണ്. മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുകയാണ്. ഒരു മയിൽ ഇവിടെ ഉണ്ട്. ഓക്കെ എടാ മക്കളെ, ഈ മയിൽ എവിടാ നിൽക്കുന്നത്? കേവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. എന്താണ്? മയില്, കേവ്, പിന്നെന്താണ്? മുന്നിൽ. കേവിൻ്റെ മുന്നിൽ നിൽക്കുന്ന മയിലാണെങ്കിൽ അത് മയോപ്പിയാണ്. മയിലാണെങ്കിൽ എന്തായിരിക്കും? മയോപ്പിയാണ്. അപ്പോൾ മയോപ്പി വന്നാൽ കേവ് എന്താ ഉപയോഗിക്കേണ്ടത്? കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. അപ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? റെറ്റിനയുടെ മുന്നിൽ, അതായത് കേവിൻ്റെ മുന്നിൽ. മനസ്സിലായടാ? 3 കാര്യങ്ങൾ കിട്ടി. മയോപ്പിയ ആണെങ്കിൽ കോൺകേവ് ആണ്. ഗുഹയ്ക്ക് മുന്നിൽ നിൽക്കുന്ന, കേവിന് മുന്നിൽ നിൽക്കുന്ന മയിലിനെ ഓർത്താൽ മതി. അപ്പോൾ മയോപ്പിയ ആണെങ്കിൽ എന്തായിരിക്കും? കോൺകേവ് ആണ്. എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? മുന്നിലാണ്. റെറ്റിനയുടെ മുന്നിലാണ്. ഇനി ഇത് നിങ്ങൾ മറന്നു പോയില്ല. ഓക്കെയാണോ മക്കളെ? മയിലിനെ ഓർത്താൽ മതി, പീക്കോക്കിനെ ഓർത്താൽ മതി. യെസ് എങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇതാ നമ്മളുടെ ക്വസ്റ്റ്യനോട് നമ്മൾ കിടക്കുന്നു. ദ ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പർമെട്രോപ്പിയ. ഓക്കെ, അപ്പോൾ മുന്നിലാണ് മയോപ്പിയ എങ്കിൽ
ബാക്കിൽ എന്തായിരിക്കും? ഹൈപ്പർമെട്രോപ്പിയ. മക്കളെ ബിഹൈൻഡ് ദി റെറ്റിനയാണോ? ഒന്നും നോക്കണ്ട. അതാരായിരിക്കും മക്കളെ? ചാറ്റ് ചെയ്യടാ. പുറകിലാണെങ്കിൽ അത് ഹൈപ്പർമെട്രോപ്പിയ. അടുത്തത് ഇമേജീസ്. അടുത്ത നോക്കടാ മക്കളെ. ഇമേജീസ് is formed in front of the retina. റെറ്റിനയുടെ മുന്നിൽ, ഗുഹയ്ക്ക് മുന്നിൽ ആരാണ്? മയിലാണ് ഗുഹയ്ക്ക് മുന്നിൽ. യെസ്, മയോപ്പിയ. അപ്പൊ മുന്നിലാണെങ്കിൽ, റെറ്റിനയുടെ മുന്നിലാണെങ്കിൽ മയോപ്പിയ ആയിരിക്കും മക്കളെ. അടുത്ത നോക്കടാ. അടുത്ത എന്താടാ മക്കളെ? സി എന്താടാ? പവർ ഓഫ് ഐലൻഡ്സ് ഡിക്രീസ്ഡ്. നമുക്കെല്ലാവർക്കും അറിയാം മയോപ്പിയ ആണെങ്കിൽ, നിങ്ങൾ ഇവിടെ നോക്കിയടാ, ഇതാണ് നമ്മുടെ മയോപ്പിയ അല്ലേ? മയോപ്പിയ ആണെങ്കിൽ ഫോക്കസ് കുറവല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട എന്തായിരിക്കണം? പവർ കൂടുതലുള്ള ഉപയോഗിക്കണം. മയോപ്പിയ ആണെങ്കിൽ ഓർക്കുക, പവർ കൂടുതലാണ്. ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ എന്തായിരിക്കും മക്കളെ? പവർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ പവർ ഓഫ് ഐലൻഡ്സ് ഡിക്രീസ്ഡ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് ഹൈപ്പർമെട്രോപ്പിയ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, മയോപ്പിയയിൽ ഫോക്കൽ ലെങ്ത് കുറവല്ലേ, അപ്പോൾ പവർ കൂടുതലായിരിക്കും. ഇത് ഓർത്താൽ മതി. യെസ്. അടുത്തത് പവർ ഓഫ് ഐലൻഡ്സ് ഇൻക്രീസ്ഡ് ആണെങ്കിൽ അത് മയോപ്പിയ ആയിരിക്കും. അടുത്ത മക്കളെ, സ്യൂട്ടബിൾ പവർ ഓഫ് കോൺകേവ് ലെൻസ്. കേവാണോ ഗുഹയാണോ? കേവാണെങ്കിൽ അത് മയിലിനെ ഓർത്താൽ മതി, മയോപ്പിയ. എങ്കിൽ വെക്സ് എന്തായിരിക്കും മക്കളെ? വെക്സ് എന്തായിരിക്കും? ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ ആ കാട്ടിൽ പോകുന്ന കഥ ഓർത്താൽ ഇനി നിങ്ങൾ മറക്കില്ല മക്കളെ, മറക്കില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ടെക്നിക്ക്? എന്താണ്? ഗുഹയുടെ മുന്നിൽ, കേവിൻ്റെ മുന്നിൽ മയിൽ നിൽക്കുന്നു. അപ്പോൾ മയോപ്പി ആണെങ്കിൽ കോൺകേവ് ആണ്. എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? മുന്നിലാണ്, റെറ്റിനയുടെ മുന്നിലാണ്. മറന്നു പോകുമോ മക്കളെ? ഇത് ഉഷാറാണെങ്കിൽ ഒരു ഫയർ മോജി ഇട്ട്. ഈ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു ഫയർ മോജി ഇട്ട് ഒന്ന് പൊലിപ്പിച്ചേടാ. യെസ്. റെഡി. പിന്നെ അല്ലാതെ. യെസ്. എങ്കിൽ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ ചാടി ഓടി എത്തിയിരിക്കുകയാണ്. എന്താ മക്കളെ? ദ ഫാർ പോയിന്റ് ഓഫ് ഐ ഈസ് പേഴ്സൺ 2 മീറ്റർ. അതായത് 2 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ല. ഫാർ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ദൂരമാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരെയുള്ള ഡിസ്റ്റൻസിനാണ് ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ആണെങ്കിൽ ഫാർ പോയിന്റ് എവിടെ ആയിരിക്കും? ഇൻഫിനിറ്റി ആണ്. നമുക്ക് അങ്ങ് ദൂരെയുള്ള നമുക്ക് സ്റ്റാറിനെ വരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഫാർ പോയിന്റ് സാധാരണ ഇൻഫിനിറ്റി ആണ്. എവിടെയാണ് മക്കളെ? സാധാരണ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എടാ, ഫാർ പോയിന്റ് ഐ ഈസ് 2 മീറ്റർ. 2 മീറ്റർ കഴിഞ്ഞാൽ പൊട്ടക്കണയാണ്, ഒന്നും കാണാൻ പറ്റില്ല. 2 മീറ്റർ കഴിഞ്ഞാൽ 2 മീറ്റർ അവിടെ നിന്നൊക്കെ എടാ എവിടാന്ന് ചോദിക്കും. ആരാ ഉണ്ണി അത്? ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വാ. 2 മീറ്റർ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയടാ, ദൂരെ ഉള്ളത് കാണാൻ പറ്റത്തില്ല, അടുത്തുള്ളത് കാണാം. ഷോർട്ട് സൈറ്റ് മയോപ്പിയ. പിന്നെ ചില കുട്ടികൾ സംശയമുണ്ട്, സാറേ മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയും തമ്മിൽ തിരിഞ്ഞു പോകും. മയോപ്പിയാണോ ഷോർട്ട് സൈറ്റ്? ഹൈപ്പർമെട്രോപ്പിയാണോ ഷോർട്ട് സൈറ്റ്? മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയയും വെണ്ടക്ക അക്ഷരത്തിൽ എഴുതുക. മയോപ്പിയ മയോപ്പിയ കുറച്ചേ ഉള്ളൂ അല്ലേ? ഹൈപ്പർമെട്രോപ്പിയ വലുതാണല്ലേ? അപ്പോൾ മയോപ്പിയ ഷോർട്ട്, ഹൈപ്പർമെട്രോപ്പിയ ലോങ്. അപ്പോൾ മയോപ്പിയ ആണെങ്കിൽ ഷോർട്ട് സൈറ്റ്, ഹൈപ്പർമെട്രോപ്പിയ ആണെങ്കിൽ ലോങ് സൈറ്റ്. എങ്കിൽ മക്കളെ അടുത്തുള്ളതിനെ കാണാം, ദൂരെ ഉള്ളതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എന്താണ്? അവന് മയോപ്പിയാണ്. അവന് ഷോർട്ട് സൈറ്റ് ആണ്, മയോപ്പിയാണ്. മയിലാണെങ്കിൽ ഗുഹയ്ക്കകത്തിരിക്കുന്ന മയിലാണ്. അപ്പോൾ അതെന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. കോൺകേവ് കറക്റ്റഡ് ബൈ യൂസിങ് കോൺകേവ് ലെൻസ്. നമ്മളോടാ കളി. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഇൻ വിച്ച് ഇമേജ് ഫോർമേഷൻ ഇൻ ദ ഐ ഈസ് ഗിവൻ ബിലോ. എടാ മുന്നിലാണെങ്കിൽ, ഗുഹയ്ക്ക് മുന്നിലാണെങ്കിൽ അവൻ ആരായിരിക്കും മക്കളെ? പറയടാ, അവൻ ആരായിരിക്കും? മയോപ്പിയാണ്. എൻ്റെ ഓപ്പിയ. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേടാ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട് നമ്മൾ ചാടി ഓടിപ്പോകാൻ പോകുന്നു. നെയിം ദ ഡിഫക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അത് മയോപ്പിയാണ്. സജസ്റ്റ് എ റെമഡി ഫോർ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. മനോഹരനായ ഒരു ഫിഗർ. ഇതാ നമ്മുടെ വൈറ്റ് ലൈറ്റ് വരികയാണ്. ഈ വൈറ്റ് ലൈറ്റ് നമ്മുടെ പ്രിസത്തിലൂടെ പോകുമ്പോൾ 7 ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ട് മാറുന്നു. ദ സ്പെക്ട്രം ഓഫ് കളേഴ്സ് നമുക്ക് കിട്ടുന്നു, സ്പെക്ട്രം ഓഫ് ലൈറ്റ് കിട്ടുന്നു. വിബ്ജിയോർ മഴവില്ല്. എങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് കളർ ഡീവിയേറ്റ് മോർ? ആരാണ് എടാ ഇത് കാണുമ്പോഴേ അറിയാം ആരാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് മക്കളെ? നിങ്ങൾ ചാറ്റ് ചെയ്യടാ. ആരാടാ കൂടുതൽ? ഓ പ്രിയല്ല. യെസ് മക്കളെ ശ്രദ്ധിക്കടാ. ആരാടാ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്? വയലറ്റ് ആണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്, റെഡ് ആണ് ലീസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് കളർ ഡീവിയേറ്റ് മോർ? ഒന്നും നോക്കണ്ട, അത് വയലറ്റ് ആയിരിക്കും. ഇനി വിച്ച് കളർ ഓഫ് വിസിബിൾ ലൈറ്റ് ഓഫ് ഗോട്ട് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത്? മക്കളെ പറഞ്ഞ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആർക്കാണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്? ഒന്നും നോക്കണ്ട, റെഡിനാണ്. റെഡിന് ഒരു കൊമ്പ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഡേഞ്ചറസ് ലൈറ്റിനെയൊക്കെ നമ്മൾ റെഡ് ഉപയോഗിക്കുന്നത്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, വെലോസിറ്റി കൂടുതലാണ്, അതിന് എന്തും കുറവാണ്, സ്കാറ്ററിങ് കുറവാണ്. അതുകൊണ്ട് റെഡ് ഇച്ചിരി പുലിയാണെന്ന് നമ്മൾ പറയത്തില്ലേ? റെഡ് ഇച്ചിരി പുലിയാണ്, പുലിയാണ്, ഇവൻ പുലിയാണ് കേട്ടാ. യെസ്, റെഡ് ലൈറ്റ്. ഡ്യൂറിങ് ഡിസ്പേർഷൻ ഈച്ച് കളർ ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് ഡീവിയേഷൻ. വൈ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പറ മക്കളെ, എന്തുകൊണ്ടാണ് ഇവർ ഡിഫറൻ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ആൾക്കാർ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള ലൈറ്റ് കുറച്ച് മാത്രമേ ഡീവിയേറ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, റെഡിനാണോ വയലറ്റിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ N ഈസ് ഈക്വൽ ടു C/V ആണ്. N ഈസ് ഈക്വൽ ടു C/V ആണ്. ആർക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ വെലോസിറ്റി കൂടുതൽ? ആർക്കാണ് വെലോസിറ്റി കൂടുതലുള്ളത്? റെഡിന് വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെലോസിറ്റി കുറവാണ്. വേവ് ലെങ്തിൻ്റെ ടൈമിൽ പറയാം, വേവ് ലെങ്ത് ആർക്കാണോ കൂടുതൽ അയാൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. വേവ് ലെങ്ത് ആർക്കാണോ കുറവ് അയാൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. നമുക്ക് പറയാം ദ വേവ് ലെങ്ത് ഓഫ് റെഡ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് വയലറ്റ് ആണ്. വയലറ്റിന് മക്കളെ വേവ് ലെങ്ത് കുറവാണ്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. ദെയർഫോർ നമ്മൾ പറയും ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് കൂടുതലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് കുറവാണ്. അതുകൊണ്ടാണ് വയലറ്റ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. എല്ലാ മക്കൾക്കും മനസ്സിലായോടാ? യെസ്. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? ഇങ്ങനെ സംഭവിക്കാൻ കാരണം ബിക്കോസ് ഓഫ് ദി ഡിഫറൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. റെഡി? യെസ്. ഓക്കെ. വൈ നെറ്റ് ചാർജ് ഓഫ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ആൾവേസ് സീറോ? നെറ്റ് ചാർജ് എന്ന് വെച്ചാൽ ആ കണ്ടക്ടറിനകത്തുള്ള നെറ്റ് ചാർജാണ്. അത് നമ്മുടെ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്ര എന്തുണ്ട്? പ്രോട്ടോൺ ഉണ്ട്. ഇലക്ട്രിക്കലി ഒരു കണ്ടക്ടർ ന്യൂട്രലാണ്, പക്ഷെ അതിനകത്തൊരു ചാർജ് ഫ്ലോ ചെയ്യും. ഓക്കെ, റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുള്ള ആൻസർ. ഡിഫറൻറ്റ് വേവ് ലെങ്ത് ഉള്ളത് കൊണ്ടാണ് അത് ഡീവിയേറ്റ് ചെയ്യുന്നത്, പല ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. റെയിൻബോ ഫോംഡ് ഡ്യൂ ടു ഡിസ്പേർഷൻ ഓഫ് സൺലൈറ്റ്. നമുക്കറിയാം റെയിൻബോ ഉണ്ടാകുന്നത് ഡിസ്പേർഷൻ മൂലമാണ്. വാട്ട് ഈസ് ഡിസ്പേർഷൻ? എന്താണ് മക്കളെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്? ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ലൈറ്റ് ഡിഫറൻറ്റ് കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ ഈസ് ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻടു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ്. അതാണ് ഡിസ്പേർഷൻ. ഓക്കെ, യെസ്. എങ്കിൽ അടുത്തതിലോട്ട് പോകാം. റൈറ്റ് ഡൗൺ ദ ചേഞ്ച് ഇൻ ദ സൺലൈറ്റ് ഇൻ ദ വാട്ടർ ഡ്രോപ്ലെറ്റ് ആസ് ദ റെയിൻബോ ഫോം എക്സ്പ്ലെയിൻ. എന്തൊക്കെയാണ് മക്കളെ ഒരു റെയിൻ ഡ്രോപ്പിലോട്ട് ഒരു സൺലൈറ്റ് വന്ന് കയറുന്നാൽ എന്തൊക്കെ സംഭവിക്കും? നമുക്കറിയാം ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും, കൂടെ ഡിസ്പേർഷൻ സംഭവിക്കും. ദെൻ ഇവിടെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, എഗെയിൻ റിഫ്രാക്ഷൻ. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് മക്കളെ? ഡിസ്പേർഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ല, തെറ്റാണ്. ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് എഗെയിൻ റിഫ്രാക്ഷൻ. മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്. യെസ്. അപ്പോൾ എന്തൊക്കെയാണ്? ഡിസ്പേർഷൻ, ടോട്ടൽ റിഫ്ലക്ഷൻ, അതെ റിഫ്രാക്ഷൻ. റെഡിയല്ലേ മക്കളെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുത്താ നമ്മൾ ചാടി ഓടിപ്പോകുന്നു. എക്സ്പ്ലെയിൻ ദ സയന്റിഫിക് റീസൺ ഫോർ ദി ഫോളോയിങ്. ഈ താഴത്തെ സയന്റിഫിക് റീസൺ പറയുക. പാത്ത് ഓഫ് ദി സൺലൈറ്റ് ഈസ് വിസിബിൾ ഇൻ എ മിസ്റ്റി മോർണിംഗ്. എടാ, മിസ്റ്റി മോർണിംഗിൽ, നല്ല മഞ്ഞുള്ള പ്രഭാതത്തിൽ
നമ്മൾ കുളിച്ചൊരുങ്ങി ഈറനണിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ നമ്മൾ എത്തി നോക്കാൻ വരുമ്പോൾ ആ സൂര്യൻ്റെ പാത്ത് നമുക്ക് സൺലൈറ്റിൻ്റെ പാത്ത് കാണാൻ പറ്റുന്നത് എന്ത് എഫക്റ്റാണ്? ടിൻഡൽ എഫക്റ്റ്. എന്ത് എഫക്റ്റാണ് മക്കളെ? ടിൻഡൽ എഫക്റ്റ്. തിന്നുന്ന എഫക്റ്റ് അല്ല കേട്ടോ, ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് ആണ് കാരണം. ടിൻഡൽ എഫക്റ്റ് ആണ് കാരണം. റെഡി? അടുത്തത്, ന്യൂട്ടൺ കളർ ഡിസ്ക് അപ്പിയേഴ്സ് ടു ബി വൈറ്റ് വെൻ റൊട്ടേറ്റ് ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് വെള്ള കളറിൽ കാണുന്നത്? നമുക്കറിയാം, അത് കറക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, അതിന് പേരുണ്ട്. എന്താണ് വിളിക്കുന്നതിൻ്റെ പേര്? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ്? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താ ഇത്? നമുക്കൊരു സാധനത്തിന് 1/16 സെക്കൻഡ് മാത്രമേ കണ്ണിൽ ഇങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കത് ഒരു ഇമേജ് ആയിട്ട് തോന്നും. പണ്ടത്തെ ഫിലിമൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ഓക്കെ എടാ മക്കളെ? യെസ്. അടുത്തത്, അപ്പോൾ എല്ലാം കൂടെ വന്ന് ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ഒരൊറ്റ കളറായിട്ട് തോന്നും. അത് 7 കളർ ഒരുമിച്ച് കാണുന്ന പോലെ നമുക്ക് തോന്നും. 7 കളർ ഒരുമിച്ച് കണ്ടാൽ യെസ്, 7 കളർ കൂടിച്ചേരുമ്പോൾ വൈറ്റ് ലൈറ്റ്. യെസ്. എങ്കിൽ മക്കളെ അടുത്തത്, ദ റൈസിങ് ആൻഡ് സെറ്റിംഗ് ഓഫ് സൺ അപ്പിയേഴ്സ് റെഡ് കളറിൽ സണ്ണ് കാണാൻ കാരണം എന്താണ്? റെഡ് കളറിൽ സൺ കാണാൻ കാരണം എന്താണെന്ന് എൻ്റെ മക്കളോട് ചോദിച്ചാൽ എൻ്റെ മക്കളോട് ഒറ്റ ശാസ്ത്രത്തിൽ പറയണം, അത് അറ്റ്മോസ്ഫിയറിക് സ്കാറ്ററിംഗ് ആണ്. അല്ലേ? സൺറൈസിലും സൺസെറ്റിലും സൺലൈറ്റ് കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി കളേഴ്സും എന്ത് ചെയ്തു പോകും? സ്കാറ്റർ ചെയ്തു പോകും. ലീസ്റ്റ് സ്കാറ്റർ ചെയ്യുന്ന റെഡ് കളർ എൻ്റെ കണ്ണിൽ വരും. ആരാ ലീസ്റ്റ് സ്കാറ്റർ ചെയ്യുന്നത്? റെഡ് കളറാണ്. ആരാണ് മോസ്റ്റ് സ്കാറ്റർ ചെയ്യുന്നത്? അത് വയലറ്റ്, ബ്ലൂ ഒക്കെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് സ്കൈ നമുക്ക് ബ്ലൂ കളറിൽ കാണുന്നത്. വയലറ്റ് ആണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കണ്ണിന് ഏറ്റവും നന്നായിട്ട് കാണാൻ കുളിർമയുള്ളത് എന്താണ്? ബ്ലൂ കളർ ആയതുകൊണ്ടാണ് സ്കൈനെ നമ്മൾ ബ്ലൂ കളറിൽ കാണുന്നത്. റെഡി? എങ്കിൽ നമ്മൾ അടുത്തതിലോട്ട് പോകാം. യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ് യൂസസ് സ്പെക്ട്രക്കിൾ -2.5 മീറ്റർ. എന്തുകൊണ്ടാണ് -2.5 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കണ്ണാടി ഉപയോഗിക്കുന്നത്? എന്തായിരിക്കും ആ കുട്ടിയുടെ അസുഖം? നിങ്ങൾക്ക് പറയാമോ? മൈനസ് ആണെങ്കിൽ മക്കളെ, ഫോക്കൽ ലെങ്ത് മൈനസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് കോൺകേവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആണ്. കേവ് ആണോ ഗുഹയാണോ? ഗുഹയാണെങ്കിൽ എന്നെ ഓർത്താൽ മതി, കാട്ടിൽ പോകുന്നു, മയിലിനെ കാണുന്നു. ഗുഹ, കേവ്, മയോപ്പിയ. അപ്പൊ ആൻസർ എന്താ മക്കളെ? മയോപ്പിയ ആണ് ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ലെൻസ് ഈസ് യൂസ്ഡ് ഫോർ ദി കറക്ഷൻ ഓഫ് ദി ഡിഫക്റ്റ്? ഏത് ലെൻസ് ഉപയോഗിക്കാം? അതിന് ആൻസർ ക്വസ്റ്റ്യന് തന്നെയുണ്ട്. എന്താണ് മക്കളെ? കോൺകേവ് ലെൻസ് ഉപയോഗിക്കാം. കോൺകേവ് ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഒപ്റ്റിക്കൽ ഫിനോമിന ഫോർ ദി ഫോളോയിങ്. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെ നിങ്ങൾ എഴുതി വെക്കുക, അത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. എന്താണ് മക്കളെ? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ് അതിന് കാരണം. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അടുത്തത്, റെയിൻബോയുടെ ഫോർമേഷൻ ഡിസ്പേഴ്സൺ ആണ്. റെയിൻബോ ഫോം ചെയ്യാൻ കാരണം, റെയിൻബോ ഫോർമേഷന് കാരണം ഡിസ്പേഴ്സൺ ആണ്. വൈറ്റ് കളർ ഓഫ് ക്ലൗഡിന് വെള്ള നിറത്തിൽ കാണാൻ കാരണം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. ക്ലൗഡിൽ എല്ലാ കളറും സ്കാറ്റർ ചെയ്യുന്നു. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ക്ലൗഡിന്റെ സൈസ് വലുതായതുകൊണ്ട് എല്ലാ കളറും അവിടെ സ്കാറ്റർ ചെയ്യുന്നു. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ദ ഗ്ലിറ്ററിംഗ് ഓഫ് ഡയമണ്ട് തിളങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ദ ഫിനോമിന. എങ്കിൽ ഒന്നുമില്ല, ചുമ്മാതെ ഞാൻ ഇങ്ങനെ തട്ടുന്നതാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, മനോഹരൻ തങ്കപ്പനായ ക്വസ്റ്റ്യൻ. നോക്കടാ മക്കളെ. യെസ്, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നു, എന്താണ്? ഞാൻ എവിടെ നിന്ന് നോക്കുന്നു? ഞാൻ ബിയിൽ നിന്നും എക്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്, കറണ്ട് മുകളിലോട്ട് പോകുക. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും.
ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ എന്താണ് മോനെ? ആ റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, ഷേഖ് അബ്ദുള്ളയുടെ റൂള്. ഇതെന്താണ്? അബ്ദുള്ള കുലുക്കി കഴിഞ്ഞാൽ ഷേഖ് അബ്ദുള്ളയാകും. അപ്പോൾ നോക്കിക്കേ മക്കളെ, അങ്ങനെയാണ് ഷേഖിന് ഷേഖ് എന്ന പേര്. നന്നായിട്ട് കുലുക്കുമ്പോഴാണ് ഷേഖ് ഉണ്ടാകും. നോക്കടാ. അപ്പോൾ അതിന് നമ്മൾ ആരെ സ്മരിക്കണം? നമ്മുടെ സെലിം കുമാറിനെ സ്മരിക്കണം. അപ്പോൾ നമ്മുടെ കറണ്ട് പോകുന്ന ഡയറക്ഷനാണ് തമ്പ്. തമ്പ് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദ കേൾ ഫിംഗർ, വളഞ്ഞിരിക്കുന്ന ഫിംഗറാണ് കേൾ ഫിംഗർ. കേൾ ഫിംഗർ റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എങ്കിൽ കറണ്ട് മുകളിലോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഞാൻ ഇങ്ങോട്ട് വരച്ചു തരാം. മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ്. ഇതാരാണ് മോനെ? ഇതാരാണ്? ഇത് നമ്മുടെ സ്വന്തം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നെയിം ദ ലോ യൂസ്ഡ് ഫോർ ഫൈൻഡ് ദ ഡയറക്ഷൻ. ഷേഖ് അബ്ദുള്ള എന്ന് എഴുതി വെച്ചാൽ മുട്ട കിട്ടും. അങ്ങനെ എഴുതരുത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളം തന്നെ എഴുതി വെക്കുക. ഓക്കെ ഓക്കെ അല്ലേടാ? യെസ്. എന്താണ് സ്പെക്ട്രം എന്ന് എന്നോടൊരു കുട്ടി ചോദിച്ചു. സ്പെക്ട്രം എന്ന് വെച്ചാൽ നമ്മുടെ വിബ്ജിയോറിലാണ്, വയലറ്റ്, ഇൻഡിക്കോ, ബ്ലൂ. നമുക്കറിയാം ഓരോ കളറിനും ഓരോ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയുടെ റേഞ്ചിൽ ആ കളേഴ്സിനെ നമ്മളിങ്ങനെ ഓർഡർലി അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. നിങ്ങൾ മഴവില്ല് കണ്ടിട്ടില്ലേ? ദാറ്റ് ഈസ് എ സ്പെക്ട്രം ഓഫ് കളേഴ്സ്. കളറിൻ്റെ സ്പെക്ട്രമാണത്. ഓക്കെ, സ്പെക്ട്രം മനസ്സിലായോ? ഓർഡർലി നമ്മൾ ഒരു കളറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസിയുടെയോ അല്ലെങ്കിൽ വേവ് ലെങ്തിൻ്റെയോ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following correctly describe the magnetic field near the long straight wire? മക്കളെ, ലോങ് സ്ട്രെയിറ്റ് വയർ ആണോ മാഗ്നറ്റിക് ഫീൽഡ്? വട്ടം നാരങ്ങ, കൊത്തി തിന്നോളി. സർക്കുലാർ ആയിരിക്കും. വട്ടം നാരങ്ങ. ശക്തിമാൻ ഓർത്താൽ മതി. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓർക്കുമ്പോൾ ശക്തിമാൻ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മക്കളെ എന്തായിരിക്കും? ദ ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾ സെന്റർ ഓൺ ദി വയർ. യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് പ്രാന്തായിട്ടല്ല കേട്ടോ. യെസ് മക്കളെ, അടുത്ത് write the factors in which magnetic field produced by a straight current carrying conductor depends. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് അഫക്റ്റ് ചെയ്യുന്നത്? മക്കളെ പഠിച്ചു വെച്ചോ. അതിലൂടെ പോകുന്ന കറണ്ടിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാ. അതേപോലെ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കറണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറണ്ട് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതേപോലെ ഡിസ്റ്റൻസ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അപ്പോൾ രണ്ടാൾക്കാരെ എഴുതി വെക്കുക. നമുക്ക് എഴുതാം കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് ആൻഡ് ഡിസ്റ്റൻസ്. ഉഷാറല്ലേടാ മക്കളെ? യെസ്. നല്ല കുട്ടികൾ, അന്തസ്സുള്ള കുട്ടികൾ, തറവാട്ടിൽ പിറന്ന നല്ല മക്കളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഷെയറിങ് പോരാ. ഇത്രയും അന്തസ്സുള്ള ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാത്തത് ഓക്കെ. റെഡി. അടുത്തിലോട്ട് പോകുന്നു. സ്റ്റേറ്റ് 3 factors on which strength of the magnetic field produced by a current carrying solenoid. മക്കളെ, കറണ്ട് ക്യാരിങ് സോളിനോയിഡ് നമുക്കറിയാം. വട്ടം നാരങ്ങ ഇങ്ങനെ വെക്കുന്നു അല്ലേ? ഈ സോളിനോയിഡിനകത്തൂടെ കറണ്ട് പോകുന്നു. ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് മക്കളെ? നമുക്കറിയാം. നമ്പർ ഓഫ് ടേൺസ്. ചുരുളുകളുടെ എണ്ണം കൂട്ടുക, നമ്പർ ഓഫ് ടേൺസ്. അതേപോലെ കറണ്ടിനെ കൂട്ടിയാലും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഇനി ഒരാളും കൂടെ ഉണ്ട്. എന്താണ്? അയൺ കോറിനെ ഇൻസേർട്ട് ചെയ്യുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ അയൺ കോർ എടുത്ത് വെച്ചാലും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. 3 കാര്യങ്ങൾ: നമ്പർ ഓഫ് ടേൺസ്, കറണ്ട്, അയൺ കോർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. എന്താണ്? വാട്ട് ഈസ് എ സോളിനോയിഡ്? എന്താണ് ഒരു സോളിനോയിഡ്? വാട്ട് ഈസ് എ സോളിനോയിഡ്? മക്കളെ പറടാ, സോളിനോയിഡ് എന്താണ്? സോളിനോയിഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെക്കുന്ന കോയിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വയർ വൗണ്ടിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, when does a solenoid behave as a magnet? എപ്പോഴാണ് ഒരു സോളിനോയിഡ് മാഗ്നറ്റ് ആയിട്ട് മക്കളെ ആക്ട് ചെയ്യുന്നത്? എൻ്റെ മുത്തുമണി മക്കളെ, സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ എന്തെങ്കിലും എഴുതി വെച്ചോടാ. ഓക്കെ, റെഡി. അടുത്തത്
കരണ്ട് പോകുമ്പോഴാണ്, കരണ്ട് അതിലൂടെ പോകുമ്പോഴാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനാണ് ഇവിടെ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരക്കാൻ നിങ്ങൾക്ക് അറിയണം, അറിഞ്ഞിരിക്കണം, അറിയേണ്ടതാണ്. റെഡിയല്ലേ മക്കളെ? യെസ്, റെഡി. ഉഷാറാണെങ്കിൽ എൻ്റെ പൊന്നൂസ് മക്കളെ അടുത്തതിലോട്ട് നമുക്ക് പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദി അടുത്തത്? ഡ്രോ ദ പാറ്റേൺ. അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. പാറ്റേനെ വരക്കാനല്ല പറഞ്ഞത്, പാറ്റേൺ, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പാറ്റേൺ വരച്ചു. ദെൻ അടുത്ത എന്താടാ? പ്രൊഡ്യൂസ് ഷോയിങ് ദ, അത് വേണ്ട, എല്ലാം കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ഒരു കണ്ടക്ടറിനെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നു. എവിടെ തൂക്കിയിട്ടിരിക്കുന്നു? ഒരു മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ ഇങ്ങനെ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തൂടെ കറണ്ട് പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ മക്കളെ? എയിൽ നിന്നും ബിയിലോട്ടാണ് കറണ്ട് പോകുന്നത്. ഇതേ ഞാൻ നീല കളറിൽ കാണിക്കാം. എയിൽ നിന്നും ബിയിലോട്ട് കറണ്ട് പോകുന്നു. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നു, ഇഫ് ദ ഇലക്ട്രിക് കറണ്ട് പാസസ് ഫ്രം എ ടു ബി, ദെൻ വിച്ച് ഡയറക്ഷൻ ദ കണ്ടക്ടർ വിൽ മൂവ്? മക്കളെ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനകത്തൊരു ബലം അനുഭവപ്പെടും, അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂളിന്റെ പേരാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അച്ഛനെയും അമ്മയെയും കുട്ടീനെയും ഓർത്താൽ മതി. ഫാദർ F for force, mother M for magnetic field and children C for current. ഇനി ഇവിടെ നോക്കുക, കറണ്ട് എങ്ങോട്ടാ പോകുന്നത്? കറണ്ട് പോകുന്നത് എയിൽ നിന്ന് ബിയിലോട്ട്. കറണ്ടിനെ ഞാൻ ഫിക്സ് ചെയ്തു, ദിസ് ഈസ് കറണ്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡോ നിങ്ങൾ നോക്കണം മക്കളെ, നോർത്തിൽ നിന്നും സൗത്തിലോട്ട്. നിങ്ങൾ ഇതാ കണ്ണ് തുറന്നു നോക്കുക, നോർത്തിൽ നേരെ താഴോട്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നേരെ താഴോട്ട്. അപ്പോൾ എൻ്റെ തമ്പണ്ണൻ എങ്ങോട്ട് പോയി? അകത്തോട്ട് പോയി. ഞാൻ അവസാനം കൈയൊടിഞ്ഞ് ഇവിടെ കിടക്കും. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. പിന്നെ ചില പിള്ളേരുണ്ട്, സാറേ എനിക്ക് ഇടത്തേക്കേ വലിയ വശമൊന്നുമില്ല, വലത്തേ കൈ വെച്ച് ഞാൻ കണ്ടുപിടിച്ചാലോ? തെറ്റിപ്പോകും ഉത്തരം തെറ്റിപ്പോയി. ഇടത്തേ കൈ വെച്ച് തന്നെ കണ്ടുപിടിക്കണം. ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. വലത്തേ കൈ വെച്ച് കണ്ടുപിടിക്കേണ്ട കേട്ടോ, ഇടത്തേ കൈ വെച്ച് തന്നെ കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ നോക്കടാ, കറണ്ട് ദേ അങ്ങോട്ട് പോകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇവനെ ഇങ്ങോട്ട് തിരിക്കണം, തിരിച്ച്. സോ ഓ മൈ ഗോഡ്, ഇതെല്ലാം പോയി. കറണ്ട് അങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട്, ഇവനെ താഴോട്ടാക്കണേ. ഓ മൈ ഗോഡ്, എൻ്റെ തമ്പ് എങ്ങോട്ടാ? നിങ്ങൾ കാണുന്നില്ലല്ലോ. അത് കാണത്തില്ല, കാരണം അങ്ങോട്ടാ പോകുന്നത്. into the plane. Yes. Okay, move towards the magnet, അല്ലെങ്കിൽ into the magnet. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു ഫയർ ഇമോജി ഇട്ട് കത്തിച്ചേടാ, ഒന്ന് കാണട്ടെ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, when if the force experienced by a current carrying conductor plays in a magnetic field, എപ്പോഴാണ് ഒരു കറണ്ട് ക്യാരി ചെയ്ത കണ്ടക്ടറിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാകുന്നത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോഴാണ്, എങ്ങനെയാണ് മക്കളെ? പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോഴാണ് മാക്സിമം ഫോഴ്സ് കിട്ടുന്നത്. വെൻ തീറ്റക്കാരൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം ഫോഴ്സ് കിട്ടുന്നത്. ഇങ്ങനെ വെച്ച മാക്സിമം ഫോഴ്സ്. റെഡിയല്ലേ മക്കളെ? ഉഷാറല്ലേടാ? ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ മോർ കറണ്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി വെക്കണം. മോർ ഫോഴ്സ്. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് the rule determine the direction of a current direction of a ഏതൊക്കെ റൂളാണ് ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഷേഖ് അബ്ദുള്ളയുടെ റൂൾ എന്താണ്? ഷേഖ് അബ്ദുള്ളയുടെ റൂൾ പറയടാ, ചാറ്റ് ബോക്സിലിടാ. ഷേഖ് അബ്ദുള്ളയുടെ റൂള് ചാറ്റ് ബോക്സിലിടാ. പറയൂ മക്കളെ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അല്ലേ? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഉപയോഗിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പിയുടെ റൂൾ, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. അടുത്തത് the force experienced by a current carrying straight conductor placed in a magnetic field which is perpendicular to it. ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ എന്താണ് മക്കളെ? അന്തസ്സുള്ള റൂള്, ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്.
സി നമ്മളോട് ചോദിക്കില്ല, ബിക്കോസ് നമുക്ക് ഇൻഡക്ഷൻ പഠിക്കാനില്ല, അതുകൊണ്ട് സി വേണ്ട. ഇത് ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആയിരുന്നു. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, നമ്മൾ ചാടി ഓടിക്കിടക്കുന്നു. എടാ മക്കളെ, എൻ്റെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. ഇതിനകത്തെ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഷേപ്പ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ് ചോദിച്ചിരിക്കുന്നു. എടാ, സോളിനോയിഡ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, സ്ട്രെയിറ്റ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടയാണ്. സോളിനോയിഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അകത്താണ്, ഇതിൻ്റെ അകത്താണ് സോളിനോയിഡ്. സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിലോ ഒന്നും നോക്കണ്ട, യെസ്, സർക്കുലാർ ഷേപ്പ്. എങ്കിൽ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സ്ട്രെയിറ്റ് സർക്കുലാർ. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേടാ മക്കളെ? ഉഷാറല്ലേടാ? യെസ്. എങ്കിൽ അടുത്തത് ഇതാ മക്കളെ, നോക്കടാ. രണ്ട് കണ്ടക്ടർ എ ബിയും സി ഡിയും, രണ്ട് കണ്ടക്ടറിലൂടെ പാരലായിട്ട് കറണ്ട് പോകുന്നു. എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പി എന്ന് പറയുന്ന പോയിന്റിലെ എന്ത് കണ്ടുപിടിക്കാനാണ്? ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ്. എൻ്റെ പൊന്നുമക്കളെ, നമുക്കൊന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഈ രണ്ടിടത്തും നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബിയിൽ കറണ്ട് പോകുന്നു. ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണം, നോക്കണവേ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ കിട്ടും. യെസ്, എനിക്കിങ്ങനെ കിട്ടി. അതായത് മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് കയറിപ്പോകുന്നു. അതേപോലെ താഴത്തെ അപ്ലൈ ചെയ്യുമ്പോഴും ഇതേപോലെ എനിക്ക് കിട്ടുന്നു. ഇത് ഞാൻ നീല കളറിൽ കാണിക്കാം. താഴത്തെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മുകളിലത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് പോകുന്നു, താഴത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് വരുന്നു. ഒരേ കറണ്ടാണ്, ഒരേ ഡിസ്റ്റൻസ് ആണ്, നമുക്കറിയാം, ഉറപ്പാണ്. ഒരാൾ അകത്തോട്ടും ഒരാൾ പുറത്തോട്ടും. എന്നെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കും, ഒരാൾ എന്നെ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു, എന്നെ ഒരാൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു. എൻ്റെ റിസൾട്ടൻ എന്തായിരിക്കും? എൻ്റെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? മൊട്ടയായിരിക്കും, 0. നമുക്ക് അടുത്തിലോട്ട് പോകാം. മക്കളെ ശ്രദ്ധിക്കടാ. എവിടെയാണ് സ്റ്റേറ്റ് ദ റൂൾ യൂസ്ഡ് ടു ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? മക്കളെ പറയടാ, ഏത് റൂളാണ്? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയടാ. ഈ ഇലക്ട്രോൺ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഇങ്ങനെ മൂവിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിന് ബലം അനുഭവപ്പെടും, ഫോഴ്സ് അനുഭവപ്പെടും. +2 നിങ്ങളിത് പഠിക്കും. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ പോലെ എന്ത് ലോറൻസ്? ഒന്നുമില്ലടാ. ഒരു ചാർജ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിന് ബലം അനുഭവപ്പെടും. ആ ബലം മാക്സിമം ആകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 90 ഡിഗ്രിയിലായിട്ട്, 90 പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് മാക്സിമം ഫോഴ്സ്. മിനിമം ഫോഴ്സ് കിട്ടുന്നത് ഇങ്ങനെ പാരലായിട്ട് എൻ്റർ ചെയ്യുന്നു. പാരലൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സ് 0 ആണ്, ഫോഴ്സ് മിനിമം ആണ്. അത് 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? മാക്സിമം ഫോഴ്സ്. യെസ്. എങ്കിൽ മാക്സിമം ഫോഴ്സ് എപ്പോഴാണ് മക്കളെ? ഫസ്റ്റ് മാക്സിമം ഫോഴ്സ് എപ്പോഴാണ്? ഒന്നാമത്തെ കണ്ടീഷനിൽ. മിനിമം ഫോഴ്സ് എവിടെയാണ്? മൂന്നാമത്തെ കണ്ടീഷനിൽ. ഗീവ് റീസൺ. ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ മിനിമം ഫോഴ്സ്, ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും മക്കളെ? മാക്സിമം ഫോഴ്സ്. എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറയുക. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സ്ട്രെയിറ്റ് സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട്. പറ മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഒരു സോളിനോയിഡ് എടുത്താൽ എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് ഒരേപോലെ ആയിരിക്കും. ഇസ് ദ സെയിം അറ്റ് ആൾ പോയിന്റ്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫിഗർ നിങ്ങൾ നോക്കുക. എന്നിട്ട് ആൻസർ എഴുതുക. എന്താണ് ചോദിച്ചിരിക്കുന്നത്? റെഫർ ദ ഇമേജ് ബിലോ. State how the magnetic field pattern indicate the region where the magnetic field is stronger outside the magnet. നമുക്കറിയാം, എവിടെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? നമുക്കറിയാം, പോളിലായിരിക്കും. ഒരു മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഏറ്റവും കൂടുതൽ പോൾസിലായിരിക്കും. ഇതിന് ദൂരോട്ട് പോകുന്നവർ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു പോകും. പോൾസിലായിരിക്കും. എവിടെയായിരിക്കും മക്കളെ? പോൾസിലായിരിക്കും. ഇനി വാട്ട് ഹാപ്പൻ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് വെൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് റിവേഴ്സ്ഡ്? കറണ്ട് തിരിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. ഇവിടെ ഇപ്പോൾ നോർത്തും സൗത്തുമാണ്. ഇത് നമുക്കറിയാം. ഇത് സൗത്താണ്, ഇതിപ്പോൾ നോർത്ത് ആണെങ്കിൽ നമ്മൾ റിവേഴ്സ് ചെയ്താൽ ഇവിടെ സൗത്ത് ആകും, ഇവിടെ നോർത്ത് ആകും.
സോളിനോയിഡ് എന്താണ് മക്കളെ? കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആക്ട് ആസ് എ മാഗ്നറ്റ്. ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ് ആക്ട് ചെയ്യും. എങ്കിൽ മക്കളെ നിങ്ങൾ പറ മക്കളെ, അടുത്തോട്ട് പോകാം. ഓക്കെ, യെസ്. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഉഷാർ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു കോപ്പർ വയറുണ്ട്. ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നോർത്തിലും സൗത്തിലോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുന്നു. ഇതിനൊരു ഫോഴ്സ് ഉണ്ടാകും. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഹൗ മെനി ഓഫ് ദി 4 ഡയറക്ഷൻ ഷോൺ ക്യാൻ ഫോഴ്സ് ആക്ട് ഓൺ ദി വയർ? നമ്മൾ ആ കറണ്ട് ഡയറക്ഷനൊക്കെ മാറ്റി പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാലും ഏതൊക്കെ ഡയറക്ഷനിൽ അതിന് മൂവ് ചെയ്യാൻ സാധിക്കും? ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് അങ്ങോട്ട് പോകുന്നു, കറണ്ട് ഇങ്ങോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചാലും ഈ തമ്പുണ്ടല്ലോ, ഈ ഫോഴ്സ് ഉണ്ടല്ലോ, 2 ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾ നോക്കി വേണമെങ്കിൽ 1-2 എക്സാമ്പിൾ എടുത്ത് നോക്കിയോ. കറണ്ട് ഇങ്ങോട്ട് പോകുന്നു, കറണ്ട് ഇൻ ടു ദി പ്ലെയിൻ. മാഗ്നറ്റിക് ഫീൽഡോ നോർത്ത് ടു സൗത്ത്. ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? സൗത്തിലോട്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇയാളുടെ ഡയറക്ഷൻ മാറ്റി. ഇതെന്താണ്? കറണ്ട് അല്ലേടാ? അല്ല, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേടാ? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഞാൻ ഒന്ന് മാറ്റി. ഫോഴ്സ് എങ്ങോട്ട് വരും? മുകളിലോട്ട് വരും. അപ്പോൾ ഫോഴ്സിന് മുകളിലോട്ടും താഴോട്ടും അല്ലാതെ വേറൊരു പോസിബിലിറ്റി ഇല്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിക്കോ, 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ നോർത്തിലോട്ട്, ഒന്നെങ്കിൽ മുകളിലോട്ട്, അല്ലെങ്കിൽ താഴോട്ട്. നോർത്ത് സൗത്ത്. ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് ഈ ഒരു അലൈൻമെൻറ്റ് തന്നെ വേണമേ. ഇപ്പോൾ നോർത്ത് ടു സൗത്ത്. ഇനി തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നോർത്താക്കി, ഇവിടെ സൗത്താക്കി. കറണ്ട് അങ്ങോട്ട് വിട്ടു, തിരിച്ചു വിട്ടു. എന്തൊക്കെ നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് 2 ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. ഓൺലി 2 ഡയറക്ഷൻ, നോർത്ത് ആൻഡ് സൗത്ത്. റെഡി? മുകളിലോട്ടോ അല്ല താഴോട്ടോ? നിങ്ങൾക്ക് നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ദ ടൈം ഓഫ് ഷോർട്ട് സർക്യൂട്ട് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് നമുക്കറിയാം. ഷോർട്ട് സർക്യൂട്ട് റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഇൻഫിനിറ്റി ആവും, കറണ്ട് കൂടും. കറണ്ട് ഇൻക്രീസസ് ഹെവിലി. മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഒട്ടുമേ സമയം കളയാനില്ല. കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ മാത്രമേ ഉള്ളൂ ഇനി. എടാ മക്കളെ, അനന്യ റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻ. ചില കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, എന്ത് പറഞ്ഞാലും ആൻസർ പറയുന്ന കുട്ടികൾ കാണും. എന്നാൽ അനന്യ കുട്ടിക്ക് എന്തോ തെറ്റ് പറ്റിയെന്ന് നമുക്ക് നോക്കാം. എന്തിനാണ് വൈ ഡു ഇലക്ട്രിക്കൽ അപ്ലയൻസ് വിത്ത് മെറ്റാലിക് ബോഡീസ് ആർ കണക്റ്റഡ് ടു ദി മെയിൻ ത്രൂ ദി 3-pin പ്ലഗ് വേർ ഇലക്ട്രിക് ബൾബ് ക്യാൻ കണക്റ്റഡ് ഓൺലി 2 പ്ലഗ്? ഇലക്ട്രിക് ബൾബ് നമ്മൾ 2 പ്ലഗിലാണ് കണക്ട് ചെയ്യുന്നത്. 2 ന്യൂട്രൽ ഫേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്രിഡ്ജ്, അതേപോലെ തന്നെ നമ്മുടെ തേപ്പോട്ടി, അതേപോലെ തന്നെ കെറ്റിൽ, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ, ഇതിനൊക്കെ എന്തിനാണ് 3-pin പ്ലഗ് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഉത്തരമാണ് 3-pin കണക്ഷൻ റെഡ്യൂസ് ഹീറ്റിംഗ് കണക്റ്റിംഗ് ദ വയേഴ്സ്. ഹീറ്റിംഗ് തുറക്കാൻ വേണ്ടിയാണ് 3-pin പ്ലഗ് ഉപയോഗിക്കുന്നത്. കുട്ടിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും അല്ലേ? നമുക്ക് കളിയാക്കേണ്ട, അറിയാത്തതുകൊണ്ടായിരിക്കും. എന്നാൽ എൻ്റെ ക്ലാസ് കണ്ടാൽ അതങ്ങ് മാറിക്കിട്ടും. നമ്മൾ എന്തിനാണ് മക്കളെ 3-pin പ്ലഗ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഈ 3-pin പ്ലഗിൽ, അതായത് മൂന്നാമതൊരു കണക്ഷൻ ഉണ്ട്, വലിയ നീണ്ടിരിക്കുന്ന വലിയൊരു പ്ലഗ് ഉണ്ട് അല്ലേ? അതിനെന്ത് തിക്നെസ് കൂടുതലായിരിക്കും, ലെങ്തും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 3-pin പ്ലഗ് ആദ്യം കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ആ തിക്നെസ് കൂടിയ ആ ഒരു ഫസ്റ്റ് കണക്ഷനായിരിക്കും അകത്തോട്ട് കയറിപ്പോകുന്നത്. അങ്ങനെ കയറിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കണക്ഷൻ നമ്മുടെ ബോഡിയുമായിട്ട്, അതായത് നമ്മളിപ്പോൾ ഏതാണോ എക്യുപ്മെൻറ്റ്, ഇപ്പോൾ ഞാൻ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ബോഡിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, ഇത് ഉപയോഗിക്കാൻ നേരത്ത് ഓവറായിട്ട് പോലെ ഇലക്ട്രിസിറ്റി വന്ന് നമ്മുടെ ബോഡിയിൽ വന്നാൽ നമ്മൾ അതിൽ തൊടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഷോക്കടിച്ച് മരിച്ചു പോകും അല്ലേ? അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ആ കറണ്ടിനെ എർത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എർത്ത് പിൻ ഉപയോഗിക്കുന്നത്. ആ 3-pin പ്ലഗിനകത്ത് ആ വലിയ നീണ്ടിരിക്കുന്ന കട്ടിയുള്ള തിക്നെസ് കൂടിയ ആ പ്ലഗ് എർത്താണ്. എർത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടി ചെയ്തെന്താണ്? തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ വെച്ചാൽ എർത്തിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫോർ സേഫ്റ്റി പർപ്പസ് ആണ് അല്ലേടാ? ആ എർത്തിങ് നമ്മൾ എവിടെ കണക്ട് ചെയ്യുന്നത്? ബോഡിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, മെറ്റാലിക് ബോഡിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഷോക്ക് അടിക്കും. ഓക്കെ, റെഡി? അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫ്യൂസ് ഇൻ ഡൊമസ്റ്റിക് സർക്യൂട്ട്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്യൂസ് ഉപയോഗിക്കുന്ന ഷോർട്ട് സർക്യൂട്ട്, അതേപോലെ തന്നെ ഓവർലോഡിംഗ് ഒക്കെ ഉണ്ടാകാൻ നേരത്തെ തീപിടുത്തം ഉണ്ടായി വീടൊക്കെ മൊത്തം കത്തിപ്പോവും.
അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ കണക്ഷൻ ബ്രേക്ക് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്യൂസ് സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ ഹോം അപ്ലയൻസുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലായിടും പോകും, പരിപാടി കഴിഞ്ഞു. യെസ് എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോളിനോയിഡ് ആർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോ മാഗ്നറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അറിയേണ്ടതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദി DC കറന്റ് ത്രൂ ദി സോളിനോയിഡ് അറ്റ് ദ എൻഡ് ഓഫ് ക്ലോക്ക് വൈസ്. മക്കളെ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഏത് മാഗ്നറ്റിക് പോളായിരിക്കും? ഇത്രേ ഉള്ളൂ. സൗത്തും നോർത്തും വരയ്ക്കുക. നോർത്തിന് 2 ആരോ ഇട്ട് കൊടുക്കുക. ഈ ആരോ ഒരു വട്ടത്തിൽ നിങ്ങൾ കാണിച്ചേ. ഇത് എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന തന്ത്രമുണ്ട്, നിതിൻ സാറിൻ്റെ നോർത്തിലുള്ള ആൻറ്റിനെ ഓർത്താൽ മതി. നോർത്താണ് വരുന്നതെങ്കിൽ ആൻറ്റിയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ്. നിതിൻ സാറിൻ്റെ എൻ. അപ്പോൾ നിതിൻ സാറിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നിതിൻ സാറാണ് വരുന്നത്, ഓർത്താൽ മതി. അപ്പോൾ നോർത്തിൽ എവിടെയുള്ള ആൻറ്റിയാണ്? നോർത്തിലുള്ള ആൻറ്റി. അപ്പോൾ നോർത്ത് പോളാരിറ്റിയാണ് വരുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി സൗത്ത് പോളാരിറ്റിയാണ് വരുന്നതെങ്കിലോ ഒന്നും നോക്കണ്ട, അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലോക്ക് വൈസ്. മനസ്സിലായോ മക്കളെ? മനസ്സിലായോടാ? ബി ക്വസ്റ്റ്യൻ: സജസ്റ്റ് 2 മെത്തേഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദി സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡ് എന്ന് പറഞ്ഞേടാ. ഒന്നാമത്തെ മെത്തേഡ് എന്താണ്? ഫസ്റ്റ് മെത്തേഡ് എന്താണ്? എടാ മക്കളെ, നമുക്കറിയാം, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, അല്ലെങ്കിൽ കറണ്ടിനെ കൂട്ടുക, അല്ലെങ്കിൽ സോളിനോയിഡിനകത്തോട്ട് എന്ത് ഇൻസേർട്ട് ചെയ്യുക? ഒരു സോഫ്റ്റ് അയൺ കോറിനെ ഇൻസേർട്ട് ചെയ്യുക. എങ്കിലിതാ നമ്മളിതാ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് ചാടി ഓടി എത്താൻ പോവുകയാണ്. നമ്മളിതാ ചാടി ഓടി എത്താൻ പോകുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കണം മക്കളെ. എക്സാമിന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് മക്കളെ ഇത്. നാളത്തെ എക്സാമിൽ എഴുതി വെച്ചോ. നാളത്തെ എക്സാമിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉറപ്പായും കണ്ടിരിക്കും. 5 LED ബൾബുണ്ട്, 20 വാട്ടാണ്, 5 hours വർക്ക് ചെയ്യുന്നു. ഒരു ലാപ്ടോപ്പ് ഉണ്ട്, 50 വാട്ടാണ്, 2 hour വർക്ക് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക്കൽ എനർജി. ഇവിടുത്തെ ഇലക്ട്രിക്കൽ എനർജിയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ്. എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒന്ന് ഓർത്തുകൊള്ളുക. പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ, ഇപ്പോൾ കിട്ടുന്നത് വാട്ട്സിലാണ് കിട്ടുന്നത്, കിലോ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇനി എത്ര എക്യുപ്മെൻറ്റ് ഉണ്ടെന്നും കൂടെ നോക്കുക. ആ നമ്പർ ഓഫ് എക്യുപ്മെൻറ്റ് N. ഈ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. പവർ നമ്മളെപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് വാട്ടിലാണ്. ടൈം നമ്മൾ അവറിലാണ് ഇടേണ്ടത്. കിട്ടുന്ന സാധനത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആയിരിക്കും. കിലോ വാട്ട് അവർ ഇസ് എ യൂണിറ്റ് ഓഫ് എനർജി. ഇതാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്. നമുക്ക് കണ്ടുപിടിക്കാം, ഓരോന്നിനും കണ്ടുപിടിക്കാം. ആദ്യത്തെ എനർജി കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ എനർജി, നമ്മുടെ LED ലാമ്പിൻ്റെ എനർജി കണ്ടുപിടിക്കാം. ആദ്യത്തെ എനർജി E1 എന്ന് കൊടുത്തു. എത്ര LED ബൾബുണ്ട്? 5 LED ബൾബുണ്ട്. 20 വാട്ടാണ് പവർ. ടൈം 5 മണിക്കൂറാണ് കത്തുന്നത്. ഡിവൈഡഡ് ബൈ 1000. ഈ 5ഉം 20ഉം കൂടെ 100 എന്ന് നമുക്ക് എഴുതാം. 5 × 2 100 ആണ്. ഇവിടെ 1000 ആണ്. ഇതും നമുക്ക് വെട്ടിക്കളഞ്ഞാൽ 2 0 പോയി. പിന്നെ ഒരു 10 ഉണ്ട്, 0.5 എന്ന ആൻസർ കിട്ടും. യെസ്, 10. ഓക്കെ, 5/10 0.5. 0.5 കിലോ വാട്ട് അവർ. അതാണ് LED ബൾബ് പ്രവർത്തിക്കുമ്പോഴുള്ള ഇത്. അതേപോലെ E2 സെക്കൻഡ്. ഒരൊറ്റ ലാപ്ടോപ്പേ ഉള്ളൂ, അപ്പോൾ 1 കൊടുത്താൽ മതി. 1 പവർ എത്രടാ? 50. എത്ര മണിക്കൂറാണ്? 2 hour വർക്ക് ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 1000. അപ്പോൾ നമുക്ക് എഴുതാം 100/1000 വിച്ച് ഈസ് ഈക്വൽ ടു 0.1 കിലോ വാട്ട് അവർ. അപ്പോൾ ടോട്ടൽ എനർജി എന്താ മക്കളെ? ഒരു ദിവസത്തെ എനർജിയാണ്. ടോട്ടൽ എനർജി ഫോർ വൺ ഡേ. ഒരു ദിവസത്തെ ആ വീട്ടിലെ ഒരു LED ബൾബും ഒരു ലാപ്ടോപ്പും ഉള്ള ജീവിതം വല്ലാത്ത ജീവിതമാണ്. ഒരു ഫാനെങ്കിലും മേടിച്ചിട്ടൂടെ നിങ്ങൾ ചോദിക്കും. ക്വസ്റ്റ്യൻ അങ്ങനെ, നമ്മൾ അങ്ങനെ തന്നെയാണ്. എനർജി E1 + E2 എന്താ മക്കളെ കിട്ടുന്നത്? യെസ്, 0.5 + 0.1 നമുക്ക് കിട്ടും 0.6
kWh എന്ന് കിട്ടി എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത് ഒരു ദിവസത്തെയാണ്. 1 month എന്തായിരിക്കും? 1 month നിങ്ങൾ പറ മക്കളെ. 1 month നമുക്ക് എന്താ കിട്ടുന്നത്? 1 month നമുക്ക് എന്താ കിട്ടുന്നത്? പറയടാ. യെസ്, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു 30 ചെയ്താൽ മതി. 30 ഒരു മാസം. ഞാൻ എൻ്റെ ഒരു മാസം 30 കേട്ടോ. മക്കളെ പറയടാ. മക്കളെ പറയൂ കുഞ്ഞുങ്ങളെ. ആൻസർ എന്താ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഒരു മാസം എന്തായിരിക്കും? യെസ്, 1.18. യെസ്, 18. 9.6 ഒരു മാസത്തേക്കല്ലേ, ഒരു ദിവസത്തിലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വൺ ഡേ. ഓക്കെ, 1 day ആണ്. ഒരു ഡേയിലാണ്. അപ്പോൾ യെസ്, 18 kWh. അല്ലെങ്കിൽ 18 യൂണിറ്റ്. മനസ്സിലായ മക്കളെ? ഇത്രയുമാണ് നമ്മുടെ ഫിസിക്സ്. ഇതാ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആളെ വിളിക്കൂ. കമോൺ. അടുത്തത് കെമിസ്ട്രി ആണ്. യെസ്, ഓടി വരൂ. യെസ്, അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കുറേ കുട്ടികളുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. ഇന്ന് എത്ര മണി വരെ ക്ലാസ്? നമ്മൾ അടുത്ത കെമിസ്ട്രിയും ബയോളജി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തീർക്കും. യെസ്, വളരെ പെട്ടെന്ന് നമ്മൾ തീർക്കുന്നതായിരിക്കും. വളരെ പെട്ടെന്ന്. യെസ്, കമോൺ. എല്ലാവരും ഉഷാറല്ലേ മക്കളെ? യെസ്, 30 or 31. എൻ്റെ മാസത്തിൽ 30 ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെബ്രുവരി ആയതുകൊണ്ട് 29, 22 കൊടുത്തോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതെ അല്ലേ? അത് കൊടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് 30 ദിവസമുള്ള മാസമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. 30 എടുക്കണം. അല്ല, റീചാർജ് ചെയ്താൽ 22 ദിവസം. പറഞ്ഞു കൊടുത്തേക്ക് എത്ര ദിവസം എടുക്കണം. എന്തിനാ ദിവസം എടുക്കുന്നത് ചോദിച്ചേ. ഹലോ എവരിവൺ, നിങ്ങൾ CBSE മക്കൾ നാളെ ബേസിക് സയൻസ് അല്ലെങ്കിൽ സയൻസിൻ്റെ എക്സാം എഴുതാൻ പോകുന്നവർ ഇത്രയധികം ഉഷാറോടുകൂടി ഇപ്പോൾ ഇതാ ഫിസിക്സ് കഴിഞ്ഞിരിക്കുന്നു. മക്കളെ എല്ലാവരും ഒന്ന് ഓണായിക്കേടാ. എല്ലാവരും നമ്മളിതാ കെമിസ്ട്രി തുടക്കമിടുകയാണ്. കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ ആദ്യമായി വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് തുടർച്ച ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊരു പേടിക്കേണ്ട ആവശ്യമില്ല. യെസ്, കെമിസ്ട്രിയിൽ ആദ്യം ഏത് ചാപ്റ്റർ ആയിരിക്കും ഒന്ന് ഗസ് ചെയ്തേ. ഓക്കെ, ആദ്യം ഏത് ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് നിങ്ങൾ ഗസ് ചെയ്തേ. ഏതായിരിക്കും? ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഹെഡിങ് ഉണ്ട് സാർ. അങ്ങനെയാണോ? ഓക്കെ, റെഡി. ഓക്കെ. എല്ലാവരും ഓക്കെ ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു എന്താ പറയാ ഒരു റെഡ് ഹാർട്ടോ അതല്ലെങ്കിൽ യെസ് റെഡ് ഹാർട്ട് ഇട്ടേ. സെറ്റാണ് സാർ. ഞങ്ങൾ തളർന്നിട്ടില്ല. ഞങ്ങൾ ഇനിയും മുമ്പോട്ട് പോകാൻ തയ്യാറാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് ഓൺ ആയിക്കേ. യെസ് ഐ തിങ്ക് നിങ്ങളെല്ലാവരും സെറ്റാണെന്നും നിങ്ങളെല്ലാവരും ഇതിലുപരി ഇനി എത്ര സമയം ഇനി നീണ്ടുപോയാലും ഞങ്ങൾ നാളെ 10th CBSEയിൽ ഞാൻ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടേ അടങ്ങൂ എന്നുള്ള വാശിപ്പുറത്താണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? യെസ് മക്കളെ, അപ്പോൾ നമ്മൾ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്ന് തന്നെ സാർ മനസ്സിലാക്കുന്നു. ഓക്കെ, റെഡി? എങ്ങനെയെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇതിലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എല്ലാവരും ഓക്കെ ആണ് എന്നൊക്കെ തന്നെയാണ് സാറിന് തോന്നുന്നത്. യെസ്, എല്ലാവരും ഒന്ന് എണീറ്റിട്ട് ഒന്ന് വാമപ്പ്. ഓക്കെ, 1 2 3 ഹൂ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ സൗണ്ട് ഉണ്ടാക്കിക്കോ. ഒന്ന് റിലാക്സ് ചെയ്യുക. ദെൻ അങ്ങനെ കൂക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങളെ പാരൻസ് ചോദിക്കുകയാണ് എന്താണ് എനിക്ക് പണി എന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി. ശൈലത്തിലെ സാറ് പറഞ്ഞാണ് ഒന്ന് എണീറ്റ് കൂക്കാൻ. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യാനെന്ന് പറയാം. ഓക്കെ, ദെൻ അവിടെ തന്നെ ഇരുന്നോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, നാളെ എന്തായാലും എൻ്റെ മക്കൾ അടിച്ച് പൊളിച്ച് നാളെ എക്സാം എഴുതും. കാരണം എന്താണ്? നിങ്ങൾ ഇന്ന് അത്രക്കും എഫേർട്ട് ഇട്ടിട്ട് ഈ ലൈവ് കാണുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ നോക്കണേ ഓൺ അണ്ടർഗോയിങ് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോൾ ഇൻ അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ. മക്കൾക്ക് അറിയാം, കമ്പഷൻ നന്നായി നടക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഓക്സിജൻ്റെ സപ്ലൈ വേണം അല്ലേ? ആൻ ഓർഗാനിക് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആസ് പ്രൊഡക്റ്റ്. ഓക്കെ, as product. Based on this information, which of the following homologous series could the compound belongs to? ഓക്കെ, അതായത് ഏതോ ഒരു ഹൈഡ്രോ കാർബൺ കംപ്ലീറ്റ് ആയിട്ട് എന്ത് നടന്നു? കമ്പഷൻ നടന്നു. അപ്പോൾ എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴെയുള്ളതിൽ ഏതാണത്?
ആൽക്കൈൻ ആണോ ആൽക്കഹോൾ ആണോ ആൽഡിഹൈഡ് ആണോ? ആൽക്കൈൻ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്. മക്കളെ എൻ്റെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ കാര്യങ്ങളിലേക്ക് നോക്കാം. കാരണം കമ്പഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്നൊരു സാധനം കമ്പഷൻ നടന്നാൽ X+O2 ഗീവ്സ് എക്സിൻ്റെ ഓക്സൈഡ് ആണ് ഉണ്ടാവുക, എക്സിൻ്റെ ഓക്സൈഡ് ആണ് ഉണ്ടാവുക. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഉള്ള ഒരു സാധനം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ കമ്പഷൻ നടന്നാൽ കാർബണും ഓക്സിജനും ചേർന്നാൽ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ എന്താ ഉണ്ടാവുക? വാട്ടർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാർബണും ഹൈഡ്രജനും ഉള്ള ഏത് കോമ്പൗണ്ട് കമ്പഷൻ നടന്നാലും എന്തുണ്ടാവുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉണ്ടാവുള്ളൂ. ഇനി മല്ലയ്യ മല്ലയ്യ, അതായത് ഈ പറയുന്ന ആൽക്കൈൻ ആവട്ടെ, ആൽക്കഹോൾ ആവട്ടെ, ആൽഡിഹൈഡ് ആവട്ടെ, ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ആൽക്കഹോളിലും തന്നെ ഉള്ളൂ, കാർബൺ ഉണ്ട്. ഓക്കെ, ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഓക്കെ, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഉണ്ടല്ലോ, റെഡി ആണല്ലോ. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോഴും കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ആൽക്കഹോളിൻ്റെ ഗ്രൂപ്പ് പറഞ്ഞാൽ OH ആണ്, ആൽഡിഹൈഡിൻ്റെ ഗ്രൂപ്പ് എന്താ? CHO ആണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ, എനി ഹൈഡ്രോ കാർബൺ, ഏത് ഹൈഡ്രോ കാർബൺ ആവട്ടെ, ഓർഗാനിക് കോമ്പൗണ്ട് ആവട്ടെ, അത് കത്തിക്കഴിഞ്ഞാൽ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. അപ്പോൾ ഈ 3 എണ്ണവും സെറ്റാണ്. ആ 3 എണ്ണവും വരുന്ന ആൻസർ ഏതാ? യെസ്, എന്താണ്? NPQR. അതായത് ആൽക്കൈനും ആൽക്കഹോളും ആൽഡിഹൈഡും ഏതെടുത്താലും സെറ്റാണ്. റെഡി, കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കിക്കേ, ഒരു കോമ്പൗണ്ട് ഉണ്ട് അത്രേ. എന്താണ് ആ കോമ്പൗണ്ടിന്റെ പ്രത്യേകത? ഓക്കെ, അത് മോസ്റ്റ് ലൈക്ലി കോസ് ഡീകമ്പോസിഷൻ ഓഫ് ബേക്കിംഗ് സോഡ ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. ബേക്കിംഗ് സോഡയുമായിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ ഡീകമ്പോസിഷൻ നടത്തിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, എന്താണടാ ബേക്കിംഗ് സോഡ എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെച്ചോ. Na2CO3 സോഡിയം കാർബണേറ്റ്. ഇതെന്താണ്? വാഷിംഗ് സോഡ. ഇതെന്താണ്? വാഷിംഗ് സോഡ. ഓക്കെ, ഇതിന് സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ. NaHCO3 ഇതാണ് ബേക്കിംഗ് സോഡ. ഇതാണെന്ത്? ബേക്കിംഗ് സോഡ. ഓക്കെ, NaHCO3 ആണ് ബേക്കിംഗ് സോഡ. അപ്പം സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ. ഈ 2 സാധനമായിട്ടും നമ്മുടെ ആസിഡ് പ്രവർത്തിച്ചാൽ, അതായത് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും ഏത് ഗ്യാസ് ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. കൂടാതെ ആരുണ്ടാവും? നമ്മുടെ വാട്ടർ ഉണ്ടാവും. ഓക്കെ, കൂടാതെ ആരുണ്ടാവും? നമ്മുടെ വാട്ടർ ഉണ്ടാവും. ഇതൊന്നും കൂടാതെ ഇവിടെ ഒരു സാൾട്ടും ഉണ്ടാവും. ഓക്കെ, ഞാൻ എഴുതി തരാം. ഇവിടെ ഇനിയിപ്പോൾ സ്ഥലം ഉണ്ടാക്കണം എനിക്ക്. ഓക്കെ, റെഡി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ച തരത്തിലുള്ള രൂപത്തിൽ തന്നെ സാർ എഴുതി തരാം. അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവുക? ഒന്ന് COONA. ഓക്കെ, ഒരു സാൾട്ട് ഉണ്ടാവും, പിന്നെ വാട്ടർ ഉണ്ടാവും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമ്പിൾ വേണോ? നോക്കണേ. CH3COOH ഇതാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. എത്തനോയിക് ആസിഡ് ആണ്. ഇതിനെ ഞാൻ NaHCO3യുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ എന്തൊക്കെ ഉണ്ടാവുക? CH3COONA ഉണ്ടാകും, പിന്നെ വാട്ടർ ഉണ്ടാകും, പിന്നെ എന്തുണ്ടാകും? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഇതേ പ്രൊഡക്റ്റ് തന്നെയാണ് എപ്പോഴും കിട്ടുക. Na2CO3 ആയാലും ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുക, ഒരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ പറ, ഇവിടെ ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക? യെസ്, ആരാണ്? ഇതിൽ നമ്മളുടെ എസ് ആണ്. അതായത് എസ് മീൻസ് ഈ കാണുന്ന ഇതാണ് കാർബോക്സിലിക് ആസിഡ് അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? COOH ആണ്. അതാണിതാ നോക്കുക, C∼OH. ഇതാണ് COOH. ഇതിന് മക്കളെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് വാഷിംഗ് സോഡ ഓർ ബേക്കിംഗ് സോഡ എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകും. മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് നോക്കാം. എന്താണ്? യെസ്, അടുത്തത് എന്താണ്? 1 മോള്. യെസ്, 1 മോള് ഈഥീന്, പിന്നെ 1 മോള് ഈഥൈന്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡീഷൻ റിയാക്ഷന് വിധേയമാക്കുകയാണ്. അപ്പോൾ അതെന്തായിട്ട് മാറി? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളതിൽ ഏതാ ശരി? അതിന് സംഭവം എഴുതി നോക്കാം നമുക്ക്. നോക്കിയാൽ മക്കളെ, CH2 ഡബിൾ ബോണ്ട് CH2 ഇതാണല്ലോ ഈഥീൻ. 2 കാർബൺ, ഡബിൾ ബോണ്ട് ഈഥീൻ, സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് അഡീഷൻ നടക്കുകയാണ്, H2 ആഡ് ചെയ്യാണ്. എന്താ നടക്കുക? അഡീഷൻ നടക്കുമ്പോൾ നിക്കലോ പലേഡിയോ കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കാം നമുക്ക്. എന്താവട്ടെ, അഡീഷൻ നടക്കുമ്പോൾ എന്താണടാ? ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും.
ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് ഡബിൾ ബോണ്ട് ആയിട്ട് ആദ്യം മാറുകയും പിന്നെ അത് സിംഗിൾ ബോണ്ട് ആവുകയും ചെയ്യും. അതായത് നമുക്ക് തന്ന ഹൈഡ്രജൻസിനെ നമ്മൾ തുല്യമായിട്ട് ഈക്വലായിട്ട് ഈ കാർബൺസിന് കൊടുക്കുക. എടാ ഇവിടെ 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്, അപ്പോൾ ഒരു ഹൈഡ്രജൻ ഈ കാർബണും ഒരു ഹൈഡ്രജൻ ഈ കാർബണായിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കണേ ഇവിടെ എന്താ കിട്ടുക, CH3 സിംഗിൾ ബോണ്ട് CH3. മക്കളെ ഒന്ന് ശ്രദ്ധിക്കടാ, CH2 ഒരു എച്ചും കൂടി വന്നപ്പോൾ CH3 ആയി. ഓക്കെ, സിംഗിൾ ബോണ്ട്, കാരണം ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഒരു എച്ചിന് ഇവിടെ കയറാൻ കഴിഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയപ്പോൾ അതും എന്തായി, CH3 ആയി. മക്കളെ ഇത് അൺസാച്ചുറേറ്റഡ് ആണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ അത് അൺസാച്ചുറേറ്റഡ് ആണ്, ഇത് സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 1 മോൾ ഹൈഡ്രജൻ മതിയായിരുന്നു ഈഥീനിനെ എന്താക്കി മാറ്റാൻ, ഈഥൈനാക്കി മാറ്റാൻ. ഈഥീനെ ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഈഥൈനാക്കി മാറ്റാൻ. എന്നാൽ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചേടാ, CH ട്രിപ്പിൾ ബോണ്ട് CH, അതായത് ഈഥൈനാണ് എടുത്തതെന്ന് വെക്കുക. ഈഥൈൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി ഈഥൈനിലേക്ക് ഞാൻ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ എന്താ കിട്ടുക, ഈഥൈൻ ആദ്യം എന്ത് ചെയ്യും, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, അത് ഒരു ബോണ്ട് കുറഞ്ഞിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 അഥവാ ഈഥീൻ ആവുകയേ ചെയ്യുള്ളൂ, ഈഥീനെ ആകുകയുള്ളൂ. എന്നാൽ ഈ ഈഥീനിലേക്ക് ഞാൻ വീണ്ടും എന്ത് ചേർക്കണം, ഹൈഡ്രജൻ ചേർത്താൽ മാത്രമേ അതെന്തായി മാറുള്ളൂ, CH3 ആയി മാറുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈഥൈനാക്കാൻ 1 മോൾ ഹൈഡ്രജൻ മതിയായിരുന്നു, പക്ഷേ ഈഥൈനാക്കി മാറ്റാൻ എങ്ങനെ, ഈഥൈനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 2 മോൾ ഹൈഡ്രജൻ ആവശ്യമായി വന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോംഡ് എന്താണ്, അത് ഡിഫറെൻ്റ് ആണ്. നോക്കിയേ താഴെ തന്നതിൽ എന്താണ് ഡിഫറെൻ്റ് ഈ 2 റിയാക്ഷനിൽ ആണോ, അല്ല. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഈഥൈൻ 2 എണ്ണത്തിൽ ഒറ്റ ഈഥൈൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷേ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കൺസ്യൂംഡ് അത് ഡിഫറെൻ്റ് ആണ്. ഈഥൈൻ ആവാൻ 1 മോൾ ഹൈഡ്രജൻ എടുത്തിട്ടുള്ളൂ, ഈഥൈൻ ആവാൻ 2 മോൾ ഹൈഡ്രജൻ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ് Q ഓൺലി, 2 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല, എന്താ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണെടാ നോക്കിക്കേ, യെസ്, വെജിറ്റബിൾ ഓയിൽസ് ആർ ഓയിൽസ് ഹെൽത്തിയർ ദാൻ ആനിമൽ ഫാറ്റ്സ്. ആനിമൽ ഫാറ്റിനേക്കാൾ ഹെൽത്തിയർ ആണ് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നുണ്ട്, അതാണ് അസേഷൻ. ഇനി മക്കളെ, വെജിറ്റബിൾ ഓയിൽ എന്താണ്, അൺസാച്ചുറേറ്റഡ് ആണ്, മറന്നു പോകരുത്. വെജിറ്റബിൾ ഓയിൽ എന്താണ്, അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, കാർബൺ ചെയിനുകളാണ്, അഥവാ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കാർബൺ ചെയിനുകളാണ് വെജിറ്റബിൾ ഓയിലുകൾ. ഓക്കെ, എന്നാൽ ആനിമൽ ഫാറ്റുകൾ എന്താണ്, സാച്ചുറേറ്റഡ് കാർബൺ ചെയിൻസ് ആണ്. യെസ്, ഈ അസേഷന് പറ്റിയ റീസൺ തന്നെയാണ് ഇത്. കാരണം എന്താണ് മക്കളെ, വെജിറ്റബിൾ ഓയിൽ ഹെൽത്തിയർ ആവാനുള്ള കാരണം അത് അൺസാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് നമ്മളെ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ ഇതിനുള്ള റീസൺ തന്നെയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് ആൻസർ ആക്കി എടുക്കാം, ബോത്ത് A and R are true. R is the correct explanation for A എന്ന് നമുക്ക് എഴുതാം. മക്കളെ, ഈ രൂപത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് തന്നെ സാർ ചിന്തിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എനിക്ക് പോകാമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ഫയർ ഇമോജി ഇവിടെ നിറയ്ക്കേണ്ടതാണ്. ഒരു ഫയർ ഇമോജി എനിക്ക് തരേണ്ടതാണ്. ഓക്കെ, ലൈവോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പോൾ നിങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തരേണ്ടത് സ്നേഹം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമേ പ്രതീക്ഷിക്കാതെ. ഓക്കെ മക്കളെ, നാളെ എക്സാം ആണെന്നുള്ള ടെൻഷൻ ഉണ്ട് എന്നറിയാം, എങ്കിലും ഞാൻ പറയുന്നു, ബി കൂൾ. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, ഈ സമയവും കടന്നു പോകും, തീർച്ചയാണ്. ഓക്കെ, അതുകൊണ്ട് ആരും തന്നെ ടെൻഷൻ അടിച്ച് വെറുതെ കാലം കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു, അതനുസരിച്ച് നമ്മൾ നാളെ എഴുതുന്നു. ഞാൻ പഠിച്ചതിൽ നിന്നും ചോദിച്ചാൽ ഞാൻ എഴുതും, അതാണ് കോൺഫിഡൻറ്റ്. അതല്ലാതെ ഞാൻ പഠിക്കാത്തത് വരുമോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ പഠിച്ചത് വന്നാൽ ഞാൻ എഴുതിയിരിക്കും. ആ കോൺഫിഡൻസോട് കൂടി എക്സാമിന് പോടാ. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. യെസ്, ഓക്കെ, റെഡി? യെസ്, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് വേറുള്ള ടോക്കുകൾ കുറയ്ക്കുന്നത് കേട്ടോ. യെസ്, ഫയർ. അതായത് കമൻറ്റ് ബോക്സ് ഇപ്പോൾ ഞാൻ വിളിക്കുന്നു, ഇറ്റ്സ് നോട്ട് കമൻറ്റ് ബോക്സ്, ഇറ്റ്സ് ഫയർ ബോക്സ്. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണെന്ന് അവർ പറയാണ് കേട്ടോ.
ഓക്കെ, അതിൽ എന്തൊക്കെ ഉണ്ടാവും? കാർബണും ഹൈഡ്രജനും ഉണ്ട്, ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അതിനെ റെപ്രസെന്റ് ചെയ്ത ജനറൽ ഫോർമുല CnH2n+2 ആണ്. ആണല്ലോ, നമുക്കറിയാലോ. ആൽക്കൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് CnH2n+2 എന്നാണ്. വേറെ N എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണമാണ്. ഓക്കെ, ഇനി എന്താ? C2H6 ആണ് അതിനൊരു എക്സാമ്പിൾ. ഓക്കെ, മായ, ഏതോ നിങ്ങളെ മാരത്തെ ഒരു സാധനം മായ ഒരു കോമ്പൗണ്ട് എടുത്തപ്പോൾ ആ കോമ്പൗണ്ടിലെ കാർബണും ഹൈഡ്രജനും അതിൻ്റെ ഫോർമുല നോക്കിയപ്പോൾ C3H4. എന്താണ്? C3H4. മായമോൾ കണ്ടെത്തിയത് C3H4 ആണ്. ഇനി ചോദ്യത്തിലേക്ക് പോകാം. മായയാണ് പണി പറ്റിച്ചത്. ഇതുവരെ നമ്മളോട് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ മായ ഇത് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയത്. ആയിക്കോട്ടെ, നമ്മൾ എഴുതും വാട്ട് ഈസ് ട്രൂ അബൌട്ട് ദ ടൈപ്പ് ഓഫ് ഫ്ലെയിം ദിസ് കോമ്പൗണ്ട്. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് തരുന്ന ഫ്ലെയിം ഏത് ടൈപ്പായിരിക്കും? ഫ്ലെയിം എന്ന് പറയുമ്പോൾ അതിനെ കത്തിച്ചാൽ കിട്ടുന്നത് ഏത് തരം ഫ്ലെയിം ആയിരിക്കും? മക്കളെ, ഇത്ര പഠിച്ചാൽ മതി. നിങ്ങൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ക്ലീൻ ഫ്ലെയിമാ തരിക. ക്ലീൻ ഫ്ലെയിം നല്ല വൃത്തിക്ക് തീ തരും. എന്നാൽ അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ സൂട്ടി ഫ്ലെയിമാ തരിക. സൂട്ടി ഫ്ലെയിമാ തരിക. സ്മോക്കി ഫ്ലെയിം എന്നോ സൂട്ടി ഫ്ലെയിം എന്നോ പറയാം. ഓക്കെ, റെഡി? അങ്ങനെയാണ് എൻ്റെ മക്കളെ. ഇത് ഈ തന്നത് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് നോക്കിയാൽ മതി. മക്കളെ നോക്കടാ, C3H4 അല്ലേ? അതേതാ ഫോർമുല? കാർബണിൻ്റെ എണ്ണം 3 ആണ്, നമ്പർ ഓഫ് കാർബൺ 3 ആണ്. പക്ഷേ 3ൻ്റെ ഡബിൾ എത്ര? 6 അല്ലല്ലോ ഇവിടെ? അല്ല, 6നോട് 2 മൈനസ് ചെയ്ത സംഖ്യയല്ലേ ഇവിടെ ഉള്ളത്? 4. അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്താ? കാർബണിൻ്റെ നമ്പർ N ആണെങ്കിൽ ഹൈഡ്രജൻ്റെ 2n-2. ഇത് ആരാണ് ടീം? ആൽക്കൈൻസ് ആണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിലാണ് പെടുക? അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ആയതുകൊണ്ട് അത് എന്ത് ഫ്ലെയിം ആയിരിക്കും? സൂട്ടി ഫ്ലെയിം ആയിരിക്കും. സെറ്റാണോ? റെഡിയാണോ? ഓക്കെ ആണോ? അപ്പോൾ ഡ്രോ ഓൾ പോസിബിൾ സ്ട്രെയിറ്റ് ചെയിൻ സ്ട്രക്ചേഴ്സ് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന പോസിബിൾ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രക്ചറുകളെല്ലാം നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയാണ്. ഓക്കെ, ഇനി മക്കളെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ആൽക്കൈൻ തന്നെ ആവണം നിർബന്ധമില്ല, ആൽക്കീനും ആകാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എന്തായാലും ഇത് അൺസാച്ചുറേറ്റഡ് ആണെന്ന് ഉറപ്പിച്ചല്ലോ. എന്താ കാരണം? സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. സാച്ചുറേറ്റഡിൻ്റെ ഫോർമുല എന്താണ്? യെസ്, ഇത് അൺസാച്ചുറേറ്റഡ് ആണ്. കാരണം സാച്ചുറേറ്റഡിൻ്റെ ഫോർമുല എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? CnH2n+2 ആണ്. അപ്പം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സാച്ചുറേറ്റഡ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ഫ്ലെയിമാ തരിക? സൂട്ടി ഫ്ലെയിമാ തരിക. ഇനി പോസിബിൾ ആയിട്ടുള്ള മാക്സിമം നിങ്ങളോട് വരയ്ക്കാനായിട്ട് ചോദിക്കുകയാണ്. ഇതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളോട് വരയ്ക്കാൻ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, എന്തൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും? യെസ്, 3 കാർബൺ C3H4 എന്നാണ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ 3 കാർബൺ 1 2 3 കാർബൺ 4 ഹൈഡ്രജൻ. ആദ്യം ഞാൻ ട്രിപ്പിൾ ബോണ്ട് ഇട്ടാണ്. ട്രിപ്പിൾ ബോണ്ട് ഇട്ടു. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഹൈഡ്രജൻ മതി, ഇവിടെ ഇനി ഹൈഡ്രജൻ വേണ്ട, ഇവിടെ ഇനി 3 ഹൈഡ്രജൻ വേണം. ഓക്കെ, അപ്പോൾ സാധനം കിട്ടി. ഒന്ന് കിട്ടിയേ. ഇനി മറ്റൊന്നെന്താ? 3 കാർബൺ ഞാൻ വീണ്ടും ഇടുകയാണ്. നോക്ക്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുത്തു, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുത്തു. കാരണം ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കാൻ എനിക്ക് ഇതേ കഴിയുള്ളൂ. ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റൂലല്ലോ. എന്താ സാറേ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരച്ചാൽ ഒരു കാർബൺ മാക്സിമം എത്രടാ പറ്റുക? 4 അല്ലേ പറ്റുക? ഇവിടെ ഞാൻ ട്രിപ്പിൾ ബോണ്ട് വരച്ചാൽ ഈ കാർബൺ മൊത്തത്തിൽ 6 ആയി പോകും. അപ്പോൾ പറ്റില്ല. പക്ഷേ ഇപ്പം എനിക്ക് പറ്റും. ഇവിടെ 2 അപ്പോൾ ഈ കാർബൺ ഓക്കെയാണ്, അവന് സമാധാനമാണ്. ഈ കാർബൺ മേലെ എത്ര എണ്ണം ഫില്ല് ചെയ്യണം? 2 എണ്ണം. ഈ കാർബൺ മേലോ 2 എണ്ണം. വെറുതെ ഓർത്തു വെച്ചാൽ മതി നിങ്ങൾ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എങ്കിലും ഞാൻ പറയാണ്. മീൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കൂല എന്നല്ല, പക്ഷേ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്ത അത്ര ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന് പോസിബിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ സ്ട്രക്ചേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി അല്ലേ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ തംസപ്പോ അല്ലെങ്കിൽ ഫയറോ ഈ റെഡ് ഹാർട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. കമൻറ്റുകളൊക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം. ബ്രോമിൻ വാട്ടർ റെഡിഷ് സൊല്യൂഷനാണ്. ഓക്കെ, ബ്രോമിൻ വാട്ടറിൻ്റെ കളർ ഓർത്ത് വെക്കുക, റെഡ് കളറാണ്. വെൻ ഷെയ്ക്കൺ വിത്ത് ആൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ബ്രോമിൻ വാട്ടറിനെ നിങ്ങളൊരു അൺസാച്ചുറേറ്റഡ് അഥവാ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളൊരു കോമ്പൗണ്ടായിട്ട് ഷെയ്ക്ക് ചെയ്താൽ റെഡ് കളർ ഓഫ് ദ ബ്രോമിൻ വാട്ടർ ഡിസപ്പിയർ. ആ റെഡ് കളർ പോവും. പഠിച്ചു വെച്ചാൽ മതി, ആ റെഡ് കളർ പോവും. ബിക്കോസ് ഓഫ് ദ
ബ്രോമിൻ ഈസ് യൂസ്ഡ് ഇൻ ആൻ അഡീഷൻ റിയാക്ഷൻ. ബ്രോമിൻ്റെ അഡീഷൻ റിയാക്ഷൻ കാരണം ആ റെഡ് കളർ പോകും. ദാറ്റ് മീൻസ് മക്കളെ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോ, ബ്രോമിൻ വാട്ടർ ചുവപ്പ് കളറാണ്, റെഡ് കളർ. റെഡ് കളറിലുള്ള ബ്രോമിൻ വാട്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ബ്രോമിൻ വാട്ടറിനെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കൈനുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ റെഡ് കളർ ഡിസപ്പിയർ ആവും. അപ്പോൾ ഇത് എന്തിനുള്ള ടെസ്റ്റാണ്? ഒരു കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രോമിൻ വാട്ടർ ഒഴിച്ച് നോക്കിയാൽ മതി. ബ്രോമിൻ വാട്ടർ ഒഴിച്ച് നോക്കിയാൽ റെഡ് കളർ ഡിസപ്പിയർ ആവുകയാണെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആണ്. എന്തായാലും അത് എന്ത് റിയാക്ഷൻ നടന്നുകൊണ്ടാണ്? അവിടെ അഡീഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടാണ്. ഇനി കോഹ്ലി, അതാ വിരാട് കോഹ്ലി ഒക്കെ വരുന്നുണ്ട് മക്കളെ. വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ ഇതാ വേണി ക്രിക്കറ്റൊക്കെ നിർത്തി മൂപ്പര് തോന്നുന്നുണ്ട്. എന്താവട്ടെ, കോഹ്ലി ഹാസ് 3 ടെസ്റ്റ് ട്യൂബ്. കോഹ്ലിക്ക് 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കോഹ്ലിക്ക് 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, ആയിക്കോട്ടെ. കണ്ടെയ്നിങ് ഹെക്സൈൻ, അതിലെന്താ ഉള്ളത്? ഹെക്സൈനാണ് ഉള്ളത് കേട്ടോ. ഹെക്സീൻ അതിലെന്തുണ്ട്? മറ്റൊന്നിൽ ഹെക്സീൻ ഉണ്ട്, മറ്റൊന്നിൽ ഹെക്സൈൻ. ചങ്ങായി 6 അടിച്ച് ഹെക്സ് ഭയങ്കര ഇഷ്ടമായി പോയിന്. അപ്പോൾ ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കൾക്ക് അറിയാം? ANE എന്ന് പറഞ്ഞാൽ അല്ലേ, ഹെക്സൈന് ANE കണ്ടാൽ അത് സാച്ചുറേറ്റഡ് ആണ്. പിന്നെ എന്താ ഉള്ളത്? ഹെക്സീന് ENE കണ്ടാൽ അത് അൺസാച്ചുറേറ്റഡ് ആണ്. ഹെക്സൈന് അപ്പോൾ അതും അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഒരു സാച്ചുറേറ്റഡും 2 അൺസാച്ചുറേറ്റഡും എൻ്റെ കയ്യിലുണ്ട്. ആയിക്കോട്ടെ, ഇനിയെന്താ? വിച്ച് of the 3 compounds can identify using the bromine water test tube? Give reason and for your answer. ഇതിൽ ഏതാണ് നമ്മൾ ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആൻസർ ചെയ്യും. ഈ 3 എണ്ണത്തിൽ ഏതോ ഒന്നിനെ നമുക്ക് ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം, പക്ഷേ ബാക്കി 2 എണ്ണത്തിന് പറ്റൂല. ഏതായിരിക്കും ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റണത്? വേഗം പറ. നിങ്ങൾ തെറ്റിക്കോ എന്ന് ഞാൻ നോക്കട്ടെ, ശരിയാക്കോ എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിക്കോ നോക്കട്ടെ മക്കളെ. ഹെക്സീനും ഹെക്സൈനും അല്ല, ഹെക്സൈനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹെക്സൈനിലും ബ്രോമിൻ വാട്ടർ ഒഴിച്ചാൽ റെഡ് കളർ പോവും. അപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹെക്സീനും ഉണ്ട്, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹെക്സൈനും ഉണ്ട്. രണ്ടിലും റെഡ് കളർ ഡിസപ്പിയർ ആവുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുമോ ഏതാ ഹെക്സീൻ ഏതാ ഹെക്സൈൻ എന്ന്? പക്ഷേ ഹെക്സൈനിൽ ANE ഉള്ള ഹെക്സൈനിൽ ഞാനത് ഒഴിച്ചാൽ റെഡ് കളർ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഉറപ്പിക്കാം ആ റെഡ് കളർ അവിടെ തന്നെ നിൽക്കുന്നത് ആരുതാണ്? ഹെക്സൈൻ ആണ്. അതാണ് എന്ത്? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹെക്സൈൻ ആണെന്ന് എനിക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഹെക്സൈൻ ആണ്. കാരണം എന്താണ്? ഹെക്സൈൻ എന്ത് ചെയ്യില്ല? ഓൺലി ഹെക്സൈൻ വിൽ നോട്ട് ഡീകളറൈസ് ഓഫ് ദ ബ്രോമിൻ വാട്ടർ. ഓക്കെ, ഹെക്സൈൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യാതിരിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെയും ബ്രോമിൻ വാട്ടർ സെറ്റായിരിക്കും, ഇവിടെയും സെറ്റായിരിക്കും. ഹെക്സൈനിലും ഹെക്സൈനിലും സെറ്റായിരിക്കും, പക്ഷേ ഹെക്സൈനിൽ ഡീകളറൈസ് ചെയ്യൂല. സെറ്റാണോ? മനസ്സിലായിട്ടുണ്ടോ? റെഡിയാണോ? ഈസ്റ്റ് ഓർ വെസ്റ്റ്? സൈലം ഈസ് ദ ബെസ്റ്റ്. പിന്നല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു കാർബൺ കോമ്പൗണ്ട് ഉണ്ട് ഓഫ് മോളിക്കുലാർ ഫോർമുല. കാർബൺ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല C5H10 എന്നാണ്. ഓക്കെ, അതിൽ കീറ്റോൺ ഉണ്ട് അത്രേ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട്. Draw the structures of the three isomers of this compound having ketone group. ഇതിൻ്റെ 3 ഐസോമർ വരയ്ക്കാൻ കീറ്റോൺ ഗ്രൂപ്പുള്ള. വാട്ട് ഈസ് ഐസോമർ? സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണല്ലോ. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? C+O. ഇതാണ് കീറ്റോൺ. മനസ്സിലാക്കി വെക്ക്. നമ്മളെ കയ്യിലുള്ള ഫോർമുല എന്താ? C5H10 ആണല്ലോ. C5H10. അങ്ങനെയാണെങ്കിൽ 5 കാർബൺ വേണം. ഒരു കാർബൺ കീറ്റോണിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 4 ഞാൻ ഇവിടെ വരയ്ക്കട്ടെ. 1 2 3 4. ഇങ്ങനെ എനിക്ക് 5 വരയ്ക്കാമല്ലോ. ഇനി വീണ്ടും കീറ്റോൺ വരയ്ക്കുകയാണേ. ഹൈഡ്രജനൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇനി എങ്ങനെ? ഇവിടെ 3 എണ്ണം വരച്ചു, ഇവിടെ 1, അപ്പോൾ 5 കാർബൺ ആയില്ലേ? കീറ്റോണിൻ്റെ ഒരു സൈഡ് 3 കാർബൺ, ഒരു സൈഡ് എന്തായാലും 1 കാർബൺ. ഇപ്പോൾ 5 കാർബൺ ഉണ്ട്. ഇനി ഞാൻ വേറെ രൂപത്തിൽ വരയ്ക്കുകയാണ്. വേറെ രൂപത്തിൽ എങ്ങനെ വരയ്ക്കണേ നോക്കണേ. കീറ്റോൺ ആദ്യം വരയ്ക്കട്ടെ ഞാൻ. കീറ്റോൺ ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഒരു പ്രശ്നവുമില്ല കേട്ടോ. 1 2 3 ഇങ്ങനെ 3 എണ്ണം വരച്ചിട്ട് ഇവിടെ ഒരു കാർബൺ കൊടുത്തു, അപ്പോൾ 5 കാർബൺ ആയാലോ. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് നോക്കാം. ഞാൻ ഫില്ല് ചെയ്യാണ്. CH3 CH2 CH2 CH3. ഇതൊരു ഫോർമുല. നിങ്ങൾ എണ്ണി നോക്ക്. 1 2 3 4 5 കാർബൺ. 5 കാർബൺ. 3 2 5, 5 2 7, 7 3 10. 10 ഹൈഡ്രജൻ. ഒരു ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഇവിടെ എഴുതിയില്ല. ഒരു ഓക്സിജൻ ഉണ്ട്. സെറ്റാണ്. ഇനി ഇവിടെ വേണം നിങ്ങൾക്ക്. ഇതാ നോക്കിക്കോളൂ. CH3 CH2 CH2 CH3 അല്ലേ? സെറ്റല്ലേ? നോക്കിയേ, ഇതും തമ്മിൽ വ്യത്യാസമല്ലേ? ഉണ്ട്. കാരണം എന്താണ്?
ഇവിടെ കീറ്റോൻ്റെ രണ്ട് സൈഡ് അപ്പുറം ഇപ്പുറം ഇങ്ങനെയാണ് 2 എന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത് കീറ്റോണ്. പക്ഷേ ഇവിടെ ഏത് പൊസിഷനാ? ഒരു സൈഡ് 3 ഒരു സൈഡും 1 ആണ്. പക്ഷെ എന്താണ് ടോട്ടൽ നോക്കുമ്പോൾ എണ്ണം തുല്യമാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോ നിങ്ങൾ. CH3 CH ഹൈഡ്രജൻ എങ്ങനെ ഫില്ല് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ രൂപത്തിൽ വന്നു മക്കളെ. ഈ 3 എണ്ണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമാണ്, ഘടന വ്യത്യാസമുണ്ട്, പക്ഷെ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 3 ആണെന്ത് ഇതിൻ്റെ ഐസോമറാക്കി എടുക്കാനായിട്ട് സാധിക്കുക. സോ നിങ്ങൾ ഇതാ മറന്നു പോകരുത്. എന്താ കീറ്റോണിനെ മറന്നു പോകരുത് എന്നല്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ മറന്നു പോകരുത്. ഒരു ഫോർമുല തന്നിട്ട് അതിൻ്റെ ഐസോമർ വരയ്ക്കാൻ പറയുമ്പോൾ തരിച്ച് അങ്ങനെ നിൽക്കണ്ട. ആ ഫോർമുല നോക്കിയിട്ട് നിങ്ങൾക്ക് കഴിയാവുന്നതൊക്കെ വരയ്ക്കുക. ഒരിക്കലും നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യരുത്, ഈ കാണുന്ന കാർബൺ നോക്കിയാൽ മതി എപ്പോഴും, ബാക്കിയൊക്കെ അതിനനുസരിച്ച് സെറ്റായി വരും. കാർബൺ ആദ്യം ഇങ്ങനെ സെറ്റായി, ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. കാർബണിനെ സെറ്റാക്കി വരുമ്പോൾ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി എന്താവും, റെഡിയായി വരും കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. ഒരു റിയാക്ഷൻ ആണ്. ഉമ്മായി പൂച്ചാണ്ട് പാപ്പ കത്തണം പപ്പില പൊട്ടിച്ച ചോറുണ്ടാക്കണം. ഓക്കെ, റെഡി. അപ്പൊ നോക്കണേ. യെസ്, എന്താ അവിടെ റിയാക്ഷൻ തന്നത്? C2H5OH ആൽക്കലൈൻ KMnO4. എൻ്റെ പൊന്നുമക്കളെ, ഈ സാധനം ആൽക്കലൈൻ KMnO4 കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കിക്കോ ഓക്സിഡേഷൻ. ഇവനൊരു ഓക്സിഡൈസിങ് ഏജന്റാ. ആൽക്കലൈൻ KMnO4 നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ മക്കൾ മനസ്സിലാക്കണം, നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അതായത് ഒരു ഓക്സിജൻ കൂടാൻ പോകുന്നു. OH ഉള്ളത് എന്താവും? COOH ആവും. 2 ഓക്സിജൻ ആയിട്ട് മാറും. എന്താണ് നോക്കാം നമുക്ക്. എത്തനോളിനെ അവരെന്ത് ചെയ്യുന്നു? എത്തനോള് അതിൻ്റെ മോളിക്കുലാർ ഫോമിൽ എഴുതിയത്. എത്തനോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ശരിക്കും എത്തനോൾ എന്ന് പറഞ്ഞാൽ CH3CH2OH ആണ് എത്തനോൾ. അതിൻ്റെ ഫോർമുലയാണ് 2 കാർബൺ. ഓക്കെ, C2 3 2 5 5 1 6 സോറി 3 2 5 5 ഹൈഡ്രജൻ C2H5 പിന്നെ ഒരു OH C2H5OH എന്നിങ്ങനെ എഴുതുന്നത് എത്തനോളിനെയാണ് കേട്ടോ. ഓക്കെ, ഇതിനെന്താ ചെയ്യുന്നത്? ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ് കിട്ടി. എന്താണ് എക്സ് നോക്കണം. ഹൗ മെനി കാർബൺ ആറ്റംസ് വിൽ കോമ്പൗണ്ട് എക്സ് കണ്ടെയ്ൻ? എക്സിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടാവുന്നു? എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇക്കാര്യങ്ങൾ മറന്നു പോരുത്. എന്താണ്? ആൽക്കലൈൻ KMnO4 എന്ന് പറഞ്ഞ സാധനം ഓക്സിഡേഷൻ ചെയ്യാൻ ആഡ് ചെയ്യുന്നതാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് കൂടുക, ബാക്കിയുള്ള എലമെൻ്റ് ഒന്നും കൂടൂല. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ടോ ആ കാർബണേ ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓക്സിജൻ്റെ എണ്ണം ഇവിടെ 1 ആണ്, ഇവിടെ 2 3 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. 2 ആവാൻ ചെയ്യാം, ഒരു ഓക്സിജൻ കൂടും. ഓക്കെ, അപ്പോൾ കാർബൺ എണ്ണം എന്താണ്? സെയിം ആണ്, സെയിം നമ്പർ ആണ്, അതാ 2 ആണ്. ഓക്കെ, ഇനി എന്താണ്? ദ കോമ്പൗണ്ട് എക്സ് ഈസ് നൗ റിയാക്ട് വിത്ത് എത്തനോൾ. കോമ്പൗണ്ട് എക്സിന് എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഇൻ ദി പ്രസൻസ് ഓഫ് ആസിഡ്, ഒരു ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിന് റിയാക്ട് ചെയ്തപ്പോൾ ഗിവ് വൈ കിട്ടി എന്ന് പറഞ്ഞു. ഇനി ഓല എക്സും വൈ ഒക്കെ അവിടെ നോട്ടെ, സംഗതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓല ഒരു എക്സും വൈയും നോക്കണടാ. നോക്ക്, CH3CH2OH ഇത് എത്തനോൾ അല്ലേ? ഇതിന് വേണമെങ്കിൽ മക്കൾക്ക് എങ്ങനെ ചെയ്താം? C2H5OH ഇങ്ങനെ ചെയ്താം. ഓക്കെ, ഇതിനെ സാർ എന്ത് ചെയ്യുന്നു? ആൽക്കലൈൻ KMnO4 ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കലൈൻ KMnO4 ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? മറന്നു പോരുത്, CH3COOH അഥവാ എത്തനോയിക് ആസിഡ് കിട്ടും. എത്തനോയിക് ആസിഡ് ഇത് എത്തനോളാണ്. ഇതെന്താണടാ? എത്തനോയിക് ആസിഡ്. എന്താണ്? എത്തനോയിക് ആസിഡ്. കണ്ടോ എന്ത് കണ്ടോന്ന്? ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ ആയില്ലേ? ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ, ഒരു ഓക്സിജൻ കൂടി, അതാ ഓക്സിഡേഷൻ നടന്നു. ഇനിയോ ഈ കിട്ടിയ സാധനമാണ് നമ്മളെ എക്സ്. ഇതാണ് നമ്മളെ എക്സ്. ഓക്കെ, ഇനി ആ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആസിഡിനെ ആൽക്കഹോളുമായിട്ട് ട്രീറ്റ് ചെയ്താൽ, പൊന്നുമക്കളെ മറക്കല്ല, ആസിഡും ആൽക്കഹോളും തമ്മിൽ ട്രീറ്റ് ചെയ്താൽ, ആസിഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് എസ്റ്റർ. നല്ല സുഗന്ധമുള്ള അത്തർ പോലെ. യെസ്, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ ചേലുകാരാ. അപ്പോൾ എസ്റ്റർ, അത്തർ, നല്ല പ്ലസന്റ് സ്മെല്ലുള്ള പെർഫ്യൂമിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് എസ്റ്റർ. അപ്പോൾ ആസിഡും ആൽക്കഹോളും കമ്പൈൻ ചെയ്താലാണ് എസ്റ്റർ ഉണ്ടാവുക. അതാണ് നമുക്ക് കിട്ടാൻ പോണ വൈ. അതായത് നമ്മളെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ CH3COOH ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം, CH3COOH എന്ന നമ്മളുടെ കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ എത്തനോളുമായിട്ടാണ് അവർ പറഞ്ഞത്. എത്തനോൾ എന്ന് പറയുമ്പോൾ എന്താണ്? CH3CH2OH അല്ലേ? നോക്കിയേ,
CH3CH2OH ഇതാണ് എത്തനോൾ എന്ന് പറയുന്നത്. ഇതിനൊന്ന് സാറ് തിരിച്ചിട്ടോട്ടെ, ആരും നെട്ടരുത്, തരിക്കരുത്. തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? ഇങ്ങോട്ട് കണ്ടോ, ചീന അതാ ഇതേപോലെ തല തിരിച്ചിടാൻ പോവാണ്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് തല തിരിച്ച് എഴുതാൻ പോവാണ് ഞാൻ. HOCH2CH3 നോക്കണ്ട ഉണ്ണി, ഇത് എത്തനോൾ തന്നെയാണ് കേട്ടോ. അതായത് ഇനി തരിച്ച് നിൽക്കണത് ഏതാ സാധനം വിചാരിച്ചിട്ട്, അഥവാ CH3CH2OH എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി, നിങ്ങൾക്ക് ഒരു എളുപ്പത്തിനാണ്. എസ്റ്ററിഫിക്കേഷൻ, എസ്റ്റർ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാനാ. എടാ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് OHഉം ആൽക്കഹോളിൽ നിന്ന് Hഉം റിമൂവ് ആവും, ഹൈഡ്രജനും റിമൂവ് ആവും. ഇവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ എന്താ റിമൂവ് ആവുക? വാട്ടർ, H2O. ഒരു OH ഒരു Hഉം പോയാൽ H2O റിമൂവ് ആവും ചങ്ങായിമാരെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കിട്ടുക? കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ്, അതൊരു എസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട സാധനമായിരിക്കും കേട്ടോ. നോക്കണം, എന്ത് കിട്ടും? എന്ത് ലഭിക്കും? കാത്തിരിക്കുക. ഇന്ന് കൃത്യം 7:00. ഓക്കെ, റെഡി. അങ്ങനെയല്ല, നോക്കണേ, ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇനി CH3CO ഇനി ഇവിടെ ബാക്കിയുണ്ട്, ഇവിടെ ഒരു O ബാക്കിയുണ്ട്, ഇവിടെ ഒരു CH2CH3 ബാക്കിയുണ്ട്. എന്നാൽ ഞാൻ എഴുതട്ടെ കേട്ടോ. CH3 ആയിക്കോട്ടെ, പോന്നോട്ടെ, സുന്ദരി പോന്നോട്ടെ. CH3 അവിടെ എഴുതിയേ. പിന്നെന്താ ഉള്ളത്? CO ഇവിടെ എഴുതി കേട്ടോ, CO. പിന്നെ ഒരു O ഇവിടെ ബാക്കിയില്ലേ? O, CH3COO. പിന്നെന്താ ഉള്ളത്? CH2CH3. അപ്പോൾ ഇതാണ് നമ്മളെ എസ്റ്റർ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള Y. നമുക്ക് കിട്ടിയ Y ഇതാണ്, നമ്മളെ X ഇതാണ്. റെഡി ആണല്ലോ? അപ്പോൾ ഈ റിയാക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എസ്റ്റർ കിട്ടിയ റിയാക്ഷൻ കണ്ടല്ലോ അല്ലേ? കാർബോക്സിലിക് ആസിഡ്, ഈ കിട്ടിയ എത്തനോയിക് ആസിഡിനെ എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പോൾ ഈ പ്രോസസ്സ് എന്താ? എസ്റ്ററിഫിക്കേഷൻ. അപ്പോൾ കിട്ടിയ എസ്റ്റർ ആണത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നെയിം ദ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഫോംഡ് ഇൻ ദ എബോവ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്ൻസ്. ഓക്കെ, താഴെ എന്താണ് ചോദിച്ചത്? യെസ്, ഈ ഒരു നെയിം ദ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്, ഈ Y എന്ന കോമ്പൗണ്ട് ഏത് വിഭാഗത്തിലാണ് പെടുക? എസ്റ്റർ അല്ലേ? പിന്നെന്താണ്? സ്റ്റേറ്റ് 1 ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് Y. കോമ്പൗണ്ട് Yൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ചെയ്താൽ നിങ്ങളോട് എന്താ പറയാൻ പറ്റുക നിങ്ങൾക്ക്? കോമ്പൗണ്ട് Yൻ്റെത് എസ്റ്റർ എന്താണ്? പെർഫ്യൂമിന് അഥവാ പ്ലസൻറ്റ് സ്മെല്ല് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. സ്റ്റേറ്റ് 1 യൂസ് ഓഫ് കോമ്പൗണ്ട്സ് അല്ലേ? ഈ ടൈപ്പ് എസ്റ്ററിൻ്റെ യൂസ് എന്താണ്? നല്ല സ്മെല്ലുണ്ടെങ്കിൽ എന്തിനു യൂസ് ചെയ്യുക? നല്ല സ്മെല്ലുള്ള സാധനം നമ്മൾ എന്താ ചെയ്യൽ? സാധാരണ നല്ല സ്മെല്ലുള്ള സാധനം നമ്മൾ അടുപ്പത്ത് കുക്ക് ചെയ്യാൻ എടുക്കും ആണോ? അല്ല, നമ്മൾ വേറെ എന്താ ചെയ്യുക? നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ എടുക്കടോ. എഴുതിക്കൂടെ? റെഡിയാണോ? ഫ്ലേവറിങ് ഏജൻസ് ആയിട്ട് എടുക്കും, പെർഫ്യൂം ഉണ്ടാക്കാൻ എടുക്കും അല്ലേ? കമൻറ്റുകളൊക്കെ സെറ്റാണല്ലോ, റെഡി ആണല്ലോ എൻ്റെ മോനെ? CBSE പൊളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര ഉള്ളടാ. യെസ് എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ. അപ്പോൾ കോമ്പൗണ്ട്സ് വിത്ത് ഐഡന്റിക്കൽ മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആർ കോൾഡ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഇങ്ങോട്ട് പറഞ്ഞല്ലോ അവർ. എന്താ ഐസോമർ എന്ന് പറഞ്ഞാൽ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും. അതാണെന്ത്? ഐസോമർ. ആയിക്കോട്ടെ. ഇനി ഇൻ ദിസ് കേസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, ലോ ബാറ്ററി. എവിടെ നമുക്ക് ഊർജം നൽകണം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ചേഞ്ച് വൺ ഫോം ടു അനദർ ഫോം. ടാബിൽ ബാറ്ററി. ഓക്കെ, റെഡി. ഇപ്പോൾ സെറ്റായി. ഓക്കെ, അങ്ങനെയെങ്കിൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. നോക്കണേ, എന്താ അവർ ചോദിച്ചത്? ഇൻ ദ കേസ് ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ കേസിൽ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നീഡഡ് എ മോളിക്യൂൾ ഫോർ ഇറ്റ് ഹാവ് എ സ്ട്രക്ചറൽ ഐസോമർ. സ്ട്രക്ചറൽ ഐസോമർ ഉണ്ടാകണമെങ്കിൽ മിനിമം എത്ര കാർബൺ വേണം? എൻ്റെ മക്കളെ, അതിൻ്റെ ആൻസറാണ് എത്രയാണ്? 4 ആണ്. ഓക്കെ, എന്താ ഇത് എഴുത്ത് പിടിക്കാത്തത്? ഓക്കെ, 4. കമോൺ, പെന്നെ കടിച്ചു പോയി ഗൈസ്. ഓക്കെ, 4 ആണ് ആൻസർ. അതിൻ്റെ കാരണം സാറ് പറഞ്ഞുതരാം. എടാ, ഒരു കാർബൺ ഒരാൾക്ക് ഒരു കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ടിന് വേറെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. 2 കാർബൺ ഉള്ളവന് കഴിയൂലടോ. കാരണം എന്താണ്? 3 കാർബൺ ഉള്ളവന് കഴിയൂല. എന്താ കാരണം? 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ടിന് ഇനി ഈ കാർബൺ നിങ്ങൾക്ക് മുറിച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂല. ഈ കാർബൺ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്താലും അതെന്തെന്നാണ്? അത് ചെയിനായിട്ട് തന്നെ വരിക. അത് 3 കാർബൺ ഉള്ള ചെയിൻ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു 4 കാർബൺ ഉള്ള കോമ്പൗണ്ട് എടുത്ത് നോക്കണേ. മിനിമം 4 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് നേരെ ഒരു സ്ട്രക്ചർ അതിന് വരയ്ക്കാം. പിന്നെ എങ്ങനെ വരയ്ക്കാം? അതിനെ 3 കാർബൺ ഉള്ള ഒരു ചെയിനും ഒരു ബ്രാഞ്ചുമായിട്ട് ഇങ്ങനെയും വരയ്ക്കാം.
അപ്പോൾ കണ്ടോ 4 കാർബൺ മിനിമം വേണം എന്തിനു വേണ്ടിയിട്ട് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ടാക്കാനായിട്ട്. റെഡിയാണോ? പിന്നെന്താണടാ 4 കാർബൺ മിനിമം ഒരു ഇത് വേണമെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി ഡ്രോ ദ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് ദ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഹാവിങ് മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് മെൻഷൻഡ് എ. അതായത് മിനിമം 4 കാർബണാ പറഞ്ഞു, അതിൻ്റെ ഐസോമർ നമ്മൾ വരച്ചു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, 4 കാർബൺ ഉണ്ടെങ്കിൽ അതെന്താണ്? ഒന്ന് ബ്യൂട്ടൈൻ ആണ്, CH3 CH2 CH2 CH3. ദിസ് ഈസ് ബ്യൂട്ടൈൻ. ഇനി അടുത്ത എന്തായിരിക്കും? CH3 CH2 CH3 CH3. ഓക്കെ, ഇത് 2 മീഥൈൽ പ്രൊപ്പെയിൻ എന്ന് പറയാം. ഇതാണെന്ത്? ഇത് രണ്ടും നിങ്ങൾ എണ്ണി നോക്കിയ മക്കളെ, രണ്ടിനുണ്ടാവുക 4 കാർബണും 10 ഹൈഡ്രജനാണ്. സെയിം മോളിക്കുലാർ ഫോമിലായിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് എന്താണ് അതിൻ്റെ ഡിഫറൻറ്റ് മക്കളെ മറക്കരുത്. ഡിഫറൻറ്റ് എന്താണ്? സ്ട്രക്ചറാണ് അതിന് ലഭിക്കുക. റെഡിയാണോ? ഓക്കെ ആണോ? റെഡി? ഇനി അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ല അടിപൊളി കിണ്ണം കാച്ചിയ ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് പോകാം. നോക്കണേ, എന്താണ് ഇവിടെ? യെസ്, വരൂ. ഒരു ആൽക്കൈൻ തന്നിട്ടുണ്ട്, അതിൽ 11 കാർബൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ, അതൊരു റിംഗ് മാനറിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ആൽക്കൈൻ? ഈ ആൽക്കൈനിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ആൽക്കൈനിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എഴുതും 1 2 3 4 5 6 7 8 9 10 11 കാർബൺ. മോളിക്കുലാർ ഫോർമുല C11 എഴുതിച്ചാൽ പോരാ. കാരണം എന്താ? ഇവിടെയുള്ള ഹൈഡ്രജൻ്റെ എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കണം. സാറേ എങ്ങനെ കണ്ടുപിടിക്കുക? 2 രൂപത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓരോന്നും നോക്കുക. ഈ കാർബൺ നോക്കുക, എന്നിട്ട് നോക്കുക ഈ കാർബൺ എത്ര ബോണ്ടാ? 2 ബോണ്ടായി. അപ്പോൾ ഇനി ബാക്കി 2 ബോണ്ട് വേണം. ഒരു കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഇവിടെ 2 ബോണ്ടും കൂടി വേണം. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ. അങ്ങനെ ഓരോന്നിനും 2 ഹൈഡ്രജൻ വീതം വേണം എന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എണ്ണിയാൽ മതി. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, അങ്ങനെ നോക്കണം. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ. പക്ഷേ ഈ കാർബണിന് 1 ബോണ്ട് 2 ബോണ്ട് 3 ബോണ്ടായി. അപ്പോൾ ഇനി ഒരു ഹൈഡ്രജൻ കൂടി മതി. ഇങ്ങനെയൊക്കെ നോക്കണേക്കാട്ടി നല്ലത് നിങ്ങളോട് പറഞ്ഞില്ലേടാ അതൊരു ആൽക്കൈൻ ആണെന്ന്, അല്ലേ? ഇതൊരു ആൽക്കൈൻ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇനി നോക്കണേ, സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ടിന് ഇനി ബാക്കി എത്ര ബോണ്ട് വേണം? CH. ഓക്കെ, റെഡി. ഇവിടെയും എത്ര? 2H വേണം. ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെയും 1 ഹൈഡ്രജൻ മതി. എന്താ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെയൊക്കെ 2 ഹൈഡ്രജൻ വേണം. കാരണം ബോണ്ട് 4 ആവാൻ വേണ്ടിയിട്ട് എത്ര വേണം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, റെഡി? യെസ്. ഇനി ഒന്ന് നിങ്ങൾ എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. എത്രയാണ്? 20 അല്ലേ? 20 എണ്ണം ഉണ്ട്. C11H20. അപ്പം ഈ ഹൈഡ്രജൻ നമുക്ക് അവർ തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ഹൈഡ്രജൻ വേണം എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ വേണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ ആണെങ്കിൽ ഇതുവരെയുള്ളൊക്കെ സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒരു ഫയർ ഇമോജിയൊക്കെ തന്നെ സെറ്റാക്കിക്കേ. പവർ വരട്ടെ. ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ് ശ്രദ്ധിച്ചോ? ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് മിസ് വന്നേ? ഞാൻ എന്ത് കമന്റ് പറഞ്ഞപ്പോഴാണ് മിസ് വന്നേ? പവർ വരട്ടെ ഇന്ന മോളെ. അപ്പം മിസ് എന്താണ്? ദൈവമേ. ഓക്കെ, അപ്പം നമുക്ക് എനിക്ക് സാരത്തിൽ പൊക്കം കുറവാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്ക് പൊക്കം കുറവ് ഒരു പ്രശ്നമാണോ ഡോക്ടർ? അല്ല, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. എന്തൊക്കെ ചെയ്യണം? അനുഗ്രഹിക്കട്ടെ, നന്നായി വരും. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും ശരി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിന്യൂസ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോവാം, തീർച്ചയായിട്ടും പോവാം. മിസ്സേ ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ് ഞാൻ ഇതിന് എടുത്തോട്ടെ. ഒറ്റ സെക്കൻഡ് അല്ല, അങ്ങനെ പറയരുതാ. മിസ് ഒരു 1 2 3 4 5. ഓക്കെ, അപ്പൊ മക്കൾ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോളാം. സാർ ഓൾറെഡി 2.5 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ഇവന്മാരെ ഞാൻ സമ്മതിച്ചിട്ടാ. ആ കൗണ്ട് അതേമാതിരി അവിടെ ഉണ്ട്. ഇവര് എനിക്ക് ഒന്ന് നാളെ പൊളിച്ചടക്കിയിട്ട് ഇവർ എക്സാം ഫുൾ A1 എന്നല്ലേ അല്ലേ? പെർസെൻറ്റേജ് ഒക്കെ കൂടി അവർ വരും. അപ്പോൾ മക്കളെ, ഞാൻ എൻ്റെ ഒരു കർത്തവ്യം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറാക്കി എക്സാം എഴുതാൻ നാളെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എക്സാമിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം. സോ മിഥില മിസ്സിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. മിസ് നിങ്ങളെ പൊളിച്ചടക്കി പഠിപ്പിക്കും. ഇത് പുതിയ വളയാണോ? ആണല്ലോ, വേറെ ആരുതാണല്ലോ. കാരണം കൈക്ക് പാകല്ല. അങ്ങനത്തെ സാധനമാണ് ഇത്. എന്താ ഇവിടെ എഴുതിയത്?
ഇത് where there is a will there is always a way. എന്റെ മോളെ കളി തന്നെ. ഓക്കെ, അപ്പൊ ബൈ, സീ യു. ഒരു മനസ്സുഖം എന്നൊക്കെ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഫുൾ അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരും ഫുൾ പവർഫുൾ ആയിട്ട് ഇരിക്കുക. ഒന്ന് ഇരിക്കുന്നിടത്തൊന്നൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിങ്ങളൊന്ന് ഫുള്ള് സെറ്റായിട്ട് ഓക്കെ ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നാളെ എക്സാം ആണ്. യെസ്, അപ്പം നാളെ സ്റ്റുഡിയോ നമ്പർ 7 യെസ്. അപ്പം നാളെ നമ്മുടെ എക്സാം ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം നാളെ എക്സാമിന് വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ആർക്കെങ്കിലും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ മടുത്തു എന്നൊക്കെ തോന്നുമെങ്കിൽ ഓർക്കുക, വി ക്യാൻ ഡു ഇറ്റ് അല്ലേ. നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റും സാർ. അപ്പോൾ നമ്മുടെ ടോപ്പ് ചാറ്റ് ഒന്ന് മാറ്റി ഒന്ന് ലൈവ് ചാറ്റ് ആക്കി തരണം കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ടാൽ നമുക്ക് ഫുൾ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കാം. ഓ മൈ ഗോഡ്, ഇതെന്താണ് സംഭവിച്ചത് എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സന്തോഷം സൂചകം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ബ്രേക്ക് ടൈം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ, റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാല്ലേ? വെരി ഗുഡ്. അപ്പോൾ മക്കളെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എൻഡോതെർമിക് പ്രോസസ്സ് അല്ലേ. ഒരു എൻഡോതെർമിക് പ്രോസസ്സിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ്. ഓക്കെ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു അല്ലേ. അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക. അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു അല്ലേ. ഹീറ്റ് ഈസ് റിലീസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് റിയാക്ഷനാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫോർമേഷൻ ഓഫ് സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമേഷൻ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ? അപ്പോൾ നമുക്കറിയാലേ അത് എൻഡോതെർമിക് പ്രോസസ്സ് അല്ല, എക്സോതെർമിക് പ്രോസസ്സ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുമ്പോൾ കുറേ ഹീറ്റ് റിലീസ് ചെയ്യും അല്ലേ. ഇനി നോക്കുക മക്കളെ, ഡീകമ്പോസിഷൻ ഓഫ് വെജിറ്റബിൾ മാറ്റർ ഇൻറ്റു കമ്പോസ്റ്റ് അല്ലേ. വെജിറ്റബിൾ മാറ്റർ കമ്പോസ്റ്റ് ആയിട്ട് മാറുന്നു മക്കളെ, അതൊരു എക്സോതെർമിക് പ്രോസസ്സ് ആണ് കേട്ടോ. ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ്, അതൊരു എക്സോതെർമിക് പ്രോസസ്സ് ആണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. നോക്കിക്കേ മക്കളെ, അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NH4Cl ആണ്. ഇതിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ വാട്ടർ ഈസ് H2O അല്ലേ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചാൽ നമ്മൾ കുറച്ച് ഹീറ്റ് അങ്ങോട്ടേക്ക് കൊടുക്കണം. ഓക്കെ, ഹീറ്റ് ചെയ്യണം, എന്നാലേ ഇവിടെ റിയാക്ഷൻ നടക്കുള്ളൂ. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ NH4OH ആയിട്ട് മാറും. ഓക്കെ അല്ലേ, NH4OH ആയിട്ട് മാറും. അപ്പോൾ നോക്കിക്കുക എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? അമോണിയം ക്ലോറൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാണ്? ഒരു എൻഡോതെർമിക് പ്രോസസ്സ് ആണ് കേട്ടോ. ഇനി ഡൈജഷൻ ഫുഡ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ? ഏതാണ്? ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് അല്ലേ. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ മെറ്റബോളിക് റിയാക്ഷൻ നടക്കും. മെറ്റബോളിക് റിയാക്ഷൻ്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് എനർജിനെ റിലീസ് ചെയ്യും. അങ്ങനെ എനർജിനെ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലേ, ഒരു പരിധി വരെ. അപ്പോൾ നോക്കുക, ഡൈജഷൻ എന്ന് പറയുന്നതൊക്കെ ഏതാണ്? അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. റെസ്പിറേഷൻ എക്സോതെർമിക് ആണ്. അപ്പോൾ ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് dissolution of ammonium chloride in water ആണ്. ഇനി അടുത്തത്, in the given experimental setup, if the experiment is carried out separately with each of the following solution, the cases in which the bulb will glow. അതായത് ഇവിടെ കുറേ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബൾബ് കത്തിക്കണം അല്ലേ, ബൾബ് കത്തിക്കണം. അപ്പോൾ ബൾബ് കത്തിക്കുമ്പോഴത്തേക്ക് നോക്കിക്കുക മക്കളെ, ആരെ വെച്ചാലാണ് ബൾബ് കത്തുക? നമുക്കറിയാം ബൾബ് കത്തുന്നത്. നോക്കിക്കുക, ഇവിടെ നമ്മൾ ആസിഡിനെ എടുക്കാം, ആൽക്കലീനെ എടുക്കാം, ആൽക്കഹോളിനെ എടുക്കാം, ആര് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നോക്കിക്കേ, ബൾബ് കത്തണമെങ്കിൽ അവിടെ ആര് വേണം? അവിടെ അയോൺസ് വേണം അല്ലേ, അവിടെ അയോൺസ് വേണം. ആ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് ഇവിടെ ബൾബ് കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് നമുക്കറിയാം. അപ്പോൾ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? നോക്കിക്കേ, ആസിഡ്സിനല്ലേ H+ അയോൺസ് റിലീസ് ചെയ്യാം. ഈ H+ അയോൺസ് സർക്യൂട്ടിലൂടെ
ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് പോകും എന്ന് നമുക്കറിയാം അല്ലേ, കറണ്ട് വരും എന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കിക്കേ, ഹൈഡ്രോക്ലോറിക് ആസിഡിനും അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിനും ഒക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ 1ഉം 2ഉം പറ്റും. പക്ഷേ ഗ്ലൂക്കോസിനും ആൽക്കഹോളിനും ഒന്നും ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാം ഏതാണ് ഓപ്ഷൻ? വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇൻ ഓർഡർ ടു ബാലൻസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ, നോക്കിക്കോ, ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂസ് ഓഫ് ദ കോഎഫിഷ്യൻസ് എക്സ് ആൻഡ് വൈ ആർ റെസ്പെക്റ്റീവ്ലി. ഇവിടെ ഈ കെമിക്കൽ ഇക്വേഷൻ ഏതാ? നമ്മുടെ ലെഡ് നൈട്രേറ്റിനെ ഡീകമ്പോസ് ചെയ്യിക്കുകയാണ് അല്ലേ. നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ തിയറി ക്ലാസ്സിലെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ PbNO3 ട്വൈസ് ആണ്. ഇയാളെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, അയാൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അല്ലേ, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അയാൾ ഡീകമ്പോസ് ചെയ്യുകയാണ്. അയാൾ ഡീകമ്പോസ് ചെയ്താൽ ആരൊക്കെയായിട്ട് മാറും? ലെഡ് ഓക്സൈഡ് ആയിട്ട് മാറും. അതേപോലെ തന്നെ 2 ലെഡ് ഓക്സൈഡ് ആയിട്ട് മാറി, പിന്നെ നൈട്രജൻ ഡയോക്സൈഡ് ആയി ഓക്സിജൻ ഗ്യാസ് ആയിട്ട് മാറി. ഇതിൽ 2 പേരുടെയും കോഎഫിഷ്യന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ മക്കളെ, റൈറ്റ് സൈഡിൽ ഒരു ലെഡ്, ലെഫ്റ്റ് സൈഡിൽ ഒരു ലെഡാണുള്ളത്, റൈറ്റ് സൈഡിലോ 2 ലെഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ലെഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു 2 ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആരെ നോക്കാം? നൈട്രജനെ നോക്കാം. നോക്കിക്കോ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ആകെ മൊത്തം എത്ര നൈട്രജൻ ഉണ്ട്? 4 നൈട്രജൻ ഉണ്ട് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഉള്ളത് 4 നൈട്രജൻ ആണ്. റൈറ്റ് സൈഡിൽ അപ്പോൾ എത്ര നൈട്രജൻ വേണം? റൈറ്റ് സൈഡിലും 4 വേണം അല്ലേ. ഓൾറെഡി നമുക്കറിയാം എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. 2, 4 ആണ് ആൻസർ. വെരി ഗുഡ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ സിങ്ക് റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ്. സിങ്ക് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണ് മക്കൾ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കിക്കേ, സിങ്ക് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. മക്കളെ, നമ്മുടെ സിങ്കിനെ NaOH എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ അവിടെ ഫോം ചെയ്യുന്ന ആളാരാണ്? Na2ZnO2 അല്ലേ. Na2ZnO2 എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം സിങ്കേറ്റ് ആണ്. ഓക്കെ, സോഡിയം സിങ്കേറ്റ് ആണ് അവിടെ ഫോം ചെയ്യുക. ഒപ്പം കുറച്ച് ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും. ഓക്കെ, അപ്പോൾ ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് സോഡിയത്തെ റിയാക്ട് ചെയ്യിച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സോഡിയം സിങ്കേറ്റ് ആണ്. ഓർത്ത് വെക്കണം, ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് ദ മെറ്റൽ വിത്ത് ലോവസ്റ്റ് ഡെൻസിറ്റി. അപ്പോൾ നമുക്കറിയാം മെറ്റൽസിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണല്ലേ അവർക്ക് ഹൈ ഡെൻസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ ചില എക്സെപ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ചില മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാത്രം വളരെ ലോ ഡെൻസിറ്റി ആണ്, അവരുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ലോ ഡെൻസിറ്റിയുള്ള 3 മെറ്റൽസിൻ്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട് അല്ലേ. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, ഇവരൊക്കെയാണ് ലോ ഡെൻസിറ്റി മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഡെൻസിറ്റി മെറ്റൽ ആരാണ്? ഇവിടെയുള്ളത് ലോ ഡെൻസിറ്റി മെറ്റൽ ആരാണ്? മഗ്നീഷ്യം ആണോ, അലൂമിനിയം ആണോ, ലെഡ് ആണോ, ലിഥിയം ആണോ? യെസ്, നമ്മുടെ ലിഥിയം ആണ് കേട്ടോ. അപ്പോൾ ഡെൻസിറ്റി കുറവുള്ള ലോ ഡെൻസിറ്റി മെറ്റൽസിന് എക്സാമ്പിൾ ആണ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം, തെറ്റിക്കരുത്. ഇപ്പോഴും പലരും ഓപ്ഷൻസ് തെറ്റിച്ച് പറയുന്നുണ്ട്. ലിഥിയം ആണ് ആൻസർ എന്ന് പറയുന്നത്. വെരി ഗുഡ്. അടുത്തത്, വാട്ട് ഈസ് ഒബ്സർവ്ഡ് വെൻ aqueous solution of potassium iodide and lead nitrate are mixed together? Name the type of reaction and write the chemical equation for the reaction that occurs. നമ്മൾ എന്താ ചെയ്യുന്നത്? പൊട്ടാഷ്യം അയോഡൈഡിനെയും അതേപോലെ ലെഡ് നൈട്രേറ്റിനെയും മിക്സ് ചെയ്യുകയാണ് അല്ലേ. പൊട്ടാഷ്യം അയോഡൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? നോക്കിക്കേ, പൊട്ടാഷ്യം അയോഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ki ആണ് അല്ലേ. പൊട്ടാഷ്യം അയോഡൈഡ് ഈസ് Ki. ഇനി ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ PbNO3 ട്വൈസ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യാണ്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താ നടക്കുക? നമുക്കറിയാം, ഇവർ അയോൺസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനുമാണ്. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, അതെന്താണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എന്താ നടക്കുക? 2 പേരും അയോൺസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ലെഡിന്റെ കയ്യിലുള്ള നൈട്രേറ്റിനെ പൊട്ടാഷ്യത്തിനും കൊടുക്കും, പൊട്ടാഷ്യത്തിന്റെ കയ്യിലുള്ള അയോഡൈഡ് അയണിനെ ആർക്ക് കൊടുക്കും? ലെഡിനും കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുക PbI2 എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് മക്കളെ? ലെഡ് അയോഡൈഡും അതേപോലെ തന്നെ 2 പൊട്ടാഷ്യം നൈട്രേറ്റും ഫോം ചെയ്യും. അങ്ങനെ 2 പേരും അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു. സോ ദിസ് ഇസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്
അല്ലേ? ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ അവിടെ എന്താ നടക്കുക? ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നിട്ട് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും അല്ലേ? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. ശരിയല്ലേ? ഇവിടെ ഒരു നമ്മുടെ ലെഡ് അയോഡൈഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഇസ് ഫോംഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഏത് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു, എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു, ഇക്വേഷൻ എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെൻ കോപ്പർ പൗഡർ ഈസ് ഹീറ്റഡ് ഇൻ എ വാച്ച് ഗ്ലാസ് എ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഈസ് ഫോം. നോക്കിക്കേ, നമ്മൾ കോപ്പർ പൗഡറിനെ ഹീറ്റ് ചെയ്തു അല്ലേ? കോപ്പർ പൗഡറിനെ ഹീറ്റ് ചെയ്തപ്പോഴത്തേക്കും, കോപ്പർ പൗഡർ അല്ല കേട്ടോ, കോപ്പറിനെയാണ്. കോപ്പറിനെ ഒരു വാച്ച് ഗ്ലാസ്സിൽ ഹീറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? കോപ്പറിനെ ഒരു വാച്ച് ഗ്ലാസ്സിൽ ഹീറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള പൗഡർ ഫോം ചെയ്തു അല്ലേ? ബ്ലാക്ക് കളറിലുള്ള പൗഡർ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ദിസ് ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോംഡ്? നെയിം ഇറ്റ്. ഏതാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് സബ്സ്റ്റൻസ്? ആരാണ്? ഇയാളെ പേര് പറയാൻ പറഞ്ഞിട്ട് ആരാണ്? നമുക്കറിയാം, കോപ്പറിനെ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്താൽ അല്ലേ? കോപ്പറിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ കോപ്പർ ആരായിട്ട് മാറും? കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറും അല്ലേ? കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറും മക്കളെ. വെരി ഗുഡ്. അപ്പം നോക്കിക്കേ, കോപ്പറിനെ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോപ്പറിൻ്റെ ഓക്സൈഡ് ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ ഓക്സൈഡ് ആയതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഇരിക്കുക. ഈ ബ്ലാക്ക് കളറിലുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആരാണ്? കോപ്പർ ഓക്സൈഡ് ആണ്. അപ്പോൾ നോക്കുക, കോപ്പറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് അല്ലേ? വെൻ കോപ്പർ ഈസ് ഹീറ്റഡ് കോപ്പർ ഓക്സൈഡ് ഈസ് ഫോംഡ് വിച്ച് ഇസ് ബ്ലാക്ക് ഇൻ കളർ. ഈ കോപ്പർ ഓക്സൈഡ് ആയതുകൊണ്ടാണ് നോക്കിക്കേ ഇവിടെ ബ്ലാക്ക് കളർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, ഹൗ ക്യാൻ ദിസ് ബ്ലാക്ക് സബ്സ്റ്റൻസ് ബി റിവേഴ്സ്ഡ് ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം? എങ്ങനെയാണ് നമുക്ക് ഈ ബ്ലാക്ക് സബ്സ്റ്റൻസിനെ അഞ്ജനക്കുട്ടി വെരി ഗുഡ് തിരിച്ച് പഴയ ഫോമിലേക്ക് ആക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്കറിയാം. കോപ്പർ ഓക്സൈഡിലേക്ക് വാട്ടർ ആണോ ആഡ് ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ഗ്യാസിനെയാണോ? അൻകിത് വെരി ഗുഡ്. ഈ കോപ്പർ ഓക്സൈഡിലേക്ക് നമ്മൾ കുറച്ച് വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കുക. വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആരെയാണ് കിട്ടുക? നമുക്ക് നമ്മുടെ സ്വന്തം കോപ്പർ ആറ്റത്തെയും കിട്ടും, അതേപോലെ വാട്ടറിനെയും കിട്ടും. അപ്പോൾ കോപ്പർ ഓക്സൈഡ് ബ്ലാക്ക് കളറായിരുന്നു അല്ലേ? ബ്ലാക്ക് കളറായിരുന്നു. അതിലേക്ക് കുറച്ച് മക്കളെ ഹൈഡ്രജൻ ഗ്യാസ്, മിസ് ഇവിടെ വാട്ടർ എന്ന് എഴുതി അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? കോപ്പർ ഓക്സൈഡിലേക്ക് കുറച്ച് ഹൈഡ്രജൻ ഗ്യാസിനെ ആഡ് ചെയ്തപ്പോൾ അവിടെ കോപ്പർ ആറ്റമായിട്ട് മാറി. കോപ്പർ ആറ്റം എടുത്താൽ ഏകദേശം ഒരു കോപ്പർ ബ്രൗൺ ഷെയ്ഡാണ് അല്ലേ? ഒപ്പം നമുക്ക് വാട്ടറിനെയും കിട്ടും. അങ്ങനെ നമുക്ക് പഴയ രൂപത്തിലൊക്കെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ ഈ റിയാക്ഷൻ അതേപോലെ ലെഡ് നൈട്രേറ്റിൻ്റെ റിയാക്ഷനൊക്കെ ഒരുപാട് തവണയാണ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് കറക്റ്റായിട്ട് പഠിക്കാതെ എൻ്റെ കുട്ടികൾ പോവരുത്. അഭയും പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ റിയാക്ഷൻ ഏത് റിയാക്ഷനോ ഒരു എക്സാമ്പിൾ ആണ്? ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്? കോമ്പിനേഷൻ ആണോ, ഡീകമ്പോസിഷൻ ആണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് ഫോം ചെയ്തിട്ടുള്ളത്? ഏതാണ്? നോക്കിക്കേ, കോപ്പറിലേക്ക് നമ്മൾ ഓക്സിജനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? സോ നമുക്ക് പറയാം അഡീഷൻ ഓഫ് ഓക്സിജൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നിട്ടുള്ളത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഇനി കോപ്പർ ഓക്സൈഡിൽ നിന്നും എന്താ ചെയ്തത്? കോപ്പർ ഓക്സൈഡിൽ നിന്നും ഓക്സിജനെ റിമൂവ് ചെയ്തു. സോ കോപ്പർ ഓക്സൈഡിൽ നിന്നും ഓക്സിജനെ റിമൂവ് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഓക്സിജനെ ആഡ് ചെയ്താൽ അത് ഓക്സിഡേഷൻ ആണ്, ഓക്സിജനെ റിമൂവ് ചെയ്താൽ അത് റിഡക്ഷൻ ആണ് അല്ലേ? ഇവിടെ ഹൈഡ്രജനിലേക്ക് ഓക്സിജനെ ആഡ് ചെയ്തു, വി ക്യാൻ സേ ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഇതൊരു ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നതുകൊണ്ട് വി ക്യാൻ സേ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. വെരി ഗുഡ്. ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നോക്കിക്കോ, സിൽവർ ക്ലോറൈഡ് ഈസ് കെപ്റ്റ് ഇൻ എ ചൈന ഡിഷ് ടേൺസ് ഗ്രേ ഇൻ സൺലൈറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ തിയറി അടിപൊളിയായിട്ട് എല്ലാം പഠിച്ചതാണ്. നോക്കിക്കേ, അപ്പോൾ എന്താ നടന്നിട്ടുള്ളത്? നമ്മളൊരു പെട്രി ഡിഷ് അല്ല, ചൈന ഡിഷിൽ സിൽവർ ക്ലോറൈഡിനെ എടുത്തു വെച്ചു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ടേൺസ് ഗ്രേ ഇൻ സൺലൈറ്റ്. ഇത് സൺലൈറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രേ കളറായിട്ട് മാറും. റൈറ്റ് ദ കളർ ഓഫ് സിൽവർ ക്ലോറൈഡ് വെൻ ഇറ്റ് വാസ് കെപ്റ്റ് ഇൻ ദ ചൈന ഡിഷ്. മക്കളെ, സിൽവർ ക്ലോറൈഡിൻ്റെ കളർ എന്താ? മിസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കൂൾ ജൂനിയർ, ഐ ലവ് യു ടു. നോക്കിക്കേ, വേഗം പറയും. സിൽവർ ക്ലോറൈഡിൻ്റെ കളർ എന്താ? സിൽവർ ബ്രോമൈഡിൻ്റെ കളർ എന്താ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വൈറ്റ് കളറാണ്
ഓക്കെ, അയാളുടെ കളർ എന്താ? യെല്ലോ അല്ല, വൈറ്റ് കളറാണ് കേട്ടോ. ശരി, നെയിം ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ആൻഡ് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ഇവിടെ എന്താ നടക്കുക? ഇതാ AgCl ആണ് നമ്മുടെ സിൽവർ ക്ലോറൈഡ്. ഈ AgCl എന്താ ചെയ്യുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു അല്ലേ? സൺലൈറ്റിനെ അല്ലെങ്കിൽ ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്തിട്ട് സിൽവർ ആറ്റമായിട്ട് മാറും, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറി. ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഈ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അല്ലേ? സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് സിൽവർ ആറ്റമായിട്ട് മാറി. ഈ സിൽവർ ആറ്റമാണ് ഗ്രേ കളറിൽ കാണാൻ മറക്കരുത്. സിൽവർ ആറ്റം ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഗ്രേ കളറായിട്ട് മാറുക. ഇനി അടുത്തത്, state one of the use of this reaction. Name one more chemical which can be used for the same purpose. മക്കളെ, സിൽവർ ക്ലോറൈഡിനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മിസ് പറഞ്ഞു തന്നത്? അത് നോട്ട് ചെയ്ത് വെക്കാൻ മിസ് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗെറ്റ് വെരി ഗുഡ്. നമ്മൾ അവരെ യൂസ് ചെയ്യുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലാണ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. അപ്പോൾ സിൽവർ ക്ലോറൈഡ് മാത്രമല്ല, അതേപോലെ തന്നെ വേറൊരാളുണ്ട്, സിൽവർ ബ്രോമൈഡ്. അപ്പോൾ സിൽവർ ക്ലോറൈഡിനെയും അതേപോലെ തന്നെ സിൽവർ ബ്രോമൈഡിനെയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലാണ്. അപ്പം നോക്കിക്കേ, ഓർക്കുക, സിൽവർ ക്ലോറൈഡ് വൈറ്റ് കളറാണ്. ഇനി നിങ്ങളിവിടെ സിൽവർ ബ്രോമൈഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ സിൽവർ ബ്രോമൈഡിൻ്റെ കളർ എന്താ? അതൊരു യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ കളറാണ്. ലൈറ്റ് എനർജി വരും അല്ലേ? സൺലൈറ്റ് കിട്ടുമ്പോഴത്തേക്കും അവരും അതേപോലെ തന്നെ സിൽവർ ആറ്റവും ബ്രോമിൻ ഗ്യാസുമായിട്ട് മാറും. ഓക്കെ, ഈ സിൽവർ ആറ്റത്തിന് എന്ത് കളറാ? ഗ്രേ കളറായിട്ട് മാറും. അപ്പോൾ സിൽവർ ബ്രോമൈഡ് ആണെങ്കിൽ അവർ യെല്ലോയിൽ നിന്ന് ഗ്രേ കളറാകും. സിൽവർ ക്ലോറൈഡ് ആണെങ്കിൽ വൈറ്റിൽ നിന്ന് ഗ്രേ കളറായിട്ട് മാറും. സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇവരെ രണ്ടുപേരെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലാണ് യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മിസ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ കെമിക്കൽ ഇക്വേഷൻസ് ലിസ്റ്റ് ദ ടു മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. നോക്കിക്കേ, how is metal reduced from the product obtained after roasting and calcination of the ore? Write the chemical equation for the reaction involved. ഒന്നും പറഞ്ഞിട്ടില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നോക്കിക്കേ, ഫാൽക്കോൺ എന്താ പറഞ്ഞിട്ടുള്ളത്? കാൽസിനേഷനും റോസ്റ്റിങ്ങിൻ്റെയും ഡിഫറൻസ് പറയണം. അതേപോലെ തന്നെ വിത്ത് എക്സാമ്പിൾ ആണ് നമ്മൾ പറയേണ്ടത്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയും, കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ തന്നെ പറയും, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, ഒന്നെങ്കിൽ എയറിൻ്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ ലോ എമൗണ്ട് ഓഫ് എയർ അല്ലേ? വളരെ ലോ എമൗണ്ട് ഓഫ് എയർ, ഒന്നെങ്കിൽ എയറിൻ്റെ ആബ്സെൻസിൽ അല്ലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാൽസിനേഷൻ ഓറിനെ ഹീറ്റ് ചെയ്യുന്നു. ദ ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ഇൻ വെരി ലോ ക്വാണ്ടിറ്റി ഓഫ് എയർ അല്ലേ? അപ്പോൾ കാൽസിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുക? കാൽസിനേഷൻ നമ്മൾ നടത്തുന്നത് കാർബണേറ്റ് ഓറുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? കാർബണേറ്റ് ഓറുകളെയാണ് നമ്മൾ കാൽസിനേഷൻ വഴി ഓക്സൈഡുകളാക്കി മാറ്റുക അല്ലേ? അതിനൊരു എക്സാമ്പിൾ ഏതാ? നമ്മുടെ സിങ്ക് കാർബണേറ്റ് ആണ് നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്. നോക്കിക്കോ, സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ സിങ്ക് കാർബണേറ്റ് വേഗം തന്നെ സിങ്ക് ഓക്സൈഡായിട്ടും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡായിട്ടും മാറി. അപ്പോൾ കാർബണേറ്റിനെ നമ്മൾ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റി. അതാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഇനി റോസ്റ്റിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് നടക്കുക? റോസ്റ്റിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് നടക്കുക? യെസ്, റോസ്റ്റിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് നടക്കുക? വേഗം ആൻസർ പറയണം മിടുക്കന്മാരായിട്ട്. റോസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ? ദ ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, എയറിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ റോസ്റ്റിന് വേണ്ടിയിട്ട് ഫാത്തിമ തസ്നീം വെരി ഗുഡ്, സൾഫൈഡ് ഓറുകളെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? സൾഫൈഡ് ഓറുകളെ നമ്മൾ യൂസ് ചെയ്യും. എന്താണ് എക്സാമ്പിൾ? എന്താ? നമ്മുടെ കോപ്പറിൻ്റെ ഓക്സൈഡാണ് എക്സാമ്പിൾ അല്ലേ? അപ്പോൾ കോപ്പറിൻ്റെ സൾഫൈഡ് Cu2S, ഈ കോപ്പർ സൾഫൈഡിനെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കോപ്പർ ആരായിട്ട് മാറി? Cu2O എന്ന് പറയുന്ന കോപ്പർ ഓക്സൈഡായി, അതേപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറി അല്ലേ? ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇനി നമ്മൾ കോപ്പർ ഓക്സൈഡിനെ വീണ്ടും ഹീറ്റ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് കുറച്ച് കോപ്പർ സൾഫൈഡ്. ശരിയല്ലേ? ഓക്കെ, നോക്കിക്കേ, കോപ്പർ ഓക്സൈഡ് എടുത്തു. ഈ കോപ്പർ ഓക്സൈഡിനെ നമ്മൾ എന്താ ചെയ്യുക? കുറച്ചും കൂടെ കോപ്പർ സൾഫൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് 6 കോപ്പർ ആറ്റവും അതേപോലെ തന്നെ ഒരു സൾഫർ ഡയോക്സൈഡും കിട്ടും അല്ലേ? സൾഫർ ഡയോക്സൈഡും കിട്ടും. ഓക്കെ അഭയ്, ഞാനിവിടെ കോഴിക്കോട് എരിഞ്ഞപ്പാലത്തെ സൈലത്തിൻ്റെ ഓഫീസിലുണ്ടാകും. ഞാൻ അഭയിനെ ഓർത്ത് വെക്കൂട്ടോ. പാസ്സായാൽ ഫ്ലവർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ്.
ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം, കാർബണേറ്റുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ നമ്മൾ കാൽസിലേഷൻ യൂസ് ചെയ്യുന്നു. ഇനി സൾഫൈഡുകളെ നമ്മൾ ഓക്സൈഡുകളാക്കി മാറ്റാനായിട്ട് നോക്കിക്കേ നമ്മൾ റോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ഇനി എന്താ ചെയ്യുക? ഇപ്പം നമുക്ക് ഓക്സൈഡിനെ കിട്ടി, ഇനി ഓക്സൈഡിന് നമ്മൾ എന്താ ചെയ്യുക? റിഡക്ഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ? റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ആണ്. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാണ്. എക്സാമ്പിൾ എന്താണ് മനുക്കുട്ട? എന്താണ് നോക്കിക്കേ, എന്താണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? എക്സാമ്പിൾ നമ്മുടെ സിങ്ക് ഓക്സൈഡിനെ നമ്മൾ കോക്കായിട്ട് കാർബൺ ആറ്റമായിട്ട് കാർബണിനെ നമ്മളിവിടെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യും അല്ലേ? ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് കോക്കാണ്. അപ്പോൾ കോക്കുമായിട്ട് നമ്മുടെ സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റായിട്ട് സിങ്ക് ആറ്റം കിട്ടും, അതേപോലെ കാർബൺ മോണോക്സൈഡും കിട്ടി. അപ്പോൾ ഓക്സൈഡിനെ നമുക്ക് കിട്ടി. ഈ ഓക്സൈഡിനെ നമ്മൾ റിഡക്ഷൻ വഴി ത്രൂ യൂസിങ് എ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ആൻ മെറ്റൽ അല്ലേ? മെറ്റലാക്കാൻ പറ്റും. ഓക്കെ, കെമിസ്ട്രി കഴിഞ്ഞതിന് ബയോളജി കൂടെ വേണ്ടേ? ഓക്കെ അല്ലേ? കോപ്പർ ഹൈഡ്രോക്സൈഡ് അല്ല, കോപ്പർ ഓക്സൈഡ് ആണ്. ഓക്കെ, പേടിയൊന്നും വേണ്ട കുക്കി, നമ്മൾ നല്ലതുപോലെ പഠിക്കുന്നില്ല. കുക്കിനെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, അത് എപ്പോഴും ക്ലാസ്സിൽ വരാറുള്ളതാണല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഓർക്കുക, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെൻറ്റ് എക്സ്, അറ്റോമിക് നമ്പർ 13 ആൻഡ് വൈ അറ്റോമിക് നമ്പർ 20. മക്കളെ, മിസ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ടുവരാൻ കാരണം ഇവിടെ നിങ്ങൾക്കറിയാം നമുക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഇത് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പലതവണ കാർബൺ ആറ്റം തന്നെയാണ് കേട്ടോ കോക്കിലുള്ളത്. അപ്പോൾ നോക്കിക്കുക, പലതവണ പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് 2021-ൽ 22-ൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, അറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കയ്യിൽ 13 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് കയറുക, സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് അല്ലേ? മിച്ചമുള്ള 3 ഇലക്ട്രോൺസ് നമ്മുടെ തേർഡ് ഷെല്ലിൽ കയറും. അപ്പോൾ 283 ആണ്. വെരി ഗുഡ്. ഇനി അടുത്ത നോക്കിക്കേ, അറ്റോമിക് നമ്പർ അല്ലെ എക്സ് ആയിരുന്നു, വൈ എടുത്താൽ അറ്റോമിക് നമ്പർ ഇസ് 20. അപ്പം എങ്ങനെയാ വരിക? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് കയറും, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കയറും, ഇനി അടുത്ത ഷെല്ലിലും 8 ഇലക്ട്രോൺസ് കയറും. അത് കഴിഞ്ഞാൽ മിച്ചമുള്ള ഷെല്ലിൽ നോക്കിക്കാൻ മക്കളെ, ഇത് അറ്റോമിക് നമ്പർ 20, 19 ഒക്കെ വരുമ്പോൾ അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 28821 ആണ് കേട്ടോ ഇയാളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി ഇസഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അറ്റോമിക് നമ്പർ 19 ആണെങ്കിൽ 2881 എന്നായിരിക്കും വരിക. ഇതിൻ്റെ ശരിക്കായിട്ടുള്ള റീസൺ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കൂ കേട്ടോ. ഓക്കെ, അടുത്ത +1-ൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, മനുക്കുട്ട, നീ പാസ്സായാൽ നിനക്ക് ഞാൻ ഫ്ലവർ തരും ഉറപ്പായിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സച്ച് ആസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം സൾഫേറ്റ് ആൻഡ് ബേരിയം ക്ലോറൈഡ് എന്താണ് നടക്കുന്നത്? നോക്കിക്കേ, ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കാൻ പോവാണ്. അതായത് സോഡിയം സൾഫേറ്റ് Na2SO4 എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം സൾഫേറ്റും പിന്നെ ബേരിയം ക്ലോറൈഡും അല്ലേ, BaCl2 എന്ന് പറഞ്ഞിട്ടുള്ള ബേരിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടെ എന്താ നടക്കുക? ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും അല്ലേ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് NaCl എന്ന് പറഞ്ഞ സോഡിയം ക്ലോറൈഡിനെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ബേരിയം സൾഫേറ്റിനെ കിട്ടും. ഈ ബേരിയം സൾഫേറ്റിന്റെ പ്രത്യേകത എന്താ? ദിസ് ഈസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെ? ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, വിച്ച് ഈസ് ഇൻസോളിബിൾ ഇൻ വാട്ടർ അല്ലേ? ഇൻസോളിബിൾ ആയിട്ടുള്ള ആളായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ അല്ലേ? അപ്പം നോക്കിക്കേ, സോഡിയം സൾഫേറ്റും അതേപോലെ തന്നെ ബേരിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആരാണ്? സോഡിയം ക്ലോറൈഡിന് കിട്ടും. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്ലേസ് ലിറിക്സ്. നോക്കിക്കേ, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? വാട്ടർ സോളിബിൾ ആയിട്ടുള്ളൊരു സോൾട്ട് ആണ് അല്ലേ? അതേപോലെ തന്നെ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അറ്റോമിക് നമ്പർ അറിയാതെ ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റില്ല, അറ്റോമിക് നമ്പർ തരും. ഓക്കെ, നോക്കിക്കേ, അപ്പോൾ ബേരിയം സൾഫേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇതിലെ ഓപ്ഷൻ എന്തൊക്കെയാ? എക്സ്ചേഞ്ച് ഓഫ് ആറ്റംസ് ടേക്സ് പ്ലേസ് ആണോ? നോക്കിക്കേ, ആറ്റംസ് ആണോ?
അല്ല, നോക്കിക്കേ, Na2SO4 എന്ന് പറയുമ്പോൾ അവിടെ സൾഫേറ്റ് അയണും ഉണ്ട്, അതേപോലെ Na+ അയണും ഉണ്ട് അല്ലേ. ഈ അയോൺസിനെ തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പം നോക്കുക, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരിക്കലും മാറ്റങ്ങളുടെ എക്സ്ചേഞ്ച് അല്ല, പകരം അയോൺസിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഇനി എ precipitate is produced, ശരിയല്ലേ? ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വൈറ്റ് precipitate ആണ് കാണപ്പെടുക. അപ്പോൾ ബിയും സിയും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി ഇൻസോളിബിൾ സോൾട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആണോ? ഇൻസോളിബിൾ സോൾട്ട് പ്രൊഡ്യൂസ്ഡ് ആണോ? അല്ല അല്ലേ. ഇൻസോളിബിൾ സോൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള സോൾട്ട് ഏതാണ്? നമ്മുടെ NaCl അല്ലേ. അപ്പോൾ NaCl എന്ന് പറയുമ്പോൾ ഇവിടെ സോളിബിൾ ആയിട്ടുള്ള സോൾട്ട് ആണ്. അപ്പോൾ ഇൻസോളിബിൾ സോൾട്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പകരം എന്താ പറയേണ്ടത്? ഇൻസോളിബിൾ സോൾട്ടും അതേപോലെ തന്നെ സോളിബിൾ സോൾട്ടും വന്നിട്ടുണ്ട് എന്ന് പറയണം അല്ലേ. ഇത് ഏതാ ചാപ്റ്റർ? ഈശ്വരാ. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ ഓർക്കുക, ഇവിടെ 2 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻസോളിബിൾ സോൾട്ട് മാത്രമല്ല സോളിബിൾ സോൾട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബിയും സിയുമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ബിയും സിയും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എടാ, ഓപ്ഷൻ ബി ആണോ ആൻസർ? അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതിലെ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. അറ്റോമിക് നമ്പർ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കേട്ടോ, ക്വസ്റ്റ്യനിൽ തരും. എൻ്റെ ദൈവമേ, നാളെ എക്സാം ആണ്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു നോക്കൂ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഏതാണെന്ന്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കയറിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ ഫോട്ടോകളും നീ നോക്കിയിട്ട് അതിൻ്റെ ക്യാപ്ഷനുകളൊക്കെ നീ പഠിക്കണം മോനെ. എന്നിട്ട് നാളത്തെ ബോർഡ് എക്സാമിന് ഓരോ ചോദ്യത്തിനും അതിനനുയോജ്യമായിട്ടുള്ള ഓരോ ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷൻസ് നീ എഴുതി വെക്കണം. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. മക്കളെ, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല എന്താ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ അത് കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് ½ H2O അല്ലേ. അതായത് കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് ഹെമിഹൈഡ്രേറ്റ് അല്ലേ. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്, ഇതിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പം നോക്കിക്കേ, യെസ്, ഓപ്ഷൻ സി ആണ്. അപ്പം നമുക്ക് വേഗം പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല ഒന്ന് ഓർത്തെടുക്കുക. നമുക്കറിയാം അല്ലേ, ജിപ്സം എന്ന് പറഞ്ഞാൽ ആരാ? കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് 2H2O. ഇതാണ് ജിപ്സത്തെ നമ്മൾ ഹീറ്റ് ചെയ്യും അല്ലേ. ജിപ്സത്തെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ 1.5 വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് റിമൂവ്ഡ് ആവും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആളാണ് കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് ഹെമിഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ½ H2O എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ. ഫാത്തിമ തസ്നീന് തരാട്ടോ, ഫ്ലവർ തരാട്ടോ. അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് നമ്മൾ വീണ്ടും 1.5 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്താൽ ആരെ കിട്ടും? തിരിച്ച് നമുക്ക് കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് 2H2O എന്ന് പറഞ്ഞിട്ടുള്ള ജിപ്സത്തെ കിട്ടും. ഈ റിയാക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ മക്കളെ, ഇതിൽ എത്ര കാർബൺ ആൻഡ് കോമ്പൗണ്ട് കഴിഞ്ഞു കേട്ടോ. ഇതിൽ എത്ര വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്? ഇതിൽ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്താൽ അതിൻ്റെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്രയാണ്? വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്രയാണ്? എടാ, വേഗം ആൻസർ പറയടാ, നാളെ എക്സാം ആയിട്ടാണ്, കളിക്കരുത് കേട്ടോ. യെസ്, ½ അല്ലേ. ½ ആണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, എസ്റ്ററിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ശരിയല്ലേ? എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ആസിഡും അതേപോലെ തന്നെ ഒരു ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. ഒരു ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ എസ്റ്ററിനെ കിട്ടും, അതേപോലെ തന്നെ വാട്ടറിനെയും കിട്ടും. അങ്ങനെയാണ് നമ്മൾ എസ്റ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യുക. സിൻസ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ ദേ ആർ വോളറ്റൈൽ സബ്സ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ വോളറ്റൈൽ സബ്സ്റ്റൻസസ് ആണ്. എസ്റ്റേഴ്സ് ആർ വോളറ്റൈൽ സബ്സ്റ്റൻസസ്. എസ്റ്റേഴ്സ് ആർ വോളറ്റൈൽ ഇൻ നേച്ചർ. ഓക്കെ, അവർ വോളറ്റൈൽ നേച്ചറുള്ള ആൾക്കാരാണ്. അതായത് നീരാവിയായി ആവിയായി പറന്നു പോകുന്ന ആൾക്കാരാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അല്ലേ, വോളറ്റൈൽ നേച്ചർ ആയതുകൊണ്ട് തന്നെ നോക്കിക്കേ, അവർ നല്ല പ്ലസന്റ് സ്മെല്ലുള്ള ആൾക്കാരാണ്. ഇനി when esters react with the sodium hydroxide and alcohol and sodium salt of carboxylic acid is produced.
ശരിയാണോ? നോക്കിക്കേ, എസ്റ്റേഴ്സ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒരു ആൽക്കഹോളും അതേപോലെ തന്നെ സോഡിയം സോൾട്ടും കിട്ടുമെന്ന് പറയുന്നു. അപ്പം നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം അല്ലേ? ആ റിയാക്ഷൻ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ദ CH3COONA അല്ലേ, സോറി മക്കളെ, CH3COOCH3. ഇതാ ഞാൻ നമ്മളൊരു എസ്റ്ററിനെ എടുത്തിട്ടുണ്ട്. ഒരു എസ്റ്ററിനെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എസ്റ്ററിനെ ഞാൻ NaOH-മായിട്ട് ട്രീറ്റ് ചെയ്യിച്ചു. എന്താ സംഭവിക്കുക? ഈ പറഞ്ഞിട്ടുള്ള NaOH-മായിട്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ ദാ ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? ദാ സോഡിയം നേരെ അല്ലേ CH3 ഗ്രൂപ്പുമായിട്ട് OH ഗ്രൂപ്പ് റിയാക്ട് ചെയ്യും. CH3 ഗ്രൂപ്പും OH ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് CH3OH എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കഹോളിനെ കിട്ടും. പ്ലസ് ഈ Na ഗ്രൂപ്പ് നേരെ നമ്മുടെ COO ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ CH3COONA എന്ന് പറഞ്ഞിട്ടുള്ള ആരെ കിട്ടുക? ഇതാ നോക്കിക്കേ, സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ കിട്ടി അല്ലേ? സോഡിയം അസറ്റേറ്റിനെ കിട്ടി. ശരി, അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ വെറുതെ നോക്കിയിട്ടേ ഉള്ളൂ. അപ്പം നോക്കിക്കേ, ഈ റീസൺ കൊണ്ടാണോ ശരിക്കും അവർക്ക് പ്ലസന്റ് സ്മെല്ലുള്ളത്? ഈ റീസൺ കൊണ്ടാണോ അവർക്ക് നല്ല മണമുള്ളത്? 5 വ്ലോഗിനും ഫ്ലവർ തരും, എല്ലാവർക്കും ഞാൻ ഫ്ലവർ തരും. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഈ റീസൺ കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? അവർ വോളറ്റൈൽ നേച്ചറുള്ള ആൾക്കാരായതുകൊണ്ടാണ്. നോക്കിക്കേ, അവർ വോളറ്റൈൽ നേച്ചറുള്ള ആളായതുകൊണ്ടാണ് അവർ നല്ല പ്ലസന്റ് സ്മെല്ലിൽ ഇരിക്കുന്നത്. പ്ലസ് ദേ ആർ അരോമാറ്റിക് ഇൻ നേച്ചർ. അല്ലാതെ ഇവർ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഓർക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റാണ്, അസേർഷനും റീസണും കറക്റ്റാണ്. പക്ഷെ അസേർഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കിയതിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 1 gram of copper powder was taken in a china dish and heated. നോക്കിക്കേ, കുറച്ച് കോപ്പർ പൗഡറിനെ നമ്മൾ എടുത്തു, COO കോപ്പർ പൗഡറിനെ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്തു. വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ഓൺ ഹീറ്റിംഗ്? മക്കളെ വീണ്ടും കോപ്പർ പൗഡറിനെ നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്തത്? കാൽഷ്യം ഹൈഡ്രോക്സി മനസ്സിലായില്ല? ഓക്കെ, നോക്കിക്കേ, ചാറ്റ് മേലേക്ക് പോണു. നോക്കിക്കേ മക്കളെ, കോപ്പർ പൗഡറിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോറി അളിയ, കുറച്ച് കോപ്പർ പൗഡറിനെയും നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഈ കോപ്പർ പൗഡറിനെയും നമ്മൾ ഹീറ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ട റിയാക്ഷൻ ആണ് അല്ലേ? കോപ്പർ പൗഡറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. ഇനി when hydrogen gas is passed over this heated substance, a visible change is seen in it. Give chemical equations, reactions, the name and the color of the products formed in each case. അപ്പം എല്ലാം പറയണം. ആദ്യം കോപ്പർ പൗഡർ എടുത്തു. കോപ്പർ പൗഡർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കളറാണ്? ഒരു ബ്രൗൺ കളറിലുള്ള ആളാണ് അല്ലേ? കോപ്പർ എടുത്താൽ ഒരു ചെമ്പ് കളറാണ്. ഓക്കെ, ബ്രൗൺ കളറാണ്. ഇനി നോക്കിക്കേ, ഈ കോപ്പറിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, എസ്റ്ററിൻ്റെ കെമിക്കൽ ഫോർമുല തെറ്റാണോ? എവിടെയാണ് തെറ്റ്? എവിടെയാണ് ഞാൻ തെറ്റ് എഴുതിയിട്ടുള്ളത്? എസ്റ്ററിൻ്റെ കെമിക്കൽ ഫോർമുല ഞാൻ എഴുതിയിട്ടുള്ളത് ശരിയാണല്ലോ. എവിടെയാണ് തെറ്റുള്ളത്? തെറ്റുണ്ടെങ്കിൽ എന്താണ് തെറ്റെന്നും കൂടെ പറഞ്ഞു തരണം കേട്ടോ. നോക്കിക്കേ, ബ്രൗൺ കളറാണല്ലേ? ഇയാളെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള കോപ്പർ ഓക്സൈഡിനെ കിട്ടും. ഈ ബ്ലാക്ക് കളറിലുള്ള കോപ്പർ ഓക്സൈഡിലേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? കുറച്ച് ബ്ലാക്ക് കളർ കോപ്പർ ഓക്സൈഡിലേക്ക് കുറച്ച് ഹൈഡ്രജൻ ഗ്യാസിനെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് കോപ്പർ ആറ്റത്തെയും കിട്ടും, അതേപോലെ തന്നെ വാട്ടറിനെയും കിട്ടും. അപ്പോൾ കളർ തിരിച്ച് വീണ്ടും ബ്രൗൺ കളറായിട്ട് മാറും അല്ലേ? ഇതാണ് ഇവിടെ നടക്കുന്നത്. സെറ്റ് അല്ലേ? ഈ റിയാക്ഷൻ എഴുതി കൊടുത്ത് കളറും നെയിമും സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി അടുത്തത്, ലിസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ഓഫ് ക്ലോർ ആൽക്കലി പ്രോസസ്. റൈറ്റ് 1 ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് ഈച്ച്. നോക്കിക്കേ, ക്ലോർ ആൽക്കലി പ്രോസസ്സിലെ ഓക്കെ മക്കളെ, ക്ലോർ ആൽക്കലി പ്രോസസ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ്? അതിനെ ഒന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് പ്രോഡക്റ്റ്? ക്ലോർ ആൽക്കലി പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയാൻ പറയുന്നത്. ഓക്കെ, ഇപ്പം മക്കളെ, നിങ്ങൾ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എസ്റ്റർ മാത്രമാണ്. എസ്റ്റർ അങ്ങനെ മാത്രമല്ല ഫോം ചെയ്യുക. എസ്റ്റർ പലതരത്തിലുണ്ട്. ഓക്കെ, ഇത് മീഥൈൽ മെഥനോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എസ്റ്ററാണിത്. ഓക്കെ, ഇങ്ങനെ മാത്രമല്ല എസ്റ്റർ അങ്ങനെ CH3 COO C2H5 അങ്ങനെ മാത്രമല്ല എസ്റ്റർ ഉള്ളത്. ഏത് രീതിയിലും എസ്റ്റർ ഉണ്ട്. ഓക്കെ,
ഫോർമുല തെറ്റല്ല. ഓക്കെ, എസ്റ്റർ എങ്ങനെ വേണമെങ്കിലും ഫോം ചെയ്യും. നമ്മൾ എടുക്കുന്ന ആൽക്കഹോൾ ഏതാ, നമ്മൾ എടുക്കുന്ന ആസിഡ് ഏതാ, അതനുസരിച്ചിട്ടാണ് എസ്റ്റർ ഫോം ചെയ്യുക. എസ്റ്ററിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോം ചെയ്യിക്കാം. വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ CH3COOH എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റിക് ആസിഡിനെ എടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ ഒരു മെഥനോളിനെ ആഡ് ചെയ്യാൻ പോവാണ്. CH3OH എന്ന് പറഞ്ഞിട്ടുള്ള മെഥനോളിനെ ആഡ് ചെയ്യാൻ പോവാ. അപ്പോൾ ഏത് എസ്റ്ററാ ഫോം ചെയ്യാം? നോക്കിക്കേ മക്കളെ, നമുക്കറിയാം ഒന്നെങ്കിൽ എസ്റ്ററിഫിക്കേഷന് ഏത് ആസിഡും ഏത് പ്രോഡക്റ്റും നമുക്ക് എടുക്കാം. ഏത് ആസിഡിനെ വേണമെങ്കിലും ഏത് ആൽക്കഹോളിനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രം ആ ആസിഡിനെ എടുക്കാം. ഇപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത്? അസറ്റിക് ആസിഡിനെ മെഥനോളുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുക? ആൽക്കഹോളിൻ്റെ കയ്യിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആസിഡിൻ്റെ കയ്യിലുള്ള ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ? അങ്ങനെ റിയാക്ട് ചെയ്ത് അവർ വാട്ടർ മോളിക്യൂളായിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോം ചെയ്യുന്ന ആളാണ് CH3COO CH3 എന്ന് പറഞ്ഞിട്ടുള്ള മീഥൈൽ എഥനോയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എസ്റ്റർ. ഇപ്പം കിട്ടിയോ? അപ്പം ഇത് തെറ്റാണോ? നിങ്ങൾ പറഞ്ഞിട്ടുള്ള എസ്റ്റർ എങ്ങനെയായിരുന്നു? CH3COOH എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റിക് ആസിഡും നിങ്ങൾ പറഞ്ഞ എസ്റ്ററിനെയാണ് ഞാൻ പറയുന്നത്. പിന്നെ CH2OH എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കഹോളും. അതെ, അതായത് നമ്മുടെ അസറ്റിക് ആസിഡും എഥനോളും തമ്മിൽ റിയാക്ട് ചെയ്യിച്ചാൽ എഥനോളിൻ്റെ കയ്യിൽ നിന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അതേപോലെ ആസിഡിൻ്റെ കയ്യിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പുറത്തേക്ക് പോകും അല്ലേ? വാട്ടറായിട്ട് പുറത്തേക്ക് പോകും. മിച്ചമായിട്ട് നമുക്ക് CH3COO CH2CH3 എന്ന് പറഞ്ഞിട്ടുള്ള എസ്റ്ററിനെ കിട്ടും. ഓക്കെ, മതി. ഞാൻ എഴുതിയ ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പം മനസ്സിലായോ? ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ അടുത്ത നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, ക്ലോർ ആൽക്കലി പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് വീണ്ടും വേഗം ക്ലോർ ആൽക്കലി പ്രോസസ്സ് ഒന്ന് ഓർത്തെടുക്കാം അല്ലേ? ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2NS എസ്റ്റർ ഉണ്ടാവും. എസ്റ്റർ പല ടൈപ്പ് എസ്റ്റർ ഉണ്ട്. നമ്മൾ ഏത് ആസിഡ് എടുക്കുന്നു, നമ്മൾ ഏത് ആൽക്കഹോൾ എടുക്കുന്നു, അതനുസരിച്ചിട്ട് എസ്റ്റേഴ്സിൻ്റെ ഫോമൊക്കെ മാറിയിരിക്കും. സെറ്റ് അല്ലേ? യെസ്. നോക്കിക്കേ മക്കളെ, ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? NaOH എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോസ്റ്റിക് സോഡ അല്ലേ? കോസ്റ്റിക് സോഡയുടെ പ്രിപ്പറേഷൻ. ഈ NaOHനെ പ്രിപ്പയർ ചെയ്യുന്നതിനെയായിരുന്നു നമ്മൾ ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ബ്രൈൻ എടുക്കുന്നു അല്ലേ? ഇലക്ട്രോലൈസിസ് ഓഫ് ബ്രൈൻ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോലൈസിസ് ഓഫ് ബ്രൈൻ എന്ന് പറഞ്ഞാൽ ആരാ? NaCl ഇൻ വാട്ടർ അല്ലേ? അതായത് സോഡിയം ക്ലോറൈഡിനെ നമ്മുടെ കോമൺ സോൾട്ടിനെ വാട്ടറിനായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ബ്രൈനിനെ കിട്ടും. ഈ ബ്രൈനിനെ നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് നമുക്ക് വേഗം ഓർത്തെടുക്കാം അല്ലേ? അപ്പോൾ നോക്കാം എങ്ങനെയാണ് സംഭവിക്കാൻ. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഇലക്ട്രോഡുകൾ ഉണ്ട് അല്ലേ? നമ്മുടെ കാഥോഡും ആനോഡും ഒക്കെ ഇരിക്കുന്നുണ്ട്. ചെറിയ വര ഓൾവേസ് നെഗറ്റീവ്, വലിയ വര ഓൾവേസ് പോസിറ്റീവ് അല്ലേ? അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ കാഥോഡാണ്. ഇനി പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ആരാ? നമ്മുടെ ആനോഡാണ്. അപ്പോൾ ഇവിടെ കാഥോഡും ആനോഡും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സെറ്റ് അല്ലേ? ഇനി നോക്കാം, ഇവിടെ NaCl എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ Na+ഉം Cl- അയണുമായിട്ട് ഇരിക്കുന്നു. വാട്ടർ എങ്ങനെയാണ് ഇരിക്കുക? H+ അയണും OH- ഇരിക്കുന്നു. ഇവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുക? നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിലെ എസ്റ്റർ എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിലെ എസ്റ്റർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമുക്കറിയാം ആദ്യം തന്നെ സോഡിയം അയൺ OH ഹൈഡ്രോക്സൈഡ് അയണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് NaOH ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ട്യൂബിലൂടെ പുറത്തേക്ക് വരും അല്ലേ? ഇനി ഇവിടെ നമുക്കറിയാം പോസിറ്റീവ് ചാർജുള്ള ഓപ്പോസിറ്റ് ചാർജുകളാണ് പരസ്പരം അട്രാക്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള നമ്മുടെ ഈ അയൺ അല്ലേ, ഹൈഡ്രജൻ അയൺ എങ്ങോട്ടേക്കാണ് പോവുക? നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടും. ഇനി നെഗറ്റീവ് ചാർജുള്ള ആള് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്കാണ് പോകുന്നത്. അതായത് OH- അയൺ എങ്ങോട്ടേക്കാണ് പോവുക? OH- അയൺ നേരെ പോകുന്നത് നമ്മുടെ ആനോഡിലേക്കാണ്. അങ്ങനെ സോറി മക്കളെ, OH- അല്ല, OH- എന്നാ പറഞ്ഞല്ലേ? സോറി, നമ്മുടെ Cl- അയൺ, നമ്മുടെ ക്ലോറൈഡ് അയൺ അല്ലേ? ക്ലോറൈഡ് അയൺ നേരെ ആനോഡിലേക്ക് പോകും. അങ്ങനെ ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെയും കിട്ടി. ശരിയല്ലേ? അപ്പോൾ NaOHനെ കിട്ടി, അതേപോലെ കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടി, ആനോഡിൽ ക്ലോറിൻ ഗ്യാസിനെ കിട്ടി. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? NaOH ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്,
ക്ലോറിൻ ഗ്യാസ് ഉണ്ട്. സെറ്റ് അല്ലേ? ഇനി ഇവരുടെ യൂസസ് എന്തൊക്കെയാ? സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് അല്ലേ, സോപ്പുകളും ഡിറ്റർജൻസും ഉണ്ടാക്കാൻ NaOH ഉപയോഗിക്കും. ഇനി ക്ലോറിൻ ഗ്യാസ് എന്തിനാ? പെസ്റ്റിസൈഡ്സിനെയും അതേപോലെ PVC പൈപ്പുകളെയും ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ക്ലോറിൻ ഗ്യാസിന് ഉപയോഗിക്കാം. ഇനി അടുത്തത് ഹൈഡ്രജൻ ഗ്യാസ്. നോക്കിക്കേ, ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഫ്യുവലായിട്ട് അതേപോലെ തന്നെ റിഡക്ഷൻ റിയാക്ഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഇസ് വാഷിംഗ് സോഡ പ്രിപ്പയർഡ് ഫ്രം സോഡിയം കാർബണേറ്റ്? സോഡിയം കാർബണേറ്റിൽ നിന്നും എങ്ങനെയാണ്, എന്താണ് ക്ലിയർ ആവാത്തത്? ക്വസ്റ്റ്യൻ ആണോ? ഞാൻ കുറച്ച് സൂം ചെയ്തു തരാം. എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ വരും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, വാഷിംഗ് സോഡ എങ്ങനെയാണ് സോഡിയം കാർബണേറ്റിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? ഗിവ് ഇറ്റ്സ് കെമിക്കൽ ഇക്വേഷൻ, സ്റ്റേറ്റ് ദ ടൈപ്പ് ഓഫ് ദ സോൾട്ട്, നെയിം ദ ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്. നോക്കിക്കേ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഓർമ്മയുണ്ടോ? നമ്മൾ എന്താ ചെയ്യുക? സോഡിയം കാർബണേറ്റിലേക്ക് Na2CO3യിലേക്ക് 10 വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആഡ് ചെയ്താൽ, അല്ലെ, 10 വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓർമ്മയുണ്ടോ? സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ Na2CO3 ആണ്. ഈ Na2CO3യിലേക്ക് നമ്മൾ 10 വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആഡ് ചെയ്തു, അതായത് ബൈ ദ റീക്രിസ്റ്റലൈസേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ആണ് അല്ലേ, 10 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് Na2CO3.10H2O എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷിംഗ് സോഡ കിട്ടും അല്ലേ, വാഷിംഗ് സോഡ കിട്ടും. നോക്കിക്കേ മക്കളെ, ഇനി നെയിം ദ ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് വിച്ച് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്. ഏത് ടൈപ്പ് ഹാർഡ്നെസ്സിനെയാണ് നോക്കിക്കേ മക്കളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക? നോക്കിക്കേ, ഏത് ടൈപ്പ് ഹാർഡ്നെസ്സിനെയാണ്? അപ്പം നമുക്കറിയാം ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട് അല്ലേ, അതായത് ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, അതേപോലെ പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്. അപ്പം ഈ സോഡിയം വാഷിംഗ് സോഡ ഉപയോഗിച്ച് വി ക്യാൻ റിമൂവ് ബോത്ത് ദ ടെമ്പററി ഹാർഡ്നെസ് അതേപോലെ തന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ്. ഈ ബയോളജി ഉണ്ട് കേട്ടോ, 2 ടൈപ്പ് ഹാർഡ്നെസ്സിനെയും നമുക്ക് വാഷിംഗ് സോഡ ഉപയോഗിച്ചിട്ട് മാറ്റാനായിട്ട് പറ്റും. നോക്കിക്കേ, when we add washing soda in water, it adds large amount of carbonate ion in water which will react with the calcium and magnesium ions to form insoluble precipitate. Thus cleansing action is completed. അല്ലേ, അതായത് നോക്കിക്കേ, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയൺസ് ഉണ്ട്. അപ്പോൾ ഈ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസുമായിട്ട് നോക്കിക്കേ, നമ്മുടെ കാർബണേറ്റ് അയോൺസ് റിയാക്ട് ചെയ്യും. വാഷിംഗ് സോഡയിലുള്ള കാർബണേറ്റ് അയണുകൾ എന്താ ചെയ്യുക? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സോൾട്ടുകളായിട്ട് റിയാക്ട് ചെയ്ത് ഒരു പ്രസിപ്പിറ്റേറ്റ്, ഇൻസോളബിൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഈ ഇൻസോളബിൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് അഴുക്കിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. സെറ്റ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. കാർബൺ കനോട്ട് റെഡ്യൂസ് ദ ഓക്സൈഡ്സ് ഓഫ് സോഡിയം, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ടു ദ റെസ്പെക്റ്റീവ് മെറ്റൽസ്. വൈ? എന്തുകൊണ്ടാണ് കാർബണിന് അലൂമിനിയത്തെയും സോഡിയത്തെയും മഗ്നീഷ്യത്തെയും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? ഏത് ടൈപ്പ് ഓഫ് സോൾട്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോം ചെയ്യുക? സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടും അതേപോലെ തന്നെ H2CO3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീക്ക് ആസിഡിനെയും തമ്മിൽ റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടും ഒരു വീക്ക് ആസിഡ് ആയിട്ടുള്ള നമ്മുടെ കാർബോണിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആരെ കിട്ടും? Na2CO3 എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം കാർബണേറ്റിനെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നോക്കിക്കേ, ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിലാണ് ഇവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസ് ആണ് സ്ട്രോങ് എങ്കിൽ സോൾട്ടിൻ്റെ സ്വഭാവവും ബേസ് ആയിരിക്കും. സോ ദിസ് ഈസ് എ ബേസിക് സോൾട്ട് ആണ്. ഓക്കെ, ഇതൊരു ബേസിക് നേച്ചറുള്ള ഒരു സോൾട്ടാണ് കേട്ടോ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, എന്തുകൊണ്ടാണ് അവർക്ക് റെസ്പെക്റ്റീവ് മെറ്റൽസിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? ദേ കനോട്ട് അലൂമിനിയത്തെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്കറിയാം അല്ലേ, സോഡിയം മഗ്നീഷ്യം അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് അല്ലേ, ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. അവരെല്ലാവരും വളരെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ്. അവർക്ക് കാർബണിനെ കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലേ. അവർ ഈ പറഞ്ഞിട്ടുള്ള സോഡിയം മഗ്നീഷ്യം അലൂമിനിയം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ദേ ഹാവ് മോർ അഫിനിറ്റി ടുവേർഡ്സ് ഓക്സിജൻ അല്ലേ, അവർക്ക് ഓക്സിജനിലേക്ക് അഫിനിറ്റി കൂടുതലായിരിക്കും. ആൻഡ് ദേ ഹാവ് മോർ അഫിനിറ്റി ടുവേർഡ്സ് ഓക്സിജൻ. അതുകൊണ്ട് നമുക്ക് പറയാം, എന്തായാലും ശരി, ഇവർക്കൊരിക്കലും നോക്കിക്കേ, പഠിക്കാതെ എങ്ങനെ ഫുൾ മാർക്ക് കിട്ടും?
മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മറുപടി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇനി അങ്ങനെയാണെങ്കിൽ വേർ ആർ ദീസ് മെറ്റൽസ് പ്ലേസ് ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ്? റിയാക്ടിവിറ്റി സീരീസിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം പോലെയുള്ള മെറ്റൽസിനെ എവിടെ കൊണ്ടാണ് വെച്ചിട്ടുള്ളത്? എവിടെ കൊണ്ടാണ് വെച്ചിട്ടുള്ളത്? നമുക്കറിയാം അല്ലേ, അപ്പർ പാർട്ടിലാണ് അല്ലേ, അപ്പർ പോർഷൻ ഓഫ് ദി റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസിൻ്റെ മേലെ ഭാഗത്താണ്. എന്തുകൊണ്ടാണ്? കാരണം ഇവരുടെ റിയാക്ടിവിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് നോക്കിക്കേ അവിടെ മേലെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇനി ഹൗ ആർ ദീസ് മെറ്റൽസ് ഒബ്റ്റെയിൻ ഫ്രം ദെയർ ഓർസ്? മക്കളെ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിനെ നമ്മൾ എങ്ങനെയാണ് അവരുടെ ഓർസിൽ നിന്നും എടുക്കുക? എങ്ങനെയാണ് റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള മെറ്റൽസിനെ അവരുടെ ഓർസിൽ? തെർമിറ്റ് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ടോണിക്കുട്ടാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടോണിക്കുട്ടാ, ഇന്നല്ലേ നാളെ വരും, നാളെയല്ലേ മറ്റന്നാൾ വരും അല്ലേ ടോണിക്കുട്ടാ? മരുഭൂമി ഓടി വരും, മഴകാലയിലോടി വരും, ഇന്ന് നീ ഓടി വരും ടോണിക്കുട്ടാ. ടോണിക്കുട്ടൻ പറഞ്ഞുതരാം. അപ്പം മക്കളെ നോക്കാം എന്താ സംഭവിക്കുക, എങ്ങനെയാണ് ചെയ്യുക? യെസ്, വെരി ഗുഡ്. ത്രൂ ഇലക്ട്രോലൈസിസ് അല്ലേ, ഇലക്ട്രോലൈസിസ് ഓഫ് ദെയർ മോൾട്ടൺ സോൾട്ടുകൾ അല്ലേ, മോൾട്ടൺ ക്ലോറൈഡ്സ്. അപ്പോൾ ഇവരുടെ ക്ലോറൈഡ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണെങ്കിൽ ഇവരുടെ ക്ലോറൈഡ്സ് നമ്മൾ എടുക്കും. ഈ ക്ലോറൈഡ്സിനെ നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്യും. ഈ ഇലക്ട്രോലൈസിസ് വഴിയാണ് നമുക്ക് പറയാം, എന്താ നോക്കിക്കേ, ഇലക്ട്രോലൈസിസ് വഴിയാണ് ഇതിൽ നിന്ന് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, നമുക്ക് സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം നോക്കാം. ഇപ്പുറത്തെ പേജ് എടുത്താലോ. എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം നോക്കാം അല്ലെ, എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം നോക്കാം. അപ്പം നോക്കിക്കേ, എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നോക്കിയാലോ. എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം, മിസ്സിൻ്റെ നെയിം എന്താ? മിസ്സിൻ്റെ പേര് മിഥില എന്നാണ് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പം നോക്കിക്കേ, സോഡിയത്തിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സോഡിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സോഡിയത്തിൻ്റെ ക്ലോറൈഡ് അതേതാ, NaCl എടുക്കുകയാണ് നമ്മൾ അല്ലേ. NaClനെ മോൾട്ടൺ സ്റ്റേറ്റിലാണ്, നോക്കിക്കേ, ഉരുകിയ അവസ്ഥയിൽ മോൾട്ടൺ സ്റ്റേറ്റിലാണ് നമ്മൾ എടുക്കുക. മോൾട്ടൺ സ്റ്റേറ്റിൽ ഇവരെങ്ങനെ ഇരിക്കുക? Na+ അയണും അതേപോലെ Cl- അയണുമായിട്ടായിരിക്കുക. അയോൺസുകളായിട്ടാണ് മോൾട്ടൺ സ്റ്റേറ്റിൽ അവർ ഇരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കാഥോഡും ആനോഡും ഒക്കെ ഉണ്ട് അല്ലേ, നമ്മുടെ കാഥോഡും ആനോഡും ഒക്കെ ഉണ്ട്. നോക്കിക്കോ, കാഥോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ് കാഥോഡ്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നാളെ എക്സാമിന് പോയിട്ട് എക്സാം പേപ്പർ കൈ കിട്ടുമ്പോഴത്തേക്കും എക്സാം പേപ്പർ ഇലക്ട്രോലൈസിസ് എഴുതി തുടങ്ങുമ്പോഴത്തേക്കായിരിക്കും മനസ്സിൽ ഓർമ്മ വരുന്നത്. ഏത് പാട്ടാ ഓർമ്മ വരിക? ബട്ടർഫ്ലൈ 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 ഓർമ്മ വരും. അപ്പോൾ കാഥോഡ് ഏതാ ആനോഡ് ഏതാന്ന് എഴുതാൻ നിങ്ങൾ മറന്നു അല്ലേ? അപ്പോൾ എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണ്? കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണ്, ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. അടുത്തത് കിട്ടി. ഇനി അടുത്തത് നിങ്ങൾ എഴുതാൻ പോകുമ്പോഴായിരിക്കും അടുത്ത പാട്ട് ഓർമ്മ വരിക. അടുത്ത പാട്ട് ഇപ്പം ഏതാ? എന്ന് പറഞ്ഞിട്ട് അടുത്തത് കാച്ചസേര ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ഒന്നും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇപ്പം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എക്സാമിന് അതൊന്നും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കിക്കോ. Na+ അയണുമുണ്ട്, അതേപോലെ തന്നെ Cl- അയണുമുണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പം നമുക്കറിയാം ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നാണ് അല്ലേ. ഓപ്പോസിറ്റ് ചാർജുകൾ പരസ്പരം അട്രാക്ട് ചെയ്യുന്നു എന്നാണ്. നോക്കിക്കേ, അപ്പം നോക്കിക്കേ, ഈ പറഞ്ഞിട്ടുള്ള സോഡിയം അയൺ എങ്ങോട്ടേക്കാണ് പോവുക? പോസിറ്റീവ് ചാർജുള്ള അയണുകൾ നോക്കിക്കേ നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോകും അല്ലേ, കാഥോഡിലേക്ക് പോകും. കാഥോഡിൽ പോയിട്ട് എന്താ നടക്കുക? കാഥോഡിൽ പോയിട്ടുള്ള റിയാക്ഷൻ എഴുതാൻ പോവാണ് നമ്മൾ. നമ്മുടെ സോഡിയം അയൺസ് ആണ് അല്ലേ, പോസിറ്റീവ് ചാർജ് ലൈനാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഓർത്തിരിക്കും, ഇന്നലെ മിസ്സ് പറഞ്ഞു തന്നു എനിക്ക് ഓർമ്മ ഇവിടെ ഓർമ്മയുണ്ട്. അപ്പോഴാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിൻ ഏതാ പാടുക? മോയെ എന്ന് പാടും. അപ്പം അങ്ങനെ വരണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാഥോഡിൽ പോയിട്ട് എന്താ നടക്കുക? നമ്മുടെ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ മേടിച്ചിട്ട് സോഡിയം അയൺ ഒരു ഇലക്ട്രോണിനെ മേടിച്ചിട്ട് സോഡിയം ആറ്റമായിട്ട് മാറും. ഇനി നോക്കിക്കേ, ഇനി ക്ലോറൈഡ് അയൺ എങ്ങോട്ടേക്കാണ് പോവുക? നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോൺ നേരെ നമ്മുടെ ആനോഡിലേക്ക് പോകും അല്ലേ, ആനോഡിലേക്ക് പോകും. ആനോഡിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ പറഞ്ഞിട്ടുള്ള ക്ലോറിൻ നോക്കിക്കേ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അവിടെ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും.
ശരിയല്ലേ? അങ്ങനെ നമുക്ക് നമ്മുടെ കാഥോഡിൽ സോഡിയം മെറ്റലിനെ കിട്ടും. അപ്പോൾ ഓർക്കുക, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിനെ എന്താ ചെയ്യുക? ഇലക്ട്രോലൈസിസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഉറക്കമൊക്കെ കുറച്ച് പോയില്ലേ? സെറ്റ്. ഓക്കെ, അദ്വൈതേ ഉറപ്പായിട്ടും എക്സാം ജയിക്കും. എന്തിനാണ് എൻ്റെ കുട്ടികൾ ഇങ്ങനെ ഓർത്ത് പേടിക്കുന്നത്? നോക്കിക്കേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസ്. നോക്കിക്കേ, താഴെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തിലും നോക്കിക്കേ ഏതൊക്കെ റിയാക്ഷനാണ് നടക്കുക എന്നുള്ളത് നോക്കുക. എന്നിട്ട് അവരുടെ ഇക്വേഷൻ നമ്മൾ എഴുതാം. ഓക്കെ, ഇക്വേഷൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിങ്ക് റിയാക്ട്സ് വിത്ത് സിൽവർ നൈട്രേറ്റ് ടു പ്രൊഡ്യൂസ് സിൽവർ സിങ്ക് നൈട്രേറ്റ് ആൻഡ് സിൽവർ. അല്ല, എന്താ സംഭവിച്ചിട്ടുള്ളത്? സിങ്ക് സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? AgNO3 ആണ് കേട്ടോ. AgNO3 ആയിട്ട് റിയാക്ട് ചെയ്താൽ ആരാ ഉണ്ടാകുന്നത്? സിങ്ക് നൈട്രേറ്റ്. അപ്പോൾ സിങ്ക് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയണ്ടേ? സിങ്കിനെ നോക്കിക്കേ, സിങ്ക് എടുത്താൽ സിങ്കിൻ്റെ വാലൻസി എപ്പോഴും 2 ആണ്. അപ്പോൾ 2 നൈട്രേറ്റ് അയണുകളെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ZnNO3 ട്വൈസ് ആണ് സിങ്ക് നൈട്രേറ്റ്, പ്ലസ് നമുക്ക് 2 സിൽവർ ആറ്റത്തെയും കിട്ടും. ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ പോലെ ചിപ്പി ചിപ്പി ചപ്പ ചപ്പ റൂബി റൂബി രാവ രാവ ഡൂബി ഡൂബി രാവ ഡബ തോന്നും. നിനക്കെല്ലാം തോന്നും ജെറാൾഡേ. ഓക്കെ, ഉറക്കം ശരിയായില്ല, ഉറപ്പായിട്ട് എനിക്കൊരു സംശയമുണ്ട്. ശരി, അങ്ങനെ നോക്കിക്കേ, ഇവിടെ എന്ത് ടൈപ്പാണ് നോക്കിക്കേ. അങ്ങോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ജീവക്കുട്ടി, വെരി ഗുഡ്. ഇവിടെ നടന്നിട്ടുള്ളത് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് അല്ലേ? ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നു. നമ്മുടെ സിങ്ക് ആറ്റം ദാ ഇവിടെ നിന്നും സിൽവർ നൈട്രേറ്റിൽ നിന്നും സിൽവർ ആറ്റത്തെ ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ? സിങ്ക് പോയിട്ട് സിൽവർ ആറ്റത്തെ റിയാക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് സിങ്ക് നൈട്രേറ്റും അതേപോലെ സിൽവർ ആറ്റവുമായിട്ട് മാറി. സോ ദിസ് ഈസ് കോൾഡ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദിസ് ഇസ് നോട്ട് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതിയാൽ തെറ്റാണ്, മാർക്ക് കിട്ടില്ല. ഇനി പൊട്ടാഷ്യം അയഡൈഡും ലെഡ് നൈട്രേറ്റും ഓൾറെഡി പലതവണ കണ്ടു കഴിഞ്ഞു അല്ലേ? പൊട്ടാഷ്യം അയഡൈഡും അതേപോലെ തന്നെ ലെഡ് നൈട്രേറ്റുമായിട്ടുള്ള റിയാക്ഷൻ ഏത് റിയാക്ഷനാണ്? ഓർമ്മയുണ്ടോ? പലതവണ കണ്ടു, എന്നാലും ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. പൊട്ടാഷ്യം അയഡൈഡ് എന്ന് പറഞ്ഞാൽ Ki ആണ് നമ്മുടെ പൊട്ടാഷ്യം അയഡൈഡ്. ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ PbNO3 ട്വൈസ് ആണ് അല്ലേ? ഇവരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പരസ്പരം അയോണുകളെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് അല്ലേ? രണ്ടുപേരും പരസ്പരം അയോണുകളെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ടോ ഇവിടെ പൊട്ടാഷ്യം നൈട്രേറ്റ് ഫോം ചെയ്യും, അതേപോലെ തന്നെ ലെഡ് അയഡൈഡ് ഫോം ചെയ്യും. ഓക്കെ, ലെഡ് അയഡൈഡ് ഫോം ചെയ്യും. അപ്പോൾ രണ്ടുപേരും ഇവിടെ പരസ്പരം ഞാൻ ആയാം ഓക്കെ, ആയാം വെരി വെരി ഓക്കെ. ഞാൻ നിങ്ങളുടെ ഉറക്കം പോകാൻ വേണ്ടി പാട്ട് പാടിയതല്ലേ? അപ്പോൾ നോക്കുക, രണ്ടുപേരും പരസ്പരം അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം ദിസ് ഇസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ അല്ലേ മക്കളെ? ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർക്കുക, വാല്യുവേഷൻ സ്കീമിൽ ഓരോന്നിനും ഇത്ര മാർക്ക് എന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഏത് ഇക്വേഷൻ ആണെന്ന് പറയുന്നതിന് ചിലപ്പോൾ 1/2 മാർക്ക്, ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്ക്, ബാലൻസ് ചെയ്യുന്നതിന് 1/2 മാർക്ക്, അങ്ങനെയായിരിക്കും ഓരോ ഇക്വേഷൻ്റെയും പോവുക. അപ്പോൾ നോക്കുക, നിങ്ങൾ ബാലൻസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഒരു 2 റിയാക്ഷൻ്റെയും കൂടെ ഒരു 1 മാർക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ബാലൻസ് ചെയ്ത് എഴുതുക. കാര്യം ഇവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. സോഡിയം ക്ലോറൈഡ് ഈസ് ആൻ ionic compound which do not conduct electricity in solid state, whereas it does conduct electricity in molten state as well as in aqueous solution. മക്കളെ നോക്കിക്കേ, സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? വേഗം പറയണം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നോ ഫ്രീ അയോൺസ് അല്ലേ? നോ ഫ്രീ അയോൺസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ആ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അയൺ ഇല്ല. പക്ഷെ മോൾട്ടൺ സ്റ്റേറ്റിലേക്കോ അതേപോലെ തന്നെ നോക്കിക്കേ, മോൾട്ടൺ സ്റ്റേറ്റിലും അതേപോലെ തന്നെ നമ്മുടെ എക്വ സൊല്യൂഷൻ എടുക്കുമ്പോൾ അവിടെ അയോൺസ് ഉണ്ട്. ഈ അയോൺസ് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യും. ഇനി നോക്കിക്കേ, ഇനി അടുത്തത് റിയാക്ടിവിറ്റി ഓഫ് അലുമിനിയം ഡിക്രീസസ് ഇഫ് ഇറ്റ് ഇസ് ഡിപ്ഡ് ഇൻ നൈട്രിക് ആസിഡ്. മക്കളെ, നമ്മൾ നമ്മുടെ അലൂമിനിയത്തിനെ എടുത്തിട്ട് നൈട്രിക് ആസിഡിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മുടെ അലൂമിനിയത്തിൻ്റെ മേലെ ഒരു അലൂമിനിയം ഓക്സൈഡിൻ്റെ ആൻസർ മിസ് ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത് കേട്ടോ. അലൂമിനിയം ഓക്സൈഡിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യും. നമുക്കറിയാം, അലൂമിനിയം ഓക്സൈഡിൻ്റെ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് അവിടെ ഓക്സിഡേഷൻ നടക്കില്ല. അപ്പോൾ അലൂമിനിയത്തെ നമ്മുടെ നൈട്രിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യും. ഫസ്റ്റ് ഒരു ലെയർ ഫോം ചെയ്യും അലൂമിനിയം ഓക്സൈഡിൻ്റെ. വൺസ് ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഇനി ഫർദർ ആയിട്ട് റിയാക്ഷൻ നടക്കില്ല. ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മെറ്റൽസ് ലൈക്ക് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആർ നെവർ ഫൗണ്ട് ഇൻ ദർ ഫ്രീ സ്റ്റേറ്റ്.
നോക്കിക്കേ, കാൽഷ്യത്തെയും മഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസ് ഒരിക്കലും ഫ്രീ സ്റ്റേറ്റിൽ കാണാറില്ല. എന്തുകൊണ്ടാണ്? കാരണം ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് അല്ലേ. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ഓടി നടന്ന് റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. സിൻസ് ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ദേ ആർ നോട്ട് ഫൗണ്ട് ഇൻ ദ നേറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണില്ല. എപ്പോഴും കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് നമുക്ക് അവരെ കാണാൻ പറ്റുക. ഈ ചോദ്യത്തിൻ്റെ ആൻസർ മിസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ആൻഡ് നെയിം ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഇസ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഓൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ലിസ്റ്റ് ഇറ്റ്സ് 2 uses. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എല്ലാ ആൽക്കഹോളിക് ഡ്രിങ്കുകളിലുമുള്ള ഒരാളുണ്ട്. ഈ ആളുടെ പേരും കെമിക്കൽ ഫോർമുലയും പറയാ. എടാ ഇപ്പം നീ പഠിക്കടാ. ഇനി പഠിച്ചാൽ A+ കിട്ടുമോ, ഇനി പഠിച്ചാൽ A1 കിട്ടുമോ, ഇനി പഠിച്ചാൽ ജയിക്കുമോ, ഇനി പഠിച്ചാൽ A1 കിട്ടുമോ? മക്കളെ നീ അത് ടൈപ്പ് ചെയ്യാൻ എഴുതുന്ന സമയം കൊണ്ട് എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കേ. അങ്ങനെയെങ്കിൽ ആ ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്കിലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയിരിക്കേ. ഓക്കെ, ക്ലാസ് മാക്സിമം ഫാസ്റ്റ് ആക്കുന്നുണ്ട് മിസ്, വേഗം തന്നെ തീർക്കാട്ടോ. അപ്പം നോക്കിക്കേ, എന്താണ് ഇതാരാണ്? വെരി ഗുഡ് ജീവ, വെരി ഗുഡ്. ഇതാരാണ്? എഥനോൾ ആണ് അല്ലേ, എഥനോൾ ആണ്. എഥനോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോർമുല എന്താ? C2H5OH ആണ്. ഇതാണ് എഥനോൾ എന്ന് പറയുന്നത്. ഇനി ഇവൻ്റെ യൂസസ് എന്തൊക്കെയാ? യൂസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മെഡിക്കൽ വൈപ്സ്, ആൻറ്റി ബാക്ടീരിയൽ, ഹാൻഡ് സാനിറ്റൈസേഴ്സ് അല്ലേ, നമ്മുടെ സാനിറ്റൈസേഴ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് ബോഡി ലോഷൻസ് ആസ് പ്രിസർവേറ്റീവ്സ് ഇൻ സ്റ്റെബിലൈസർ ഓഫ് ഇറ്റ്സ് ഇൻഗ്രീഡിയൻസ്. നോക്കിക്കേ, ബോഡി ലോഷൻസിൽ 2 കാര്യം ഓർക്കുക. ഹാൻഡ് സാനിറ്റൈസേഴ്സിൽ നോക്കിക്കേ, ഹാൻഡ് സാനിറ്റൈസേഴ്സിലൊക്കെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ബോഡി ലോഷൻസിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും 2 യൂസസ് പഠിച്ചു വയ്ക്കുക. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഫോം വെൻ ദിസ് കോമ്പൗണ്ട് റിയാക്ട്സ് വിത്ത്. ഈ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് നോക്കിക്കേ, സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താണ് നടക്കുക? ഓർമ്മയുണ്ടോ? ആൽക്കഹോള് സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് സോഡിയം ആൽക്കോക്സൈഡിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ C2H5OH ആണ് നമ്മുടെ ആളെന്ന് പറയുന്നത്. ഇയാളെ നമ്മൾ സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് ഹൈഡ്രജനെ നീക്കം ചെയ്യും അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോകും. അവിടെ കയറി ആ പൊസിഷനിൽ കയറി നമ്മുടെ സോഡിയം ഇരിക്കും. ശരിയല്ലേ? അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് ആരെയാണ്? C2H5ONA എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം എത്തോക്സൈഡിനെ നമുക്ക് കിട്ടും അല്ലേ. സോഡിയം എത്തോക്സൈഡിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസിനെയും നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആരെയാണ്? സോഡിയം എത്തോക്സൈഡിനെയാണ്. സ്പീഡിൽ പറയുന്നില്ല കേട്ടോ ഫാൽക്കണെ. ഇനി അടുത്തത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആൽക്കീനിനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. റെഡി? അപ്പോൾ നോക്കിക്കേ, രണ്ടാമത്തെ റിയാക്ഷൻ എന്താ? നമ്മുടെ CH3CH2OH. ഇതാണ് നമ്മുടെ എഥനോൾ. ഈ എഥനോള് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് അല്ലേ, ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ എന്താ സംഭവിക്കുക? വാട്ടർ മോളിക്യൂള് പുറത്തേക്ക് പോലെ ഈ OHഉം ഇവിടെ നിന്നൊരു ഹൈഡ്രജനും കൂടെ പുറത്തേക്ക് പോകും, വാട്ടറായിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് നമുക്ക് ആരെയാ പ്രോഡക്റ്റ് കിട്ടുക? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പോൾ കാണാമോ? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ ഈഥീനാണ്. ഇങ്ങനെ മാത്രം ഓർത്ത് വയ്ക്കുക. എഥനോളിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യിച്ചാൽ നമുക്ക് ഈഥീനിനെ കിട്ടും. ഓക്കെ അല്ലേ? ഈഥീനിനെ കിട്ടും, ഒപ്പം വാട്ടറിനെ കിട്ടും. പഠിച്ചോ? സോഡിയം മെറ്റലായിട്ടാണെങ്കിൽ സോഡിയം എത്തോക്സൈഡിനെ കിട്ടും. സൾഫ്യൂരിക് ആസിഡായിട്ടാണെങ്കിൽ നമുക്കറിയാം അവിടെ നമുക്ക് ഈഥീനെ കിട്ടും. ഇനി അക്വാ റീജിയ എന്താണെന്ന് ഡൗട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഡൗട്ട് ഉണ്ട് മക്കളെ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡ് എടുത്തു. ഇൻ ദ റേഷ്യോ 3:1. ഓക്കെ, അപ്പോൾ 3:1 റേഷ്യോയിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിനും എടുത്ത് മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആളാണ് നമ്മുടെ അക്വാ റീജിയ എന്ന് പറയുന്നത്. ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ള മെറ്റൽസിനുള്ള CH4 അല്ല ആവുന്നത്. ഈസ് യൂസ്ഡ് ടു ഡിസോൾവ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം കേട്ടോ. ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ള മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിക്കേ
അക്വാ റീജ യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് എ ബേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എക്സ്പ്ലെയിൻ ദ ടേം ന്യൂട്രലൈസേഷൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ സോൾട്ട്. നോക്കിക്കേ എന്താ പറഞ്ഞിട്ടുള്ളത്, ആസിഡും ബേസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറയണം. അതിവിടെ ഞാൻ ടേബിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമ്മുടെ കോഡ് എന്താ, ABR അല്ലേ, ABR. അതായത് ആസിഡ് എടുത്താൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളറാക്കി മാറ്റുന്നവരാണ്. പിന്നെ അവർക്ക് സോർ ടേസ്റ്റ് ആണ്, പുളിരുചിയാണ്. ഇനി റിലീസ് H+ അയോൺസ് ഇൻ വാട്ടർ അല്ലെ, H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നവരാണ്. അതേപോലെ pH is less than 7 ആണ്. ഇനി അതേപോലെ നോക്കിക്കേ, എക്സാമ്പിൾ എടുത്താൽ HCl. ഇനി അടുത്തത് നോക്കിക്കേ, ബേസ് എടുത്താൽ ഏതാണ്, ബേസ് എടുത്താൽ എന്താ പ്രത്യേകത, ബേസ് എടുത്താൽ അവർ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നവരാണ്. പിന്നെ ബിറ്റർ ടേസ്റ്റ് അല്ലെ, കയ്പ് രുചിയാണ്. അതേപോലെ OH- ആസിഡ്സ് H+നെ റിലീസ് ചെയ്താൽ ബേസസ് എടുത്താൽ ദേ റിലീസ് OH- അയോൺസ്. പിന്നെ pH is more than 7. pH എന്ന് പറയുന്നത് 7-നെക്കാട്ടിലും കൂടുതലാണ്. ലാസ്റ്റ്ലി എക്സാമ്പിൾ ഏതാ, NaOH ആണ്. ഇനി ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രലൈസേഷൻ നമുക്ക് പറഞ്ഞാൽ അറിയാം അല്ലേ, ഒരു ആസിഡും അതേപോലെ ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു അല്ലേ, വിത്ത് ദ എവല്യൂഷൻ ഓഫ് ഹീറ്റ്, കുറച്ച് ഹീറ്റും റിലീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ അവിടെ പ്രോഡക്റ്റ് ആയിട്ട് സോൾട്ടിനെയും വാട്ടറിനെയും കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുക അല്ലേ. എക്സാമ്പിൾ എന്താ, HCl ആസിഡും NaOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. NaOH ഇസ് എ ബേസ്. നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് NaCl എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്ടിനെയും കിട്ടുന്നു, ഒപ്പം വാട്ടറിനെയും കുറച്ച് ഹീറ്റിനെയും കിട്ടുന്നു. അപ്പോൾ ഓൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഫാത്തിമ, തസ്നീം എന്താണ് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്, ന്യൂട്രൽ സോൾട്ട് എന്താണ്, ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചതാ. സിൽവറിനെ ഓൾറെഡി അല്ലാതെ ഡിസോൾവ് ചെയ്യുന്ന വേറെ സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് നോക്കാം. സോൾട്ട് എടുത്താൽ ഏതൊക്കെ ടൈപ്പാണുള്ളത്, 3 ടൈപ്പ് സോൾട്ട് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് മിസ് കഴിഞ്ഞ ക്ലാസ്സിലും പഠിപ്പിച്ചു തന്നാണ്. അസിഡിക് സോൾട്ട് ഉണ്ട്, ബേസിക് സോൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രൽ സോൾട്ട് ഉണ്ട് അല്ലേ. സോൾട്ടുകൾ എടുത്താൽ there are 3 types ഓഫ് സോൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അസിഡിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഒരു വീക്ക് ആയിട്ടുള്ള ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അസിഡിക് സോൾട്ടുകളെ കിട്ടുക. ശരിയല്ലേ? ഇനി നോക്കിക്കേ, ഇനി ഈ പറഞ്ഞ പോലെ ബേസിക് സോൾട്ട് എടുത്താലോ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ബേസിക് സോൾട്ടുകളെ കിട്ടും. ഇനി ന്യൂട്രൽ ആണെങ്കിലോ, രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ന്യൂട്രൽ ആളെയാണ് കിട്ടുക അല്ലേ. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബേസും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും നമ്മൾ റിയാക്ട് ചെയ്താൽ നമുക്ക് ന്യൂട്രൽ സോൾട്ടുകളെ കിട്ടും. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. സ്ട്രോങ് ആസിഡ് എക്സാമ്പിൾ ഏതാ, നമ്മുടെ HCl എടുക്കാം. വീക്ക് ബേസിന് എക്സാമ്പിൾ ഏതാ, NH4OH എടുക്കാം അല്ലേ. അവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് NH4Cl എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസിഡിക് ആയിട്ടുള്ള സോൾട്ടിനെ കിട്ടും. അതേപോലെ തന്നെ വാട്ടറിനെയും കിട്ടും അല്ലേ. ഇനി അടുത്തത് ബേസിക് സോൾട്ടുകൾക്ക് എക്സാമ്പിൾ എടുക്കാം അല്ലേ. ബേസിക് സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് വേണം, ഞാൻ NaOH എടുത്തു. വീക്ക് ആയിട്ടുള്ള ആസിഡ് വേണം, ഞാൻ അസിറ്റിക് ആസിഡിനെ എടുത്തു അല്ലേ. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, CH3COONA എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം അസറ്റേറ്റ് ഫോം ചെയ്യും, ഒപ്പം തന്നെ വാട്ടറും കിട്ടും. സോ സോഡിയം അസറ്റേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, നോക്കിക്കേ, സോഡിയം അസറ്റേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആരാണ്, ബേസിക് സോൾട്ട് ആണ്. എഥനോയിക് ആസിഡോ, എഥനോയിക് ആസിഡിനെ പറ്റി ഞാൻ പഠിപ്പിച്ചില്ലല്ലോ, എഥനോയിക് ആസിഡ് ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഒരു ന്യൂട്രൽ സോൾട്ട് നമ്മൾ ഓൾറെഡി കണ്ടു, NaOHും HClമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. NaOH HCl റിയാക്ട് ചെയ്യുമ്പോൾ NaCl എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്ടും കിട്ടും, വാട്ടറും കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ 3നും നമ്മൾ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും വേഗം തന്നെ ഒരു പിങ്ക് ഹാർട്ട് ഇട്ട് തന്നേ, വേഗം തന്നെ ഒരു പിങ്ക് ഹാർട്ട് ഇട്ട് തന്നേ. സെറ്റാണോ? എനിക്ക് നിങ്ങളുടെ ചാറ്റ് കാണാൻ പറ്റുന്നില്ലല്ലോ.
യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് അബ്സർഡ് വെൻ 2 ml ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ആഡഡ് ടു സോഡിയം കാർബണേറ്റ് ടേക്കൺ ഇൻ എ ക്ലീൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്? ഇക്വേഷൻ നമ്മൾ എഴുതണം. നോക്കിക്കേ എന്താ നടന്നിട്ടുള്ളത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ദാ സോഡിയം കാർബണേറ്റ് Na2CO3 എടുത്തു. ഈ Na2CO3യിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ആഡ് ചെയ്തു. എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഒരു കാർബണേറ്റും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. കാർബണേറ്റുകൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെയാ കിട്ടുക? കാർബണേറ്റുകൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ട് NaCl എന്ന് പറഞ്ഞ സോൾട്ടിനെ കിട്ടുന്നു. പിന്നെ എന്താ കിട്ടുക? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, അതേപോലെ തന്നെ വാട്ടറും കിട്ടും അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കണം, കാർബണേറ്റുകളും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റുകളും അല്ലേ? ഇക്വേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതണം കേട്ടോ. നോക്കിക്കേ, കാർബണേറ്റ്സ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോൾട്ട് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, വാട്ടർ കിട്ടും. ഓർത്ത് വെക്കില്ലേ? ഇത് നമ്മൾ ഓൾറെഡി നല്ലതുപോലെ പഠിച്ചതാണ്. ഓക്കെ, ഇനി അടുത്തത് ദ pH ഓഫ് എ സോൾട്ട് യൂസ് ടു മേക്ക് ടേസ്റ്റി ആൻഡ് ക്രിസ്പി പക്കോറാസ്. ആ വിശന്നിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയ സാധനം അല്ലേ? നോക്കിക്കേ, ദ pH ഓഫ് എ സോൾട്ട് യൂസ് ടു മേക്ക് ടേസ്റ്റി ക്രിസ്പി പക്കോറാസ് ഈസ് 14. ഐഡന്റിഫൈ ദ സോൾട്ട് ആൻഡ് റേറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ. ലിസ്റ്റ് ഇറ്റ്സ് few uses. മക്കളെ, പക്കോറാസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ആരെയാണ്? യെസ്, വെരി ഗുഡ്, നമ്മുടെ സ്വന്തം സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? ബേക്കിംഗ് സോഡേനെയാണ്. ബേക്കിംഗ് സോഡ NaHCO3 എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കിംഗ് സോഡേനെയാണ്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ ഇതുണ്ടാക്കാൻ ആരെയൊക്കെ വേണം എന്നൊക്കെ പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോഡിയം കിട്ടാൻ നമ്മൾ ആരെ എടുക്കുക? സോഡിയം കിട്ടാൻ നമ്മൾ സോഡിയം ക്ലോറൈഡിനെ എടുക്കും. ഹൈഡ്രജൻ കിട്ടാൻ നമ്മൾ 2 പേരാണ് എടുക്കുക, വാട്ടറിനെയും കിട്ടും, അതേപോലെ തന്നെ അമോണിയനെ എടുക്കണം. ഇനി ലാസ്റ്റ് കാർബണേറ്റിനെ കിട്ടാൻ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കും അല്ലേ? ഇവർ എല്ലാവരും കൂടെ റിയാക്ട് ചെയ്യിച്ചാൽ NH4Cl എന്ന് പറഞ്ഞ അമോണിയം ക്ലോറൈഡും Na2CO3 എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം കാർബണേറ്റിനെയും നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അയ്യോ സോറി, സോഡിയം ബൈകാർബണേറ്റ് ആണല്ലോ, NaHCO3, സോറി കേട്ടോ, NaHCO3 എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കിംഗ് സോഡേനെയും കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞേ? 2 യൂസസ് പറയാം. എന്തൊക്കെയാണ് 2 യൂസസ് നമുക്ക് പറയാം അല്ലേ? നോക്കിക്കേ, എന്തൊക്കെയാണ് 2 യൂസസ്? നമുക്ക് ബേക്കിംഗ് പർപ്പസസിനൊക്കെ ഉപയോഗിക്കാം അല്ലേ? ഇവരെ ബേക്കിംഗ് പർപ്പസസിനൊക്കെ നമുക്ക് ഇവരെ ഉപയോഗിക്കാനായിട്ട് പറ്റും. കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, പക്കോറാസ് ഒക്കെ ഉപയോഗിക്കാം. NH4 അല്ലടാ, NH3 ആണ് അമോണിയ. ഓക്കെ, റെഡി? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ബ്രിസ്ക് എഫറവസൻസ് ഫോം ആകുമോ? എവിടെ? ഇല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് നമ്മുടെ ടീച്ചറിനെ വിളിക്കാൻ സമയമായോ? യെസ് മക്കളെ, ഇനി കുറേ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് റിക്വയർ എനർജി എയ്തർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രിസിറ്റി ഫോർ ബ്രേക്കിംഗ് ഡൗൺ ഇറ്റ്സ് റിയാക്ടൻസ് അല്ലേ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ ഹീറ്റ് എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിനെ എടുക്കാം, ഏതിന് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലേ? റൈറ്റ് 1 ഇക്വേഷൻ ഈച്ച് ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ വെർ എനർജി ഈസ് സപ്ലൈഡ് ഇൻ ദ ഫോം ഹീറ്റ്, ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതായത് നോക്കേ, ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി ഇത് ഉപയോഗിച്ചിട്ട് ഓരോ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ പറയണം മക്കളെ. 1 മിനിറ്റ് കേട്ടോ, ഒറ്റ സെക്കൻഡ്, 1 മിനിറ്റ് യൂസ് ചെയ്യുക, അല്ല വെയിറ്റ് ചെയ്യുക. യെസ്, 2 യൂസസ് വേണ്ടേ? 2 യൂസസ് വേണം. ഓക്കെ, ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യണം. 2 യൂസസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പർപ്പസസിനൊക്കെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ അസിഡിറ്റി ഒക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അല്ല? അസിഡിറ്റി റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, വെള്ളം കുടിക്കാടാ, വെള്ളം കുടിക്കാം. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ ഓരോ ഇക്വേഷൻ പറഞ്ഞേ. ഫസ്റ്റ് വണ്ണ് നമുക്ക് നോക്കാം അല്ലേ? ഹീറ്റ് വെച്ചിട്ടുള്ളത് നമുക്ക് ഏത് നോക്കാം? വെരി ഗുഡ്, കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്നു അല്ലേ? കാക്കോ3നെ ഹീറ്റ് ചെയ്യുന്നു. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാൽഷ്യം ഓക്സൈഡ് കിട്ടും, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷനാണ്, ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ഇനി നമുക്ക് ലൈറ്റിനെ നോക്കാം. ലൈറ്റ് നമ്മൾ എന്താ ചെയ്യുക? ലൈറ്റിനെ നമ്മൾ എന്താ ചെയ്യുക?
ലൈറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ AgCl, വെരി ഗുഡ് അഫ്സൽ അല്ലെ. നമ്മുടെ AgCl അല്ലെങ്കിൽ AgBrന്റെ ഒക്കെ ഡീകമ്പോസിഷൻ അല്ലെ. AgCl ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യും അല്ലേ. ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് സിൽവർ ആറ്റം ആകും, അതേപോലെ തന്നെ ക്ലോറിൻ ഗ്യാസ് ആകും. ഇനി നോക്കിക്കേ, ഇലക്ട്രിസിറ്റിക്ക് ഏത് കൊടുക്കാം? ഇലക്ട്രിസിറ്റിക്ക് ഏത് കൊടുക്കാം? ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കാം, നമുക്ക് വാട്ടറിനെ കൊടുക്കാം അല്ലേ. വാട്ടറിനെ കൊടുക്കാം. വാട്ടറിനെ നമ്മൾ ഇലക്ട്രോലൈസിസ് വഴി സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. ഇലക്ട്രോലൈസിസ് വഴി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും, അതേപോലെ തന്നെ ഓക്സിജൻ ഗ്യാസിനെയും കിട്ടും. സെറ്റ് അല്ലേ. NaCl പറയാം. NaCl പറയാം. സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈസിസ് ചെയ്തു, അത് പറയാം. സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈസിസ് ചെയ്താൽ നമുക്ക് Na+ കിട്ടും, അതേപോലെ Cl- കിട്ടും, അതും പറയാം. ഏത് വേണമെങ്കിലും പറയാം. സെറ്റ് അല്ലേ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് പ്യൂർ മെറ്റൽസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസ് ഫ്രം ദെയർ കാർബണേറ്റ് ഓർസ്. ഒന്നുമില്ല, കാർബണേറ്റ് ഓറുകളിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക മക്കളെ? കാർബണേറ്റ് ഓറുകളാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് കാൽസിനേഷൻ ആണ് അല്ലേ. മിഡിൽ ഓഫ് ദി റിയാക്ടിവിറ്റി സീരീസ്, റിയാക്ടിവിറ്റി സീരീസിന്റെ ഏറ്റവും താഴെയുള്ളവർ എന്ന് പറഞ്ഞാൽ ലോ റിയാക്ടിവിറ്റി ആണ്. അവരെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഹീറ്റ് ചെയ്താൽ മതി, നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി മിഡിൽ ആണെങ്കിൽ നമുക്കറിയാം കാൽസിനേഷനും റോസ്റ്റിങ്ങും ആണ്. അപ്പർ റീജിയണിലുള്ളവർ ഹൈ റിയാക്ടിവിറ്റി ഉള്ളവരാണ്, അവരെ നമ്മൾ ഇലക്ട്രോലൈസിസ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ മിഡിലുള്ള ഒരു കാർബണേറ്റ് ഓറിനെ എടുത്താൽ നമ്മൾ എന്താ ചെയ്യുക? എക്സാമ്പിൾ ഏതെടുക്കാം? സിങ്ക് കാർബണേറ്റ് അല്ലേ. സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, അങ്ങനെ തന്നെ പറയണം, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എടാ തെറ്റിക്കരുത്, നാളെ എക്സാമിന് പോയിട്ട് കാർബണേറ്റുകളാണെങ്കിൽ കാൽസിനേഷനും സൾഫൈഡുകളാണെങ്കിൽ റോസ്റ്റിങ്ങും നമ്മൾ ഉപയോഗിക്കണം. കാൽസിനേഷൻ ആണെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഇതൊരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരു രീതിയിൽ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിങ്ക് ഓക്സൈഡിനെ കിട്ടും, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും കിട്ടും. ഈ സിങ്ക് ഓക്സൈഡിനെ നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും കൊണ്ടുപോയിട്ട് കോക്കുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു അല്ലേ. നമ്മുടെ കാർബൺ നേരത്തെ നമ്മൾ കണ്ടു, അപ്പം നമുക്ക് സിങ്ക് ആറ്റത്തെയും കിട്ടും, കാർബൺ മോണോക്സൈഡിനെയും കിട്ടും. അങ്ങനെ സിങ്ക് നമ്മൾ എന്താ ചെയ്തത്? നോക്കിക്കേ, മാപ്പ് പഠിച്ചാൽ വളരെ യൂസ്ഫുൾ ആവും കേട്ടോ, വളരെയധികം യൂസ്ഫുൾ ആകും. കാരണം അതിൽ മൈൻഡ് മാപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് മൊമെൻറ്റിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സെറ്റല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാർബണേറ്റിൽ നിന്ന് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാം. കോപ്പർ ഈസ് എങ്ങനെയാണ് അതിൻ്റെ സൾഫൈഡ് ഓറിൽ നിന്നും കോപ്പറിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക? പിന്നെ അതിൻ്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. കോപ്പറിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക? നമ്മൾ ഓൾറെഡി പലതവണ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് Cu2S എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോപ്പറിൻ്റെ സൾഫൈഡ് ഉണ്ട്. കോപ്പർ സൾഫൈഡ് ആണ്. സൾഫൈഡ് ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? സൾഫൈഡ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ. സൾഫൈഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ റോസ്റ്റിംഗ് ആണ് അല്ലേ. റോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുക. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ വി ആർ ഗോണ ഹീറ്റ് കോപ്പർ സൾഫൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പം നമുക്ക് കോപ്പർ ഓക്സൈഡിനെ കിട്ടും അല്ലേ. കോപ്പർ ഓക്സൈഡിനെ കിട്ടും. ഈ കോപ്പർ ഓക്സൈഡിനെ നമ്മൾ വീണ്ടും കുറച്ച് കോപ്പർ സൾഫേറ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യിച്ചു. അങ്ങനെ നമുക്ക് കോപ്പർ ആറ്റത്തെയും കിട്ടി, സൾഫർ ഡയോക്സൈഡിനെയും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ്. ഓർമ്മയുണ്ടോ? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓർമ്മയുണ്ടോ? നമ്മൾ ബീക്കർ വരയ്ക്കണം, ആദ്യം വരച്ച് കാണിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്തിയായിട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാലേ, കോപ്പറിനെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നടത്തണമെങ്കിൽ കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റമാണ്. കാർബൺ ആറ്റമാണ് കേട്ടോ കോക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റം മാത്രമാണ്. ഈ കാർബൺ ആറ്റം സിങ്ക് ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സിങ്ക് ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോഴത്തേക്കും ഈ സിങ്കിൻ്റെ കയ്യിലുള്ള ഓക്സിജനെ നമ്മുടെ കാർബൺ എടുത്തിട്ട് പോകും. അങ്ങനെ കാർബൺ മോണോക്സൈഡും സിങ്ക് ആറ്റത്തെയും നമുക്ക് കിട്ടും. അപ്പോൾ മക്കളെ ആദ്യം നല്ല വൃത്തിയായിട്ടൊരു ബീക്കർ വരയ്ക്കണം. വൃത്തിയായിട്ട് തന്നെ നമുക്ക് ബീക്കർ വരയ്ക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഓർക്കുക, കാഥോഡും ആനോഡുമായിട്ട് നമ്മൾ ആരെ എടുക്കുക? കാഥോഡായിട്ട് നമ്മൾ ഒരു പ്യൂർ കോപ്പറിനെ എടുക്കും അല്ലേ. ആനോഡായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇംപ്യൂർ കോപ്പറിനെ എടുക്കും. അപ്പോൾ മിസ് കാഥോഡും ആനോഡും വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണം. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ചെറിയ വരയും വലിയ വരയാണ് ബാറ്ററി എന്നറിയാം. ചെറിയ വര എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലാണ്, വലിയ വരയും പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഓർക്കുക, ചെറിയ വരയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ള ആൾ അല്ലേ, നെഗറ്റീവ് ചാർജുള്ള ആൾ നമ്മുടെ കാഥോഡാണ്. പിന്നെ പോസിറ്റീവ് ചാർജ് ഉള്ളത് നമ്മുടെ ആനോഡാണ്. ഇതൊന്നും മറക്കരുത്, ഞാൻ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഓക്കെ, ഇനി പറയേണ്ടത് കാഥോഡായിട്ട് നമ്മൾ ആരെ എടുക്കുക? കാഥോഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇംപ്യൂർ കോപ്പറിനെയാണ്, പ്യൂർ കോപ്പറിനെയാണ് അല്ലേ.
പ്യുവർ കോപ്പറിനെയാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കുക. ഇനി ഇംപ്യൂർ കോപ്പറിനെയാണ് നമ്മൾ ആനോഡായിട്ട് എടുക്കുക അല്ലേ. ഇംപ്യൂർ കോപ്പറിനെ നമ്മൾ ആനോഡായിട്ട് എടുക്കും. ഇനി നമ്മളിവിടെ ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കും അല്ലേ. ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇവിടെയുള്ള നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആരാണ്? വെരി ഗുഡ്, കോപ്പർ സൾഫേറ്റ് അല്ലേ. കോപ്പർ സൾഫേറ്റ് ഇൻ H2SO4. കോപ്പർ സൾഫേറ്റ് ഇൻ സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കാഥോഡിൽ നമുക്ക് നമ്മുടെ പ്യുവർ കോപ്പർ ആറ്റത്തെ കിട്ടും. സെറ്റ് അല്ലേ. അപ്പോൾ ഇലക്ട്രോലൈസിസിൻ്റെ പടം വരച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് വരച്ച് ഡയഗ്രാം വരച്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം. സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ കേട്ടോ. ഇനി ടേക്ക് 5 ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ലേബൽ ദം ആസ് ABCDE. Add 5 ml of 5 unknown solutions in them. Put small strip of universal indicator in each of them. Following colors appear in this. അതായത് നമ്മൾ 5 ടെസ്റ്റ് ട്യൂബ് എടുത്തു. 5 ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുത്തു. 1 2 3 4 5 5 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഈ 5 ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ എങ്ങനെ എൻ്റെ ടെസ്റ്റ് ട്യൂബ് കണ്ടു കഴിഞ്ഞാൽ 5 ടെസ്റ്റ് ട്യൂബിന് എങ്ങനെ പേര് കൊടുത്ത്? ABCDE പേര് കൊടുത്തു. ഇതിൽ ഓരോന്നിലും നമ്മളൊരു അൺനോൺ ആയിട്ടുള്ള സൊല്യൂഷൻ ഇട്ടു. കുറച്ച് അൺനോൺ നമുക്കറിയില്ല ഏത് സൊല്യൂഷൻ ആണെന്ന്. എന്നിട്ട് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ആനോക്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. റെഡ് കാറ്റൺ ആനോക്സ്. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് എപ്പോഴും നടക്കുക കേട്ടോ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ മക്കളെ ഓർക്കുക, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ pH ആണ് അല്ലേ. നമ്മുടെ pH ആണ്. അപ്പം നമുക്കറിയാം. അപ്പം മക്കളെ നിങ്ങളോട് കളർ ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ കളറിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളിങ്ങനെ വരച്ച് നോക്കുക അല്ലേ. നമ്മുടെ pH എടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 14 ആണ് pHൻ്റെ വാല്യൂസ് അല്ലേ. ഇതിൽ നടുക്കുള്ളത് 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ pH 7 കൂടുതലായാൽ എന്താ സംഭവിക്കുക? ഇഫ് pH ഗ്രേറ്റർ ദാൻ 7, 7 കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അത് ബേസിക് ആണ് അല്ലേ, ബേസിക് സൊല്യൂഷൻ ആണ്. ഇനി pH ലെസ് ദാൻ 7 ആണെങ്കിലോ, 7 കുറവാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ആൻ അസിഡിക് സൊല്യൂഷൻ അല്ലേ, ഒരു അസിഡിക് സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നോക്കുക നമ്മൾ എങ്ങനെയായിരുന്നു കളർ കൊടുക്കുക? ആർദ്രക്കുട്ടി, വെരി ഗുഡ്. വിബ്ജിയോർ അല്ലേ. വയലറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം ബേസ് അല്ലെ, ഏറ്റവും സ്ട്രോങ് ബേസിൻ്റെ കളർ ഏകദേശം വയലറ്റ് ആണ്. പിന്നെ ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ കളർ എപ്പോഴും ഗ്രീൻ ആയിരിക്കും. പിന്നെ ആരുള്ളത്? വിബ്ജിയോർ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ ഓർക്കുക വയലറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം, ഇത് പറഞ്ഞു തന്നതാണ് അതുകൊണ്ടല്ലേ. നോക്കിക്കേ, അപ്പോൾ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ വയലറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എക്സ്ട്രീം ആയിട്ടുള്ള ബ്ലൂ അല്ലേ, നമ്മുടെ സ്ട്രോങ് ആൽക്കലിയാണ്. ഇനി റെഡ് കളറിലേക്ക് വരുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും കേട്ടോ. നോക്കിക്കേ, അപ്പോൾ നോക്കിക്കേ, ഓറഞ്ച് ആണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരുടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഓറഞ്ച് ആണെങ്കിൽ എവിടെയാണ് വരിക? ഓറഞ്ച് ആണെങ്കിൽ ഏകദേശം ഈ സൈഡിൽ 7-നെക്കാട്ടിലും കുറവാണ് അല്ലേ, 7-നെക്കാട്ടിലും കുറവാണ്. നോക്കിക്കേ, അപ്പോൾ 7-നെക്കാട്ടിലും കുറവാണ്. സോ ദാറ്റ് മീൻസ് ഓറഞ്ച് ഇൻ ബിറ്റ്വീൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഒരു വീക്ക് ആസിഡ് ആണ്. ഇനി ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഗ്രീൻ നമുക്കറിയാം 7-ൻ്റെ കളറാണ്. സോ ഗ്രീൻ ഈസ് മീൻസ് ഇറ്റ് ഈസ് ന്യൂട്രൽ. ഇനി റെഡ് വന്നാലോ? റെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഓൾമോസ്റ്റ് 0 ആണ്. ദാറ്റ് മീൻസ് അതിലെന്താണ്? ദാറ്റ് മീൻസ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. ഇനി അടുത്തത് ബ്ലൂ എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്കും അയാളൊരു വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. ഇനി വയലറ്റ് എടുത്താലോ? നമ്മുടെ അങ്ങേയറ്റത്ത് ഏകദേശം pH 14 ആണ്. 14 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്. ആനോഡിലേക്ക് ആരും പോകില്ല. ആനോഡിലുള്ള കോപ്പർ അയോൺസ് മുഴുവൻ ഇറങ്ങി കാഥോഡിലേക്ക് പോകും കേട്ടോ. ആനോഡിൽ ആരും പോകില്ല, കാഥോഡിൽ നമുക്ക് കോപ്പർ ആറ്റത്തെ കിട്ടും. ഓക്കെ, എന്നെ വിഷമിപ്പിക്കുകയാണോ നിങ്ങളെല്ലാവരും കൂടിയിട്ട്? എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു. 5 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്ഷയ് സാറിനെ വിളിക്കാം. ഓക്കെ, ബൈ ഉണ്ട്, വേഗം തന്നെ തീർക്കാം. 5 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്ഷയ് സാറിനെ വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റോ ആൻഡ് നൈന ആർ പെർഫോമിംഗ് ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ ഇൻ ദ ലബോറട്ടറി. ഒബ്സർവ് ദ ഇമേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് കളക്റ്റഡ് സെയിം ഇൻ ദ ബോത്ത് ടെസ്റ്റ് ട്യൂബ്? മക്കളെ, വാട്ടറിനെ ഇലക്ട്രോലൈസിസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ആനോഡ് മഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നത് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ ആണ് അല്ലേ. അപ്പോൾ കോപ്പർ ആറ്റം പോയാൽ അതിനുശേഷം ബാക്കിയുള്ള ഇംപ്യൂരിറ്റി, ആ ഗ്യാങ്ങിനെയാണ് നമ്മൾ ആനോഡ് മഡ് എന്ന് പറയുക. ആ അഴുക്കെല്ലാം കൂടെ ആനോഡിൻ്റെ അടിഞ്ഞുകൂടിയിരിക്കും, അതിനെയാണ് ആനോഡ് മഡ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ വാട്ടറിനെ ഇലക്ട്രോലൈസിസ് ചെയ്യുകയാണ് അല്ലേ. 2 ബീക്കറൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ 2 ടെസ്റ്റ് ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ കാഥോഡും ആനോഡും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും എന്താ സംഭവിക്കുക? H+ഉം
H പ്ലസും അതേപോലെ തന്നെ O2 മൈനസുമായിട്ടാണ് നമ്മുടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അയൺ എങ്ങോട്ടേക്കാണ് പോവുക? പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അയൺ നെഗറ്റീവ് ചാർജുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കാഥോഡിൽ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടും അല്ലേ. ഇനി നെഗറ്റീവ് ചാർജുള്ള ഓക്സൈഡ് അയൺ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്കാണ് പോകുക. ആനോഡിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസിനെ കിട്ടും അല്ലേ. ഇനി നമുക്കറിയാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ H2O ആണ് അല്ലേ. ഹൈഡ്രജനും ഓക്സിജനും ഈസ് ഇൻ ദ റേഷ്യോ 2:1 ആണ് അല്ലേ. അതായത് ഓക്സിജൻ്റെ നേരെ ഡബിളാണ് ഇവിടെ ഹൈഡ്രജൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, ഓക്സിജൻ എത്രയുണ്ടോ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും. അപ്പം നോക്കിക്കേ, ടെസ്റ്റ് ട്യൂബിൽ കിട്ടുന്ന ഗ്യാസസിൻ്റെ അളവ് സെയിം ആണോ? നോ അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ ഇരട്ടി ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ വിൽ ബി ഡബിൾ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ. ഇനി അടുത്തത്, വിച്ച് ഗ്യാസസ് ആർ റിലീസ്ഡ് അറ്റ് ഈച്ച് ടെസ്റ്റ് ട്യൂബ്? ഓരോ ടെസ്റ്റ് ട്യൂബിൽ ഏതാ റിലീസ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഓൾറെഡി അത് എഴുതി കഴിഞ്ഞു. കാഥോഡിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടും, ആനോഡിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസിനെ കിട്ടും. നോക്കിക്കേ, ടെസ്റ്റ് ദീസ് ഗ്യാസസ് 1 by 1 ബ്രിങ്ങിങ് ബേൺ ക്യാൻഡിൽസ് ടു ദ ക്ലോസ് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്സ്. ഈ രണ്ട് ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബേണിംഗ് ക്യാൻഡിൽ കൊണ്ടുവന്നിട്ട് ഇത് ഏത് ഗ്യാസ് ആണെന്നുള്ള കാര്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ ഗ്യാസസ് ഇൻഫ്ലേമബിൾ ഗ്യാസ് അല്ലെ, ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്. ഒരു ബേണിംഗ് ക്യാൻഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാൾ പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് കത്തും, ശരിയല്ലേ. ഇനി നോക്കിക്കേ, ഓക്സിജൻ ഗ്യാസ് ആണെങ്കിലോ അയാൾ എക്സ്പ്ലോഡ് ചെയ്ത് കത്തും അല്ലേ, ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ. അങ്ങനെയാണ് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ അടുത്ത്. ഇനി നോക്കിക്കേ, ഓക്സിജൻ ഗ്യാസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ബേൺസ് ബ്രൈറ്റ്ലി അല്ലേ, അത് ഫ്ലെയർസ് അപ്പ്, ആളിക്കത്തുന്നതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? ഓക്സിജൻ ഹെൽപ്സ് ഇൻ ബേണിംഗ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്, സോ ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ. ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്, സോ ഇറ്റ് ഫ്ലെയർസ് അപ്പ് അല്ലേ. +1 ഞാൻ പഠിപ്പിക്കും, ഞാനുണ്ട് തെർമിക് റിയാക്ഷൻ ഇപ്പോൾ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഹൗസ് വൈഫ് വാണ്ടഡ് ടു ഹർ ഹൗസ് ടു ബി വൈറ്റ് വാഷ്ഡ്. അതായത് ഒരു ഒരു ചേച്ചിക്ക് എന്ത് ചെയ്യണം? ഒരു ചേച്ചിക്ക് അവരുടെ വീട് വൈറ്റ് വാഷ് ചെയ്യണം. അപ്പോൾ 10 കിലോഗ്രാം ക്യുക്ലൈം കൊണ്ടുവന്നു. മക്കളെ, ക്യുക്ലൈം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ കാൽഷ്യം ഓക്സൈഡിനെ കൊണ്ടുവന്നു. നോക്കിക്കേ, എന്നിട്ട് 30 ലിറ്റർ വാട്ടറിൽ അതിനെ ഡിസോൾവ് ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? നോക്കിക്കേ, ഓൺ ആഡിങ് ലൈം വാട്ടർ ഷീ നോട്ടീസ് ദാറ്റ് വാട്ടർ സ്റ്റാർട്ടഡ് ബോയിലിംഗ് ഈവൻ വെൻ ദർ വാസ് നോ ഹീറ്റ് ഈസ് അപ്ലൈഡ്. നോക്കിക്കേ, അപ്പോൾ കാൽഷ്യം ഓക്സൈഡിനെ പുള്ളിക്കാരി പറഞ്ഞ പോലെ വാട്ടറിലേക്ക് മിക്സ് ചെയ്തു. ഇവിടെ എന്താ നടക്കുക? കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടറിലേക്ക് നമുക്ക് മിക്സ് ചെയ്താൽ നമുക്കറിയാം അല്ലേ, ഇവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ് റിലീസ് ചെയ്യും. ബിക്കോസ് ദിസ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹിസ്സിങ് സൗണ്ടൊക്കെ പുറത്തേക്ക് വരും, അങ്ങനെ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ കിട്ടും, ശരിയല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബയോളജി ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഹീറ്റ് പുറത്തേക്ക് വന്നത്? ബിക്കോസ് ദിസ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ സോറി ഡാസ് കൈക്കുട്ട, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സോറി, അങ്ങനെ ചിന്തിച്ചൂടെ. ഐ എം സോറി, മൈ മിസ്റ്റേക്ക്, ഐ എം സോറി. അറിയാതെ വന്നു പോയത്, ഐ ഡോണ്ട് നോ വൈ, ഐ എം സോറി. ഓക്കെ, ഇനി ഗിവ് ദ റീസൺ. നമ്മൾ കണ്ടു എക്സോതെർമിക് ആണ്. ഇനി റൈറ്റ് ദ കറസ്പോണ്ടിങ് ഇക്വേഷൻ ആൻഡ് നെയിം ദ പ്രോഡക്റ്റ് ഫോം. ഇക്വേഷൻ നമ്മൾ എഴുതി. ഇവിടുത്തെ പ്രോഡക്റ്റ് ഏതാണ്? ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, അതായത് നമ്മുടെ സ്ലേക്കഡ് ലൈം ആണ് അല്ലേ. നമ്മുടെ സ്ലേക്കഡ് ലൈമാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് ടെസ്റ്റ് ട്യൂബ് വന്നിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുത്തു, അതിലേക്ക് അയൺ നെയിലിനെ ഡിപ്പ് ചെയ്ത് വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്ലൂ കളർ മാറി ഗ്രീൻ കളറായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എന്താണ് കാരണം? നോക്കിക്കേ, എന്താ ചെയ്തത്? ഒരു അയൺ നെയിലിനെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്തു. ഇവിടെ എന്ത് നടക്കും? അയൺ, സിൻസ് അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ അല്ലേ. യെസ് സാർ, വന്നു കഴിഞ്ഞു അല്ലേ. യെസ്, സിൻസ് അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ അല്ലേ, മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. നമ്മുടെ അയൺ എന്ന് പറയുന്നത് കോപ്പറിനെക്കാളും റിയാക്റ്റീവ് ആണ്. ഇല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്.
അപ്പോൾ അയൺ എന്ന് പറയുന്നത് കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഫെറസ് സൾഫേറ്റ് ആയിട്ട് മാറും. പ്ലസ് കോപ്പർ ആറ്റം പുറത്തേക്ക് വരും. ഈ ഫെറസ് സൾഫേറ്റിൻ്റെ കളറാണ് ഗ്രീൻ കളർ എന്ന് പറയുന്നത് അല്ലേ. ആദ്യം കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ബ്ലൂ ആയിരുന്നു. പിന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നപ്പോൾ അവിടെ ഫെറസ് സൾഫേറ്റ് ഫോം ചെയ്തു. അങ്ങനെ നമുക്ക് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Distinguish between exothermic and endothermic reaction. Amongst the following reactions, identify the exothermic reaction and endothermic reaction. മക്കളെ, എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്സോതെർമിക് റിയാക്ഷനിൽ ഹീറ്റിനെ നമ്മൾ റിലീസ് ചെയ്യും അല്ലേ. എൻഡോതെർമിക് റിയാക്ഷനിൽ എന്താ സംഭവിക്കുക? ഹീറ്റിനെ നമ്മൾ അബ്സോർബ് ചെയ്യും. ദോസ് റിയാക്ഷൻസ് വിച്ച് റിലീസസ് ഹീറ്റ് അല്ലേ, ഹീറ്റിനെ റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സോതെർമിക്. ഹീറ്റ് എക്സിറ്റ് അടിച്ചു പോയി, അതിനെയാണ് എക്സോതെർമിക് എന്ന് പറയുക. ഇനി ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ നമ്മൾ അതിനെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. ഇനി ഹീറ്റിംഗ് കോൾ ഇൻ എയർ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണിനെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. ഇതേത് റിയാക്ഷനാണ്? നോക്കിക്കേ, കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുമ്പോൾ കുറെ ഹീറ്റും കൂടെ പുറത്തേക്ക് വിടും. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ, ലൈം സ്റ്റോണിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് ക്യുക്ക് ലൈം ആക്കി മാറ്റുന്നു. മക്കളെ, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഈ കാൽഷ്യം കാർബണേറ്റ് എന്താ ചെയ്യുക? ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലേ. ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് അയാൾ കാൽഷ്യം ഓക്സൈഡും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുക. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, തെർമിഡ് റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ തെർമിഡ് റിയാക്ഷൻ ആണ് കേട്ടോ. നോക്കിക്കേ, നെയിം എ മെറ്റൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഏറ്റവും നന്നായിട്ട് ഹീറ്റ് മാത്രമല്ല ഇലക്ട്രിസിറ്റിയും. ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മെറ്റലാണ്? നമ്മുടെ സ്വന്തം സിൽവർ മെറ്റൽ ആണ്. ഇനി ഹാസ് എ വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവുള്ളൊരു മെറ്റൽ ഉണ്ട്. അതാരാ? മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവുള്ളൊരു മെറ്റലാണ് നമ്മുടെ ഗാലിയം ഉണ്ട്, അതേപോലെ തന്നെ സീഷ്യം ഉണ്ട്, മെർക്കുറി ഉണ്ട് അല്ലേ. മെർക്കുറി എടുത്താൽ നമുക്കറിയാം മെർക്കുറി ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം മെർക്കുറിയാണ്. ഇനി ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഓക്സിജൻ ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. അതാരാണ്? നമ്മുടെ ഗോൾഡ് അല്ലേ. ഗോൾഡ് പ്ലാറ്റിനം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഹൈ ടെമ്പറേച്ചേഴ്സിൽ പോലും ഓക്സിജനായിട്ട് ഹീറ്റ് ചെയ്യില്ല. ഇനി മോസ്റ്റ് ഡക്റ്റൈൽ, ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കൂടിയത് ആരാണ്? നമ്മുടെ ഗോൾഡിനാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ആംഫോട്ടറിക് ഓക്സൈഡ്സ്? ചൂസ് ദ ആംഫോട്ടറിക് ഓക്സൈഡ് ഫ്രം ദി ഫോളോയിങ്. മക്കളെ, ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ആംഫോട്ടറിക് ഓക്സൈഡ്സ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ് അല്ലേ. ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. ഒരേ സമയം ആസിഡുകളും ആൽക്കലികളുമായിട്ട് അല്ലെങ്കിൽ ആസിഡുകളും ബേസുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുക. അപ്പോൾ രണ്ട് എക്സാമ്പിളാണ് നമുക്കുള്ളത്, സിങ്ക് ഓക്സൈഡും അതേപോലെ തന്നെ Al2O3 എന്ന് പറഞ്ഞിട്ടുള്ള അലൂമിനിയം ഓക്സൈഡും അല്ലേ. അപ്പോൾ രണ്ടുപേരും ആംഫോട്ടറിക് ഓക്സൈഡുകളാണ്. ഒരേ സമയം ദേ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ മെറ്റൽ എക്സ് കമ്പൈൻസ് വിത്ത് എ നോൺ മെറ്റൽ വൈ ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ടു ഫോം എ കോമ്പൗണ്ട് ഇസഡ്. ഒരു മെറ്റൽ എന്താ ചെയ്തത്? എക്സ് ഉണ്ട്, അത് വൈ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മെറ്റലായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോക്കിക്കേ എന്താ ചെയ്തത്? ഇസഡ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ടായി. അങ്ങനെയാണെങ്കിൽ സേ ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ കോമ്പൗണ്ട് ഇസഡ്. മക്കളെ നോക്കിക്കേ, ഒരു മെറ്റലും നോൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു മെറ്റലും നോൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കും അല്ലേ. ഒരാൾ ഇലക്ട്രോണെ കൊടുക്കും, മറ്റാൾ ഇലക്ട്രോണെ മേടിക്കും. അങ്ങനെ അവിടെ ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യും അല്ലേ. അയോണിക് ബോണ്ട് ഫോം ചെയ്യും. ഇനി അടുത്തത്, വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് കോമ്പൗണ്ട് ഇസഡ്? മക്കളെ, അയോണിക് കോമ്പൗണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മെൽറ്റിംഗ് പോയിന്റും അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും ഒക്കെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻസ് അല്ലേ. ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇനി വിൽ ദിസ് കോമ്പൗണ്ട് ഡിസോൾവ് ഇൻ കെറോസിൻ ഓർ പെട്രോൾ? ചെയ്യോ? അയോണിക് കോമ്പൗണ്ടുകൾ എന്താ ചെയ്യുക? അയോണിക് കോമ്പൗണ്ടുകൾ വാട്ടറിൽ സോലിബിൾ ആണ് അല്ലേ. വാട്ടർ സോലിബിൾ ആണ് അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ട് ലൈക്ക് വാട്ടർ പോലെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ അവർ സോലിബിൾ ആണ്. പക്ഷേ കെറോസിനിലും പെട്രോളിലും ഒക്കെ എങ്ങനെയാണ്? ദേ ആർ ഇൻസോലിബിൾ അല്ലേ. മണ്ണെണ്ണയിലും അതേപോലെ പെട്രോളിലും ഒന്നും അവർ
ഡിസോൾവ് ചെയ്യില്ല. സോ ദേ ആർ ഇൻസോൾയുബിൾ ഇൻ കെറോസിൻ ആൻഡ് പെട്രോൾ എന്ന് പറയാം. ദെൻ വിൽ ദിസ് കോമ്പൗണ്ട് ബി എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണോ? യെസ് അല്ലേ. നമുക്കറിയാം അയോണിക് കോമ്പൗണ്ടുകൾ എടുത്താൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയൺ, presence of ions ഉള്ളത് കൊണ്ട് തന്നെ they are good conductor of electricity എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് കെമിക്കൽ ഇക്വേഷൻസ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻസ്. താഴെ തന്നിരിക്കുന്നതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ എഴുതണം. ഒന്നാമത്തെ കാര്യമാണ് മെർക്കുറിക് ഓക്സൈഡ് ഈസ് ഹീറ്റഡ് അല്ലേ. മെർക്കുറിക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. അപ്പം നോക്കിക്കേ, മെർക്കുറിക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? മെർക്കുറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ HgO ആണ്. ഈ മെർക്കുറിക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെർക്കുറി ആറ്റത്തെ കിട്ടും, അതേപോലെ തന്നെ ഓക്സിജൻ ഗ്യാസിനെയും കിട്ടും. ഓർമ്മയുണ്ടോ? മെർക്കുറിക് ഓക്സൈഡ് നമ്മുടെ സിന്നബാർ അല്ലേ. സിന്നബാർ എന്ന് പറഞ്ഞാൽ HgS ആണ്, മെർക്കുറിയുടെ ഓറാണ്. സിന്നബാറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കിതാ മെർക്കുറി ഓക്സൈഡ് കിട്ടും. ഈ മെർക്കുറിക് ഓക്സൈഡിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെർക്കുറി ആറ്റത്തെയും കിട്ടും. ഇനി അടുത്തത് മിക്സ്ചർ ഓഫ് കുപ്രസ് ഓക്സൈഡ്സ് ആൻഡ് കുപ്രസ് സൾഫൈഡ് ഇസ് ഹീറ്റ്. അതായത് ഇത്രയേ ഉള്ളൂ. Cu2Oനെയും അതേപോലെ Cu2S നമ്മൾ ഹീറ്റ് ചെയ്തു. എന്താ സംഭവിക്കുക? Cu2Oനെയും Cu2S ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഏത് റിയാക്ഷനാ? കോപ്പറിൻ്റെ ആണല്ലേ. കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷനിൽ വരുന്നതാണ്. നോക്കിക്കേ, Cu2S രണ്ട് Cu2Oനെയും തമ്മിൽ നമ്മൾ റിയാക്ട് ചെയ്യിച്ചാൽ എന്താടാ സംഭവിക്കുക? കോപ്പർ ആറ്റത്തെയും നമുക്ക് കിട്ടും അല്ലേ. 6 കോപ്പർ ആറ്റത്തെയും ഒപ്പം ഒരു സൾഫർ ഡയോക്സൈഡിനെയും നമുക്ക് കിട്ടും. ഇതാ കറക്റ്റ് റിയാക്ഷൻസ് എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അലൂമിനിയം ഇസ് റിയാക്ട് വിത്ത് മാംഗനീസ് ഡയോക്സൈഡ്. അലൂമിനിയം മാംഗനീസ് ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ് സംഭവിക്കുക? ഓർമ്മയുണ്ടോ? എന്താ സംഭവിക്കുക? റിയാക്ടിവിറ്റി കൂടിയ അലൂമിനിയം മാംഗനീസ് ഡയോക്സൈഡിൽ നിന്നും മാംഗനീസിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. മാംഗനീസിനെ ഡിസ്പ്ലേസ് ചെയ്യും, എന്നിട്ട് Al2O3 ആയിട്ട് മാറും. ഒപ്പം നമുക്ക് 3 മാംഗനീസ് ആറ്റത്തെയും കിട്ടും. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ വെച്ചിട്ട് നമ്മൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് അലൂമിനിയവും മാംഗനീസ് ഡയോക്സൈഡും. ഇനി ഫെറിക് ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് വിത്ത് അലൂമിനിയം. ദാ വന്നു നമ്മുടെ തെർമിറ്റ് റിയാക്ഷൻ. നോക്കിക്കേ, തെർമിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ നേരമായിട്ട് ചോദിച്ചു. അപ്പം മക്കളെ, തെർമിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെയിൽവേ ട്രാക്കുകളിൽ ക്രാക്കുകൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് തെർമിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമ്മൾ എന്താ എടുക്കുക? അവിടെ നമ്മൾ നമ്മുടെ ഫെറിക് ഓക്സൈഡിനെ എടുക്കും. ഫെറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? Fe2O3 അല്ലേ. Fe2O3 ആണ് ഫെറിക് ഓക്സൈഡ്. ഈ പറഞ്ഞിട്ടുള്ള ഫെറിക് ഓക്സൈഡിനെ നമ്മൾ 2 അലൂമിനിയം ആറ്റമായിട്ട് റിയാക്ട് ചെയ്യിക്കും അല്ലേ. അലൂമിനിയമായിട്ട് കമ്പൈൻ ചെയ്യിക്കും. അപ്പം നമുക്ക് Al2O3 എന്ന് പറഞ്ഞിട്ടുള്ള അലൂമിനിയത്തിൻ്റെ ഓക്സൈഡിനെ കിട്ടും. അതേപോലെ തന്നെ അയണിനെയും കിട്ടും. ശരിയല്ലേ, അയണിനെയും കിട്ടും. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി എക്സോതെർമിക് ആണ്. ഹൈലി എക്സോതെർമിക് ആയിട്ടൊരു റിയാക്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തെർമിറ്റ് റിയാക്ഷൻ. Fe2O3 അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്താൽ Al2O3 കിട്ടും. അതേപോലെ തന്നെ അലൂമിനിയം ആറ്റത്തെയും കിട്ടും. ദിസ് ഈസ് കോൾഡ് തെർമിറ്റ് റിയാക്ഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട, ചോദിച്ചാൽ എഴുതുക. സുഖമായിട്ടിരിക്കുന്നു, ഡീപ് മ്യൂസിക് സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ആണ് സിങ്ക് കാർബണേറ്റ്സ് അണ്ടർഗോസ് കാൽസിനേഷൻ. മക്കളെ, സിങ്ക് കാർബണേറ്റ് കാൽസിനേഷൻ നടത്തിയാൽ എന്താ സംഭവിക്കുക? ZnCO3 ആണ് സിങ്ക് കാർബണേറ്റ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ചൂടാക്കുകയാണ് അല്ലേ. അങ്ങനെ സിങ്ക് കാർബണേറ്റിനെ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡിനെയും കിട്ടും, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കിട്ടും. അങ്ങനെ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒഫീഷ്യലി നമ്മുടെ ലാസ്റ്റ് കെമിസ്ട്രി ക്ലാസ്സും കൂടിയാണിത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ശരി, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, 3Fe + Al2O3 അല്ലട കുട്ടാ. നോ, നേരെ തിരിച്ചാണ് കേട്ടോ. Fe2O3 + Al gives Al2O3 + Fe എന്നാണ് കേട്ടോ. നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല മക്കളെ, ഇവിടെ ലെഡ് നൈട്രേറ്റിനെ എടുത്ത് ഹീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ PbNO3 ട്വൈസ് ആണ് അല്ലേ. ഇയാളെ ഹീറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടുക? നമുക്ക് 2 ലെഡ് ഓക്സൈഡിനെ കിട്ടും, അതേപോലെ തന്നെ 4 നൈട്രജൻ ഡയോക്സൈഡിനെ കിട്ടും, ഓക്സിജൻ ഗ്യാസിനെ കിട്ടും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബ്രൗൺ കളറുള്ള ഫ്യൂംസ് വന്നു. ഈ ബ്രൗൺ ഫ്യൂംസ് എന്ന് പറയുന്നത് ആര് കാരണമാണ്? നമുക്കറിയാം, ഈ ബ്രൗൺ ഫ്യൂംസ് എന്ന് പറയുന്നത് ആര് കാരണമാണ്? നൈട്രജൻ ഡയോക്സൈഡ് കാരണമാണ്.
അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്താൽ അവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കും. ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്നതിന് ശേഷം നമുക്ക് ആരെയാണ് കിട്ടുക? അവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്നിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യും. ഈ നൈട്രജൻ ഡയോക്സൈഡ് ആണ് നമുക്ക് ബ്രൗൺ ഫ്യൂംസ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കുക, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചാപ്റ്റേഴ്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള എത്രയോ ക്വസ്റ്റ്യൻസ് അല്ലെ, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും തന്നെ എക്സാമിന് ചോദിക്കില്ല എന്ന് തന്നെയാണ് മക്കളെ നമുക്ക് പറയാനുള്ളത്. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിത് കണ്ടു കഴിഞ്ഞു അല്ലേ. 50 ക്വസ്റ്റ്യൻസ് ആണ് ആകെ 4 ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നാളത്തെ എക്സാം എല്ലാവർക്കും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ആർക്കെങ്കിലും ഒക്കെ എക്സാം എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ പാടായിരിക്കും, അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വയ്ക്കുക. ഇനിയുള്ള കുറച്ച് സമയം നിങ്ങൾ ബയോളജി ക്ലാസ് കാണുക. ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം നല്ലതായിട്ട് പഠിക്കുക. എന്നിട്ട് നാളത്തെ എക്സാമൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ +1 ബയോളജി എടുക്കുന്നവർക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഇനി കുറേ മക്കളെ വേറെ വേറെ ഫീൽഡിലേക്ക് പോകുമല്ലേ, ഹ്യൂമാനിറ്റീസും അതേപോലെ കൊമേഴ്സൊക്കെ എടുത്തു പോകും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ലാസ്റ്റ് ഫെയർവെൽ ആണിതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും എല്ലാ ചക്കര കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ നല്ല മക്കളായിട്ട് നിങ്ങൾ നല്ല സപ്പോർട്ട് കൂടിയിട്ടാണ് ഓരോരുത്തരും പഠിച്ചിട്ടുള്ളത്. അത്രയും നല്ല കുട്ടികളാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ എക്സാം എഴുതുക. എൻ്റെ വരൂ സാർ, സാറ് വന്ന് നോട്ട് ലോഡ് ചെയ്തോ ബാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ബ്ലെസ്സിങ് ഒക്കെ തരുന്നു. നല്ലതുപോലെ എക്സാം എഴുതിയിട്ട് വരിക. എൻ്റെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എക്സാം എഴുതിയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ഓക്കെ, ഞാനിവിടെ കാത്തിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് ലൈവിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം പറയണം. അത് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. സാറ് ഇത് കൊടുത്തോ? കൊടുത്തിട്ടുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പറയട്ടെ. തുടച്ചേക്കാം. ഈശ്വര, നമ്മുടെ ഐപാഡിന് എന്തൊക്കെയോ സംഭവിച്ചു, പക്ഷെ ഇതിൽ വരുന്നില്ലല്ലോ സാർ. ഓക്കെ, അപ്പോൾ മക്കളെ ടാറ്റാ ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ്. നല്ല പോലെ എക്സാം എഴുതുക. നമ്മുടെ പ്രാർത്ഥനയുണ്ട നല്ല മക്കളായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും കാണാം, ഞാനിവിടെ സൈലത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ ബൈ ബൈ. സാർ വരൂ സാർ. യെസ്. അപ്പോൾ ഓക്കെ, യെസ് മക്കളെ, ഹലോ കേൾക്കാമോ? റെഡിയല്ലേ? സെറ്റല്ലേ? സോ ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടിപൊളിയാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജിയിലെ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് അക്ഷയ് സാറ്, അതോടൊപ്പം തന്നെ പ്രിട്ടി മിസ്സാണ് കൂടെ ഉണ്ടാവുക. അപ്പോൾ അക്ഷയ് സാർ ആദ്യം എന്ത് ചെയ്യുന്നു? ബയോളജിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം പ്രിട്ടി മിസ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ മക്കളെ തുടങ്ങിക്കൂടെ? നമുക്ക് തുടങ്ങാം. എല്ലാവരും ശക്തിമാനിട്ട് സെറ്റാക്കുന്നുണ്ട്. സാറിനെ വരവേറ്റിട്ടുണ്ട് ശക്തിമാൻ ഇമോജി ഇട്ടുകൊണ്ട്. അപ്പോൾ ബയോളജിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ? യെസ്, റെഡിയല്ലേ? സെറ്റല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ചോദ്യം, ഒരു മിനിറ്റ്, ഡ്രോപ്പ് ചെയ്തില്ല, ഒരു മിനിറ്റ്. സ്റ്റുഡിയോ നമ്പർ 7. ഓക്കെ, സ്ക്രീൻ കാണാമോ? ഒന്ന് നോക്കിക്കേ, സ്ക്രീൻ കാണാം. ബയോളജിയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. വൈ ഈസ് ദ യൂസ് ഓഫ് അയോഡൈസ്ഡ് സോൾട്ട് വൈ ഈസ് ദ യൂസ് ഓഫ് അയോഡൈസ്ഡ് സോൾട്ട് അഡ്വൈസബിൾ? അയോഡൈസ്ഡ് സോൾട്ട് കഴിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് എന്തിനാണ്? നെയിം ദ ഡിഷ്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ആൻസർ ചെയ്താം. എന്തുകൊണ്ടാണ് അയോഡൈസ്ഡ് സോൾട്ട് എന്തിനാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? അതിൻ്റെ ആൻസർ എന്താ? നമുക്കറിയാം. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം, നമ്മുടെ നെക്ക് റീജിയനിൽ കാണപ്പെടുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട് അല്ലേ? നെക്ക് റീജിയനിൽ കാണപ്പെടുന്ന ബട്ടർഫ്ലൈ ലോബ് ഷേപ്പുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡാണ് തൈറോയിഡ്. അല്ലേടാ, തൈറോയിഡ് ഗ്ലാൻഡ്.
നമ്മുടെ സ്വന്തം തൈറോയിഡ്. അപ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉണ്ടാക്കും. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ ഉണ്ടാക്കണമെങ്കിൽ എന്തു വേണമെടാ? അയോഡിൻ വേണം. മനസ്സിലായോ? തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയഡിൻ വേണം. എന്ത് വേണം? അയഡിൻ ഈസ് നീഡഡ്. അയഡിൻ ഈസ് എസെൻഷ്യൽ. അപ്പോൾ നമ്മൾ അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കണം. നമ്മുടെ ബോഡിയിലേക്ക് അയഡിൻ കിട്ടണം. അതാണ് ലക്ഷ്യം. അപ്പോൾ അയഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? പ്രോപ്പറായിട്ട് എന്ത് ചെയ്യൂടാ? തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഓക്കെ, റെഡി. അടുത്ത ചോദ്യം എന്താ? നെയിം ദ ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ്. എന്താണ്? ഗോയിറ്റർ ആണ്. സിംറ്റം എന്താ? സ്വലൻ നെക്ക്. ഓക്കെ, റെഡി. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്താ? ഹൗ ഡു നെർവ് ഇമ്പൾസ് ട്രാവൽ ഇൻ ദ ബോഡി? എക്സ്പ്ലെയിൻ. അപ്പോൾ നെർവ് ഇമ്പൾസ് എങ്ങനെയാണ് കടന്നു പോകുന്നത്? നെർവ് ഇമ്പൾസ് നമുക്കറിയാം ന്യൂറോണിലൂടെയാണ് കടന്നു പോവുക. ന്യൂറോണിൻ്റെ മറ്റൊരു പേരാണ് നെർവ് സെല്ല്. ശരിക്കും ശ്രദ്ധിച്ചോ, ന്യൂറോണിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? നെർവ് സെല്ല്. അപ്പോൾ എങ്ങനെയാണ് കടന്നു പോവുക? നിങ്ങളൊന്ന് നോക്കുക. ആദ്യം സാറ് ന്യൂറോണിൻ്റെ ഘടനയെ ഒന്ന് പഠിക്കാം, വരക്കാം. നിങ്ങൾക്കറിയാം ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇതുപോലെയല്ലേ ന്യൂറോൺ ഉണ്ടാവുക? ആണല്ലോ. ഇതുപോലെയല്ലേ? ആണ് സാറേ, ഇതുപോലെയാണ് സാറേ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾ നോക്കണേ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് പോവാം. ഓക്കെ, റെഡി. എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? ആണ്. സെറ്റാണ് സാറേ, സെറ്റാണ്. സോ അറ്റത്ത് കുറേ ഉണ്ട വരച്ചു കൊടുക്കണം. ഉണ്ട വരച്ചു കൊടുക്കണം. ഓക്കെ, റെഡി. സെറ്റാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇമ്പൾസ് പോകുന്നത്. ആദ്യം ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഡെൻഡ്രൈറ്റ്. പിന്നീട് എങ്ങോട്ടാ പോവുക? ഡെൻഡ്രോണ്. ആദ്യം ഡെൻഡ്രൈറ്റ്, പിന്നെ ഡെൻഡ്രോണ്, പിന്നെ ഈ മെയിൻ ഭാഗം സെല്ല് ബോഡി. മറ്റൊരു പേരെന്താ? സൈറ്റോൺ. സെല്ല് ബോഡിയുടെ മറ്റൊരു പേരെന്താ? സൈറ്റോൺ. സെൽ ബോഡി അനദർ നെയിം സൈറ്റോൺ. വെരി ഇമ്പോർട്ടൻറ്റ്. then to axon, then to axonite, or simply you can say nerve ending. Okay, at last കടൈസി അതെങ്കിൽ പോവും? സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ എന്ത് പറയാം? ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, നെർവ് എൻഡിങ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് കടന്നു പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാലോ എന്തായിട്ട് ആൻസർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അയോഡിൻ എന്തുകൊണ്ടാണ് എസെൻഷ്യലി? ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ്, ഫോർമേഷൻ ഓഫ് തൈറോക്സിൻ. 1 മാർക്ക് കിട്ടുവേ. ഡിസീസ് ഗോയിറ്ററാണ്, സ്വെല്ലൻ നെക്കാണെന്ന് എഴുതി കൊടുത്താൽ ആടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞു. ഡെൻഡ്രൈറ്റിലൂടെ സെൽ ബോഡിയിലേക്ക് കൂടി ആക്സോണിലേക്ക് വരും, പിന്നെ ആക്സോണിൻ്റെ എൻഡിലേക്ക് വരും. എൻഡിൽ ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. ആ ഉണ്ടല്ലോ സിനാപ്റ്റിക് നോബ്. മൂപ്പരൊരു കില്ലാടി. ഹീസ് എ കില്ലാടി. ദാറ്റ് ഉണ്ട, സിനാപ്റ്റിക് നോബ് ഈസ് എ കില്ലാടി. വൈ ഇറ്റ് ഈസ് കോൾഡ് എ കില്ലാടി? ബിക്കോസ് ഇൻ ദ സിനാപ്റ്റിക് നോബ് അത് എന്നെ പ്രൊഡ്യൂസ് പണ്ണും? അത് കെമിക്കൽസ് പ്രൊഡ്യൂസ് പണ്ണും. അത് കെമിക്കൽസ് ഉണ്ടാക്കും. ആ കെമിക്കൽസിന് എന്ത് പറയും? ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റർ. വാട്ട് ആർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ? കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സിനാപ്റ്റിക് നോബ്. ഉണ്ട സിനാപ്റ്റിക് നോബ്. ഓർത്ത് വെക്കണം, ന്യൂറോ ട്രാൻസ്മിറ്റർ. റെഡി അല്ലേ? ഓക്കെ, എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കണം. അസിറ്റൈൽ കൊളൈൻ ഒരു എക്സാമ്പിളാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് വന്ന് വീഴും. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റിഫ്ലക്സ് ആർക്ക്? മക്കളെ, റിഫ്ലക്സ് ആർക്കാണ് ചോദിക്കുന്നെങ്കിൽ അപ്പം തന്നെ ഓർത്ത് വെച്ചോളൂ, അത് വഴിയാണ്. പാത്തുവേ. അപ്പം തന്നെ മനസ്സിലേക്ക് ഓടി വരണം. റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ വഴിയാണ്. എന്തിൻ്റെ വഴിയാണ്? ആര് പോകുന്ന വഴിയാണ്? ഹു ഈസ് ട്രാവലിംഗ് ത്രൂ ദാറ്റ് പർട്ടിക്കുലർ പാത്വേ? സാറേ, അത് ഇമ്പൾസാണ്, വേറെ ആരുമല്ല. ആരാണ്? ഇമ്പൾസ്. അപ്പോൾ മക്കളെ, ഇമ്പൾസ് ശ്രദ്ധിച്ചോ. ഇമ്പൾസ്
കടന്നു പോകുന്ന വഴി. ഏത് പ്രോസസ്സിൽ? റിഫ്ലക്സ് ആക്ഷനിൽ. വളരെ എളുപ്പമല്ലേ? നോക്കിക്കേ, റിഫ്ലക്സ് ആക്ഷനിൽ ഇമ്പൾസ് കടന്നു പോകുന്ന വഴി, അത്രയേ പാത്ത് വേ ഓഫ് ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. അതാണ് റിഫ്ലക്സ് ആർക്ക്. എന്തെളുപ്പാണ്? ബയോളജി എന്തെളുപ്പാണ്? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഡ്രോ എ ഫ്ലോ ചാർട്ട് വരക്കാൻ പറഞ്ഞാൽ ഫ്ലോ ചാർട്ട് തന്നെ വരക്കണം. പാരഗ്രാഫ് എഴുതിക്കൂടാ. ഫ്ലോ ചാർട്ടാന്ന് ചോദിച്ചിട്ടുള്ളത്. ആ ഷോർട്ടസ്റ്റ് പാത്താണ് കേട്ടോ. അത് ശരിയാണേ. ഈ റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്താണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. ഫ്ലോ ചാർട്ട് വരക്കാൻ പറയുന്നുണ്ട്. എന്തിന്റെ ഫ്ലോ ചാർട്ടാ ചോദിച്ചിരിക്കുന്നത്? സീക്വൻസ് ഓഫ് ഇവന്റ്സ് വിച്ച് ഒക്കർ ഡ്യൂറിങ് സ്നീസിങ് എന്ന് വെച്ചാൽ തുമ്മുന്നതല്ലേ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. എങ്ങനെയാണ് തുമ്മല്? പൊടിപടലങ്ങൾ ഉണ്ടല്ലോ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ തുമ്മല്. ഈ തുമ്മുന്നത് നമ്മുടെ കൺട്രോളിലാണോ? അല്ലല്ലേ. ഡസ്റ്റ് പാർട്ടിക്കിൾ വരുമ്പോൾ പെട്ടെന്ന് തുമ്മും നമ്മൾ, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ലങ്സും നമ്മുടെ ഈ തൊറാക്സിക് ക്യാവിറ്റി ഉണ്ടല്ലോ, തൊറാക്സിക് ക്യാവിറ്റി വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ ലങ്സും. ഇവിടെ ഒരു ഡയഫ്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഡോം ഷേപ്പിൽ. എന്ത് ഷേപ്പിലാണ്? ഡോം ഷേപ്പ്, കമാനാകൃതിയിൽ കാണുന്നൊരു സാധനമുണ്ട്. അതിനൊക്കെ വലിയ പങ്കുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഇതാ ഇപ്രകാരമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ മക്കളെ, എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കിയേ. ആദ്യം എന്ത് ചെയ്തു നോക്കിക്കേ, എല്ലാവരും നോക്കണേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഫസ്റ്റ് എന്താണ്? നെർവ് എൻഡിങ് ലൊക്കേറ്റഡ്. ചെറുതാക്കട്ടെ. നെർവ് എൻഡിങ് ലൊക്കേറ്റഡ് ഇൻ ദ നേസൽ പാസേജ്. ഐഡന്റിഫൈ ഇറിറ്റന്റ്. ഇറിറ്റന്റ് വെച്ചാൽ എന്താ? മൂക്കിനകത്തേക്ക് പോകുന്ന പൊടിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. എക്സാം ടഫ് ഒന്നും ആവൂല. നിങ്ങൾ ആദ്യം മുതലേ സൈലത്തെ ഫോളോ ചെയ്ത് വന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എക്സാം ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. ഈ ലൈവ് നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടവരാണെങ്കിൽ എക്സാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. മനസ്സിലായോ? യെസ്. ശ്രദ്ധിച്ചേ, ഇറിറ്റന്റ് മൂക്കിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നേസൽ പാസേജിലെ നെർവ് എൻഡിങ്ങിനെ പോയിട്ട് തൊട്ടു, തലോടി. അങ്ങനെ തലോടുമ്പോൾ അവിടുത്തെ നമുക്കറിയാം റിസപ്റ്റർ ഉണ്ടല്ലേടാ സെൻസ് ഓർഗൻസില്. പലയിടത്തും എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ റിസപ്റ്റേഴ്സ് ഒരു ഇൻഫോർമേഷൻ, ഒരു ഇമ്പൾസ്, ഒരു നെർവ് ഇമ്പൾസ് അങ്ങോട്ട് കടത്തി വിടുകയാണടാ. ശ്രദ്ധിച്ചോ? ആ AKG ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, പ്ലാന്റ് ഹോർമോൺ ഓർക്കാൻ വേണ്ടി AKG അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെർവ് ഇമ്പൾസ് ടു ദ സ്നീസിങ് സെന്റർ ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ സ്റ്റം. ഓക്കെ, നമ്മുടെ ബ്രെയിൻ സ്റ്റം റീജിയണിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് തുമ്മലിന്റെ റീജിയൻ. അവിടത്തേക്ക് മെസ്സേജ് പോവും. ഒരു ഇറിറ്റന്റ്, ഒരു 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 ചൊറയാക്കുന്ന ഒരാൾ മൂക്കിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ഇമ്പൾസ്, കെമിക്കൽ മെസ്സേജ്. കെമിക്കൽ അല്ല, ഇലക്ട്രിക്കൽ മെസ്സേജാ ഇമ്പൾസ്. കെമിക്കൽ അല്ല, കെമിക്കൽ ഹോർമോണാ. ഇത് ഇലക്ട്രിക്കൽ മെസ്സേജാ, ഇമ്പൾസാ, സന്ദേശമാണ്. ഇതെന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു സ്റ്റമ്മിലുള്ള സ്നീസിങ് സെന്ററിലേക്ക് പോകും. അതിനുശേഷം ആ ബ്രെയിൻ സ്റ്റം ഇൻ റിട്ടേൺ സെൻഡ് ദ ഇൻസ്ട്രക്ഷൻ ടു ലങ്സ് ഓർ ഡയഫ്രം ഫോർ റെസ്പോൺസ്. ലങ്സിലേക്ക് അല്ലെങ്കിൽ ഡയഫ്രത്തിലേക്ക് ഒരു റെസ്പോൺസ് കൊടുക്കാനായിട്ട്. ആ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ലങ്സ് അല്ലെങ്കിൽ ഡയഫ്രം എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു ഡോം ഷേപ്പിലാണ്. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ അത് താഴേക്ക് വരും, അത് സ്ട്രെയിറ്റ് ആവും. പിന്നീട് അതെന്ത് ചെയ്യും? നോർമൽ ഷേപ്പിലേക്ക് വരുമ്പോൾ എയർ പുറത്തേക്ക് വരും. അപ്പോൾ ഡയഫ്രത്തിലേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും. ഓക്കെ, റെഡി? ഡയഫ്രം മൂവ്സ് അബ്രപ്റ്റ്ലി, ചെസ്റ്റ് മസിൽ കോൺട്രാക്ട് ആൻഡ് ഇൻ റെസ്പോൺസ്. ചെസ്റ്റ് മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എയർ പുറത്തേക്ക് വരും. റെസ്പോൺസിൽ എന്ത് ചെയ്യും? ഇത് നമ്മൾ തുമ്മാൻ തുടങ്ങും, പുറത്തേക്ക് എയർ വരാൻ തുടങ്ങും. ശ്രദ്ധിച്ചോ? എയർ ബ്ലോസ് ഔട്ട് ഫ്രം ദ നോസ് ആൻഡ് മൗത്ത് ഇൻസ്റ്റന്റ്ലി ആൻഡ് റാപ്പിഡ്ലി. വളരെ പെട്ടെന്ന് എയർ എന്ത് ചെയ്യും? പുറത്തേക്ക് പുഷ് ചെയ്യും. ആ കൂട്ടത്തിൽ നമ്മുടെ ഇറിറ്റന്റിനെ എന്ത് ചെയ്യും? പുറന്തള്ളും. ആ പൊടിപടലങ്ങളെ പുറന്തള്ളാൻ അത് സഹായകരമാണ്. ഓക്കെ, റെഡി? അപ്പോൾ ലിംഫ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫ് പ്രോസസ്സിൽ വരുന്നതാണ്. പ്രിട്ടി മിസ് ഡീൽ ചെയ്യും. എന്നാലും സിമ്പിളായിട്ട് പഠിക്കുക. ലിംഫ് എന്ന് പറഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ് ആണ്. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ബാക്ക് ടു ദ ബ്ലഡ് ആണ്. ഓക്കെ, റെഡി?
ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ലിസ്റ്റ് 4 പ്ലാന്റ് ഹോർമോൺ, റൈറ്റ് 1 ഫങ്ഷൻ ഓഫ് ഇറ്റ്. ഇതാണ് നിങ്ങൾ ഒരു കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു കൂടാണ് നമ്മുടെ കോഡ്. ഒരു എ കേജ്. എ എന്ന് പറയുമ്പോൾ ഓക്സിനെ ഓർക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? സി എന്ന് പറയുമ്പോൾ സൈറ്റോകൈനിനെ ഓർക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? വീണ്ടും ഒരു എ ഉണ്ട്, അത് ആബ്സസിക് ആസിഡ് ആണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ ഒരു ജി ഉണ്ട്, അതാരാടാ? ജിബറിലിൻ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഒരു ഇ ഉണ്ട്, അതാരാടാ? എത്തിലിൻ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട് സാറേ. അപ്പോൾ 5 ഹോർമോണുകളുടെ പേരും 5 ഫൈറ്റോ ഹോർമോണുകളുടെ പേരും 5 പ്ലാന്റ് ഹോർമോണുകളുടെ പേരും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എങ്കിൽ ചോദ്യം എന്താണ്? 4 ഹോർമോണുകളുടെ പേരെഴുതാനാണ്. എഴുതിക്കൂടെ? എഴുതാം. പിന്നീട് എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് 1 ഫങ്ഷൻ ഓഫ് ഈച്ച്. ഒരേ ഒരു ഫങ്ഷൻ ഇതേ മതി. ഈ തന്നിരിക്കുന്ന ഹോർമോണിൽ മക്കളെ ഗ്രോത്ത് പ്രൊമോട്ടർ ഏതാണെന്നും ഗ്രോത്ത് ഇൻഹിബിറ്റർ ഏതാണെന്നും ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആള് ഓക്സിന്, സൈറ്റോകൈനിന്, ജിബർലിൻ. ആരാണ്? ഓക്സിനും സൈറ്റോകൈനിനും ജിബർലിനും എന്താ ചെയ്യുന്നത്? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. എന്നാൽ നമ്മുടെ ആബ്സിസിക് ആസിഡ് എന്ത് ചെയ്യും? ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. എത്തിലീനും മോശമല്ല, പക്ഷെ എത്തിലീൻ ചില കേസിൽ പ്രൊമോട്ട് ചെയ്യും, ചില കേസിൽ ഇൻഹിബിറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ഫങ്ഷൻസിലേക്ക് പോയാൽ നിങ്ങൾക്കറിയാം ഓക്സിൻ എന്താ ചെയ്യുക? പ്രൊമോട്ടിങ് ഇലോങ്ങേഷൻ ഓഫ് ദ സെല്ലിന്റെ ഇലോങ്ങേഷൻ, സെല്ലിന്റെ ഡിവിഷൻ, വേരിന്റെ ഫോർമേഷൻ, റൂട്ട് ഫോർമേഷൻ, ഇതിനൊക്കെ സഹായകരമാവുന്നത് ഓക്സിനാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. റെഡി? ക്ലിയർ ആണ്. ഒരു മിനിറ്റ്. ജിബർലിന്റെ ഫങ്ഷൻ എന്താ? ഹെൽപ്പ് ഇൻ ഗ്രോത്ത്. അതും പ്രൊമോട്ടർ ആണ് അല്ലെ? പ്രൊമോട്ടർ തന്നെയാണ്. അപ്പൊ ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ഓഫ് ദ സ്റ്റം, ഇൻഡ്യൂസ് ഇന്റർനോഡൽ ഗ്രോത്ത് എഴുതിയാൽ മതി. ഒരു ഫങ്ഷൻ എഴുതിയാൽ മതി. സൈറ്റോകൈനിൻ ആയാലും പ്രൊമോട്ടർ തന്നെയാണ്. പ്രൊമോട്ട് സെൽ ഡിവിഷൻ, ഡിലേ ലീഫ് ഏജിങ്, ഇലയുടെ പ്രായമാവുന്നത് കുറക്കും. ആബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റിംഗ് ആണ്, ഇൻഹിബിറ്റിംഗ് ഗ്രോത്ത്. എത്ര എളുപ്പാന്നല്ലേ? ബയോളജി പഠിക്കാനും എഴുതാനെല്ലാം ഭയങ്കര എളുപ്പമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ ഫീഡ്ബാക്ക് മെക്കാനിസം. വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. എക്സ്പ്ലെയിൻ ദ ഫീഡ്ബാക്ക് മെക്കാനിസം ടു റെഗുലേറ്റ് ആക്ഷൻ ഓഫ് ഹോർമോൺ വിത്ത് ഹെൽപ്പ് ഓഫ് 1 സൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ മക്കളെ, ഫീഡ്ബാക്ക് മെക്കാനിസം ഹോർമോണിന്റെ ആക്ഷനുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറയേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഹോർമോണുകൾ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായകരമാവുന്നത് നമ്മുടെ ഹോർമോൺസ് ആണ്. നമ്മുടെ ബോഡിയിൽ കുറേ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണിൻ്റെ ആക്ഷൻസ് സ്പെസിഫിക് ആണെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരോ ഹോർമോണുകൾ ഓരോരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. ശരിയല്ലേ? അപ്പം ഇവിടെ ഒരു ഉദാഹരണം കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ പറഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും എന്തായിരിക്കണം? നോർമൽ ആയിരിക്കണം. ശരിയല്ലേടാ? നോർമൽ ലെവലായിരിക്കണം എപ്പോഴും ഗ്ലൂക്കോസ് ലെവൽ. ശരിയല്ലേ? ആണ്. എന്നാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് മക്കളെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവുണ്ടല്ലോ, ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് നമുക്കറിയാം ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയെന്ന് പറയുമ്പോൾ അവിടെ പാൻക്രിയാസ് എന്ത് ചെയ്യും? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവുകയെ. ബീറ്റാ സെൽസ് വെറുതെ ഇരിക്കുക? ഇല്ല, സ്റ്റിമുലേറ്റഡ് ആവും. എപ്പോഴാണ്? നോർമലിൽ നിന്ന്
ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുമ്പോൾ, നോർമലിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ബീറ്റാ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവും. മൂപ്പർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറക്കുന്നു. ഓക്കെ, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറക്കുന്നു. അങ്ങനെ കുറഞ്ഞ് നോർമലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇൻസുലിന്റെ ആക്ഷൻ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. വീണ്ടും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണോ? വേണ്ട. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുമ്പോൾ അവിടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ വരികയാണ് പാൻക്രിയാസിലേക്ക്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ബീറ്റാ സെൽസ് അപ്പോൾ സ്റ്റിമുലേറ്റഡ് ആവുകയും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ആ ഇൻസുലിന്റെ ആക്ഷൻ കൊണ്ട് പതിയെ എന്ത് ചെയ്തു? ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു അല്ലേ? താഴേക്ക് വന്നു, ലോവർ ചെയ്തു. പക്ഷെ എപ്പോഴും ലോവർ ചെയ്യണോ? വേണ്ട. അപ് ടു എ certain extent only. So when it become normal, now there is no need of further reduction in the glucose level. At that particular time, the production of insulin ceases. So അവരെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്താ? ഈ ഫീഡ്ബാക്കാ. ക്ലാസ് എൻഡ് ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തതിനു ശേഷം ക്ലാസ് എൻഡ് ചെയ്യും. Okay, moving on to the next question. The answer നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Next question. An old man is advised by his doctor to take less sugar in his diet. അപ്പോൾ തന്നെ അറിയാം ഡിസീസ് ഡയബറ്റിക് ആണ്, ഡയബറ്റീസ് ആണ്. From mention the hormone due to imbalance of which he is suffering. Insulin. ഇത് വളരെ എളുപ്പമാണ്. ഇൻസുലിൻ ആണ്. Which endocrine gland is secreting the hormone? Insulin is produced by pancreas. Okay, insulin is produced by which endocrine gland? It's pancreas. Okay, pancreas is the endocrine gland which produces insulin, and deficiency of insulin leads to diabetes. Okay, ready? Very simple. Moving on to the next question. Name the endocrine gland which secrete growth hormone. That is pituitary. Very important. Growth hormone is secreted by pituitary gland. Okay, pituitary gland. Okay, I am increasing my speed. Okay, I can understand. Tomorrow is your exam and you all guys are staying here. So അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. ഓൾസോ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. And what will be effect on the following person? Growth hormone effect. Deficient ആണെങ്കിൽ dwarfism. If growth hormone is not produced in the adequate amount, what will happen? Stunt growth, dwarfism. And excess secretion lead to gigantism. Okay, this is very simple question and you guys are answering. L. Kamalasan is answering the question. Gigantism is the answer. Excess production, gigantism. Under production or under secretion lead to dwarfism. Very simple. Moving on to the next question. Here is our question. Draw the structure of neuron. Label the part: dendrite, cell body, nucleus, axon. Okay, it's very clear. We can draw that figure. So here is the figure. Very simple. Just ഒന്ന് നിങ്ങൾ വരച്ചു നോക്കണം. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഇത് ട്രൈ ചെയ്യണം. സോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ യു ഗൈസ് ഹാവ് ടു ഡ്രോ ദിസ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഒരു സെല്ലാണ് അല്ലേ? അറ്റ്ലീസ്റ്റ് ന്യൂറോൺ എന്ന് പറയുന്നത് എന്താ? ന്യൂറോൺ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു സെല്ലാണ്. അത് നെർവ് സെല്ലാണെടാ. സോ അത് ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈറ്റോപ്ലാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏടെ പോകുന്നൊന്നുമില്ല. ഓക്കെ, ഈ റീജിയൻ നമ്മൾ വിളിക്കുന്ന പേര് സെല്ല് ബോഡി എന്നാണ് കേട്ടോ. സെല്ല് ബോഡി. ഓക്കെ, ആ മൊത്തം ഭാഗത്ത് നമ്മൾ സെൽ ബോഡി. ആ സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂറോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? സെൽ ബോഡിയാണ്. അതിനെ തന്നെയാണ് നമ്മൾ മറ്റൊരു പേര് വിളിക്കും, സൈറ്റോൺ എന്ന പേരിൽ വിളിക്കും. ഓക്കെ, റെഡി. ആ സെൽ ബോഡിയിൽ ഇതൊരു ഫിലമെന്റ് ആണ്. നോക്കിക്കേ, ഇതൊരു ഫിലമെന്റ് ആൻഡ് ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെന്റ്. റെഡിയല്ലേ? അപ്പോൾ ഒരു ഫിലമെന്റ് ലോങ്ങസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആ ലോങ്ങസ്റ്റ് ആയിട്ട് കാണുന്ന ഫിലമെന്റ് ആണ് നമ്മുടെ സ്വന്തം ആക്സോൺ. ഈ ചെറിയ ഫിലമെന്റ് ഉണ്ടല്ലോ, ഈ ചെറിയ ഫിലമെന്റ്, ആ ചെറിയ ഫിലമെന്റിനെ വിളിക്കുന്ന പേര് നമ്മുടെ സ്വന്തം ഡെൻഡ്രോൺ ആണ്. ശ്രദ്ധിച്ചോ, ഈ ചെറിയ
ചെറിയ ഫിലമെന്റ് ഡെൻഡ്രോണ്, വലിയ ഫിലമെന്റ് എന്താ ആക്സോണ്. റെഡി അല്ലേ? റെഡി. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. ഡെൻഡ്രോണിന് ബ്രാഞ്ച് ഉണ്ട്. ഡെൻഡ്രോണിന് എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ്? ഡെൻഡ്രൈറ്റ്. ഓക്കെ, റെഡി. സെറ്റാണ്. ആക്സോണിന് ബ്രാഞ്ച് ഉണ്ട്, അത് ആക്സോണൈറ്റ്. ആക്സോണിന് ബ്രാഞ്ച് ഉണ്ട്, ആക്സോണൈറ്റ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നിങ്ങൾ നെർവ് എൻഡിങ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ആക്സോണിന് ഒരു കവറിങ് കൊടുക്കണം മക്കളെ. ആക്സോണിന് പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെ മൈലിൻ ഷീത്ത് എന്ന പേരിൽ വിളിക്കണം. ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ ലേബൽ ചെയ്യാൻ പറഞ്ഞു? ഡെൻഡ്രൈറ്റ് നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്, ഡെൻഡ്രൈറ്റ്. പിന്നീട് സെൽ ബോഡി നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്, സെൽ ബോഡി. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂക്ലിയസ് നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയസ്. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്സോണ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ലേബൽ ചെയ്യാൻ പറ്റണം. റെഡി? അടുത്ത ചോദ്യം എന്തായിരുന്നു? നമ്മൾ നെയിം ദ പാർട്സ് ഓഫ് ന്യൂറോൺ വെർ ഇൻഫോർമേഷൻ ഈസ് അക്വയർ. ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. എപ്പോഴും ഇൻഫോർമേഷൻ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. അക്വയർ ചെയ്ത് ഡെൻഡ്രൈറ്റ് ആണ്. പിന്നെന്താണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ത്രൂ വിച്ച് ഇൻഫോർമേഷൻ ട്രാവൽ ചെയ്യുന്നത് ത്രൂ ആക്സോൺ ആണ് കേട്ടോ. ആക്സോൺ ആണ്, ഓർത്തു വെക്കുക, ആക്സോൺ. അടുത്ത ചോദ്യം എന്താ? വേർ ദ ഇമ്പൾസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു കെമിക്കൽ സിഗ്നൽ. അത് നെർവ് എൻഡിങ്ങിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനാപ്റ്റിക് നോബ് എന്നും എഴുതാം. നെർവ് എൻഡിങ്ങിൽ കാണുന്ന സിനാപ്റ്റിക് നോബ്, അല്ലെങ്കിൽ എന്ത് പറയാം? ആക്സോൺ എൻഡ് എന്നും പറയാം. ഓക്കെ, ഡിഫൈൻ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. വെരി സിമ്പിൾ. സിനാപ്സ് ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോ എന്ന് പറയുമ്പോൾ ന്യൂറോണ്, മസ്കുലാർ എന്ന് പറയുമ്പോൾ മസിൽ, അല്ലേ? അപ്പം മസിലിൻ്റെയും ന്യൂറോണിൻ്റെ ഇടയിലുള്ള സ്പേസ്, ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. Very simple. Neuromuscular junction is chemical synapse formed by the contact between motor neuron and muscle fiber. ഓക്കെ, മസിൽ ഫൈബറും മോട്ടോർ ന്യൂറോണും തമ്മിലിടയിൽ ഫോം ചെയ്യുന്നത് ജംഗ്ഷൻ. ദാറ്റ്സ് ഇറ്റ്. മുകളിലുള്ള ആൻസർ ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ദെൻ moving on to the next question. Here is the next question, 6th question. Name the part of the brain that perform the following function. Part of the brain ആണ്. First one, maintaining posture and the balance of the body. Answer ചെയ്തോളൂ. ആരാണിടാ പോസ്റ്ററും ബോഡി ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെറിബെല്ലം ആണ്. Cerebellum, it's the second largest part of the brain. The second largest part of the brain. Second question, regulating the blood pressure, that is done by medulla oblongata. Medulla oblongata is responsible for regulating the blood pressure. That is a part of hind brain. Okay, cerebellum, medulla, everything is coming under the part of hind brain. Okay, ready? Yes, everybody is answering. Hi, വാളയാർ പരമശിവം. ഹായ്. അവിടെ ദിലീപും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് കാണുന്നുണ്ട്. വളരെ സന്തോഷം. ഇത്രയും എന്താ പറയുക, നേരമായിട്ടും ദിലീപ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്തത് സെൻസേഷൻ ഓഫ് ഹങ്കർ ആൻഡ് ബീങ് ഫുൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ബ്രെയിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഹൈപ്പോതലാമസ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സെൻസേഷൻ ഓഫ് വിഷൻ, ഇവോക്കിംഗ് സെൻസേഷൻ, ദാറ്റ് ഈസ് ഡൺ ബൈ സെറിബ്രം ആണ്. സെറിബ്രം, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. Very simple. Moving on to the next question. Here we are asked to read a passage and answer the question. So passages നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഹോർമോൺ ബീങ് ഡിസ്ക്രൈബ്. അതായത് ഇവിടെ ബെൻഡിങ് ഓഫ് ദ ഷൂട്ട് ആണ്. മക്കളെ ശ്രദ്ധിച്ചേ, എല്ലാ മക്കളും ശ്രദ്ധിച്ചേ. ബെൻഡിങ് ഓഫ് ദ ഷൂട്ട് ആണ്. ഷൂട്ട് ബെൻഡ് ചെയ്യുന്നത് ലൈറ്റ് ഉള്ള സ്ഥലത്തേക്കാണ്. അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഷൂട്ട് ബെൻഡ് ചെയ്ത് പോകും. ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷൂട്ട് ബെൻഡ് ചെയ്ത് പോകുന്നതിന് കാരണം ഓക്സിൻ ആണ്. പഠിച്ചു വെക്കണം. ബെൻഡിങ്ങിന് കാരണമാവുന്നത്
ഓക്സിനാണെന്ന് ഓർത്ത് 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 നിങ്ങൾ വെക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാ, മൂവ്മെന്റ് ഓഫ് ഷൂട്ട് ടുവേർഡ്സ് ലൈറ്റ്, ലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് ഷൂട്ട് വളരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? അത് ഫോട്ടോട്രോപ്പിക് മൂവ്മെന്റ് ആണ്. ലൈറ്റ് അല്ലേടാ സ്റ്റിമുലേ, ലൈറ്റ് ആണ് സാറേ സ്റ്റിമുലേ, ലൈറ്റ് ആവുമ്പോൾ അത് ഫോട്ടോട്രോപ്പിസം ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഫോട്ടോട്രോപ്പിസം ആണെന്ന് ഓർത്തു വെക്കണം. ഗ്ലോമർലെസ് അവിടെ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ ആണ് നടക്കാട്ടോ. ശ്രദ്ധിച്ചോ, എനിവേയോട് ശ്രദ്ധിക്കുക. യങ് പ്ലാന്റ് റിസീവ് സൺലൈറ്റ് ഫ്രം വൺ ഡയറക്ഷൻ ഓൺലി, ഒരു ഡയറക്ഷന് മാത്രമേ ലൈറ്റ് കിട്ടുന്നുള്ളൂ എങ്കിൽ ഷൂട്ട് എങ്ങോട്ട് വളരും? റൂട്ട് എങ്ങോട്ട് വളരും? ഷൂട്ട് ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ്, ഷൂട്ട് ഓൾവേസ് ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ്. ഷൂട്ട് എപ്പോഴും ബെൻഡ് ടുവേർഡ്സ് ദ ലൈറ്റ് ആയിരിക്കും. റൂട്ട് എവേ ഫ്രം ദ ലൈറ്റ്. ലൈറ്റ് ഇവിടെയാണെങ്കിലോ, ലൈറ്റ് ഇവിടെയാണെങ്കിൽ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് റൂട്ട് വരിക. ഷൂട്ടോ ലൈറ്റ് എവിടെയുണ്ട് അങ്ങോട്ടേക്ക് പോവും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഷൂട്ട് ബെൻഡ് ടുവേർഡ്സ് ദ ലൈറ്റ് ആണെങ്കിൽ റൂട്ട് സാറേ എവേ ഫ്രം ദ ലൈറ്റ്, എവേ ഫ്രം ദ ലൈറ്റ് ആണടാ, എവേ ഫ്രം ദ ലൈറ്റ് ആണ് റൂട്ട്. നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്, റൂട്ട് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്, ഷൂട്ട് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് എന്ന് നിങ്ങൾ വളരെ കൃത്യമായി അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, റെഡി. ഓക്കെ, then next question. Stimulus in growth of pollen tube in towards ovule during fertilization. നമുക്കറിയാം, നമ്മുടെ സ്റ്റിഗ്മയിൽ വീഴുന്ന പോളൻ ഗ്രെയിനിന്റെ ഗമീറ്റുകൾ ഓവത്തിലേക്ക്, നമ്മുടെ എഗ്ഗിലേക്ക് എത്തണം അല്ലേ, നമ്മുടെ ഓവ്യൂളിനകത്തുള്ള. അപ്പോൾ അവിടത്തേക്ക് എത്തുന്നതിന് പോളൻ ട്യൂബ് ഗൈഡ് ചെയ്യണം. സോ ആ പോളൻ ട്യൂബിന്റെ മൂവ്മെന്റിന് കാരണം കെമിക്കലാണ്. ഓക്കെ, റെഡി? കെമിക്കൽ. ക്ലിയർ. യെസ്, എവരിബഡി ഈസ് ആൻസറിങ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്? ഗ്രോത്തുമായി ബന്ധമില്ലാത്തത് ഏത്? ഗ്രോത്ത് ഇൻഹിബിറ്റർ ഏതായിരിക്കും? നിങ്ങൾ നോക്കിക്കേ, ഓക്സിൻ ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്, ജിബർലിൻ ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യും. സൈറ്റോകൈനിനും പ്രൊമോട്ട് ചെയ്യും. ആരാ പ്രൊമോട്ട് ചെയ്യാത്ത, ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാ? ഗ്രോത്ത് ഇൻഹിബിറ്റർ. ദിസ് അവാർഡ് ഗോസ് ടു ഗ്രോത്ത് ഇൻഹിബിറ്റർ. അവാർഡ് ഗോസ് ടു അബ്സസിക് ആസിഡ്. അദ്ദേഹമാണ് ഇൻഹിബിറ്റർ, അബ്സസിക് ആസിഡ്. റെഡിയല്ലേ? മജയായി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബയോളജിയിലെ ചാപ്റ്റേഴ്സ് മജയായി നമ്മൾ സെറ്റ് ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ലോ ഓഫ് ഡൊമിനൻസ് ഓഫ് ദ ട്രേറ്റ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. വളരെ കൃത്യമായി ശ്രദ്ധിക്കാം. എന്താണ് ലോ ഓഫ് ഡൊമിനൻസ്? വളരെ എളുപ്പം ശ്രദ്ധിച്ചോ. ഒരു ക്യാരക്ടറിന്റെ, ശ്രദ്ധിച്ചിരിക്കണം, ഒരു ക്യാരക്ടർ, മക്കൾ ആദ്യം പറഞ്ഞ ഒരു ക്യാരക്ടറിന് എത്ര കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്? ഒരു ക്യാരക്ടറിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്. ഒരു ക്യാരക്ടറിന് എത്ര കോൺട്രാസ്റ്റിംഗ് ട്രേറ്റാ ഉള്ളത്? എത്ര കോൺട്രാസ്റ്റിംഗ് ട്രേറ്റാ ഉള്ളത്? പറ മക്കളെ, എത്ര കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്? 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്. ഒന്നല്ല, 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്. ഓക്കെ, റെഡി? ഇത് ക്ലിയർ ആണോ? ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ശ്രദ്ധിച്ചോ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് അതൊരു ക്യാരക്ടർ ആകുന്നു. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്നതൊരു ക്യാരക്ടർ ആകുന്നു. അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതാണ് മക്കളെ? അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ടോളാണ്, മറ്റൊരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്താണ്? ഡ്വാർഫാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ക്യാരക്ടറിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്. ഈച്ച് ക്യാരക്ടർ കണ്ടെയ്ൻസ് 2 contrasting traits. Here, for example, height of the plant is a character, tall and dwarf is its traits. Clear? അപ്പോൾ മെൻഡൽ എന്താ പറഞ്ഞത്? ലോ ഓഫ് ഡൊമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിൻ്റെ, ശ്രദ്ധിച്ചിരിക്കണം, ഒരു ക്യാരക്ടറിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളെ പ്യുവർ ഫോമിൽ ഹൈബ്രിഡൈസ് ചെയ്താൽ, അതായത് ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന ക്യാരക്ടർ എടുത്തു, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു, ഹൈബ്രിഡൈസ് ചെയ്തു. അതും പ്യുവർ ഫോമിൽ എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനിൽ.
ഹോമോസൈഗസ് കണ്ടീഷനിൽ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ഹോമോസൈഗസ് വെച്ചാൽ എന്താ? രണ്ടലിയിലും ഒരേപോലെ ആയിരിക്കണം എന്ന്. അതായത് ഇവിടെ ടോൾ എന്ന് പറയുമ്പോൾ 2 ക്യാപിറ്റൽ ടി, ഇവിടെ ഡ്വാർഫ് എന്ന് പറയുമ്പോൾ എന്തെടുത്ത് കൊടുക്കണം? 2 സ്മോൾ ടീൻ എടുക്കണം. അതാണ് ഹോമോസൈഗസ്. മനസ്സിലായോടാ? അപ്പോൾ F1 ജനറേഷനിൽ ശ്രദ്ധിച്ചോ, F1 ജനറേഷനിൽ എന്താണോ കിട്ടുന്നത്, നമുക്കറിയാം ഇവിടെ F1 ജനറേഷനിൽ കിട്ടുന്നത് ടോളാ. F1 ജനറേഷനിൽ എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്ന ക്യാരക്ടർ ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ടോളാണ് കിട്ടിയത്. ഡ്വാർഫ് കിട്ടിയോ? ഡ്വാർഫ് കിട്ടിയില്ല. ഡ്വാർഫിൻ്റെ ഫാക്ടർ അവിടെ ഇല്ലാതിരിക്കുന്നുണ്ടോ? ഇല്ല, ഡ്വാർഫിൻ്റെ ഫാക്ടർ അവിടെ ഉണ്ട്, ഡ്വാർഫിൻ്റെ ജീൻ അവിടെ ഉണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ ഡ്വാർഫ് എക്സ്പ്രസ്ഡ് ആയില്ല. ആരാ എക്സ്പ്രസ്ഡ് ആയത്? ടോളാണ് എക്സ്പ്രസ്ഡ് ആയത്. സോ ദാറ്റ് ഈസ് ലോ ഓഫ് ഡൊമിനൻസ്. എന്താ ലോ ഓഫ് ഡൊമിനൻസ് പറയുന്നത്? വെൻ two contrasting trait of a character is being hybridized. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അതായത് ഒരു ക്യാരക്ടറിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളെ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ, അതും പ്യുവർ ഫോം ഹോമോസൈഗസ് കണ്ടീഷൻ, the offspring we are getting in F1, what is the trait shown there? That will be dominant. അപ്പോൾ ടോളും ഡ്വാർഫും വരുമ്പോൾ ടോൾ ഡോമിനന്റ്, ഡ്വാർഫ് ഈസ് റിസസീവ്. ദാറ്റ്സ് ഇറ്റ്. Next question. Why are traits acquired during lifetime of individual not inherited? See, acquired trait എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാ. ഈ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ നേടിയെടുക്കുന്ന കഴിവുകളെയാണ് അക്വയർഡ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ അക്വയർഡ് ട്രേറ്റ് ഒരിക്കലും നമ്മുടെ DNA മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മുടെ ഗാമീറ്റിലേക്ക് വരുന്ന കാര്യങ്ങളല്ല. മറിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലേ. സാറ് വർക്കൗട്ട് ചെയ്താൽ സാറിന് മാറ്റം ഉണ്ടാവും. അതൊക്കെ എൻ്റെ ബോഡിയിൽ ഞാൻ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളല്ലേ. അതെൻ്റെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യോ? നോ, നെവർ. അക്വയർഡ് ട്രേറ്റ് വിൽ നോട്ട് ബി ഇൻഹെറിറ്റഡ്. അതിന് കാരണം അക്വയർഡ് ട്രേറ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ചേഞ്ച് അല്ല. റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ചേഞ്ച് ആണോ? അല്ല. അക്വയർഡ് ട്രേറ്റ് എപ്പോഴും നോൺ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പോൾ ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ചേഞ്ച് മാത്രമേ എന്ത് ചെയ്യൂ? ഇൻഹെറിറ്റ് ചെയ്ത് പോകത്തുള്ളൂ. പക്ഷേ നോൺ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ചേഞ്ച് എന്ത് ചെയ്യില്ല? DNA പാസ് ചെയ്യപ്പെടില്ല. മനസ്സിലാക്കണം. ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റണം. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്ത ചോദ്യം, റീഡ് ദ പാസേജ് അവിടെ നിൽക്കട്ടെ. പാസേജ് ശ്രദ്ധിച്ചോ? പാസേജ് ശ്രദ്ധിക്കണം. നോക്കിക്കോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ പ്ലാന്റ് വിത്ത് പർപ്പിൾ ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ. പർപ്പിൾ ഫ്ലവറും വൈറ്റ് ഫ്ലവറും നമ്മൾ ക്രോസ് ചെയ്തു. ഈ F1 ജനറേഷനിൽ കിട്ടിയത് എല്ലാം വൈറ്റ് ഫ്ലവറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്യാരക്ടറാണ്, ഒരു ക്യാരക്ടറിൻ്റെ 2 ട്രേറ്റുകളാണ് കൺസിഡർ ചെയ്തത്. കളർ ഓഫ് ദ ഫ്ലവർ എന്ന ക്യാരക്ടർ ട്രേറ്റ് വൈറ്റും അതുപോലെ തന്നെ പർപ്പിളുമാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഏത് ക്രോസിംഗ് ആണത്? മോണോ ഹൈബ്രിഡ് ക്രോസിംഗ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടി, മോണോ ഹൈബ്രിഡ് ക്രോസിംഗ്. രണ്ടാമത് എന്താ? ഷോ ദ ക്രോസ്. അത് നമ്മൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ്? വൈറ്റ് ഫ്ലവറും പർപ്പിളുമാണ് അവിടെ ക്രോസ് ചെയ്തിരിക്കുന്നത് അല്ലേ, വൈറ്റും പർപ്പിളും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതൊന്ന് വരച്ച് കാണിക്കാം. ശ്രദ്ധിച്ചോ, വൈറ്റ് ഫ്ലവറും പർപ്പിളുമാണ് പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് ഡോമിനൻ്റ് ആണ് അവിടെ കേട്ടോ. വൈറ്റ് ഫ്ലവറും പർപ്പിളുമാണ്, പർപ്പിൾ ഫ്ലവറുമാണ് അവിടെ ക്രോസ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് ഡോമിനൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് F1 കിട്ടുന്നതെല്ലാം വൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, വൈറ്റ് ഫ്ലവറിൻ്റെ ജീനോ ടൈപ്പ് നമുക്ക് capital W because it is dominant, and also very important, you should take pure, okay, homozygous condition. So capital W fused with the small w, that is representing the purple flower. So this is the genotype. Then next step, you need to write the gametes. What are the possible gamete? So here the possible gamete is capital W, and here the possible gamete is small w, and you should put the circle. Okay, ഇത് രണ്ടും ക്രോസ് ചെയ്തുകൊണ്ടുണ്ടാകുന്നതാണ് capital W and small w. Again that is white. എല്ലാ ഫ്ലവറും വൈറ്റ് ആണ്. അതാണ് അവിടെ ക്രോസിൽ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ടില്ല. F1 സെൽഫ് പോളിനേഷൻ ചെയ്യണം, സെൽഫ് ക്രോസ് ചെയ്യണം, F2 കാണണം. ആ F2
100 ഫ്ലവേഴ്സിൽ 75 ഫ്ലവേഴ്സ് വൈറ്റ് ആണ്. സോ F2 കൂടി ചെയ്ത് കാണിക്കാം. ദിസ് ഈസ് F1. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ആർ സെൽഫിങ് F1. ഓക്കെ, സെൽഫ് പോളിനേറ്റിംഗ് F1. ദെൻ വി ആർ സെൽഫ് പോളിനേറ്റിംഗ്. ഓക്കെ, സോ ഇവിടെ 2 ഗ്യാമേറ്റ്സ് ക്യാപിറ്റൽ W ആൻഡ് സ്മോൾ w. ഇവിടെ ക്യാപിറ്റൽ W ആൻഡ് സ്മോൾ w ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ W, ക്യാപിറ്റൽ W, capital W, small w, capital W, small w, small w and small w. That means only one plant. ഒരു ചെടി മാത്രമാണ് ഇവിടെ വൈറ്റ്. ഓക്കെ, ഇതും എന്താണ് സോറി, ഒരു ചെടി മാത്രമാണ് പർപ്പിൾ. ഓക്കെ, ഇത് പർപ്പിൾ ആണ്. ഒരു ചെടി മാത്രം പർപ്പിൾ, ബാക്കി 3 ചെടി വൈറ്റ്. അതായത് 75% വൈറ്റും 25%. ശ്രദ്ധിച്ചോ, എവറിബഡി പ്ലീസ് ലിസൺ. 25% is purple. 25% purple and we obtain 75% of the flower. 75% of the flower as white flower producing plants. ശ്രദ്ധിച്ചു, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ജീനോടൈപ്പ് ഓഫ് F2? F2 വരാത്തത് ഏതാ? നമുക്കറിയാം F2 ക്യാപിറ്റൽ W വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ W, സി വൈ ദിസ് ഈസ് നോട്ട് റെസ്പോണ്ടിങ്. ക്യാപിറ്റൽ W, സ്മോൾ w വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. സ്മോൾ w വന്നിട്ടുണ്ട് 1. സോ ഇതിൽ വരാത്തത് ഏതാ? ഇത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടില്ല. സോ ദിസ് ഈസ് ദ ആൻസർ, WP. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് വൈറ്റ് ടു പർപ്പിൾ ഫ്ലവർ ഇൻ F2 generation. We have got 3 white, correct? 3 white to 1 purple. Then what is the ratio? 3:1 is the ratio. 3:1 is the ratio. Very simple. Very simple. Moving on to the next question. Here is your next question. The chromosome number of sexually reproducing parent and their offsprings are same. Justify the answer. So sexual reproduction. Talking about sexual reproduction, we know sexual reproduction means 2 parents are involved. Correct? 2 parents are involved. 2 parent വേണം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് ഈസ് മെയിൽ പാരന്റ് ആൻഡ് സെക്കൻഡ് വിൽ ബി ഫീമെയിൽ പാരന്റ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. പാരന്റ്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് ഇസ് നീഡഡ്, റൈറ്റ്? സോ ഇവിടെ നമ്മുടെ മെയിലിന്, ഓക്കെ, മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം ആണ്, അല്ലെ? നമുക്കറിയാം സ്പേം ഈസ് ദ ഗാമീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽ ആൻഡ് യു നോ ഓവം ഈസ് ദ ഗാമീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫീമെയിൽ. കറക്റ്റ്. ഓക്കെ, റെഡി? Then you should understand father. This is our father. Okay, ഇതാണ് നമ്മുടെ father. And this is our mother. ഇതാണ് നമ്മുടെ mother. So ഫാദറിൻ്റെ ക്രോമോസോം നമ്പർ 46 ആണ്. നമ്മുടെ അമ്മയുടെ ക്രോമോസോം നമ്പർ 46 ആണ്. ആൻഡ് ഇവിടെ ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കൂലേ, എന്നിട്ട് കരഞ്ഞൊരു കുഞ്ഞ് ജനിക്കും. ബേബി അദ്ദേഹത്തിൻ്റെ ക്രോമോസോം നമ്പർ 46 ആണ്. ഹൗ ദിസ് ഈസ് ഹാപ്പനിങ്? ആക്ച്വലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടാവും. എന്താണ്? ഫാദറിൽ 46 ആണ്, മദറിൽ 46 ആണ്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ 92 അല്ലേ വരേണ്ടത്? Why 46? That is my question. Why 46? Here is the significance of meiosis. Okay, it's a type of cell division, meiosis, which occur in reproductive cell. Okay, meiosis. സോ മക്കളെ, ടെസ്റ്റിസിലെ മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്നുകൊണ്ടാണ് സ്പേം ഉണ്ടാവുന്നത്. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ്. സോ ക്രോമോസോം നമ്പർ വിൽ ബിക്കം ഹാഫ്. ഇവിടെ 46 ആണെങ്കിൽ സ്പേമിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് 23 ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമോസോം. ആൻഡ് ഹിയർ ഓൾസോ സെയിം തിങ് വിൽ ഹാപ്പൻ ഇൻ ദി ഓവറി ഓൾസോ. ഇൻ കേസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓവം ഓർ എഗ്, എഗ്ഗിൽ എത്ര ക്രോമോസോം വരും എടാ കുട്ടികളെ? നേരെ പകുതി 23. ആ 23യും ഈ 23യും കൂടി ചേർന്ന് 46. ദാറ്റ് ഈസ് ദ റീസൺ വൈ ക്രോമോസോം നമ്പർ ഇൻ ദ ബേബി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പാരന്റ്. ദ ഡിവിഷൻ ഈസ് ഹാപ്ലോയിഡ് ഡിവിഷൻ, റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ്. ഓക്കെ, ready? Next question. List 2 difference between acquired trait and inherited trait. Example of which? Acquired എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറാണ്. ജനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ജനിക്കുമ്പോൾ നമുക്കില്ലാത്ത കാര്യമാണത്. ജനിക്കുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജനിച്ചിട്ട് നമ്മൾ മരിക്കില്ലേ? എല്ലാവരും ജനിച്ചിട്ട് മരിക്കും. എല്ലാവരും ജനിച്ച് മരിക്കൂലേ? ഇമ്മോർട്ടലായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ചിരഞ്ജീവിയായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജനിച്ചിട്ട് നമ്മുടെ ലൈഫ് ടൈമിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് സം character or some trait we will get. That is acquired trait.
എന്നാൽ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ DNA കൊത്തിവെച്ച കാര്യങ്ങൾ, നമ്മുടെ ജീനിലുള്ള നമ്മുടെ DNA കാര്യങ്ങളാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഹെറിറ്റഡ്. മൈറ്റോസിസ് ആരാന്ന് ചോദിക്കുന്നുണ്ട്. മൈറ്റോസിസ് നമ്മുടെ നോർമൽ സെല്ലുകളിൽ നടക്കുന്ന ഡിവിഷൻ, ബോഡി സെല്ലുകളിൽ സൊമാറ്റിക് സെല്ലിൽ നടക്കുന്ന ഡിവിഷൻ മൈറ്റോസിസ്. ഗ്രോത്തിനും റിപ്പയറിനും ഒക്കെ സഹായിക്കുന്നത് മൈറ്റോസിസ്. അവിടെ ക്രോമോസോം നമ്പർ എക്സാക്ട് പാരന്റ് സെല്ലിൽ അതേ ക്രോമോസോം നമ്പർ ഡോട്ടർ സെല്ലിന് കിട്ടും. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ല് ഉണ്ടാവും. അതാണ് മൈറ്റോസിസ്. ഓക്കെ, ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉത്തരം ഇതാണ്, നോക്കിക്കേളെ. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ പാസ്ഡ് ഫ്രം പാരന്റ് ടു ഓഫ്സ്പ്രിംഗ്. അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക് വരുന്ന ഇൻഹെറിറ്റഡ് ആണ്. അക്വയർഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ഡ്യൂറിങ് ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ, ജീവിതകാലത്തിൽ നമ്മൾ നേടിയെടുക്കുന്നതാണ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണെടാ. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി ക്രോമോസോം വരുന്നതാണ്. ഡിപ്ലോയിഡ് 2n സെറ്റ് ഓഫ് ക്രോമോസോം, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോം ഡോട്ടർ സെല്ലിൽ വരുന്നതാണ്. ഓക്കെ, റെഡി. ഇനി അടുത്തത് ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ജനറ്റിക് വേരിയേഷൻ. ജനറ്റിക് ആണ്, ജീനുകളാണ്, DNA വരുന്നതാണ്. മറ്റത് ബോഡിയിൽ വരുന്നതാണ്, സൊമാറ്റിക് വേരിയേഷൻ. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്ന് അർത്ഥം. ഓക്കെ, അടുത്തത് ദീസ് ഡെവലപ്പ് ഡ്യൂ ടു ക്രോസിംഗ് ഓവർ ഫിനോമിനൻ മ്യൂട്ടേഷൻ. ഇൻഹെറിറ്റഡ് ട്രേറ്റിന് കാരണം ക്രോസിംഗ് ഓവർ, ക്രൊമോസോമുകൾ. അതായത് നമ്മുടെ ക്രൊമോസോമുകൾക്ക് ക്രൊമാറ്റിഡുകളില്ലേ, നമുക്കറിയാലോ. ക്രോസിംഗ് ഓവർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ക്രൊമോസോമാണ്. അപ്പോൾ നമുക്ക് 2 ക്രോമോസോം, ഹോമലോഗസ് ക്രോമോസോം, 2 ക്രോമോസോം ഉണ്ട്. ഒന്ന് അച്ഛൻ ഒന്ന് അമ്മയിൽ നിന്ന് കിട്ടും. ഇത് ഈ ക്രോമോസോമിൻ്റെ ക്രൊമാറ്റിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഫ്രാഗ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ വേരിയേഷൻ ഉണ്ടാവും. അതാണ് ക്രോസിംഗ് ഓവർ. ഡിഫറൻസ് ബിറ്റ്വീൻ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. ജീനോടൈപ്പ് എന്നാൽ ജനറ്റിക് എക്സ്പ്രഷൻ, നമ്മളിങ്ങനെ എഴുതുന്നത്. ഫീനോടൈപ്പ് എന്നാൽ എക്സ്റ്റേണൽ ഒബ്സർവബിൾ ഫാക്ടർ. എക്സ്റ്റേണൽ ഒബ്സർവബിൾ ഫാക്ടറാണ് എന്ത് പറയുന്നത്? ഫീനോടൈപ്പ്. ശ്രദ്ധിച്ചോ. ദീസ് ഡെവലപ്പ് ഡ്യൂ ടു ക്രോസിംഗ് ഓവർ ഫിനോമിനൻ മ്യൂട്ടേഷൻ. എക്സാമ്പിൾ എന്താ? സ്കിൻ കളർ ഇൻഹെറിറ്റഡ് ആണ്. സ്കിൻ കളർ, ഐ കളർ അച്ഛനമ്മമാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മമ്മയ്ക്കുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ, അത് തന്നെയാണ് ഇൻഹെറിറ്റഡ്. ഫ്രീ അറ്റാച്ച്ഡ് ഇയർ ലോബ്, ബ്ലഡ് ഗ്രൂപ്പ്, ഇതൊക്കെയാണ്. ഇനി മറ്റേതിൻ്റെ എക്സാമ്പിൾ എന്താ? മറ്റേത് വെച്ചാൽ അക്വയർഡ് റേറ്റിൻ്റെ എക്സാമ്പിൾ എന്താ? ലേണിംഗ് എ ന്യൂ സ്കിൽ, പുതിയ സ്കില്ല് പഠിക്കുക, പാട്ട് പാടാൻ പഠിക്കുക, അല്ലെങ്കിൽ നീന്താൻ പഠിക്കുക, സൈക്ലിങ്, ഇതൊക്കെ ഉണ്ടല്ലോ. ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്, ജിമ്മിലെല്ലാം പോയിട്ട് നല്ല മസിലെല്ലാം ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനെല്ലാം ഇങ്ങനെ നടക്കുക. അതിലെന്താണ്? അക്വയർഡ് ആണ്. അക്വയർഡ് ട്രേറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല? അടുത്ത ആളിലേക്ക് പാസ് ചെയ്യില്ല. വെരി ഇമ്പോർട്ടൻറ്റ്. ബ്ലൂ കളർ, ഒരു ബ്ലൂ കളർ പ്ലാന്റ് ഉണ്ട്. ക്യാപിറ്റൽ ബി ക്രോസ് ബ്രെഡ് വിത്ത് വൈറ്റ് കളർ, സ്മോൾ ബി. F1 കാണാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടു നോക്കാം. ഇതൊന്നുമില്ല. ബ്ലൂ കളർ പ്ലാന്റ്, ബ്ലൂ ഉണ്ട്. പിന്നെ വൈറ്റ് കളർ, അവിടെ ബ്ലൂ ആണ് ഡോമിനൻ്റ്. ബ്ലൂ കളർ ക്യാപിറ്റൽ ബി ക്രോസ് വിത്ത് സ്മോൾ ബി. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇനി എന്ത് ചെയ്യണം? ഗ്യാമീറ്റ് എഴുതണം. ഗ്യാമീറ്റ് നോക്കി, ഇവിടെ ക്യാപിറ്റൽ ബി വട്ടം, ഇവിടെ സ്മോൾ ബി വട്ടം. ദെൻ ഇത് രണ്ടും കൂടി ചേരണം. F1 ജനറേഷൻ കിട്ടണ്ടേ? അല്ലെങ്കിൽ അയാൾക്ക് ബേജാറാവൂലേ, സങ്കടം വരൂലേ? F1 ജനറേഷൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി, അത് എന്ത് തന്നെയാണ്? ബ്ലൂ ആണ്. ബ്ലൂ. ദിസ് ഈസ് അവർ F1. ഇത് കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ല. സ്റ്റേറ്റ് ദ കളർ ഓഫ് ഫ്ലവർ യു വുഡ് എക്സ്പെക്ട് ഇൻ F1 ജനറേഷൻ. ബ്ലൂ കളർ. സാറേ ബ്ലൂ കളറാണ് സാറേ. ശരിയാണ് മക്കളെ, ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് മസ്റ്റ് ബി ദ പെർസെൻറ്റേജ് ഓഫ് വൈറ്റ് ഫ്ലവർ ഇൻ F2 ജനറേഷൻ. F2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? F2 കിട്ടണമെങ്കിൽ മക്കളെ, F2 കിട്ടണമെങ്കിൽ F1 എന്ത് ചെയ്താൽ മതി? സെൽഫ് പോളിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സെൽഫിങ് F1 സെൽഫ് പോളിനേറ്റ് ചെയ്യിക്കാം. അപ്പോൾ F1 എന്താ? ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്രോസ് വിത്ത് ക്യാപിറ്റൽ ബി സ്മോൾ ബി. രണ്ടും എന്താണ്? ബ്ലൂ തന്നെയാണ്. രണ്ടും ബ്ലൂ ആണ് കേട്ടോ. നമുക്കറിയാലോ സെൽഫ് പോളിനേഷൻ ഒരേ പൂവിലെ പോളൻ ഗ്രീൻ എടുത്ത് അതേ പൂവിലെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയിട്ട് എടുത്താൽ ഓക്കെ. നിർത്താമല്ല വെക്കുക. നോക്കിക്കോളൂ, ഇവിടുത്തെ ഗ്യാമീറ്റ് എഴുതാം. ഇവിടുത്തെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബി കിട്ടും, ക്യാപിറ്റൽ ബി സ്മോൾ ബി കിട്ടും, ക്യാപിറ്റൽ ബി സ്മോൾ ബി കിട്ടും, സ്മോൾ ബി എന്ന് പറയുമ്പോൾ 75% എന്താണ്? ബ്ലൂ, 25% ബ്ലാക്ക്, വൈറ്റ്. So white flower 25%, 75% blue flower. That is F2 generation. So very important. Next, state the expected ratio of genotype of capital B, small b.
നിങ്ങൾ നോക്കിയേ ക്യാപിറ്റൽ ബി എത്ര കിട്ടിയേ? ഒന്നേ കിട്ടിയിട്ടുള്ളൂ. ക്യാപിറ്റൽ ബി സ്മോൾ ബി രണ്ടെണ്ണം ഉണ്ട്. സോ വാട്ട് ഈസ് ദ റേഷ്യോ? ഒരു ക്യാപിറ്റൽ ബി ഈസ് ടു 2 ക്യാപിറ്റൽ ബി സ്മോൾ ബി. സോ ദ റേഷ്യോ ഈസ് 1:2. 1:2. ആദ്യം ഏത് അത് തന്നെ എഴുതണേ. ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ്. അപ്പോൾ ആദ്യമുള്ളത് ആദ്യം എഴുതാം. 1:2 ഈസ് ദ ആൻസർ. 1:2. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് നെഫ്രോണിന്റെ ട്യൂബ്യൂൾസ് ആണ് കേട്ടോ. സെക്രീഷന് റീഅബ്സോർപ്ഷൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ്. അത് മിസ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ മാനർ ഇൻ വിച്ച് സെക്സ് ഡിറ്റർമിനേഷൻ. നമുക്കറിയാം സെക്സ് ഡിറ്റർമിനേഷൻ നമുക്കറിയാലോ എങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ ഫാദർ who determined the sex of the child. Actually father produced 2 types of sperm, X chromosome bearing sperm and Y chromosome bearing sperm. Father ഒരു കില്ലാടിയാണ്. Father is producing 2 types of sperm, X chromosome bearing sperm and Y chromosome bearing sperm. But mother is producing only X chromosome bearing ovum. Okay, that is the interesting factor. See, mother is producing only one kind of ovum, that is homogamity. Only one kind of ovum is produced, that is X chromosome bearing ovum. But what about father? Father is actually producing 2 different kinds of sperm. X chromosome bearing sperm and Y chromosome bearing sperm. Means father is heterogamitic, he is producing 2 types of sperm. And if X chromosome bearing sperm is fusing with ovum, resulting combination is XX, which is a girl child. And if Y chromosome is fusing with the ovum, resulting combination is XY, that is a boy child. So here mother is not determining the sex of the child, but father. Okay, indirectly we can say the gamete produced by the father is determining the sex of the child, not the mother. Okay, അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ പീ പ്ലാന്റ് ദ ട്രേറ്റ് ഓഫ് ഫ്ലവർ ബിയറിംഗ് പർപ്പിൾ. ഓക്കെ, PP is dominant over white color. Purple is dominant over white color. Purple ആണ് ഡോമിനന്റ്. ശ്രദ്ധിച്ചോ. Purple dominant ആണ്. Okay, purple capital P is crossed with white flower, that is small p. അപ്പോൾ small p white ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഡൊമിനന്റ് ആണ്. ക്രോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്യണം. ഓക്കെ, എക്സ്പ്ലെയിൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് F1 and F2 വിത്ത് ഹെൽപ്പ് ഓഫ് ക്രോസ്. സോ യു നീഡ് ടു ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രോസ് ചെയ്യണം. കമ്മ്യൂണിറ്റിയിൽ കയറണമെങ്കിൽ the only thing that you need to do is you check the pin comment in the comment section. പിൻ ചെയ്തിരിക്കുന്ന കമന്റ് ശ്രദ്ധിക്കുക. ആൻഡ് ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ലിങ്ക് ആൻഡ് യു വിൽ ബി ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ശ്രദ്ധിച്ചോ. സോ ഇവിടെ നോക്കിക്കോളൂ. ക്യാപിറ്റൽ P ദാറ്റ് ഈസ് ദ പർപ്പിൾ ഫ്ലവർ and small p that is a white flower. And here purple is dominant, okay, and white is recessive. And F1 F2 ചോദിച്ചിട്ടുണ്ട്. So we need to find F1 F2. It's very simple. Initially what you need to do, ആദ്യം എന്ത് ചെയ്യണം? gamete എഴുതാം. Here gamete will be ഇതിൻ്റെ capital P and you should encircle it. Then here it is small p. Okay, small p encircle. Small p എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അത് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. So better I would use different ink. That is better. Okay, small p. So small p and you should encircle it. Then ഇത് രണ്ടും ഫ്യൂസ് ചെയ്തു. Then F1 generation, capital P and small p, again that is purple. Okay, F1 generation, every plant will be producing purple flower. Purple ആണ് produce ചെയ്യുക. Then question കഴിഞ്ഞോ? ഇല്ല. F2 also we need to find. F2 generation. How you will find F2? Every procedure is unique. എങ്ങനെ ചെയ്യുക? Means every procedure is same only. F2 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? Selfing F1, self pollinating F1. So F1 is capital P and small p, correct? Yes, capital P and small p, that is crossed with capital P small p. Gamete you should write. Gamete, രണ്ട് type gamete ഇവിടെ ഉണ്ട് അല്ലേ? First one is capital P circle, small p circle. Similar manner here, capital P circle, this is small p circle. Then ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിക്കാം. ജോയിൻ ചെയ്യിച്ച് എന്ത് കിട്ടും? capital P കിട്ടും. Then capital P small p കിട്ടും. Again capital P small p കിട്ടും. Then small p കിട്ടും.
എന്ന് പറയുമ്പോൾ ദിസ് ഈസ് പർപ്പിൾ, ദിസ് ഈസ് പർപ്പിൾ, ദിസ് ഈസ് പർപ്പിൾ, ദിസ് ഈസ് പർപ്പിൾ ആൻഡ് ദിസ് ഈസ് വൈറ്റ്. സോ ഇവിടെ അഗെയിൻ 25%. ക്വസ്റ്റ്യൻ അതല്ല, ക്വസ്റ്റ്യൻ എന്താണ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ദ വിസിബിൾ ക്യാരക്ടർ F1 F2 അത്രേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ റേഷ്യോയും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. വിസിബിൾ ക്യാരക്ടർ മീൻസ് ഫീനോടൈപ്പ്. ഓക്കെ, ഫീനോടൈപ്പ് ഈസ് ആസ്ക്ഡ്. F1 ജനറേഷൻ ഓൾ ദ ഫ്ലവർ പർപ്പിൾ, F2 ജനറേഷൻ 75% ഓഫ് ദ ഫ്ലവർ ഈസ് പർപ്പിൾ ആൻഡ് റിമൈനിങ് 25% ഈസ് വൈറ്റ് കളർ ഫ്ലവർ. അത്രേ എഴുതണ്ടു കേട്ടോ, അത്രേ കാര്യങ്ങൾ എഴുതണ്ടു. ഓക്കെ, അത്രയും കാര്യങ്ങൾ മാത്രമേ എഴുതാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്വയർഡ് ആൻഡ് ഇൻഹെറിറ്റഡ്? എക്സാമ്പിൾ ഓഫ് ഈച്ച്. ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഐ തിങ്ക് വി ക്യാൻ സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ. എ മാൻ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാൻസസ് കുറവാണ് ചോദിക്കാൻ. യെറ്റ് വി വിൽ ഡു ദിസ് ക്വസ്റ്റ്യൻ. Okay, a man is having AB blood group is married to a woman who is having blood group O. They have 2 natural children. അവരുടേതായ കുട്ടികൾ, സ്വന്തം കുട്ടികൾ. നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് പറിച്ചെടുക്കുന്നതല്ല, അല്ലെങ്കിൽ കണ്ടത്തുനിന്ന് കിട്ടുന്നതോ പിന്നെ വയലിൽ നിന്ന് കിട്ടുന്നതോ കാട്ടിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളല്ല നാച്ചുറൽ. നാച്ചുറൽ എന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഉണ്ടാകുന്ന കുട്ടികളാണ്. എന്നിട്ട് അവർക്ക് തന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ദത്താണ്, ഒന്ന് ദത്തെടുത്ത കുഞ്ഞാണ്. അഡോപ്റ്റഡ് ചൈൽഡ് ഒന്നാണ്. ഓക്കെ, ജെയിൻ ഹാസ് ബ്ലഡ് ഗ്രൂപ്പ്. ആ കുഞ്ഞിൻ്റെ പേരാണ് ജെയിൻ. ഒന്നിൻ്റെ പേര് ജെയിൻ. ജെയിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? എ ആണ്. ജോർദൻ്റെത് ബി ആണ്. മർലിൻ്റെത് O ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് കുട്ടിയാണ് ദത്തെടുത്തത്? അതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അല്ലീലുകൾ എങ്ങനെ എഴുതുന്നു എന്ന് ആദ്യം പഠിക്കണം. മക്കളെ, ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങളുടെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ആണെങ്കിൽ 2 തരത്തിലാണ് അല്ലീലുകൾ വരാൻ സാധ്യത. ഒന്നുകിൽ രണ്ടും IA ആയിരിക്കണം. ഈ IA 2 അല്ലീലും ഒരുപോലെ ആയാൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ ഇത് എ ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പുകൾ ഹെട്രോസൈഗസ് കണ്ടീഷനിലും ഉണ്ടാവും. IA സ്മോൾ ഐ. മനസ്സിലായോ? എ ഗ്രൂപ്പ് ഹെട്രോസൈഗസ് കണ്ടീഷനിലും ഉണ്ടാവും. IA സ്മോൾ ഐ. ഓക്കെ, റെഡി? ഇനി മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. ബി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബി ഗ്രൂപ്പുകാർക്ക് ഇതേപോലെ തന്നെയാണ്. ആദ്യം IB എന്നൊരു ഹോമോസൈഗസ് കണ്ടീഷൻ ഉണ്ട് അല്ലീലുകളുടെ കോമ്പിനേഷനിൽ. IB അതല്ലെങ്കിൽ എന്തുണ്ട്? IB സ്മോൾ ഐ എന്നൊരു കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, ഇതില്ല. പക്ഷേ ഇൻ കേസ് ചോദിച്ചെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ഇനി AB ഗ്രൂപ്പാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, AB ഗ്രൂപ്പാണെങ്കിൽ അവരുടെ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചു. IAIB ആണ്. IAIB. ഓക്കെ, റെഡി? ഇനി O ഗ്രൂപ്പാണെങ്കിലോ അതാണ് നോക്കണ്ടേ. O ഗ്രൂപ്പാണെങ്കിൽ രണ്ടും സ്മോൾ ഐ. O ഗ്രൂപ്പാണെങ്കിൽ രണ്ടും സ്മോൾ ഐ ആണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ? അച്ഛന് അല്ലേ, മാനിന് AB ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ പോസിബിൾ സെറ്റ് ഓഫ് ജീനോ ടൈപ്പ് നമ്മൾ എഴുതാം. AB എന്ന് പറയുമ്പോൾ എന്താ? ഇതല്ലേ, ഇതേ വരുള്ളൂ. അപ്പം മാനിൻ്റെത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. മാനിൻ്റെത് AB ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ജീനോ ടൈപ്പ് IAIB ആണ്. അയാൾ കല്യാണം കഴിച്ചത് വുമണിനെയാണ്. അതങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? മാന് വുമണിനല്ലേ കല്യാണം കഴിക്കൂ. വുമണിൻ്റെ അല്ലീലിക് കോമ്പിനേഷൻ എങ്ങനെയാണ് വരിക? O ഗ്രൂപ്പാണ്. O എന്ന് പറയുമ്പോൾ ഇതാ വരിക. അപ്പം എന്താ? സ്മോൾ ഐ. ഓക്കെ, റെഡി? ഇവർക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ബേബി, ഇവർക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ IAയും ഈ സ്മോൾ ഐയും തമ്മിൽ കമ്പൈൻ ചെയ്യാം. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും. പിന്നെ IBയും സ്മോൾ ഐയും കമ്പൈൻ ചെയ്യാം. ഈ ഒരു കോമ്പിനേഷനേ അവർക്ക് കിട്ടൂ, വേറെ ഒന്നും കിട്ടൂല. അതായത് IA സ്മോൾ ഐ, IB സ്മോൾ ഐ. IA സ്മോൾ ഐ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്, ബേബിയുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. IA സ്മോൾ ഐ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ ഗ്രൂപ്പ് അല്ലേ? നോക്കിയേ, IA സ്മോൾ ഐ എ ഗ്രൂപ്പ്. IB സ്മോൾ ഐ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാ? ബി ഗ്രൂപ്പ് അല്ലേ? IB സ്മോൾ ഐ എന്ന് പറയുന്നത് ബി ഗ്രൂപ്പ്. അപ്പോൾ ഇവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക്
ഏത് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ? എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ ഇല്ല. ഇൻ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇൻ കേസ് എന്തെങ്കിലും ചോദിച്ചാൽ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിലൊന്നും പഠിക്കുന്നുണ്ട്, വളരെ സിമ്പിളായിട്ടൊരു കൺസെപ്റ്റാണ്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുഞ്ഞല്ലാത്തത് ദത്ത്, അതായത് അഡോപ്റ്റഡ് ചൈൽഡ് ഏതാണ്? എയും ബിയും അല്ലാത്തത്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് ജെയിനിന് എ ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ ജെയിൻ സ്വന്തം മോനാ. ജോർദനും ബി ഗ്രൂപ്പാണ്, അതും സ്വന്തം മോനാ. പക്ഷേ മർലിൻ ഒ ഗ്രൂപ്പാണ്. അപ്പം മർലിനാണ് അഡോപ്റ്റഡ്. കാരണം ഇവർ രണ്ടാളും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒ ഗ്രൂപ്പ് കിട്ടിയില്ല, എയും ബി എ കിട്ടുള്ളൂ. അപ്പോൾ ഒ ഗ്രൂപ്പുള്ള മർലിനാണ് അഡോപ്റ്റഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി? Yes, very simple question. And moving on to the next question, we are given a paragraph. Our environmental question ആണ്. So your question എന്താണെന്ന് നോക്കിയേ. Food chain and energy flow within an ecosystem provided an important understanding of contingency and mutual dependency of organisms. പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക. ഇവിടെ തന്നിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. പ്രധാനപ്പെട്ട കാര്യം എന്താ? നമുക്ക് തന്നിരിക്കുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണ്. ഓക്കെ, അവിടെ ഗ്രാസ് ആണ് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത്. അവർക്ക് സൂര്യപ്രകാശത്ത് നിന്ന് എത്രയാണ്? 1,20,000 ജൂൾ എനർജി വരുന്നുണ്ട്. അപ്പോൾ അത്രയും എനർജിയിൽ നിന്ന് 1% മാത്രമേ പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 12,000 ജൂൾ ഓഫ് എനർജി പ്ലാന്റ് ഫോട്ടോസിന്തസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാലോ 1% മാത്രം. അവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട്, സോളാർ എനർജിയുടെ 1% ആണ് പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ സോളാർ എനർജിയിൽ ഇത്രത്തോളം എനർജി അവർ തരുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ പറയണം, ഏകദേശം എസ്റ്റിമേഷൻ പറയാണ്. 1,20,000 ജൂൾ സൺലൈറ്റ്, അതിൽ നിന്ന് 1% 12,000 ജൂൾ എവിടത്തേക്ക് വന്നു? പ്ലാന്റിലേക്ക് വന്നു. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് 90% ഓഫ് എനർജി ഫ്രം വൺ ട്രോഫിക് ലെവൽ ഈസ് നോട്ട് പാസ്ഡ്. അതായത് 90% എന്ത് പാസ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഓൺലി 10% ഈസ് പാസിങ് എന്നാണ്. 90% പാസ് ചെയ്യില്ല. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് 90% ഈസ് നോട്ട് പാസിങ് മീൻസ് വാട്ട് ഡസ് ദാറ്റ് മീൻ? അങ്ങനെ പാസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം എന്താ? 10% ഈസ് ഓൺലി പാസിങ്. 10% മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. വൺ ട്രോഫിക് ലെവൽ ടു നെക്സ്റ്റ് ട്രോഫിക് ലെവൽ ഈക്വലി ഷെയർഡ് ചെയ്യുന്നത് നോക്കാം. അതായത് ഓരോ ട്രോഫിക് ലെവൽ ഈക്വലി ഷെയർ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾ ഇത് നോക്കാം. അതായത് ഇവിടെ സൂര്യപ്രകാശത്തിൽ 1,20,000 ഉണ്ടെങ്കിൽ അടുത്തതിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് വരുമ്പോൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12,000. ഓക്കെ, ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുകയാണേ. ഏറ്റവും ലോ ഗ്രേഡ് 12,000 വന്നു. 12,000 ജൂൾ വന്നു. ഗ്രാസിൽ 12,000. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഈ ഗ്രാസിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ ഇവിടെയുണ്ട്. ഗ്രാസ് ഹോപ്പർ ഈ ഒരു ഫുഡ് ചെയിൻ ആണ്. അതായത് ഈ ഒരു ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യാം. എല്ലാ ഫുഡ് ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടത്തേക്ക് വരുമ്പോൾ എത്രയാണ്? ഇതിൻ്റെ 10%, അതായത് 1200. ഞാൻ ഇങ്ക് മാറ്റാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 12 കാണുന്ന ഇങ്ക് ബ്ലൂ തന്നെയാണ് അല്ലേ? 1200 ജൂളായി അല്ലേ? 1200 ജൂൾ. അവിടുന്ന് നെക്സ്റ്റ് ലിസാർഡിലേക്ക് വരുമ്പോൾ 120 ജൂൾ. ഓക്കെ, റെഡി? ഈഗിളിലേക്ക് വരുമ്പോൾ 12 ജൂൾ. അപ്പോൾ ഞാൻ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫുഡ് ചെയിനാണ്. 12,000, 1,200, 120 ജൂൾ, 12 ജൂൾ. ഇതൊരു ഫുഡ് വെബാണ് കാണിച്ചിരിക്കുന്നത്. റെഡി? 1200 ആണല്ലേ? ആണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രകാരം നമുക്ക് പോവാം. 1200 തന്നെയാണ് കേട്ടോ. ശരിയാണ്. 100ൽ നമ്മൾ 1/100 ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ 1200 തന്നെയാണ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് പോവാം. കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നാണ് പരീക്ഷ കേട്ടോ. ഫാസ്റ്റ് ആക്കാം. ശ്രദ്ധിച്ചോ. ശരിയാണ് മക്കൾ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, റെഡി? ഇനി ഇവിടെ അടുത്ത ഫുഡ് ചെയിൻ നോക്കിയേ. അടുത്ത ഫുഡ് ചെയിൻ റാബിറ്റ്. ഗ്രാസിനെ റാബിറ്റ് ഈറ്റ് ചെയ്യുമ്പോൾ റാബിറ്റിലേക്ക് വരുന്നത് 1200 ജൂൾ. റാബിറ്റിനെ ഈഗിൾ ഭക്ഷിക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് കേസ് ഞാൻ വേറെ ഇങ്ക് കൊടുക്കാം. അതാണ് ബെറ്റർ. നമുക്ക് വേറെ ഇങ്ക് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഇങ്ക് കൊടുക്കാം. 1200 ജൂൾ. ഇനി ഈഗിളിലേക്ക് വരുമ്പോൾ അവിടെ 120 ജൂൾ വരും. ഓക്കെ, റെഡി? കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് റാറ്റിൻ്റെ കേസ് നോക്കാം. ഗ്രാസിനെ റാറ്റ് ഈറ്റ് ചെയ്യുമ്പോൾ റാറ്റിലേക്ക് വരുന്നത് 1200 ജൂൾ. ഓക്കെ, ദെൻ സ്നേക്കിലേക്ക് വരുമ്പോൾ 120 ജൂൾ ആൻഡ് ഈഗിളിലേക്ക് വരുമ്പോൾ 12 ജൂൾ. ഓക്കെ, റെഡി?
ഓക്കെ റെഡി അല്ലേ സെറ്റ് അല്ലേ? ഓക്കെ ക്ലിയർ. ദെൻ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ഫുഡ് ചെയിൻസ് ആർ പ്രസന്റ് ഇൻ ദ ഫുഡ് വെബ്? ഇവിടെ എത്ര ഫുഡ് ചെയിൻ ഉണ്ട്? നോക്കിക്കേ. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ലിസാർഡ്, ഈഗിൾ 1. ദെൻ ഗ്രാസ് അതൊന്നായി. ഗ്രാസ് ഹോപ്പർ, ഈഗിൾ 2. ദെൻ ഗ്രാസ്, റാബിറ്റ്, ഈഗിൾ 3. ഗ്രാസ്, റാറ്റ്, സ്നേക്ക്, ഈഗിൾ 4. Then grass, rat, directly eagle 5. So how many food chain? Etra food chain? We are having in total of 5 food chain there. 5 food chain. Clear? Moving on to next question. Based on above information, indicate amount of energy that an organism A to F. നമ്മൾ പറഞ്ഞു കേട്ടോ, A to F നമ്മൾ എഴുതി കഴിഞ്ഞു. A എപ്പോഴും 1200, B 1200, C is 1200, and here it is 12,000 joule already given in the question. Then D is 120 joule. E is ക്ക് കുറേ വാല്യൂസ് ഉണ്ട്. 12 joule ഉണ്ട്, 120 joule ഉണ്ട് ക്ക്. Then F is having 120 joule. Okay. അത് നമുക്ക് എഴുതാം, ഈസിലി നമുക്ക് എഴുതാൻ പറ്റും. Only thing that you need to follow is 10% ലോ ഫോളോ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാം. The next question, in the food web depicted above, identify most energy efficient link for tertiary consumer. Here tertiary consumer is eagle. Okay, ഈഗിളിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ ഏതാ? ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് എപ്പോഴാണ്? ഈ 120 ജൂൾ കിട്ടുന്നത് ഈ റാബിറ്റിനെ ഭക്ഷണമാക്കുമ്പോഴാണ് അല്ലേ? അപ്പോൾ ഈറ്റിംഗ് റാബിറ്റ് അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഈറ്റിംഗ് റാബിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മാക്സിമം എനർജി കിട്ടിയല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 1200, അവിടുന്ന് കഴിക്കുമ്പോൾ 120 കിട്ടി. അപ്പോൾ റാബിറ്റിനെ കഴിക്കുന്നതാണ് ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത്. ഓക്കെ റെഡി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ ഈസ് ഓൾവേസ് ഗ്രീൻ പ്ലാന്റ് ബിക്കോസ് ദേ ആർ പ്രൊഡ്യൂസർ. അത് തന്നെയാണ് ആൻസർ. ദേ ആർ പ്രൊഡ്യൂസർ, ദേ ആർ ഫുഡ്, മേക്കിംഗ് ഫുഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇറ്റ് ഈസ് ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിനിന് ഫുഡ് ഉണ്ടാവണം, എനർജി ഉണ്ടാവണം. ആ ഫുഡ് ഉണ്ടാക്കുന്നത് പ്ലാന്റ്സ് ആണ്. ദാറ്റ് ഈസ് എ റീസൺ. Flow of energy in an ecosystem is always unidirectional. Okay, always unidirectional. It will start from producer, it will move to primary consumer, then secondary consumer, then tertiary consumer, and not coming back, not reverting back. It is always following that particular unidirectional pattern. That is one of the most important characteristic feature of food chain. Always the energy flow will be in a same one direction. Okay, one direction. Next question. Biosphere is global ecosystem composed of living and non-living thing. Okay, പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക. ബയോസ്ഫിയറിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലിവിങ് നോൺ ലിവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറയുന്നു, കമ്പോണന്റ് ഉണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ട്രോപ്പിക് ലെവൽ ഈസ് ഇൻകറക്ട്ലി ഡിഫൈൻഡ്? ഏതാണ് ഇൻകറക്ട്ലി ഡിഫൈൻഡ്? ട്രോപ്പിക് ലെവൽ മീൻസ് ഇറ്റ്സ് എ പൊസിഷൻ ഇൻ ദ ഫുഡ് ചെയിൻ. സോ ഇവിടെ കാർണിവോർ എന്ന് പറയുമ്പോൾ സെക്കൻഡറി ഓർ ടെർഷറി കൺസ്യൂമർ, ദാറ്റ് ഈസ് കറക്റ്റ്. ഓൾവേസ് പ്രൈമറി കൺസ്യൂമർ ഹെർബിവോർ ആയിരിക്കും. സെക്കൻഡറിയും ടെർഷറിയും ഒക്കെ എന്തായിരിക്കും? കാർണിവോർ ആയിരിക്കും. ദാറ്റ് ഈസ് കറക്റ്റ്, നോ മിസ്റ്റേക്ക് ദെയർ. സെക്കൻഡ്, ഡീകമ്പോസേഴ്സ് മൈക്രോബിയൽ ഹെട്രോട്രോപ്സ്. കറക്റ്റ്, ഡീകമ്പോസേഴ്സ് ഹെട്രോട്രോപ്സ് ആണ്, ഡിപ്പെൻഡിങ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസം അവിടെ അല്ലേ. ഡീകമ്പോസേഴ്സ് മൈക്രോബ്സ് ആണ്, മൈക്രോബിയൽ ഹെട്രോട്രോപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓൺലി. ഹെർബിവോർ പ്രൈമറി കൺസ്യൂമർ, ദാറ്റ് ഈസ് കറക്റ്റ്. ബട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. ഓംനിവോർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓർഗാനിസം ഫീഡിങ് ഓൺ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സോ that is incorrect. Then diagram below shows a food web from the seashore, and ഇവിടെ മസിൽസ് കണ്ടോ? മസിൽസ് തോടുള്ള ഷെൽഡ് ആയിട്ടുള്ള ജീവികളാണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ അത് ഭക്ഷണമാക്കുന്ന മൈക്രോസ്കോപ്പിക് ആനിമൽസിനെയാണ്. തീർച്ചയായിട്ടും ഒരു ഫുഡ് ചെയിൻ ആരംഭിക്കുന്നത് പ്രൊഡ്യൂസറിലായിരിക്കും. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽസ്, സൂ പ്ലാങ്ക്ടൺ പോലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽസ് യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രൊഡ്യൂസറിനെ ഭക്ഷിക്കുന്നുണ്ട്. അതിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, അതവിടെ കൊടുത്തിട്ടില്ല. ബട്ട് നിങ്ങളത് ഊഹിച്ചെടുക്കണം. ഇവിടെ ഒരു പ്രൊഡ്യൂസർ നിർബന്ധമായി ഉണ്ടാവണം. ആ പ്രൊഡ്യൂസറിനെയാണ് മൈക്രോസ്കോപ്പിക് ആനിമൽ ഭക്ഷണമാക്കുന്നത്. സോ മൈക്രോസ്കോപ്പിക് ആനിമൽ ഇവിടെ എന്താണ്? പ്രൈമറി കൺസ്യൂമർ. അദ്ദേഹത്തെ ആണ് മസിൽ ഭക്ഷണമാക്കുന്നത്. സോ മസിൽ വിൽ ബി സെക്കൻഡറി കൺസ്യൂമർ. സെക്കൻഡറി കൺസ്യൂമർ ഈസ് ദ ആൻസർ. സെക്കൻഡറി കൺസ്യൂമർ ഈസ് ദി ആൻസർ. സെക്കൻഡറി കൺസ്യൂമർ ആണ് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The given figure better represent കുറ്റിച്ചെടികളാണ്, ഗ്രാസുകളാണ്. സോ ഗ്രാസ് ലാൻഡ് ഫുഡ് ചെയിൻ ആണ്. ഗ്രാസ് ലാൻഡ് ഫുഡ് ചെയിൻ ആണ്.
Consider the following statement concerning foodstuff. Removing of 80% of tiger from an area resulted in greatly increased growth of vegetation. ടൈഗറിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ ടൈഗർ ഇല്ലാത്തത് കൊണ്ട് ഗ്രാസിന്റെ അളവ് കൂടുമോ? ടൈഗർ ഗ്രാസ് ആണോ ഭക്ഷിക്കുന്നത്? അല്ല, ടൈഗർ കാർണിവോറാ, മൂപ്പര് ഫ്ലഷ് ഈറ്റിംഗ് ആനിമലാ. പക്ഷെ ഹെർബിവോർ ഇല്ലാതായ ഗ്രാസിന്റെ അളവ് കൂടും. പക്ഷെ ഇത് തെറ്റാണ്. കാർണിവോറുകൾ ഇല്ലാതായാൽ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ എന്ന പ്ലാന്റ് ലൈഫ് കൂടുന്നു പറയുന്നത് തെറ്റാണ്. റിമൂവൽ ഓഫ് മോസ്റ്റ് ഓഫ് ദ കാർണിവോർ റിസൾട്ടഡ് ഇൻ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഓഫ് കാർണിവോർസ്. ഹെർബിവോർ, കാർണിവോറുകളുടെ എണ്ണം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെർബിവോറുകളുടെ അളവ് കൂടും. ദാറ്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Length of food chain is generally limited to 3 to 4 trophic level due to energy loss. That is also correct. 10% law prakaram only 10% of energy is passed from one trophic level to the next trophic level. Remaining 90% of energy is lost. That means that trophic level is limited to 3 to 4 level only. Adinappurthekku povilla. The next question, next statement, the length of food chain may vary from 2 to 8. 8 onnum povathilla. So that is wrong. So actually two statements are correct, 2 and 3. So 2 and 3 correct. Remaining 2 statements are wrong. Okay, വളരെ എളുപ്പം. ഓക്കെ, ഇതൊക്കെ എക്സാമിന് വരും, ശ്രദ്ധിച്ച് പഠിക്കണം നിങ്ങൾ. Which of the following group of organism are not included in food chain? Ecological food chain include ചെയ്യാത്തത്. കാർണിവോർ ഉണ്ട്, ഒബ്വിയസ്ലി. പ്രൊഡ്യൂസർ വേണം, ദെൻ പ്രിഡേറ്റേഴ്സ് ഉണ്ട്, ഹെർബിവോർ ഉണ്ട്, സാപ്രോഫൈറ്റ്സ് ഇല്ല. സോ ദിസ് ഈസ് ദ ആൻസർ. ആൻസർ ഞാൻ മാർക്ക് ചെയ്യാം കേട്ടോ, ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഇൻക്ലൂഡഡ്, സാപ്രോഫൈറ്റ്സ്. 19th question, read the following, answer the following question. If 10,000 joule solar energy falls on green plant terrestrial ecosystem, what percentage of solar energy is converted to food energy? 1%. Okay, 1% of solar energy is given. I mean, solar energy is utilized. Okay, ready? A maximum of 4 to 5 trophic level. അതിനപ്പുറത്തേക്ക് വരില്ല. സോ ഇവിടെ 1%. സോ സോളാർ എനർജി മീൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10,000 ജൂൾ. സോ അതിൻ്റെ 1% അല്ലേ? 1% അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ടും കട്ടായി കഴിഞ്ഞാൽ 100 ജൂൾ. 100 ജൂൾ ഈസ് ദ ആൻസർ. 100 ജൂൾ. ഓക്കെ, 100 ജൂൾ ഓഫ് എനർജി. Explain the role of UV radiation producing ozone layer. So ozone layer, what is ozone? You know it's O3. How it's formed? It's formed in stratosphere by the action of ultraviolet radiation. See, we have got an oxygen atom. This is diatomic oxygen. That is O2. That is free oxygen. ഈ ഓക്സിജനെ നമ്മൾ ആദ്യം യുവിയുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ബ്രോക്കൺ ഡൗൺ ടു ഓക്സിജൻ ആറ്റം ആയിട്ട് മാറും. ഓക്കെ, ഈ ഓക്സിജൻ ആറ്റം മറ്റൊരു ഫ്രീ ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് O3 അഥവാ ഓസോണായി ഫോം ചെയ്യുന്നത്. സോ അവിടെ അൾട്രാവയലറ്റിന്റെ ആക്ഷൻ അവിടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. മെൻഷൻ ദ റിയാക്ഷൻ. ഞാൻ റിയാക്ഷൻ ഓൾറെഡി പറഞ്ഞു. വൈ ഈസ് എക്സസീവ് യൂസ് ഓഫ് CFC എ കോസ് ഓഫ് കൺസേൺ? CFC, chlorofluorocarbons, actually it is a refrigerant. It is used in aerosols, air conditioners and all, gases and all. And this particular chemical compound, that is CFC, it will be reacting with ozone layer and cause depletion in ozone layer, causing hole in the ozone layer. Ozone layer depletion ഉണ്ടാവുന്നു, അതുവഴി ഹാർംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് CFC ബാൻഡ് ആണ്, CFC യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, CFC ബാൻഡ് ആണ്. ഡിഫൈൻ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിന്റെ അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെന്റിന്റെ ഭാഗമാണ്. അവിടെ എൻവിറോൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് ബയോട്ടിക്കുമായിട്ടുള്ള കമ്പോണൻസ്, ജീവജാലങ്ങളും അജീവിയമായിട്ടുള്ള നോൺ ലിവിങ് തിങ്സും അവിടെ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ദാറ്റ് ഈസ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എൻവിറോൺമെന്റ് വേർ വി ക്യാൻ ഫൈൻഡ് അബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ദേ ആർ ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. തീർച്ചയായിട്ടും ഇന്ററാക്ഷൻ ഉണ്ടാവണം. ഓക്കെ, ഇന്ററാക്ഷൻ വേണം. ഓക്കെ, autotrophs are the first level of food chain. Give reason, because അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അവർ തന്നെ ആയിരിക്കണം ആദ്യം വരേണ്ടത്. ഇൻ എ ഫുഡ് ചെയിൻ ഓഫ് ഫ്രോഗ്, ഗ്രാസ്, ഇൻസെക്ട്, സ്നേക്ക്, അസൈൻ ട്രോഫിക് ലെവൽ. സി, ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും ആദ്യം വരുന്നത്. ഗ്രാസ് ഈസ് ഈറ്റൻ ബൈ ഇവിടെ ഇൻസെക്റ്റിനെ ഈറ്റ് ചെയ്യുന്ന ഫ്രോഗ്, ദെൻ അറ്റ് ലാസ്റ്റ് കഡൈസ് ഈ സ്നേക്ക്. സോ നമുക്ക് ഈ ഒരു ട്രോഫിക് ലെവലിൽ ഈ ഒരു ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ലേ? ഇത് കൺസ്ട്രക്ട് ചെയ്യണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടു വിച്ച് കാറ്റഗറി ഓഫ് consumer they belong to? That is the question asked. See, this is producer.
Insect is primary consumer. Frog is secondary consumer and snake is tertiary consumer. Clear? Insect primary, frog is secondary and snake is tertiary consumer. എഴുതാൻ വളരെ എളുപ്പമാണ്. സോ പ്രൊഡ്യൂസറിനെ ഭക്ഷണമാക്കുന്നത് പ്രൈമറി, ദെൻ സെക്കൻഡറി, ദെൻ ടെർഷറി. പ്രൈമറി പ്രൊഡ്യൂസറിനെ കൺസ്യൂം ചെയ്യും, പ്രൈമറിയെ കൺസ്യൂം ചെയ്യുന്നത് സെക്കൻഡറി, സെക്കൻഡറിയെ കൺസ്യൂം ചെയ്യുന്നത് ടെർഷറി. അത്രേ ചോദിക്കുന്നുള്ളൂ. 22nd question, draw a label diagram to illustrate energy flow in an ecosystem. Energy flow always it will be unidirectional, dissipated at each level. Matter flow is cyclic and no loss of matter. Okay, matter നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. Okay, മാറ്ററും എനർജിയും we cannot destroy it and we cannot create it, but we can convert from one form to another. Here also you see from sun 1% of energy is used by plants for photosynthesis, and if you see plants are eaten by herbivore. Plantiനെ herbivore ഭക്ഷണമാക്കുമ്പോൾ only 10% of energy is passed. Remaining 90% is dissipated as heat energy and all. See, ഇവിടെ 90% എനർജി പുറത്തേക്ക് വിടുകയാണ്, അല്ലാതെ അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. It's not lost. Okay, 10% is passed from each level. Heat loss to the environment. ഇത് വരക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. Next question, state with reason the consequence of decrease in number of carnivore in ecosystem. കാർണിവോറിന്റെ എണ്ണം കുറഞ്ഞാൽ ഹെർബിവോറിന്റെ എണ്ണം കൂടും. ലിസൺ. കാർണിവോറിന്റെ എണ്ണം കുറഞ്ഞാൽ ഹെർബിവോറിന്റെ അളവ് കൂടും. ഹെർബിവോർ ഈസ് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്. More herbivore means they will eat more grass, more plants. So plants in the alavallam korayum, producer in the alavu korayum. This will affect the entire ecosystem. മൊത്തത്തിൽ അത് ബാധിക്കും, എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും. അവസാനം പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റുകൾ കാര്യങ്ങൾ മാത്രം അവശേഷിക്കും. ഇതാണ് അതിൻ്റെ ആൻസർ. In a food chain, state the trophic level in which concentration of harmful chemical is maximum. Higher trophic level always. Okay, higher trophic level ആയിരിക്കും concentration of chemical maximum. That is biomagnification. Okay, that is biomagnification. അപ്പോൾ ഹയർ ട്രോഫിക് ലെവലിൽ മാക്സിമം കെമിക്കൽസ് ഉണ്ടാവും. ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. certain chemicals usually ones not found in nature. Actually മനുഷ്യന്മാരാണ് ഈ കെമിക്കൽ കൊണ്ടുവരുന്നത്. Introduced by man may get accumulated into plants or animals. These poisonous substances may not be broken in the body and excreted easily. ഈ കെമിക്കലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. Instead they accumulate in the tissues as the living organism eats more. The concentration of these substances increases and pass from one trophic level to the next. The maximum concentration is top carnivore level, that is higher trophic level. Yes, create a terrestrial like food chain depicting 4 trophic level വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫുഡ് ചെയിൻ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. യെസ്, ഗ്രാസ് 4 ട്രോഫിക് ലെവലിൽ വരാൻ പാടുള്ളൂ. 4 ട്രോഫിക് ലെവൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഗ്രാസ്, ഡിയർ ടൈഗർ എന്ന് 3 വരുള്ളൂ. ഗ്രാസ്, റാറ്റ്, സ്നേക്ക് ഈഗിൾ. അക്വാട്ടിക് അല്ല, ടെറസ്ട്രിയൽ തന്നെ വേണം. അപ്പോൾ നമുക്കിത് എടുക്കാം. So grass is first trophic level, rat second trophic level, snake third trophic level, eagle fourth trophic level. 4 trophic level completed. So ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, you can create it. Next question, why do we not find food chain for more than 4 trophic level in nature? 4 കൂടുതൽ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാ? 10%. ഓക്കെ, 10% ലോ ആണ്, ശരിയല്ലേ? 4 വരാത്തതിന്റെ കാരണം എന്താ? 10% ലോ ആണ്. കാരണം ഇവിടെ നോക്കിക്കേ, 4 അധികം വരില്ല. ഇവിടുന്ന് തന്നെ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് 10% എനർജി മാത്രമേ ഇവിടത്തേക്ക് വരുള്ളൂ. റാറ്റിൽ 10% മാത്രമേ ഇടത്തേക്ക് വരുള്ളൂ, സ്നേക്കിലേക്ക് വരുള്ളൂ. സ്നേക്കിൽ നിന്ന് 10% മാത്രമേ ഈഗിളിലേക്ക് വരുള്ളൂ. അതിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ എനർജി ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക, പിന്നീട് കാര്യമില്ല. ഓക്കെ, ദാറ്റ് ഇസ് ആൻസർ. 10% ലോ നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യണം. Yes, our last question, define an ecosystem. Ecosystem part of the nature only, where you can find living and non-living thing. Living means biotic component, non-living is abiotic component, and we are asked to draw a block diagram to show the flow of energy in the ecosystem. It's very simple, you can draw. Always remember, producer will be having most energy will be in producer. പിന്നെ ഈ ട്രയാങ്കിൾ, ഈ പിരമിഡ് നോക്കുക, താഴെ കൂടുതൽ എനർജി ഉള്ളതുകൊണ്ട് ബ്രോഡർ ബേസ് ആയിരിക്കണം. മുകളിലേക്ക് വരുന്നതനുസരിച്ച് എനർജി കുറയുന്നതുകൊണ്ട് അത് നാരോ ആയി പോവുകയാണ് കേട്ടോ. പ്രൈമറി കൺസ്യൂമർ ഇവിടെ നോക്കിക്കോളൂ, 10,000 ജൂള്, അതിന് 10% 1000 ജൂള്, അതിന് 10% ആയിട്ട് 100 ജൂൾ മുകളിലേക്കും, ദെൻ ഫൈനലി 10 ജൂൾ. അപ്പോൾ ഇതിൽ കൂടുതൽ ട്രോഫിക് ലെവലിൽ പോയി കഴിഞ്ഞാൽ എനർജി കുറഞ്ഞു വരുന്നതുകൊണ്ട് ട്രോഫിക് ലെവൽ അങ്ങോട്ടേക്ക് പോകത്തില്ല.
സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സാറിന് പഠിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ് വരാനുള്ളത്. ബയോളജിയിലെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ആരും പോകരുത്. തീർച്ചയായിട്ടും കൃത്യമായി കാണുക. നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുന്നത്. ഹലോ ഡിയേഴ്സ്, എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്ന ഉറക്കമൊക്കെ വന്നോ, കണ്ണൊക്കെ അടഞ്ഞടഞ്ഞു പോകുന്നുണ്ടോ, എങ്ങനെയാണ് അവസ്ഥ? കാരണം ഇത്രയും നേരം അവര് ലോങ് ലൈവിൽ ഇരിക്കുകയാണ്. കാരണം നാളെ പരീക്ഷയാണ്, ബോർഡ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം ഉറങ്ങണം. മിസ്സിന് അറിയാം, നമുക്കൊക്കെ അറിയാം അല്ലെ? അതുകൊണ്ട് നമ്മളത് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വേഗം പോകും. വളരെ വേഗം, ഒരിക്കലും നഷ്ടമാവില്ല. അതെ അതെ, കാരണം ഇവിടുത്തെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ഒന്നെങ്കിൽ അത് നിങ്ങൾ എത്രത്തോളം ഒന്നിൽ നിന്നെങ്കിലും എന്തെങ്കിലും സബ് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് വന്നിരിക്കും. കാരണം അത്രയും പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് രാത്രി 12 പിറ്റേ ദിവസമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ തന്നെ കിടന്നിട്ട് ഇവിടെ തന്നെ എന്താണ് നിൽക്കുന്നത്. ഈ ഒരു ഡെഡിക്കേഷൻ നമ്മൾ നിങ്ങൾക്ക് തരുന്നത്, നമുക്ക് ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് തരാനുള്ളതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഉഷാറായിട്ട് അതെ. അപ്പൊ ആരംഭിക്കാം നമുക്ക് നമ്മുടെ ലൈവ് പ്രൊസ്. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ സാറ് ക്ലാസ് ഒക്കെ എടുത്ത് എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ എന്ത് ചെയ്യാ, പരീക്ഷ എഴുതുക. അപ്പൊ നമുക്ക് ബയോളജിയുടെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. എല്ലാത്തിന്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും അല്ലെ? ഈ ഒരു ബാച്ച് ലാസ്റ്റ് ക്ലാസ് ആണ്. അടിപൊളി പിള്ളേരാണ്, ഒന്നും പറയാനില്ല. നല്ല വൈബ് സെറ്റ് പിള്ളേരാണ്. അവര് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രത്തോളം നിന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് നിങ്ങൾ നേടിയെടുത്തിട്ട് തന്നെ വരിക. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പൊ സാർ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് സാറ് വിശ്വസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും നിങ്ങളെ ആലോചിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ നാളെ പരീക്ഷ എഴുതുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നമ്മുടെ കുട്ടികൾ എക്സാം എഴുതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് പറയാണ്, നമുക്ക് സെറ്റായിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ. കാരണം ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററും ഈ പറയുന്ന റീപ്രൊഡക്ഷൻ ചാപ്റ്ററും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അത്രയും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ അപ്പം എന്ത് ചെയ്യണം, നമ്മൾ വളരെ സ്പീഡിൽ മാക്സിമം വേഗം തന്നെ പറഞ്ഞു തരാം. മിസ്സ് നോക്കൂ കേട്ടോ, നിങ്ങളെ അധികം നേരം നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉറക്കമൊക്കെ വരുന്നുണ്ടല്ലോ, മിസ്സിന് മനസ്സിലാകും. നമ്മൾ ഇതേപോലെ പഠിച്ച് പാതിരാത്രി ഉറക്കളച്ച് പഠിച്ചാണല്ലോ, അതുകൊണ്ട് മിസ്സിന് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വേഗം ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കും. കേട്ടല്ലോ, ആരും ടെൻഷൻ ആവണ്ട. ഓക്കെ, യെസ്, കൂൾ കൂൾ കൂൾ. എല്ലാവരും ഒന്ന് എണീറ്റ് ഇരിക്കുന്നിടത്തൊന്ന് തുള്ളിച്ചാടി ഓടിയൊക്കെ ഒന്ന് വാ. കാരണം ബയോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് പഠിക്കല്ല, നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോയിന്റ്സ് മനസ്സിലാക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ എന്നാൽ? ഓക്കെ, ദെൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവുകയാണ്. ഓക്കെ, താങ്ക്സ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. മിസ്സിന് ഈ ഒരു ക്ലാസ് നമ്മുടെ ലാസ്റ്റ് സെഷനാണ്. ഈ ഒരു ലാസ്റ്റ് സെഷനിലേക്ക് തുടങ്ങുമ്പോഴും മിസ്സിന് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. എന്താണ്, നമ്മൾ ധൈര്യം കൈവിടാതെ എത്രത്തോളം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ നിൽക്കണം അല്ലേ? നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയം ബാക്കി വെച്ചിട്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകും. അപ്പം ആ ഒരു ഹാർഡ് വർക്ക് എന്നാണോ എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങുന്നത്, ആ തുടങ്ങിയിരിക്കുന്നതിൽ നിന്നും നമുക്ക് അത്രയേറെ എഫേർട്ട് എടുക്കാനുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ, സെറ്റ് അല്ലേടാ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. മിസ് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ വേഗം ആൻസർ കമൻറ്റ് ചെയ്ത് പൊക്കോളാം. കൺഫ്യൂഷനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ് അത് ക്ലിയർ ആക്കി തന്നു പോകും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പോയാൽ മതി, നമ്മൾ വേഗം ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. നെയിം 1 ആക്സസറി പിഗ്മെൻറ്റ് ആൻഡ് 1 എസെൻഷ്യൽ പിഗ്മെൻറ്റ് ഇൻ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് എന്തൊക്കെയാണ് അവിടുത്തെ റോ മെറ്റീരിയൽസ് എന്നല്ലേ. നമ്മൾ സൺലൈറ്റ്, വാട്ടർ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പറയുമ്പം എന്ത് പറയുന്നുണ്ട്, അവിടെ എന്ത് വേണം, ക്ലോറോഫിൽ പിഗ്മെന്റ് വേണം അല്ലേ? അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, കുറച്ച് ആക്സസറി പിഗ്മെന്റും ഉണ്ട്. കാരണം ഈ ലൈറ്റിനെ ഏത് വേവ് ലെങ്ത് ആണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കണക്കിനുള്ള പിഗ്മെന്റുകൾ നമ്മുടെ ലീഫിലെ ക്ലോറോപ്ലാസ്റ്റിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആക്സസറി പിഗ്മെന്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നോക്കിക്കോ,
ഏതാണെന്ന് പറഞ്ഞോ? ആക്സസറി പിഗ്മെന്റ് എന്ന് പറയുമ്പം കരോട്ടിൻ, സാന്തോഫിൽ അല്ലെ. ആക്സസറി പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ കരോട്ടിനും സാന്തോഫിലുമാണ്. എസെൻഷ്യൽ പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ ക്ലോറോഫില്ലാണ്. അതിൽ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ക്ലോറോഫിൽ എ പറയാം. ക്ലോറോഫിൽ എ ആണ് എന്ത് ഇവിടുത്തെ മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസൈൻ ഇതൊക്കെ എന്താണ്? ആക്സസറി പിഗ്മെന്റുകളാണ്. കാരണം ഇവരാണ് എന്ത് ചെയ്യുന്നത്? മറ്റ് വേവ്ലെങ്തിലുള്ള ലൈറ്റിനെ സ്വീകരിച്ചിട്ട് ക്ലോറോഫിൽ എക്ക് കൊണ്ടു കൊടുക്കുന്നത് അല്ലേ. യെസ്, ഗുഡ്. മിസ് പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? കുറച്ച് സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. സൗണ്ട് പറയുന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ, സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? Then moving to next question, what advantage over an aquatic organism does a terrestrial organism have with regard to obtaining oxygen for respiration? എന്താണ് മക്കളെ റെസ്പിറേഷൻ പഠിക്കുമ്പം നമ്മൾ അക്വാട്ടിക് ഓർഗാനിസവും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ഓർഗാനിസവും പറയുമ്പം കെരോട്ടിൻ എന്താണ്? നമ്മൾ ക്യാരറ്റിന് കളറൊക്കെ കൊടുക്കുന്ന പ്ലാസ്റ്റിഡാണ് കെരോട്ടിൻ എന്ന് പറയുന്നത്. കെരോട്ടിൻ എന്ന് പറയുന്നത് പിഗ്മെന്റുകൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ സാന്തോഫിലും ആന്തോസൈനും എഴുതിയാൽ മതി. Okay, what advantage over an aquatic organism does a terrestrial organism have with regard to obtaining oxygen through respiration എന്നാണ്. അപ്പം നിങ്ങൾ അവിടെ പിഗ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. എസെൻഷ്യൽ ആയിട്ടുള്ള പിഗ്മെൻറ്റ് ക്ലോറോഫിലെയും ബാക്കിയൊക്കെ ആക്സസറി പിഗ്മെൻ്റ് ആണ് എന്നുള്ളതും. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുക എന്തൊക്കെയാണ് അക്വാട്ടിക് ഓർഗാനിസം അതുപോലെ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് നോക്കുമ്പം അഡാപ്റ്റേഷൻ ഓഫ് ടെറസ്ട്രിയൽ ഓർഗാനിസം ഓവർ അക്വാട്ടിക് ഓർഗാനിസം ഫോർ എഫിഷ്യൻറ്റ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ ഫ്രം ദി എയർ അല്ലേ. അഡാപ്റ്റേഷൻ ഓഫ് ടെറസ്ട്രിയൽ ഓർഗാനിസം ഓവർ അക്വാട്ടിക് ഓർഗാനിസം ഫോർ എഫിഷ്യൻറ്റ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ ഫ്രം എയർ ആണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയുണ്ട് പ്രത്യേകതകൾ? ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഉണ്ട്, വെരി ഫൈൻ ആൻഡ് ഡെലിക്കേറ്റ് സർഫസ് ഫോർ ഈസി എക്സ്ചേഞ്ച് ഓഫ് ദി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, പ്ലേസ്മെൻറ്റ് ഓഫ് respiratory surface within the body for protection, mechanism for moving the air in and out of respiratory surface where the oxygen is absorbed അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും എന്താ? അഡാപ്റ്റേഷൻ ഓഫ് ടെറസ്ട്രിയൽ ഓർഗാനിസം ഓവർ അക്വാട്ടിക് ഓർഗാനിസം എന്ന് പറയുമ്പം അവർക്ക് ഇൻക്രീസ്ഡ് സർഫസ് ഏരിയയും വളരെ ഫൈൻ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഈസി എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജനുമാണ്. അപ്പോൾ റെസ്പിറേറ്ററിന് അതിൻ്റെ ഓർഗാനിസം നമ്മൾ പഠിക്കുമ്പോഴും ഇതിനെ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ആൻഡ് മെക്കാനിസം ഫോർ മൂവിങ് ദി എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് റെസ്പിറേറ്ററി സർഫസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, വളരെ ചെറിയ ഓർഗാനിസത്തിനെയും വലിയ ഓർഗാനിസം കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓർഗാനിസത്തിലൊക്കെ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടും, അതിനനുസരിച്ച് എനർജി പ്രൊഡക്ഷൻ കൂടും. അതുകൊണ്ട് നമുക്ക് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ലങ്സും റെസ്പിറേറ്ററി സിസ്റ്റവും ഒക്കെയാണ് ഉള്ളത്. ഓക്കേടാ, ക്ലിയർ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, give one reason why multicellular organism require special organs for exchange of gases. ഞാനിപ്പോൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് വളരെ സ്പെസിഫിക് റെസ്പിറേറ്ററി സിസ്റ്റം ഉള്ളത്. എന്തുകൊണ്ടാണ്? യൂണിസെല്ലുലാർത്തിന് അവരുടെ ബോഡി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോഡിയാണ്. അതുതന്നെ അവർക്ക് എൻവയോൺമെൻറ്റുമായിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നടത്താം. കാരണം ഒരു സെല്ലിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കും ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം എടുക്കുമ്പോഴോ എൻറ്റയർ ബോഡി ഓഫ് ദ ഓർഗാനിസം ഈസ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൻസ് സിമ്പിൾ ഡിഫ്യൂഷൻ ഈസ് നോട്ട് ഹെൽപ്ഫുൾ. അപ്പോൾ എന്താ, നമ്മുടെ ബോഡി മൊത്തത്തിൽ എന്ത് ചെയ്യണം? ഫുൾ ഓർഗാനിസത്തെ കൺട്രോൾ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഫുൾ ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഈ മെംബ്രെയിൻ വഴി ഡിഫ്യൂഷൻ നടത്താൻ ശരിയാവോ? ഇല്ല, അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡി കോംപ്ലക്സ് ബോഡി സ്ട്രക്ചറാണ്. അപ്പോൾ എല്ലായിടത്തേക്കും ഓക്സിജന് ഡിഫ്യൂഷൻ വഴി എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ലങ്സ് ഉണ്ട്. ലങ്സിലൂടെ ഡിഫ്യൂഷൻ നടക്കുകയും ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ഓക്സിജനെ ബ്ലഡ് വഴി എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം നമുക്ക്. ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഓഫ് ദ സ്ട്രക്ചർ ഓഫ് എ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ വ്യക്തമായിട്ടൊരു സ്ട്രക്ചർ വരയ്ക്കാനാണ്. ഫിഗർ പഠിച്ചു വെക്കുമല്ലോ, മറന്നു പോകരുതേ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കാൻ പഠിക്കണം, നല്ല രീതിയിൽ തന്നെ വരയ്ക്കാൻ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ഡബിൾ വോൾ മെംബ്രെയിനാണ് നമ്മുടെ ഡബിൾ ലെയേർഡ് മെംബ്രെയിനാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഡബിൾ ലെയേർഡ് മെംബ്രെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോറോപ്ലാസ്റ്റ് വരയ്ക്കുക. എന്നിട്ടോ ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കറിയാം എന്താണ്, ഇതുപോലെ കോയിൻ അടുക്കി വെച്ചതുപോലെ എന്തുണ്ട്? നമ്മുടെ ഗ്രാനയിൽ അല്ലേ, തൈലക്കോയിഡ്സ് അടുക്കി വെച്ചേക്കാണ്. എന്നിട്ടോ അതിൽ നിന്ന് സ്ട്രോമ ലാമെല്ലാം കണക്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് അല്ലേ. യെസ്, ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് എഴുതാം ഔട്ടർ മെംബ്രെയിൻ ആണ്. ഇതെന്താണ്?
ഇന്നർ മെംബ്രെയിൻ ആണ്. ദിസ് ഈസ് തൈലക്കോയിഡ്, സാക്സ് ആയിട്ട് അറേഞ്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഗ്രാന ആൻഡ് ഇറ്റ് ഈസ് സ്ട്രോമ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇന്നർ മെംബ്രെയിന്, ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ഈ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ സ്പേസ് പറയുന്നു. സ്ട്രോമയാണിത്, തൈലക്കോയിഡ് ആണ് ഈ കാണുന്നത്, ഗ്രാനം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ കണക്ട് ചെയ്യുന്നതിനെ നമുക്ക് സ്ട്രോമ ലാമെല്ല എന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ അറിയാലോ, ലേബൽ ചെയ്യാനും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ദ ബ്രീത്തിങ് സൈക്കിൾ ഈസ് റിതമിക് വെറസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് അല്ലേ? എന്തുകൊണ്ടാണ് ദ ബ്രീത്തിങ് സൈക്കിൾ ഈസ് റിതമിക്? എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രീത്തിങ് സൈക്കിൾ റിതമിക് എന്ന് പറയാൻ? ആൻഡ് വെറസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രീത്തിങ് ചെയ്തുണ്ട്. പക്ഷേ എപ്പോഴും അതൊരു റിതമിക് സ്റ്റേജിലാണ് നടക്കുന്നത് അല്ലേ? ചില സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്ന ആ ഒരു വ്യത്യാസം വരുന്നത്. എന്താണെന്ന് നോക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് കണ്ടക്ടിങ് ട്യൂബ്സ് ഓഫ് circulatory system develop a leak? State in brief how could this be avoided? How does the opening and closing of stomata take place? അപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3നും നമ്മൾ ആൻസർ ചെയ്യണം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബ്രീത്തിങ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു റിതമിക് ആണെന്ന് പറയുന്നത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ്? ദ ബ്രീത്തിങ് സൈക്കിൾ ഇൻവോൾവ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഓഫ് എയർ ഡ്യൂ ടു ദ ഓൾട്ടർനേറ്റ് എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് തൊറാസിക് ക്യാവിറ്റി. നമ്മൾ ഇൻഹലേഷൻ എക്സലേഷൻ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലേ? ആ ഒരു ഇൻഹലേഷൻ അതുപോലെ എക്സലേഷൻ പറയുമ്പം നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയും നമ്മുടെ ഡയഫ്രോം നമ്മുടെ റിബ്സും എല്ലാം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടാണ് അവിടെ ഈ 2 പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതെന്താണ്? വളരെ പ്രോസസ്ഡാണ്, വളരെ സ്പെസിഫിക് ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അതൊരു റിതമിക് പ്രോസസ്സ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കണം, ഇറ്റ് ഈസ് എ റിതമിക് പ്രോസസ് ആൻഡ് ബട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് ആസ് ഇറ്റ് takes place between the blood and each and every cell by diffusion. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് എവിടെയാണ്? ആൽവിയോളയിലാണ്. അവിടെയാണ് ഡിഫ്യൂഷൻ വഴി നടക്കുന്നത്. പക്ഷെ ഇൻഹലേഷനും എക്സലേഷനും എന്താണ്? നമ്മുടെ റിബ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രക്കിയേൻ്റെ ആക്ഷനും അതുപോലെ തൊറാസിക് ക്യാവിറ്റീൻ്റെ ആക്ഷനും വഴിയാണ് നടക്കുന്നത് അല്ലേ? യെസ്. ഇനി ബി, the circulatory system will become inefficient if it develops a leak. This could be avoided by maintaining a normal blood pressure. അല്ലേ? സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? ഇൻഎഫിഷ്യൻ്റ് ആകുന്നു. ആൻഡ് ഇറ്റ് ഡെവലപ്സ് എ ലീക്കായി തുടങ്ങിയാൽ എന്ത് സംഭവിക്കുന്നു? സർക്കുലേറ്ററി സിസ്റ്റം ഇൻഎഫിഷ്യൻ്റ് ആകും. ആൻഡ് ദിസ് കുഡ് ബി അവോയ്ഡഡ് ബൈ മെയിൻറ്റെയിനിങ് എ നോർമൽ ബ്ലഡ് പ്രഷർ. അപ്പം നോർമൽ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലാതാവും. ആൻഡ് ഹൗ ഡസ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ വർക്ക്? സ്റ്റൊമാറ്റ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിരുന്നു ഗാർഡ് സെൽസിലെ ആ ടർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അല്ലേ? സോ വെൻ വാട്ടർ ഫ്ലോസ് ഇൻ ടു ഗാർഡ് സെൽ swell and the stomatal pore opens up. When water moves out the guard cell, it shrinks and stomatal pore closes. അപ്പം ഗാർഡ് സെൽസിൻ്റെ ആക്ഷൻ വഴി വാട്ടറിൻ്റെ ഇൻടേക്കും അപ്ടേക്കും അനുസരിച്ചിട്ടാണ് ഈ ഒരു ഷ്രിങ്കിങ്ങും ക്ലോഷറും നടക്കുന്നത്. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. അപ്പോൾ ഗാർഡ് സെൽസ് മറന്നു പോകണ്ട. അടുത്തത്, സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഫോളോയിങ് ഇൻ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡൈജസ്റ്റീവ് എൻസൈംസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ വില്ലൈ എന്ന് പറയുന്നത് അല്ലേ? 3ൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത്? Food need to be broken down into small or simpler molecule so that they can be absorbed into the bloodstream. അപ്പോൾ കോംപ്ലക്സ് മോളിക്യൂളിനെ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ മോളിക്യൂൾസ് ആക്കാണ്. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ഷൻ വേണം. അതാണ് നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്നു, അതുപോലെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആകുന്നു, പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ് ആക്കുന്നു, വലിയ ഫാറ്റിനെയൊക്കെ ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആക്കുന്നു. അങ്ങനെ സിംപ്ലർ മോളിക്യൂൾ ആക്കുന്നതിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ആ ഡൈജഷൻ നടക്കണമെങ്കിൽ അവിടെ ആര് വേണം? അവിടെ ഡൈജസ്റ്റീവ് എൻസൈംസ് വേണം. വേണ്ടേ? യെസ്. അങ്ങനെയാണെങ്കിൽ enzymes are hence needed for the chemical breakdown of food and speeding up that digestive process. അവിടെ എന്താ വേണ്ടത്? എൻസൈംസ് എന്തിനു വേണ്ടിയിട്ടാണ്? കെമിക്കൽ ബ്രേക്ക് ഡൗൺ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാറ്റലിസ്റ്റ് ആക്ഷൻ അവിടെ വരുന്നത്. ദ പ്രൊഡക്ട്സ് ഓഫ് ഡൈജഷൻ ക്യാൻ ഹെൻസ് ബി സ്മോൾ ഇനഫ് ടു ബി അബ്സോർബ്. വളരെ കുഞ്ഞു കഷ്ണങ്ങളാക്കുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് ആക്കിയെത്താൻ പറ്റും. ക്ലിയർ ആയോ? യെസ്.
ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. എന്ത്? ജോംസിനെ കില്ല് ചെയ്യുന്നു. അതുമാത്രമല്ല ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അസിഡിക് മീഡിയം, പ്രോട്ടീനിലെ പെപ്സിൻ്റെ ഡിവിഷന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസ്, ഇറ്റ് ക്രിയേറ്റ് അസിഡിക് മീഡിയം. ആൻഡ് ഓൾസോ അടുത്തത് വില്ലസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. വില്ലസിൻ്റെ ഫംഗ്ഷൻ എന്താ? യെസ്, വില്ലസ് ആർ finger-like projections in small intestine. Villi are finger-like projections in the small intestine, and they help to increase surface area for absorption of digested food, and villi are richly supplied with blood vessel. എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വോൾ ഇതാണ് എങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വില്ലസ് പോലെ സ്ട്രക്ചേഴ്സ് കാണാം. അപ്പോൾ ഇതിനെന്താണ്? സർഫസ് ഏരിയ കൂടും. ഓരോ ഭാഗത്തോടെയും എന്ത് ചെയ്യും? അസിമിലേഷൻ നടക്കും. അസിമിലേഷൻ നടക്കുന്നു. അങ്ങനെ അസിമിലേഷൻ നടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അത്രയും കൂടുതൽ അബ്സോർപ്ഷൻസ് നടക്കുന്നു അല്ലേ? യെസ്, ഇൻക്രീസ് സർഫസ് ഏരിയ, അബ്സോർപ്ഷൻ നടക്കുന്നു. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ വില്ലേജ് അറിയാലോ, അതിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കണം. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് മാക്സിമം അബ്സോർപ്ഷന് വേണ്ടി സർഫസ് ഏരിയ കൂട്ടുന്നു. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻ അവർ ബോഡി? എന്താണ് നമ്മുടെ ബോഡിയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ റോൾ എന്നാണ് ഇനി 3 പോയിന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. സെക്രീഷൻസ് ഓഫ് ലിവർ ആൻഡ് പാങ്ക്രിയാസ് ആർ ബോട്ട് ടു ദ ഡിയോഡിനം ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദ ഹെപ്പാറ്റിക് ഡക്ട് ഫ്രം ലിവർ ആൻഡ് പാങ്ക്രിയാറ്റിക് ഡക്ട് ഫ്രം പാങ്ക്രിയാസ് ജോയിൻ ഇൻ ഫോമിംഗ് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്ട് ആൻഡ് ബ്രിങ് ദ സെക്രീഷൻസ് ഓഫ് ബൂത്ത് ഗ്ലാൻഡ്സ് ടു ഡിയോഡിനം വോർ ദീസ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, ഏതൊക്കെയാണ്? ഡിയോഡിനം, ജജനം, ഇലിയം എന്ന് പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഡിയോഡിനത്തിലൂടെ നമ്മുടെ പാങ്ക്രിയാറ്റിക് ഗ്ലാൻഡിൽ നിന്നും നമ്മുടെ ലിവറിൽ നിന്നും വരുന്ന എന്ത് ചെയ്യുന്നു? പാങ്ക്രിയാറ്റിക് ജ്യൂസും ബൈൽ ജ്യൂസ് എല്ലാം കൂടി ഇവിടേക്ക് എത്തുന്നു. അതെന്ത് ചെയ്യുന്നു? ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? There are some intestinal gland also in the first part of small intestine which also secrete enzyme, and also process of digestion is completed here. നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ഡൈജഷൻ അല്ലേ? ആ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. പിന്നെ ഫിംഗർ ലൈക്ക് ഇൻറ്റസ്റ്റൈനൽ വില്ലി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ഓഫ് അബ്സോർപ്ഷൻ, സർഫസ് ഏരിയ കൂട്ടി അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ലെങ്ത് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻഷുർ ഫുഡ് റിമെയിൻസ് ഇൻ ഇറ്റ് ഫോർ എ ലോങ് ടൈം ആസ് ഇറ്റ് ട്രാവൽസ് ത്രൂ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, thereby making it possible for maximum amount of nutrients to be absorbed. എന്തിനാ ഇത്രയും നീളം അല്ലെ? മീറ്റർ കണക്കിന് നീളമുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമുക്ക് അത്രയും നേരം ഫുഡ് ഇങ്ങനെ അതിലൂടെ പാസ് ചെയ്തു, അത്രയും നേരം ഫുഡിന് അവിടെ നിലനിൽക്കാൻ പറ്റുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു? മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമ്മുടെ ശരീരത്തിലുള്ളത് അല്ലേടാ? യെസ്, ഗുഡ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നെയിം ദ പാർട്ട് ഓഫ് ബൈസെക്ഷൽ ഫ്ലവർ ദറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ റീപ്രൊഡക്ഷൻ. ഏതാണ് ബൈസെക്ഷൽ ഫ്ലവർ ദറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ റീപ്രൊഡക്ഷൻ അല്ലേ? ഏതാണ് ബൈസെക്ഷൽ ഫ്ലവറിലെ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ, ആൻഡ് ലിസ്റ്റ് 2 സിഗ്നിഫിക്കൻസ് ഓഫ് പോളിനേഷൻ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഒവ്യൂൾ ആൻഡ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ഒവ്യൂൾ ആൻഡ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ എ ഫ്ലവർ? ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കാം. നമുക്കറിയാം കാലിക്സ് ആൻഡ് കൊറോള. ഒരു ഫ്ലവർ എടുക്കുമ്പം അവിടെ ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. പക്ഷെ റീപ്രൊഡക്ഷന് ഡയറക്റ്റ് ടേക്ക് പാർട്ട് ചെയ്യാത്ത ഭാഗങ്ങളാണിത്. നമ്മൾ പൂവിൻ്റെ ഇതളൊക്കെ അല്ലേ? അപ്പം കാലിക്സും കൊറോളയാണ് എന്ത് ചെയ്യുന്നത്? ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ പാർട്ട് ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ റീപ്രൊഡക്ഷൻ. കാലിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. കൊറോള എന്തിനു വേണ്ടിയിട്ടാണ്? പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് സെൽഫ് പോളിനേഷൻ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലവറിൽ തന്നെയുള്ള പ്ലാന്റുകൾ തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നത്. അതുമാത്രമല്ല അവിടെ എന്താണ്? ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റിൻ്റെയും ആവശ്യമില്ല. ക്രോസ് പോളിനേഷൻ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നത്. അവിടെ എന്താണ്? വാട്ടർ, എയർ അല്ലെങ്കിൽ ഇൻസെക്റ്റ് ആണ് അവരെ പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് പോളിനേഷൻ ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ് ആൻഡ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ക്യാരക്ടേഴ്സ് ആൻഡ് ട്രേറ്റ്സ് ഫ്രം ബോത്ത് ദ പാരൻസ് ഓഫ് ഓഫ്സ്പ്രിംഗ്. പോളിനേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? മെയിൽ ഗാമീറ്റെ പ്രോപ്പറായിട്ട് ഫീമെയിലിൻ്റെ ആ ഒരു സിഗ്മയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ വേരിയേഷൻ കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്ത് 2 പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ പോളിനേഷൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഇനി ഒവ്യൂൾ മെച്ചുവർ ടു ഫോം സീഡ് ആൻഡ് ഓവറി ഗ്രോസ് ടു ഫോം. അതിൻ്റെ ഫേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫീമെയിൽ ഗാമേറ്റും മെയിൽ ഗാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? സൈഗോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ ഒവ്യൂൾ എന്തായി മാറുന്നു? സീഡായി മാറുന്നു. ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. 9th ക്വസ്റ്റ്യൻ. പ്രീതി ഈസ് വെരി ഫൗണ്ട് ഓഫ് ഗാർഡനിങ്. ഇതൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ,
Preeti is very fond of gardening. Gardening ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. She has different flowering plants in her garden. One day, a few naughty children entered her garden and plucked many leaves of bryophyllum plant and threw them here and there in garden. After few days, Preeti observed that new bryophyllum plants were coming out from the leaves which fell on the ground. ഈ ഒരു കേസ് സ്റ്റഡി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏകദേശമായിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം, വാട്ട് ഡസ് ദ ഇൻസിഡൻറ്റ് സൈറ്റഡ് ഇൻ ദ പാരഗ്രാഫ് ഇൻഡിക്കേറ്റ്? ഇവിടെ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ബ്രയോഫിലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ലീവ്സ് എന്ത് ചെയ്യുന്നു? പുതിയ ഒരു പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തേത്, വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? ബ്രയോഫിലം ക്യാൻ പ്രൊപ്പഗേറ്റ് വെജിറ്റേറ്റീവ്ലി ത്രൂ ലീവ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് വെജിറ്റേറ്റീവ്ലി ത്രൂ ലീവ്സ് ലൈക്ക് ബ്രയോഫിലം. ബ്രയോഫിലത്തിൻ്റെ പോലെ തന്നെ ലീഫിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിവുള്ളത് ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ ബെഗോണിയാണ് കേട്ടോ. എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇനി ഡു യു തിങ്ക് എനി അതർ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് ബ്രയോഫിലം ക്യാൻ ഹെൽപ്പ് ഇൻ പ്രൊപ്പഗേഷൻ? ബ്രയോഫിലത്തിൻ്റെ വേറെ പാർട്ട് ഏതെങ്കിലും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സ്റ്റെമ്മാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർട്ടിഫിഷ്യലി പ്രൊപ്പഗേറ്റഡ്? കാരണം സ്റ്റെമ്മ് വഴിയും എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. Then which of the following plant is artificially propagated by stem എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സ്റ്റെം വഴി നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്നത് പൊട്ടറ്റോ ആണോ, സ്നേക്ക് പ്ലാന്റ് ആണോ, റോസ് ആണോ, വാട്ടർ ഹൈസിയാന്ത് ആണോ എന്നാണ് ചോദ്യം. റീപ്രൊഡക്ഷൻ മൈൻഡ് മാപ്പ് കിട്ടിയിട്ടില്ലേ? അയ്യോ കിട്ടിയിട്ടില്ല. അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പം ഇത്രയും ഡേ ആയില്ലേ അല്ലേ? നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന് നോക്കാം. എല്ലാം കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെമ്മിൻ്റെ ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഏതാണ്? റോസിലാണ് കേട്ടോ. എക്സാമ്പിൾ ഓർത്ത് വെക്കണേ. സോ ആൻസേഴ്സ് ബ്രയോഫില്ലം, അതുപോലെ തന്നെ ബെഗോണിയ, സ്റ്റെം ആൻഡ് റോസ് ആണ്. ഓർത്ത് വെക്കണം കേട്ടോ. ആൻഡ് 10th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്. വാട്ട് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? Explain how this mode of reproduction gives rise to more viable variation than asexual reproduction. How does this affect evolution? അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് അറിയണം. അതുമാത്രമല്ല റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് വേരിയേഷൻ കൊണ്ടുവരുന്നതെന്ന് അറിയണം. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. ആൻഡ് എവല്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണം അല്ലേ. അപ്പോൾ 2 ചാപ്റ്റർ ഇവിടെ ഹെറിഡിറ്റിനെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മെയിൽ പ്ലസ് ഫീമെയിൽ 2 പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. 2 ജീൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസിങ് ഓവർ നടത്തിയിട്ടാണ് ഉണ്ടാവുന്ന സൈഗോട്ടിൽ അല്ലെങ്കിൽ കുട്ടിയിൽ എന്ത് ചെയ്യുന്നു? 2 ഫീച്ചേഴ്സ്, 2 പേരുടെ ഫീച്ചേഴ്സ് വരുന്നു അല്ലേ. യെസ്. ആൻഡ് നോക്കാം, പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓർഗാനിസം ഫ്രം 2 parents by making use of their sex cell is called sexual reproduction. And in sexual reproduction more viable variation are observed. എന്തുകൊണ്ട് വേരിയേഷൻ വരുന്നത്? കാരണം 2 പ്ലാന്റിൽ നിന്നുള്ള DNA കോപ്പിയിങ് റെപ്ലിക്കേഷൻ നടക്കുമ്പം 2 പേരുടെ ക്യാരക്ടേഴ്സ് മിക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ജനറേഷനിലേക്ക് വരുന്നത്. സോ അവർ 2 പേരിലും ഇല്ലാത്ത ക്യാരക്ടേഴ്സിനെ വേരിയേഷൻ കൊണ്ടുവന്ന് ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ മീൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ മോർ വയബിൾ വേരിയേഷൻ ആർ ഒബ്സർവ്ഡ് ദാൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ഒരു പാരൻ്റ് ആണ്. അവരിൽ നടക്കുന്ന കോപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സാക്ട് കോപ്പീസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്രോസിങ് ഓവറിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന അത്രയും വേരിയേഷൻ ഒരിക്കലും അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ. Then in the case of asexual reproduction, single parent organism give rise to offsprings which are genetically identical to their parents. മൈൻഡ് മാപ്പ് കൊടുക്കുന്നതാണെടാ, ഇവിടുത്തെ ടീംസ് കൊടുക്കുന്നതാണ്. ഇനിയിപ്പം നാളെ നമുക്കറിയാൻ പറ്റുള്ളൂ, കാരണം ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനും ഒരു സ്റ്റുഡിയോ ആളും ഉള്ളൂ. അതുകൊണ്ട് എവിടെയാണ് ഇത് സ്റ്റക്കായെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കുറച്ച് പേർക്ക് മാത്രമാണോ കിട്ടാത്തത്? വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെയായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. യെസ്. So this limits the scope of variation characters of offspring, and due to sexual reproduction, extent of variation is much large and therefore choice of evolution also high. ഈ വേരിയേഷൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ന്യൂ സ്പീഷ്യസിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കാലങ്ങളോളം സ്പീഷ്യസ് ജനറേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് സ്പീഷ്യസിന് വ്യത്യാസം വരുകയും എവല്യൂഷൻ സംഭവിക്കുകയും ചെയ്യുന്നു അല്ലേ. ആൻഡ് സോ ദ വേരിയേഷൻ ഇൻ ദ ക്യാരക്ടേഴ്സ്
obtained offsprings from sexual reproduction enable them to adapt according to the environment and struggle for existence. അപ്പോൾ എത്രത്തോളം പുതിയ വേരിയേഷൻസ് വരുന്നോ അതിനനുസരിച്ച് നമ്മൾ ആ കാലത്ത് ജീവിക്കുന്ന എൻവയോൺമെൻറ്റുമായിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും. അപ്പം എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരുമ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ attain ചെയ്തെടുക്കും. And over a period of time, the characters accumulate within the species and formed species give rise to new species and the process goes on. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, വേരിയേഷൻ അക്യുമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നു. അതിങ്ങനെ എന്ത് ചെയ്യുന്നു, മാറി മാറി പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? യെസ്. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലിസ്റ്റ് 2 types of transport system in human beings and write the functions of any one of this. എന്താണ്? ലിസ്റ്റ് 2 type of transport system in human beings and write the functions of any of these എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2 type of transport system നമ്മൾ പറയുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിന്റ് മറന്നു പോകരുത്. നമുക്ക് 2 സിസ്റ്റംസ് ഉണ്ട് ട്രാൻസ്പോർട്ടിൽ, ലിംഫാറ്റിക് സിസ്റ്റവും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റവും. ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? ഓക്സിജൻ ക്യാരി ചെയ്യുന്നു, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നു, വേസ്റ്റ് റിമൂവൽ ഹെൽപ്പ് ചെയ്യുന്നു, ക്യാരീസ് ഡൈജസ്റ്റഡ് ഫുഡ് ഫ്രം സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ടു അതർ പാർട്സ് ഓഫ് ബോഡി ആൻഡ് ഓൾസോ ക്യാരീസ് ഹോർമോൺസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹോർമോൺസിനെയും എൻസൈംസിനൊക്കെ എല്ലായിടത്തും എത്തിക്കാനും ബ്ലഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. ദെൻ ഗിവ് ദ ഫങ്ഷൻസ് ഓഫ് ഫോളോയിങ് ഇൻ ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ. താഴെ തന്നിട്ടുള്ള ഓക്കെ നോക്കണേ. ഫങ്ഷൻസ് ഓഫ് ഫോളോയിങ് ഞാൻ തന്നിട്ടുള്ളത് പോളൻ ട്യൂബ് തന്നിട്ടുണ്ട്, ഓവറി തന്നിട്ടുണ്ട്, സ്റ്റിഗ്മ തന്നിട്ടുണ്ട്. 3 ഫങ്ഷൻസും അതുപോലെ തന്നെ എന്താണ് പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. പോളൻ ട്യൂബ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്യാരീസ് മെയിൽ ഗാമേറ്റ് ഫ്രം സ്റ്റിഗ്മ ടു ഒവ്യൂൾ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ ഈ പറയുന്ന സ്റ്റിഗ്മ അതുപോലെ സ്റ്റൈൽ ഓവറി വരച്ചപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? പോളൻ ട്യൂബ് ഇവിടെ വന്നിട്ടുള്ള പോളനിൽ നിന്ന് പോളൻ ട്യൂബ് ഇതുപോലെ ജെർമിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? മെയിൽ ഗാമേറ്റിനെ നമ്മുടെ ഒവ്യൂളിലേക്ക് എത്തിക്കുന്നു. സോ പോളൻ ട്യൂബ് ക്യാരീസ് മെയിൽ ഗാമേറ്റ് ഫ്രം സ്റ്റിഗ്മ ടു ഒവ്യൂൾ. ഇനി ഓവറി എന്താണ്? ഓവറി ആസ് ഒവ്യൂൾ ആൻഡ് ഫോംസ് ഫ്രൂട്ട് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഡിസ്പേഴ്സൽ ഓഫ് സീഡ്. ഈ ഓവറിയാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ഫ്രൂട്ടായിട്ട് മാറുന്നത് അല്ലേ? ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഒവ്യൂളിനെ ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റിഗ്മ എന്ത് ചെയ്യുന്നു? റിസീവ് പോളൻ ഡ്യൂറിങ് പോളിനേഷൻ. ഇവിടെ സ്റ്റിഗ്മയിലാണ് എന്ത് ചെയ്യുന്നത്? പോളൻ വന്ന് ചേരുമ്പോൾ അതിനെ റിസീവ് ചെയ്യുന്നത്. 3 ഫങ്ഷൻസ് ക്ലിയർ ചെയ്യുക. റീപ്രൊഡക്ഷൻ്റെ സമയത്ത് അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷന് വളരെ റോളുള്ളതാണ് ഈ പാർട്സ് ഒക്കെ. So 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വേരിയേഷൻ ഈസ് ബെനിഫിഷ്യൽ ഫോർ സ്പീഷീസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ന്യൂ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് are similar to their parents but no identical. അല്ലേ? അപ്പോൾ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പീഷീസിന് ഓരോ സ്പീഷീസ് ഉണ്ടാവാൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ന്യൂ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ആർ സിമിലർ ടു their parents but not identical. ബൈനറി ഫിഷൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ അമീബ ആൻഡ് ലീഷ്മാനിയ. ഇതിനെ എന്ത് ചെയ്യാനാണ്? ജസ്റ്റിഫൈ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. വേരിയേഷൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ഇൻ പോപ്പുലേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് അഡാപ്റ്റേഷൻ ഇൻ എ പോപ്പുലേഷൻ. വേരിയേഷൻ എന്ത് ചെയ്യുന്നു? എൻ്റെ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു? നാച്ചുറൽ സെലക്ഷനും അതുപോലെ തന്നെ അക്യുമുലേഷൻ ഓഫ് അഡാപ്റ്റേഷൻ പോപ്പുലേഷനും ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴിയാണ് പുതിയ എവല്യൂഷൻ ഉണ്ടാവുന്നത്, പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത്. ആൻഡ് ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നതോ എസ്പെഷ്യലി വെൻ പ്രൊഡ്യൂസ് സെക്ഷുവലി ഹാവ് മൈനർ ഡിഫറൻസസ് ഓർ വേരിയേഷൻസ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നോക്കണേ, ഓഫ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ എന്താണ്? എസ്പെഷ്യലി വെൻ പ്രൊഡ്യൂസ് സെക്ഷുവലി മൈനർ ഡിഫറൻസസ് ഓഫ് വേരിയേഷൻ എമംഗ് ദംസെൽസ്, ഹെൻസ് ദേ മേ നോട്ട് ലുക്ക് ഐഡൻറ്റിക്കൽ ബട്ട് വെർച്യൂ ഓഫ് ദം ബീങ് സെയിം ആൻഡ് സ്പീഷീസ് ദേ ലുക്ക് സിമിലർ അല്ലേ? എന്തുകൊണ്ടാണ്? പുതിയ ഓഫ് സ്പ്രിങ് ഉണ്ടാകുമ്പോഴും അവരെന്താണ്? പാരൻസിനോട് സിമിലർ ആണ്. വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് എന്ത് വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സിമിലർ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഐഡൻറ്റിക്കലായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ബൈനറി ഫിഷൻ എന്താണ്? ബൈനറി ഫിഷൻ അമീബ എന്ന് പറയുന്നത് എന്താണ്? എനി പ്ലെയിനിൽ നമ്മൾ കട്ട് ചെയ്താലും എന്ത് ചെയ്യും? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ലീഷ്മാനി ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ 1 പ്ലെയിൻ. ലീഷ്മാനി നമുക്ക് ഒറ്റ പ്ലെയിനിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അമീബ ഏത് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും എന്ത് ചെയ്യുന്നു? ഫിഷൻ പ്രൊഡ്യൂസ് ചെയ്ത് ഫിഷൻ നടന്ന് 2 എണ്ണമായി മാറുന്നു. ഓക്കെ, ക്ലിയർ? യെസ് മക്കളെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്ത് വരണം കേട്ടോ. മിസ്സിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്ത് വരണം. ഇനി 14ാമത്തെ നോക്കാം. ലിസ്റ്റ് 2 റീസൺസ് ഫോർ അപ്പിയറൻസ് ഓഫ് വേരിയേഷൻ എമംഗ് ദി പ്രോജനി ഫോംഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ നോക്കുക, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പിക്ചർ തരും, ലേബൽ ചെയ്യാൻ ചോദിക്കും, വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിഗ്മ ഇതുപോലെ വൃത്തിയിൽ വരയ്ക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ലോങ് സ്റ്റൈല് കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, നല്ല ബൾജ് ചെയ്ത് കുറച്ചുകൂടെ വലുപ്പത്തിൽ വരയ്ക്കണേ. ഒബ്യൂള് സ്റ്റൈലും എല്ലാം നല്ല പ്രൊപ്പോർഷനിൽ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒബ്യൂള് വരയ്ക്കുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, വൃത്തിയിൽ വരച്ചാൽ മതി. അപ്പോൾ നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പോളൻ ഗ്രെയിൻ തന്നിട്ടുണ്ട്. ഹൗ ഡസ് എ റീച്ച് പാർട്ട് ബി, എങ്ങനെയാണ് ബിയിലേക്ക് വരുന്നത്, പോളിനേഷൻ വഴിയാണ് അല്ലേ. സോ അത് കറക്റ്റായിട്ട് എഴുതാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ കൺവേഴ്സ് ന്യൂ ക്യാരക്ടേഴ്സ് ഓൺ ഓഫ്സ്പ്രിംഗ് ഡ്യൂ ടു ജനറ്റിക് റീകോമ്പിനേഷൻ occurring during gamete formation in the sex organs. Moreover, it involves union of two gametes coming from two parents. ഇവിടെ എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എന്താണ് എ എന്ന് പറയുന്ന പോളൻ, പോളിനേഷൻ വഴിയാണ് ഇത് എത്തുന്നത്. പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മെയിൽ ഗാമേറ്റിനെ ഒബ്യൂളിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ഒബ്യൂളാണ് ടേൺസ് ഇൻ ടു സീഡിൽ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ പാർട്ട് ഡി എന്ന് പറയുന്ന ഒബ്യൂൾ എന്തായി മാറുന്നു, സീഡായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് മാറുന്നതും എന്നും എന്തൊക്കെ പ്രോസസ്സുകൾ നടക്കുന്നുവെന്നും സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അസേഷൻസ് തന്നിട്ടും ചോദിക്കാം കേട്ടോ. സോ 15th question, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോളൻ ട്യൂബ് ആൻഡ് സ്റ്റൈൽ. ഇനി കുറച്ച് ഡിഫറൻഷിയേഷൻ ആണ്. അപ്പോൾ ഈ ഡിഫറൻഷിയേഷൻ കുറച്ച് പഠിച്ചു വെക്കുക. ടാബുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടേബിൾ തന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എഴുതാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം പോളൻ ട്യൂബും സ്റ്റൈലും തമ്മിലുള്ള ഡിഫറൻസ്. പോളൻ ട്യൂബ് ഫോംസ് എ മെയിൽ ഗാമേറ്റ്സ് ആൻഡ് ക്യാരിഡ് ബൈ ടു ഒബ്യൂൾ ആണ്. സ്റ്റൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫീമെയിൽ പാർട്ട് കാർപ്പൽ ത്രൂ വിച്ച് പോളൻ ട്യൂബ് പാസസ്. ഓക്കെ, അപ്പോൾ സ്റ്റൈല് അതുപോലെ പോളൻ ട്യൂബ് ഡിഫറൻസ് മനസ്സിലാക്കണം. സ്റ്റൈൽ എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ടിൻ്റെ ഭാഗമാണ്, അതിലൂടെയാണ് പോളൻ ട്യൂബ് എന്ത് ചെയ്താൽ ജോമിനേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഫിഷൻ ഓഫ് അമീബയും പ്ലാസ്മോഡിയം നമ്മൾ പറയുന്നു ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനുമാണ്. ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ വൺ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഒരു സെല്ല് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലായിട്ടാണ് മാറുന്നത്. അതേസമയം പ്ലാസ്മോഡിയത്തിൽ എന്താണ്, മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയത്തിൽ മൾട്ടിപ്പിൾ ഡിവിഷനാണ് നടക്കുന്നത്. ഒരെണ്ണം തന്നെ എന്ത് ചെയ്യുന്നു, പല ഡിവിഷൻസ് ആയിട്ട് നടക്കുന്നു. ഇങ്ങനെ പല ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കുറേ പ്ലാസ്മോഡിയംസ് ഒറ്റ ഡിവിഷനിൽ തന്നെ ഉണ്ടാവുകയാണ്. ക്ലിയർ ആയോ? അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് റീജനറേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇതുപോലത്തെ ഡൗട്ട് നിങ്ങൾ ഇന്നലെയും കൂടെ ചോദിച്ചാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ ചോദ്യം വന്നാൽ ആൻസർ ഇതേപോലെ എഴുതുക. ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കർ ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വിത്ത് സിമ്പിൾ ബോഡി ഓർഗനൈസേഷൻ ലൈക്ക് സ്പൈറോഗേറ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ആൻഡ് ഇറ്റ് ഇൻവോൾവ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ഫിലമെൻറ്റ് ഇൻറ്റു മെനി ഫ്രാഗ്മെൻറ്റ്, ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഗ്രോയിങ് ഔട്ട് ഇൻറ്റു ന്യൂ ഇൻഡിവിജ്വൽ. റീജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഗിവ് റൈസ് ടു ന്യൂ ഇൻഡിവിജ്വൽ ഫ്രം ബോഡി പാർട്സ് ഓഫ് പാരന്റ് ഇൻഡിവിജ്വൽ. So, Hydra and Planaria, if their bodies get broken into many pieces, each piece is capable of regrowing into a complete individual. അവിടെ ഫ്രാഗ്മെൻ്റ് ആണ്, ഇവിടെ പക്ഷേ ബോഡിയുടെ ഏത് പീസുമാണ്. രണ്ടിൻ്റെയും ഇൻഡിവിജ്വലായിട്ടേക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ചോദിക്കുമ്പോൾ, അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സ്പോർ ഫോർമേഷൻ ആയിക്കോട്ടെ, ബഡ്ഡിങ് ആയിക്കോട്ടെ, ഫിഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ റീജനറേഷൻ ആയിക്കോട്ടെ, ഫ്രാഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, ഡിഫറൻഷിയേഷൻ ചെയ്യാൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കേട്ടോ. And differentiate between bud of hydra and bud of bryophyllum. നോക്കാം, in hydra a bud is formed at a specific site by repeated cell division and develop into a tiny hydra. ബഡ് ഫോം ചെയ്യുന്നു, അത് എൻലാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് പുതിയ ഓർഗാനിസമായി മാറുന്നു. ബ്രയോഫില്ലത്തിലെ വെജിറ്റേറ്റീവ് ബഡ്സ് അറൈസ് ഫ്രം ദ നോച്ചസ് ഓഫ് ഇറ്റ്സ് ലീവ്സ് ആൻഡ് ഡെവലപ്സ് ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ആ ലീഫ്ലെറ്റിൽ നോച്ചസ് ഉണ്ടായിട്ട് അവിടെ നിന്നാണ് എന്തായി മാറുന്നത്, ആ ലീഫ്ലെറ്റാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ബ്രയോഫില്ലമായിട്ട് ഡെവലപ്പ് ചെയ്ത് മാറുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്ന കണ്ണടഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് ഇട്ടണേ. ആരെങ്കിലും ഉറക്കം വന്ന് വീണു മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല എങ്കിൽ ഓക്കെ. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സ്പോർ ഫോർമേഷൻ. മിസ് പറയുന്ന കേൾക്കുന്നുണ്ട്, എനർജറ്റിക് ആയിട്ട് വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, മിസ്സിനൊരു പിങ്ക് ഹാർട്ട് ഇട്ട് തരണേ. പിങ്ക് ഹാർട്ട് ഇട്ട് തരാം. നമ്മളിങ്ങനെ വൈബ് ചെയ്ത് പോയാൽ എന്ത് ചെയ്യാം, നമുക്ക് അത്ര ഒരു ക്ഷീണം ഉണ്ടാവില്ല, നമ്മൾ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യും. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സ്പോർ ഫോർമേഷൻ. ഞാൻ ചോദിച്ചാൽ ഇതേപോലെ ഡിഫറൻഷിയേഷൻ ചോദിക്കും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, ലീഫ് ആൻഡ് സ്റ്റെം അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. അവിടെ ഇവിടെ നിന്ന് കൊടുത്തതാണ്, എന്താണ് അവിടെ സ്റ്റക്കായെന്ന് അറിയത്തില്ല, ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ. ഓക്കെ, യെസ്. അപ്പം നോക്കാം, ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, ലീഫ് ആൻഡ് സ്റ്റെം അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ബ്രയോഫില്ലം വെജിറ്റേറ്റീവ് ബഡ്സ് അറൈസ് ഫ്രം ദ നോച്ചസ് ഓഫ് ഇറ്റ്സ് ലീവ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണണം ഏതൊക്കെ രീതിയിലാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഒരു പ്ലാന്റിൻ്റെ നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള വെജിറ്റേറ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റെമ്മ്, ലീഫ്, റൂട്ട്, ഈ ഭാഗത്ത് നിന്നാണ് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇതാ, ബ്രയോഫില്ലം വെജിറ്റേറ്റീവ് ബഡ്സ് അറൈസ് ഫ്രം നോച്ചസ് ഓഫ് ലീഫ്. പൊട്ടറ്റോ, ജിഞ്ചർ, ഗാർലിക് ഒക്കെ
ചെയ്യുന്നു? സ്റ്റെമ്മ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തു. സ്പോർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർ ഈ സ്പെഷ്യലി സെൽ അല്ലേ, ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് പ്രൊട്ടക്റ്റഡ് ബൈ തിക്ക് കോട്ടിംഗ്, ഒരു സിസ്റ്റ് പോലത്തെ ഫോർമേഷൻ ആണ്. അവരെന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് capable of germinating into a new plant when comes in contact with suitable and environmental condition and moist surface. അവരെന്താണ് ഇൻകേപ്പബിൾ ആയിട്ട് നിൽക്കും. കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നു? ഒരു മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ സ്പോർ ബ്രേക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് അത് മണ്ണിൽ എത്തിക്കഴിയുമ്പോൾ പുതിയ ഓർഗാനിസമായി മാറുന്നു. ബ്രെഡ് മോൾഡ് ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാ റൈസോപ്പസ് ബ്രെഡ് മോൾഡ് ഫോംഡ് ഇൻസൈഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ബോബ്ലെക് സാക്സ് കോൾഡ് സ്പൊറാഞ്ചിയ. ആ ഒരു ബോബ്ലെക് സാക്കിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് സ്പോർസ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? യെസ്, കുറേ റോസ് ആയിട്ട് കാണുന്നുണ്ട്. ബസ് ഹാപ്പിയാണ് കേട്ടോ. അപ്പം റെഡ് ക്രോസ് ഇട്ടവർ വിഷമിക്കണ്ട. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറ്റുവാണെങ്കിൽ നിങ്ങൾ മുഖം കഴുകുക, അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോ. ഓക്കെ, യെസ്. ഇനി ഡിഫൈൻ ദ ഫോളോയിങ് പ്രോസസ്. നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. വേഗം നമുക്ക് തീർക്കാം. ഫെർട്ടിലൈസേഷൻ ഡിഫൈൻ ചെയ്യണം. മെൻസ്ട്രേഷൻ, ബൈനറി ഫിഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, റീജനറേഷൻ. ഇതിൽ മേജറായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഷനും മെൻസ്ട്രേഷനും നോക്കാം. ബാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് വിത്ത് ഫീമെയിൽ ഗാമേറ്റ് ഈസ് നോൺ എസ് ഫെർട്ടിലൈസേഷൻ. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഡെഫിനിഷൻ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ എഴുതുക. ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. രണ്ടാമത്തേത് മെൻസ്ട്രേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ഫീമെയിൽ ഫെർട്ടിലൈസേഷൻ അവിടെ നടന്നില്ല, ഒരു ബേബി ഉണ്ടാവുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ യൂട്രൈൻ വോളും അതുപോലെ തന്നെ ഡീജനറേറ്റ് ആയിട്ടുള്ള ഓവും ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ് മ്യൂക്കസ് വഴി എക്സ്പെൽ ചെയ്ത് കളയുന്നു അല്ലേ. സോ ഇറ്റ് ഈസ് ടേക്സ് പ്ലേസ് എവറി മന്ത് വെൻ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. ഇറ്റ് ലാസ്റ്റ് അബൌട്ട് 2 to 8 days ഡ്യൂറിംഗ് ദി സൈക്കിൾ. ലൈനിങ് ഓഫ് യൂട്രസ് ലോസ് ബ്രേക്ക് ഡൗൺ കംസ് ഔട്ട് ത്രൂ വജൈനാസ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇതേപോലെ തന്നെ ഡിഫൈൻ ചെയ്ത് എഴുതാൻ പഠിക്കാം. എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കണേ. ലൈനിങ് ഓഫ് യൂട്രസ് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? വെജൈനയിലൂടെ ബ്ലഡ് ആൻഡ് മ്യൂക്കസ് വഴിയാണ് എക്സ്പെൽ ചെയ്ത് പോകുന്നത്. ബൈനറി ഫിഷൻ നമ്മൾ പറഞ്ഞു സ്പ്ലിറ്റിംഗ് ഓഫ് ന്യൂക്ലിയസ് ഇൻ 2 ഡോട്ടർ സെല്ലാണ് ടേക്ക് പ്ലേസ് ഇൻ 1 പ്ലെയിൻ. ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ അമീബ അല്ലേ. അമീബയിൽ എന്താ സംഭവിക്കുന്നത്? ബ്രേക്ക് ഡൗൺ ആണ്. ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്നു, ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. വെൻ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് പ്ലാന്റ് ലൈക്ക് റൂട്ട് സ്റ്റെം ഓർ ലീവ് ഡെവലപ്പ് ഇൻ ടു എ അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. റോസ് ഹാർട്ടുകാർക്കൊക്കെ ഹാർട്ട് കേട്ടോ. അല്ലാത്തവരെന്ത് ചെയ്യുക? ഒന്ന് മുഖം കഴുകുക അല്ലേ. യെസ്. ഇനി വെൻ ബോഡി ഓഫ് എൻ ഓർഗാനിസം കട്ടിങ് ടു എനി നമ്പർ ഓഫ് പീസസ് ആൻഡ് ഈ സ്പേസ് ഗ്രോസ് ഇൻ ടു എ കംപ്ലീറ്റ് ഓർഗാനിസം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എഴുതാൻ ചോദിച്ചാൽ എഴുതണം കേട്ടോ. അടുത്ത് നോക്കാം. ഡ്രോ എ സെക്ഷണൽ വ്യൂ ഓഫ് ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ലേബൽ ദ പാർട്ട് വേർ എഗ് ഡെവലപ്സ് അല്ലേ. സെക്ഷണൽ വ്യൂ ഓഫ് ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഏതാനാണ്? എഗ് ഡെവലപ്പ് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ആൻഡ് ഫെർട്ടിലൈസ്ഡ് എഗ് ഗെറ്റ് ഇംപ്ലാന്റഡ് എഴുതണം. ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് ദ ചേഞ്ചസ് ഓഫ് ദ യൂട്രസ് അണ്ടർഗോ ടു റിസീവ് സൈഗോട്ട് ഇഫ് സൈഗോട്ട് ഇസ് നോട്ട് ഫോംഡ്. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൽ നിങ്ങൾക്ക് ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് കാണാം, ഓവറി കാണാം. ഇതാണ് നമ്മുടെ യൂട്രസ്, സെർവിക്സ്, വജൈന. ഒന്നാമത്തേത് എഗ് ഡെവലപ്സ്. എഗ് എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ ഈ പറയുന്ന ഓവറിയിലാണ്. രണ്ടാമത്തേത് ഫെർട്ടിലൈസേഷൻ എവിടെയാണ്? ഞാൻ പറഞ്ഞിരുന്നു ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഈ ഫലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. മെയിൽ ഗാമറ്റ്, ഫീമെയിൽ ഗാമറ്റ്, അതായത് സ്പേമും ഈ പറയുന്ന ഓവവും കൂടെ ഫ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഫലോപ്പിയൻ ട്യൂബിൽ. മൂന്നാമത്തേത് നോക്കാം. ഫെർട്ടിലൈസ്ഡ് എഗ് ഗെറ്റ് ഇംപ്ലാന്റഡ്. അതെവിടെയാണ്? എഗ്ഗ് വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ യൂട്രസിലാണ്. മറന്നു പോകരുത്. ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഉദരത്തിലേക്ക് ഇംപ്ലാന്റ് എവിടെയാണ്? യൂട്രസിലാണ്. ആൻഡ് ടു റിസീവ് സൈഗോട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ബിക്കം തിക്കർ. യൂട്രസ് എന്ത് ചെയ്യുന്നു? തിക്കർ ആവുന്നു. ഡെവലപ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഗ്ലാൻസ് ഇൻ ഇറ്റ്. ഇനി കുട്ടി ഉണ്ടാവുന്നില്ലെങ്കിലോ? ഇറ്റ് ഗെറ്റ്സ് പീൽഡ് ആൻഡ് ഷെഡ് ഓഫ് അലോങ് വിത്ത് മ്യൂക്കസ് ബ്ലഡ് ആൻഡ് ഡെഡ് ഓവം ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. അതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഫിഗർ തന്നിട്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ? മറന്നു പോവരുത്. യെസ്. എന്തോ എന്താ ആയില്ല എന്തോ. യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ് യൂറിൻ? നമ്മൾ എക്സ്ക്രീഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗ്ലോമറൽ ഫിൽട്രേറ്റ് വഴി എന്ത് ചെയ്യുക? ഫിൽട്രേറ്റ് ചെയ്യുന്നു, റീഅബ്സോർപ്ഷൻ നടക്കുന്നു, സെക്രീഷൻ നടക്കുന്നു, എക്സ്ക്രീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂറിനെ പുറന്തള്ളുന്നു. അപ്പോൾ നോക്കുക. ആർ ഗ്ലൂക്കോസ് ആൻഡ് പ്രോട്ടീൻ നോർമലി പ്രസൻറ്റ് ഇൻ യൂറിൻ? വൈ? ഹൗ ഈസ് ദ വോളിയം ഓഫ് യൂറിൻ റെഗുലേറ്റഡ്?
നമുക്കറിയാം ഗ്ലൂക്കോസും അതുപോലെ തന്നെ അമിനോ ആസിഡൊക്കെ എന്ത് ചെയ്യുന്നു റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് എവിടെ വെച്ചിട്ട് ആ ട്യൂബ്യൂളിൽ വെച്ചിട്ട് അല്ലേ. അപ്പം ദ യൂറിൻ കണ്ടെയ്ൻ മെയിൻലി വാട്ടർ, വേരിയസ് സോൾട്ട്, യൂറിയ ആൻഡ് യൂറിക് ആസിഡ്. ദേ ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ദ യൂറിൻ as glucose is reabsorbed by the nephron, while protein are not filtered from the blood in glomerulus in a healthy kidney. അപ്പോൾ പ്രോട്ടീൻ ഒന്നും നമ്മൾ കളയുന്നില്ല, ഗ്ലൂക്കോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു റീഅബ്സോർബ് ചെയ്തെടുക്കുന്നു, അതുകൊണ്ട് നമ്മളത് കളയുന്നില്ല. ഓക്കെ, ഇനി ഓക്കെ അല്ലേ, അടുത്തതിലേക്ക് പോവാം. വോളിയം ഓഫ് യൂറിൻ ഈസ് റെഗുലേറ്റഡ് ബൈ, എങ്ങനെയാണ് ഒരു യൂറിൻ്റെ വോളിയം നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയാണ്? എമൗണ്ട് ഓഫ് എക്സസ് വാട്ടർ വഴി ആൻഡ് എമൗണ്ട് ഓഫ് ഡിസോൾവ് വേസ്റ്റ് ഇൻ ദ ബ്ലഡ്. എക്സസ് വാട്ടർ വഴിയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു വേസ്റ്റിനെ ഡിസോൾവ് ചെയ്തിട്ടുമാണ് നമ്മൾ യൂറിൻ്റെ വോളിയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് എക്സ്ക്രീഷൻ ആൻഡ് നെയിം സം പാർട്സ് ഇൻ ദ ബോഡി. എന്താണ് മക്കളെ എക്സ്ക്രീഷൻ എന്ന് ചോദിച്ചാൽ? എക്സ്ക്രീഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്കറിയാം എന്താണ് ത്രോയിങ് ഔട്ട് ദ വേസ്റ്റ്. നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് നിന്നാൽ അത് ടോക്സിക് ആവുന്നു, നമ്മുടെ ബോഡി ഡിസ്ഫങ്ഷൻ ആവുന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ വേസ്റ്റ് ആയിട്ട് പുറന്തള്ളുന്നു. സോ ദാറ്റ് ഈസ് ത്രോയിങ് ഔട്ട് മെറ്റബോളിക് വേസ്റ്റ് ഫ്രം ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് ബോഡി, ദാറ്റ് ഈസ് എക്സ്ക്രീഷൻ. മെനി ഓർഗൻസ് പെർഫോം ദിസ് ബോഡി. നമ്മുടെ ബോഡിയിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? കിഡ്നി ഉണ്ട്, ദാറ്റ് നൈട്രോജനസ് വേസ്റ്റ്, യൂറിയ, യൂറിക് ആസിഡ് പോലത്തെ നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിഡ്നി. സ്വെറ്റും ഓയിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വേസ്റ്റ് പ്രൊട്ടക്ട് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. കാർബൺ ഡൈഓക്സൈഡ് വാട്ടർ എന്ത് ചെയ്യുന്നു നമ്മുടെ ലങ്സ് വഴി നമ്മൾ പുറത്തേക്ക് കളയുന്നു. ഫേറ്റസ് ഓർ അൺഡൈജസ്റ്റഡ് ഫുഡ് ബൈ ലാർജസ്റ്റ് ഇൻസ്റ്റൈൻ. ലാർജ് ഇൻസ്റ്റൈനിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഏനസ് റെക്ടം വഴി നമ്മൾ വേസ്റ്റുകൾ പുറത്തേക്ക് കളയുന്നു. ബൈൽ പിഗ്മെന്റ് ബൈ ലിവർ, ഇറ്റ് ഓൾസോ കൺവേർട്ട് ടോക്സിക് അമോണിയ ടു യൂറിയ. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗൻസ് പാർട്സ് ക്ലിയർ ആയിരിക്കണം. വാട്ട് ഈസ് എ നീഡ് ടു ഹാവ് എ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ കോംപ്ലക്സ് ഓർഗാനിസം? എന്തിനാണ് നമുക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാ കാര്യത്തെയും ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലേ? എന്തിനൊക്കെയാണ് നമ്മൾ പറഞ്ഞാണ് ആനിമൽ മൂവ് സബ്സ്റ്റൻസ് ടു വേർ ദേ ആർ നീഡഡ് ഇൻ ദ ബോഡി. അപ്പോൾ സ്മോളസ്റ്റ് ആനിമൽ ആണെങ്കിലും ഓക്സിജൻ്റെ ഫുഡ് മോളിക്യൂൾ ക്യാരി ചെയ്യണം, വേസ്റ്റ് പ്രോഡക്ട്സ് ക്യാരി ചെയ്ത് കിഡ്നി വഴി നമുക്ക് പുറത്തേക്ക് കളയണം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ എന്ത് ചെയ്യണം സറൗണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇൻ്റർ കണക്ഷൻ വരണം. ആൻഡ് വെറൈറ്റി ഓഫ് ഫ്ലൂയിഡ് സിസ്റ്റം കോൾഡ് വാസ്കുലർ സിസ്റ്റം സച്ച് ട്രാൻസ്പോർട്ട് ഈസ് മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ആനിമൽ കിങ്ഡം. അപ്പോൾ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് ആനിമൽ കിങ്ഡത്തിലാണ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, പവർ പവർ പവർ. എക്സ്പ്ലെയിൻ ഹൗ ദ എയർ ഈസ് ഇൻഹെയിൽഡ് ഡ്യൂറിങ് ബ്രീത്തിങ് ഇൻ ഹ്യൂമൻസ്. എങ്ങനെയാണ് മക്കളെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് എയർ? ഞാൻ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിച്ചോ ഡയഫ്രം എന്താ ചെയ്യുന്നത്, റിബ്സ് എന്താ ചെയ്യുന്നത്, തൊറാസിക് എന്താ ചെയ്യുന്നത്, ഒന്നും അറിയത്തില്ല എന്ന്. അപ്പോൾ ഇത് വേഗം പഠിച്ചു വെച്ചോ. ഇൻഹലേഷൻ്റെ സമയത്ത് ഡയഫ്രം ആൻഡ് റിബ്സ് എ മസിൽ കൺട്രാക്ട് വിച്ച് മേക്ക് ത്രോട്ട് മൂവ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. എന്താ ചെയ്യുന്നത്? നമ്മൾ ത്രോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു ഡയഫ്രോം റിബ്സ് എന്ത് ചെയ്യുന്നു കൺട്രാക്ട് ചെയ്യപ്പെടുന്നു അല്ലേ. ആൻഡ് വോളിയം ഇൻസൈഡ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്. കൂടുതൽ എയർ ഉള്ളിലേക്ക് കയറുമ്പം തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. എയർ പ്രഷർ ഇൻസൈഡ് ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് പ്രഷർ ഡിക്രീസ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് വെക്കണം. എന്താണ് അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ദസ് എയർ ഫ്രം ഔട്ട്സൈഡ് റഷസ് ഇൻ ടു ലങ്സ് ആൽവിയോളി ത്രൂ നോസ്ട്രൽസ് ട്രക്കി ആൻഡ് ബ്രോങ്കി. അപ്പോൾ ആ ഒരു പാത്വേ അറിഞ്ഞിരിക്കണേ. നോസ്ട്രലിൽ നിന്ന് എന്താ നെയ്സൽ ക്യാവിറ്റി, ലാർനിക്സ് വഴി ട്രക്കിയ, ട്രക്കിയിൽ നിന്ന് ബ്രോങ്കസ്, ബ്രോങ്കിയോൾ, ആൽവിയോളി, ആൽവിയോളയിലാണ് എന്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഡിഫൈൻ എക്സ്ക്രീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് എക്സ്ക്രീഷൻ എന്നും കാര്യങ്ങൾ ത്രൂ ഔട്ട് ദ വേസ്റ്റ് ലിവിങ് ബോഡിയാണ്. ഇതുപോലെ പാർട്ട് ലേബിൾ ചെയ്യാൻ ചോദിക്കട്ടോ. അതാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്, യൂറട്ടർ, അതുപോലെ തന്നെ എന്താണ് യൂറിനറി ബ്ലാഡർ. ഐഡൻറ്റിഫൈ ചെയ്ത് വരയ്ക്കാൻ പഠിക്കണം. Describe double circulation in human beings. Name the group of animal with a double circulation. How is important them? Double circulation വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു നമ്മളൊരു ബ്ലഡ് എടുക്കുമ്പോൾ ആ ബ്ലഡ് ആദ്യം ഡിയോക്സിജനായിട്ട് ഹാർട്ടായിട്ട് പോകുമ്പോൾ പിന്നെ ലങ്സിൽ പോയി തിരിച്ച് ഓക്സിജനേറ്റഡ് ആയിട്ട് വീണ്ടും ഹാർട്ടിലൂടെ വന്നിട്ടാണ് എല്ലാ ബോഡി പാർട്സിലേക്കും പോകുന്നത്. അപ്പോൾ 2 തവണ എന്ത് ചെയ്യുന്നു അത് ഹാർട്ടിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഡബിൾ സർക്കുലേഷൻ. അതുകൊണ്ട് തന്നെ നോക്കുക, ബ്ലഡ് എൻറ്റേഴ്സ് ഹാർട്ട് ട്വൈസ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ, കീപ്പിംഗ് ഓക്സിഡേറ്റഡ് ആൻഡ് ഡിയോക്സിഡേറ്റഡ് ബ്ലഡ് സെപ്പറേറ്റ്. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ മിക്സിങ് നടക്കാത്തത്. പ്യുവർ ബ്ലഡിനും ഇംപ്യുവർ ബ്ലഡിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഡബിൾ സർക്കുലേഷൻ കാരണമാണ്. അതാണ് ഡബിൾ സർക്കുലേഷൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പം നിങ്ങൾ ഡബിൾ സർക്കുലേഷൻ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. അപ്പം ഇത് എഴുതണം. Right atrium receive blood from vena cava, pumps the blood into right ventricle. Blood is sent to lungs, oxygenated, and then is sent through right and left pulmonary vein and atriumത്തിലേക്ക് വരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് വരുന്നു. എന്ത് ചെയ്യുന്നു അയോട്ട വഴി എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. ആ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഹാർട്ടിൽ പോകുന്ന ഓർഡർ നോക്കിയിട്ട് വേണേൽ പോവാൻ. പിന്നെ ഡബിൾ സർക്കുലേഷൻ, ബേർഡ്സ് മാമൽസ് ഹാവ് ഡബിൾ സർക്കുലേഷൻ because they need to maintain constant body temperature. ബേർഡ്സിനും മാമൽസിലും എന്തിനാണ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഡബിൾ സർക്കുലേഷൻ നടക്കുന്നു.
that are warm blooded animals or endotherms എന്ന് നമ്മൾ പറയും. ഇനി വാട്ട് ഈസ് റെസിഡ്വൽ വോളിയം ഇൻ ലങ്സ്? നമ്മുടെ ലങ്സിൽ റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത് ഇസ് എ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഈസ് ഓൾവേസ് ലെഫ്റ്റ് ഇൻസൈഡ് ദ ലങ് ഇൻ സ്പൈറ്റ് ഓഫ് ഫോഴ്സ്ഫുൾ എക്സ്പെലേഷൻ. നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സൽ ചെയ്തു എന്ന് പറഞ്ഞ് എക്സൽ ചെയ്താലും നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്യാസ് ബാക്കി ഉണ്ടാവും അല്ലേ, ആ ഗ്യാസിൽ എയർ ബാക്കി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ വോളിയം ഓഫ് എയറിനെയാണ് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ഗ്യാസ് എക്സ്ചേഞ്ച് ഡ്യൂറിങ് എക്സലേഷൻ ആൻഡ് ഇൻഹലേഷൻ. അപ്പം ഈ ഇൻഹലേഷനും എക്സലേഷൻ നടക്കുന്ന ചെറിയ ഗ്യാപ്പ് ഓഫ് എമൗണ്ടിലും എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് റെസിഡ്വൽ വോളിയം അവിടെ കീപ്പ് ചെയ്യുന്നത്. ഇനി ഷോ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ലിംഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലോ ഡയഗ്രാം. ലിംഫിൻ്റെ ഫ്ലോ ഡയഗ്രാമാണ് ലിംഫ്, ടിഷ്യൂ, സൈനസ്, ലിംഫസിൽ, വെയിന്, ഹാർട്ട്. ഓർത്ത് വെക്കണേ, ചിലപ്പം പല രീതിയിൽ ചോദ്യം വരാം. വളരെ പഴയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ടുവെന്നേ ഉള്ളൂ. ലിംഫ്, ടിഷ്യൂ, സൈനസ്, ലിംഫസിൽ, വെയിൻ, ഹാർട്ട്. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് സലൈവ ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്? പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സ്റ്റാർച്ചിനെ എന്ത് ചെയ്യുന്നു, മൾട്ടോസ് ആക്കി മാറ്റുന്നു. സലൈവ ലുബ്രിക്കേറ്റ് ചെയ്യുന്നു, സോഫൻ ദ ഫുഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഈസിലി ച്യൂഡ് ആൻഡ് സാലോഡ്. ഇറ്റ് കണ്ടെയ്ൻ എൻസൈം അമിലേസ് വിച്ച് ബ്രേക്ക് ഡൗൺ സ്റ്റാർച്ച് ടു മാൾട്ടോ. അപ്പം മേജറായിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മാസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കുഴമ്പ് പരുവത്തിൽ ഗ്ലോബുലസ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല എൻസൈം ഉണ്ട്, അതെന്ത് ചെയ്യുന്നു, സ്റ്റാർച്ചിനെ മാൽട്ടോസ് ആക്കി മാറ്റുന്നു. സോ നമ്മൾ അങ്ങനെ ഇതാ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും. ഫൈനൽ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കംപ്ലീറ്റ് സയൻസ് നമ്മളിതാ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. സമയം എത്രയായി? 1:01. 7 മണിക്ക് തുടങ്ങിയതാണ് അല്ലേ. 8, 9, 10, 11, 12, 1 6 മണിക്കൂർ നീണ്ടു നിന്ന ഒരു വലിയ ലൈവായിരുന്നു. നമ്മൾ അത്രയും സെഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് 150-ലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ലൈവ് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല വേഗം പോയി കിടന്നുറങ്ങിക്കൊള്ളുക. ഇനിയിപ്പം അധികം നിങ്ങൾ നോക്കണ്ട, ഇന്ന് നല്ലോണം കിടന്നുറങ്ങി ആ ഒരു ഉറക്ക ക്ഷീണമൊക്കെ മാറിയിട്ട് എന്ത് ചെയ്യുക, നാളെ രാവിലെ എക്സാമിന് പോകുന്നതിന് കുറച്ച് മുന്നേ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾ ചെറിയ ഷോർട്ട് നോട്ട്സും ക്യാപ്സ്യൂൾ നോട്ടൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടാവുമല്ലോ, അത് എക്സാമിന് പോകുന്ന സമയത്തും ആ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. നല്ലോണം വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങുക കേട്ടോ, നല്ലോണം വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടതുകൊണ്ട് കിടന്നുറങ്ങുമ്പോഴും നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്തോളും, അതൊന്ന് റീഡ് ചെയ്ത് വെച്ചോളും കേട്ടോ, ടെൻഷൻ ആവേണ്ട കേട്ടോ. ഓക്കെ, ദെൻ 1% ചാർജ് ഉണ്ട് 1 മണി. ഓക്കെ, ഗുഡ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അടിച്ച് പൊളിച്ച് തന്നെ നിങ്ങൾ പോയിട്ട് വരിക, കൂളായിട്ട് പോയിട്ട് ചെയ്താൽ ടെൻഷൻ ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കണം, വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യാം. തൊട്ടപ്പുറത്തോട് ചോദിക്കാനൊന്നും പോകണ്ട, അറിയാലോ, കാര്യമില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, ഫിഗറൊക്കെ ആലോചിച്ച് ലേബൽ ചെയ്യണം, തെറ്റിക്കരുത്. ഓക്കെ, അപ്പം നല്ല കൂളായിട്ട് നല്ല രീതിയിൽ വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഒക്കെ പ്രേയേഴ്സും വിഷസും നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ അടിപൊളി കുട്ടികളാണ്, നിങ്ങൾ ശരിക്കും മിസ് ചെയ്യും. നിങ്ങൾ എവിടെയും പോകുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ കാണാം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സൈലം ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരിക. സോ ലവ് യു ഓൾ, ലവ് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും കുട്ടികൾ ഇവിടെ വരെ ലാസ്റ്റ് നിന്നതിന്, ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഓൾ. സോ എന്ത് ചെയ്യുക, എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെസ്സേജൊക്കെ അയക്കുക കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും പറയുക. ഓക്കെ, ദെൻ അങ്ങനെ ഇതാ ലാസ്റ്റ് 1 മണി കഴിഞ്ഞപ്പം ഞാനും നമ്മുടെ സ്റ്റുഡിയോയിലെ ചേട്ടനും മാത്രം ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പം ഓൾ ദി ബെസ്റ്റ്, നല്ലോണം കിടന്ന് ഉറങ്ങാം ഡിയാസ്. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.